Hi all, good morning. JEE Express 2026 അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. നമ്മളിന്ന് മാത്തമാറ്റിക്സിലെ ചില ചാപ്റ്റേഴ്സ് ലൈക്ക് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, അതുപോലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, അതായത് നമ്മുടെ ഈ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഫുൾ ടോപ്പിക് മാത്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, അതുപോലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ. So first question, let A and B are two matrices, square matrices of order 3. Determinant of A equal to 3 and determinant of B equal to 2. Then determinant of this particular expression. ഈ ടൈപ്പിലില്ലേ അഡ്ജോയിൻറ്റിൻ്റെയും ഇൻവേഴ്സിൻ്റെയും പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ പേപ്പറിലും ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന, അതുമായിട്ട് നമ്പർ ഓഫ് സൊല്യൂഷൻസ്, അതല്ലെങ്കിൽ നോ സൊല്യൂഷൻ, ആ കണ്ടീഷൻ ഓഫ് സൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ പേപ്പർ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഷിഫ്റ്റുകളിലും കഴിഞ്ഞ സെഷനിലും ഇത് തന്നെയായിരുന്നു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിലും അതുപോലെ പ്രോപ്പർട്ടീസിലും നല്ല രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ 3യും ഡിറ്റർമിനൻ്റ് ഓഫ് ബി 2 ആണ്. ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. അഡ്ജോയിൻ്റ് ഓഫ് determinant of A എന്ന് പറയുന്നത് determinant of adjoint of A, this is equal to determinant of A raised to n minus 1 and k times A determinant of F matrix എന്ന് പറയുന്നത് k raised to n determinant of A. then A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 1 by determinant of A. ഇത്രയും റിസൾട്ടുകൾ നമുക്കറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും റിസൾട്ടുകൾ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ദിസ് തിങ് ഹിയർ. So ഇവിടെ determinant of A transpose and one more thing, determinant of A transpose and determinant of A both are same. Okay, A transpose into A into adjoint of 2A whole inverse into adjoint of 4B into adjoint of 4B whole inverse into A into A transpose എന്നാണ്. ഡിറ്റർമിനൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ A ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ്, എൻ്റെ ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് ഓഫ് 2A ദി ഹോൾ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് ഓഫ് 4Bയുടെ ഡിറ്റർമിനൻ്റ്, അഡ്ജോയിൻ്റ് ഓഫ് 4Bയുടെ ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് AB, അഡ്ജോയിൻ്റ് ഓഫ് AB ഹോൾ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഇൻറ്റു എയുടെ ഡിറ്റർമിനൻ്റ് ഇൻറ്റു എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ്. എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും എയുടെ ഡിറ്റർമിനൻറ്റും സെയിം ആണ്. സോ എ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് 2A ഹോൾ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. സോ 1 by അഡ്ജോയിൻ്റ് ഓഫ് 2A, അഡ്ജോയിൻ്റ് ഓഫ് 2A ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ദെൻ അഡ്ജോയിൻ്റ് ഓഫ് 4Bയുടെ ഡിറ്റർമിനൻ്റ്, അഡ്ജോയിൻ്റ് ഓഫ് 4Bയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് A റേസ് ടു n minus 1 ആണ്. n is the order of matrix. ദെൻ ഇവിടെ 4B whole raised to n minus 1. n is the order of matrix, that is A and B are two square matrix of order 3 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഹോൾ സ്ക്വയർ എന്നായിരിക്കും വരിക. ദെൻ ഇവിടെ വീണ്ടും ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് 1 by determinant of A ആണ്. സോ 1 by determinant of adjoint of AB, adjoint of AB, this into determinant of A into determinant of A, because A ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും എയുടെ ഡിറ്റർമിനൻറ്റും സെയിം ആണ്. ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് 2Aയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് A റേസ് ടു n minus 1 ആണ്. അപ്പോൾ 2A ഡിറ്റർമിനൻ്റ് റേസ് ടു n minus 1 വിച്ച് ഇസ് 2, ഈ രീതിയിലായിരിക്കും വരിക. ദെൻ 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വെൻ യു ടേക്ക് കോൺസ്റ്റൻ്റ് ഔട്ട് ഓഫ് ഡിറ്റർമിനൻ്റ്, ആ കോൺസ്റ്റൻ്റ് വിത്ത് പവർ ഓർഡർ ആയിട്ടാണ് പുറത്തേക്ക് വരിക. സോ 4 റേസ് ടു 3 ആൻഡ് ഈ പറയുന്ന എക്സ്പ്രഷന് ടോട്ടൽ ഒരു സ്ക്വയർ കൂടി ഉണ്ട്. സോ 4 cube ഹോൾ സ്ക്വയർ ടൈംസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു
adjoint of AB യുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് determinant of AB the whole raised to n minus 1, that is determinant of A square, A into B whole square. Then next one is determinant of A into determinant of A. Then one more step, this is determinant of A square into 4 cube whole square എന്ന് പറഞ്ഞാൽ 4 raised to 6. Okay. Then determinant of B square, then determinant of A square divided by 2 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഔട്ട്സൈഡ് കൊണ്ടുവരുന്ന സമയത്ത് വിത്ത് ഓർഡർ പവറും കൊണ്ടാണ് പുറത്തേക്ക് വരിക. സോ 2 raised to 3 ഹോൾ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ഹോൾ സ്ക്വയർ കൂടി വരും. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ ഹോൾ സ്ക്വയർ ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഡിറ്റർമിനന്റ് ഓഫ് ബി സ്ക്വയർ. So determinant of A square, determinant of A square, determinant of A square, determinant of A square cancel, determinant of B square, determinant of B square cancel. Then 4 raised to 6 divided by 2 raised to 6. So that is 2 raised to 6 എന്നായിരിക്കും വരിക. 2 raised to 6 equal to 64 is final answer. So ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 64, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റും പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും ഒന്നും കൂടി നിങ്ങൾ റിവൈസ് ചെയ്യണം കേട്ടോ. ദെൻ കൗണ്ടിങ് പ്രോബ്ലം, അതായത് പെർമ്യൂട്ടേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് സിംഗുലാർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ഹൂസ് എലമെൻറ്റ്സ് ആർ ഫ്രം ദി സെറ്റ് 2, 3, 6, 9. സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആകുന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് ഓർഡർ 2 ആണ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരു 2/2 മെട്രിക്സ് ആണ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നതിൽ കേസുകൾ എടുക്കാം. കേസ് 1 എന്ന് പറയുന്നത് വി ആർ യൂസിങ് ഓൺലി 1 എലിമെൻറ്റ്, ഒറ്റ എലിമെൻറ്റ് മാത്രമാണ്. ലെറ്റ്സ് സേ ഇഫ് യു ആർ ടേക്കിംഗ് ഓൺലി 2, ദെൻ ആ മെട്രിക്സ് അല്ലെങ്കിൽ ആ ഡിറ്റർമിനൻറ്റ് നമ്മൾ അല്ലെങ്കിൽ മെട്രിക്സ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ എത്ര കേസ് ഉണ്ടായിരിക്കും? ഓൺലി 1 എലിമെൻറ്റ് ഈസ് യൂസ്ഡ്, ഓൺലി 1 എലിമെൻറ്റ് ഈസ് യൂസ്ഡ്. സോ ഇങ്ങനത്തെ നമുക്ക് 4 എലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. സോ 4C1 കേസിൽ, അതായത് 4 ടൈപ്പ് ഓഫ് ഡിറ്റർമിനൻറ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ആ 4 ഡിറ്റർമിനൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും, സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. ദെൻ കേസ് 2 എന്ന് പറയുന്നത്, കേസ് 2 2 എലിമെൻറ്റ്, ഓൺലി 2 എലിമെൻറ്റ് ആർ യൂസ്ഡ്, ഓൺലി 2 എലിമെൻറ്റ് യൂസ്ഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്നത് ചെയ്യുക? 2 എലിമെൻറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ, ലെറ്റ്സ് സേ ഞാനിപ്പോൾ 2ഉം 3ഉം ആണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഇത് വെച്ച് ഞാനൊരു ഡിറ്റർമിനൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ലൈക്ക് 2 ഇവിടെ എഴുതി, 3 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി, ഇവിടെ 3 എഴുതി. അപ്പോൾ ഈ പറയുന്ന ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. നോക്കൂ, 2, 2, 3, 3, 6 - 6 ഈ പറയുന്നത് 0 ആയിരിക്കും. ദെൻ നമുക്ക് ഈ പറയുന്ന ഡിറ്റർമിനൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെയും പ്ലേസ് ചെയ്യാം. സോ 3, 2, 2, 3 ഇങ്ങനെ എഴുതിയാലും ഈ പറയുന്ന ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും. സോ ഈ പറയുന്ന പാർട്ട് നിങ്ങൾക്ക് 2, 3 എന്ന് പറയുന്ന ഈ 2 എലിമെൻറ്റിനെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം? 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇവിടെ ഈ പറയുന്ന പാർട്ടും എനിക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ആൻഡ് ഈ പാർട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ പാർട്ട് ഇൻ്റർചേഞ്ച് 3, 2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എഴുതാം, 2, 3, ഇവിടെ 3, 2 ഇങ്ങനെ എഴുതാം. ഇതൊക്കെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. സോ ഇതിലാകെ ഇത്രയും നോക്കേണ്ടതുള്ളൂ. നമുക്ക് 4 നമ്പേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് 2 നമ്പേഴ്സ് 4C2 വേസ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇഫ് യു ടേക്ക് 2, 3 ഓർ ഇവിടെ 3, 4 അങ്ങനെ ഏതെങ്കിലും 2 കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് എടുത്താൽ ഇതിൽ ഒരു നമ്പർ ഇവിടെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഇവിടെയും പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ 2 നമ്പേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3യും ഇവിടെ 2 വെച്ചാലും ഇവിടെ 2ഉം ഇവിടെ 3 വെച്ചാലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് 6 ആയിരിക്കും. ആൻഡ് ഇവിടെ 2 ഇവിടെ 3 വെച്ചാലും ഇവിടെ 3യും ഇവിടെ 2 ഇവിടെ 3 വെച്ചാലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് 6 ആയിരിക്കും. 6 - 6 0 ആയിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഈ 2 എലിമെൻറ്റ്സിനെ 2 വേസിലും ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഈ 2 എലിമെൻറ്റ്സിനെ 2 വേസിലും അറേഞ്ച് ചെയ്യാം. സോ 4C2 ഈ 6 × 4 24 കേസസ് ഇവിടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ദെൻ കേസ് 3 എന്ന് പറയുന്നത് 3 എലിമെൻറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. 3 എലിമെൻറ്റ്സ് 3 എലിമെൻറ്റ്സിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ആക്ച്വലി
ഇവിടെ 3 എലിമെൻസിൻ്റെ പ്രൊഡക്റ്റ് നാലാമത്തെ എലിമെൻറ്റ്സ് വെച്ച് ക്യാൻസൽ ചെയ്യുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. സോ ദർ ഈസ് നോ എലിമെൻറ്റ്സ്. ഇവിടെ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ കേസ് 4 ദ ലാസ്റ്റ് വൺ, 4 എലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന കേസാണ്. സോ 4 എലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഓർഡറിൽ എഴുതുന്ന സമയത്ത് പ്രൊഡക്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ടോ? 2 3 6 9 നോക്കൂ, 2 × 9 18 ആണ്, 3 × 6 18 ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ കറസ്പോണ്ടിങ് ഒരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. 2 9, ഇവിടെ 2ഉം ഇവിടെ 9ഉം ഇവിടെ 3ഉം ഇവിടെ 6ഉം എഴുതി. ആൻഡ് ഇവരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം നോക്കൂ. ഈ 2 9 ഇൻസൈഡ് നമുക്ക് 2 വേസിൽ അറേഞ്ച് ചെയ്യാം. ഈ പറയുന്ന ബോക്സിൽ 2 വേസിൽ അറേഞ്ച് ചെയ്യാം. ആൻഡ് 6 3യെ നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ 2 വേസ് അറേഞ്ച് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ഈ പറയുന്ന 2 9ൻ്റെ ഓറിയൻറ്റേഷൻ ഇവിടെയും 3 6ൻ്റെ ഓറിയൻറ്റേഷൻ ഇവിടെയും എന്ന് പറയുന്ന പോലെ തന്നെ നേരെ തിരിച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ 3 6ഉം ഇവിടെ 2 9ഉം ഈ രീതിയിൽ എടുത്താൽ ഇത്രയും കേസുകൾ വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ ടോട്ടൽ കേസിൻ്റെ ട്വൈസ് കേസുകളായിരിക്കില്ലേ ടോട്ടൽ നമ്പർ ഓഫ് സിംഗുലാർ മെട്രിക്സ് വെൻ വി ആർ യൂസിങ് 4 എലിമെൻറ്റ്സ്. 4 എലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയായിരിക്കും, 8 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ടോട്ടൽ എത്ര കറസ്പോണ്ടിങ് സിംഗുലാർ മെട്രിക്സുകൾ നമുക്ക് ഗിവൺ എലിമെൻറ്റ്സ് വെച്ച് ഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 4 + 24 + 8, സോ വിച്ച് ഈസ് ഈക്വൽ ടു 36. 36 വിൽ ബി യുവർ ആൻസർ. Then next one, a matrix A is 1 2 0 1 and another matrix B is identity matrix plus adjoint of A plus adjoint of A square plus etc. adjoint of A raised to 10. Then sum of all elements of matrix B. B എന്ന് പറയുന്ന മെട്രിക്സിലെ എലിമെൻസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ദർ ഈസ് എ പാറ്റേൺ. നമുക്ക് ആദ്യം ഒരു ഗിവൺ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് സം ABCD എന്നാണെങ്കിൽ ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് മെട്രിക്സ് എഴുതാൻ വളരെ ഈസിയാണ്. അഡ്ജോയിൻറ്റ് ഓഫ് ദ മെട്രിക്സ് ഈസ് പ്രിൻസിപ്പൽ ഡയഗണൽ അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക, ദാറ്റ് ഈസ് A ആൻഡ് D. ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുക, ഈ പറയുന്ന എലിമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, D ആൻഡ് A. ആൻഡ് ഇവിടെ ഉള്ള എലിമെൻറ്റ്സിൻ്റെ സൈന് ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതാം. സോ ദിസ് ഈസ് -B ആൻഡ് -C. ഇതായിരിക്കില്ലേ ഈ പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 2 0 1 ആണ്. ദെൻ ഈ പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 -2 0. ഇതാണ് ഈ പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ അഡ്ജോയിൻ്റ് മെട്രിക്സ് എ ഇതാണ് എങ്കിൽ അഡ്ജോയിൻ്റ് മെട്രിക്സിൻ്റെ സ്ക്വയർ എന്താ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ദിസ് ഈസ് 1 -2 0 1 ഈസ് മൾട്ടിപ്ലൈയിങ് വിത്ത് സെയിം മെട്രിക്സ്. So 1 -2 0 1 is multiplying 1 -2 0 1. So this is equal to 1, ഇവിടെ 1 എന്ന് വരും. So next -2 -2 this is -4 and 0 ഇവിടെ 0 and this is 1. ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. സോ അഡ്ജോയിൻ്റ് ഓഫ് A സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 1 -4 0 1 ആയി. ദെൻ അഡ്ജോയിൻ്റ് ഓഫ് A ക്യൂബ് എന്താണെന്ന് നോക്കാം. അഡ്ജോയിൻ്റ് ഓഫ് A raised to 3. സോ ഇവിടെ ഈ പറയുന്ന മെട്രിക്സ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്, ദാറ്റ് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് ഈസ് ദിസ് വൺ. ഇത് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദി ആൻസർ, ദാറ്റ് ഈസ് 1 × 1. ഇപ്പോൾ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. -2 -4 ദാറ്റ് ഈസ് -6 ആൻഡ് 0 ദിസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് 1. So actually there is a pattern when you are observing carefully. Adjoint of A is 1 -2 0 1. Adjoint of A square is 1 -4 0 1. Adjoint of A cube is 1 -6 0 1. So ഈ പറയുന്ന മെട്രിക്സുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ദിസ് ഈസ് ഒരു ജനറൽ ആയിട്ട് അഡ്ജോയിൻ്റ് ഓഫ് A raised to n, A whole raised to n എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് 1 -2n ആൻഡ് 0 1. ഈ പറയുന്ന ഫോർമാറ്റിലാണ് ഈ മെട്രിക്സ് ഉള്ളത്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് ആഡിങ് ടു അഡ്ജോയിൻ്റ് ഓഫ് A പ്ലസ് അഡ്ജോയിൻ്റ് ഓഫ് A സ്ക്വയർ, adjoint of A whole square plus adjoint of A whole cube plus adjoint of A the whole raised to
10. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ലൈക്ക് 1 0 0 1 and the adjoint of A, that is 1 minus 2 0 1, then next element 1 minus 4 0 1, and next element 1 minus 6 0 1, and etc. This is going last element 1 minus 20 0 1 0 1. So ഇതിൻ്റെ സം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് മെട്രിക്സ് ബി. സോ ബി മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് 1 ഈസ് ആഡിങ്. ഇവിടെ അഡ്ജോയിൻറ്റുകളും മെട്രിക്സ് എന്ന് പറയുന്നത് ടോട്ടൽ 10 ഉണ്ട്. ആൻഡ് ഐഡൻറ്റിറ്റി മെട്രിക്സും കൂടി കൂട്ടി ടോട്ടൽ 11 മെട്രിക്സുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൽ എല്ലാ എലിമെൻസിൻ്റെയും A1 ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ദർ ഈസ് ആക്ച്വലി 1. അപ്പോൾ 1 11 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 11 എന്ന് വരും. ആൻഡ് 0 പ്ലസ് -2 പ്ലസ് -4 പ്ലസ് -6 പ്ലസ് -20 വരെയല്ലേ. അതായത് മൈനസ് നമുക്ക് അങ്ങ് ഔട്ട് സൈഡ് എടുത്താൽ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര 20. അതായത് ഫസ്റ്റ് 10 ഈവൺ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് ഈവൺ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഈവൺ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം n ഇൻറ്റു n+1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് 2 ഇൻറ്റു 10 ഇൻറ്റു 11. നെക്സ്റ്റ് 0 ആണ് എല്ലാ എലിമെൻസിൻ്റെയും A21 ലൊക്കേഷനിലുള്ള എലിമെൻറ്റ്. സോ ഹിയർ ഇറ്റ് ഈസ് 0 ആൻഡ് 1 ഈസ് ആഡിങ് 11 ടൈംസ്. സോ വൺസ് അഗെയിൻ ഇവിടെ 11 എന്നായിരിക്കും. സോ ഇതിലെ സം ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 11 പ്ലസ് 11 പ്ലസ് -110 ഇതായിരിക്കും ഫൈനൽ ആൻസർ വരിക. Okay, moving to next question. Yes. A is 3 minus 4 1 minus 1. B is and B are two matrices such that A raised to 100 is 100 times of B plus identity matrix. Then sum of all elements of B raised to 100. Once again, E type another question. With some power 100. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം, ദെൻ ക്യൂബ് കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ ദർ വിൽ ബി സം പാറ്റേൺ. ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം എ റേസ് ടു 100 എന്താണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ജനറൽ മെട്രിക്സ് എഴുതി എ റേസ് ടു 100 വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് മെട്രിക്സ് എന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് 100 ടൈംസ് ഓഫ് ബി മെട്രിക്സ് പ്ലസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ബി മെട്രിക്സ് ഏതാ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ദർ ഈസ് എ സെക്കൻഡ് വേ. ഞാനിപ്പോൾ സെക്കൻഡ് മെത്തേഡ് വെച്ചാണ് പ്രോബ്ലം കാണിക്കാം. നിങ്ങൾ ഏതൊരു മെട്രിക്സ് തന്നാലും സം പവർ 100 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒരു ഹയർ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ തരുന്ന സമയത്ത് നമുക്ക് ആ മെട്രിക്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് m പ്ലസ് ഐ എന്നുള്ള രീതിയിൽ സം റാൻഡം മെട്രിക്സ് m ആൻഡ് പ്ലസ് ഐ ഇത് രണ്ടും കൂടി സം ചെയ്തതാണ് ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് എങ്കിൽ ആക്ച്വലി എം എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്? ഐഡൻറ്റിറ്റി മെട്രിക്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നതെങ്കിൽ ദിസ് ഈസ് 2, ദിസ് ഈസ് -2 ആൻഡ് ഇവിടെ -4 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1. ദിസ് ഈസ് 1 0 1 0 0 1. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ദിസ് ഈസ് മെട്രിക്സ് എ ഇറ്റ് സെൽഫ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. 2 + 1 3 ആവുന്നുണ്ട്. -4 + 0 1 + 0 -1 + 1 -1 പ്ലസ് -2 + 1 -1 ആൻസർ കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് ഐഡൻറ്റിറ്റി ഈ മെട്രിക്സിൽ നിന്ന് ഐഡൻറ്റി മെട്രിക്സ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എം മെട്രിക്സ് എന്താ എന്ന് കിട്ടും. ദെൻ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ എ റേസ് ടു 100 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് I plus m ദി ഹോൾ റേസ് ടു 100 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എനി സ്ക്വയർ മെട്രിക്സ് ഈക്വൽ ടു സ്ക്വയർ മെട്രിക്സ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു ദ സെയിം മെട്രിക്സ്. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ്. എം ഐ ഈക്വൽ ടു ഐ എം ഈക്വൽ ടു എം തന്നെ ആയിരിക്കും.
if matrix multiplication commutative ആണ് എന്നുണ്ടെങ്കിൽ you can expand using binomial expansion. ഇത് നിങ്ങൾക്ക് binomial expansion വെച്ചിട്ട് ഈ എക്സ്പ്രഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതല്ലാത്ത കേസിലൊന്നും മെട്രിക്സിൻ്റെ ഹയർ പവറുകൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒരിക്കലും എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല. അത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ ആണ്. ബിക്കോസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ്. എ ബി ബി എ ഈക്വൽ ആകുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ വിത്ത് എ സ്ക്വയർ മെട്രിക്സ് അതൊരു കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. ഐ എം ഈക്വൽ ടു എം ഐ ഈക്വൽ ടു എം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓപ്പറേഷൻ വർക്ക് ചെയ്യും. സോ 100C0 ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് 100C ഐഡൻറ്റിറ്റി മെട്രിക്സ് റേസ് ടു ഐ റേസ് ടു എൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ്. സോ 100C1 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ടൈംസ് ഓഫ് എം പ്ലസ് 100C2 ഐഡൻറ്റിറ്റി മെട്രിക്സ് into m square plus etc etc last 100C100 m raised to 100 ഇങ്ങനെ ആയിരിക്കും വരിക. And identity matrix with any matrix multiplication gives the same matrix. So 100C0 is 1 times of identity matrix, that is identity matrix itself. 100 times of identity matrix into m, that is m. 100C2 times of m square plus etc. The last one is 100C100 m raised to 100. Then look at here, m is a matrix. ഈ m എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം. ദിസ് ഈസ് m ഈസ് 2 minus 4 2 minus 4 1 minus 2. ഇതാണ് m എന്ന് പറയുന്ന ഈ മെട്രിക്സ്. ഇതിൻ്റെ സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ദർ വിൽ ബി സം പാറ്റേൺ. ആ പാറ്റേൺ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. വെൻ യു ഫൈൻഡ് m സ്ക്വയർ, this is equal to, നോക്കൂ, 2 into 2 4 minus 4, so first element is 0, and minus 4 plus 2 into minus 4 minus 8 plus 8, this is also 0, 2 minus 2, this is 0, and minus 4 plus 4, this is 0. So m square is a zero matrix. m square ഒരു zero matrix ആണ്. m square zero matrix ആണെങ്കിൽ m cube എന്ന് പറയുന്നത് m square into m ആണ്. അപ്പോൾ അതും zero matrix ആണ്. m raised to 4 zero matrix ആണ്. m പവർ ബാക്കിയുള്ള എല്ലാ എക്സ്പോണൻ്റ് കേസിലും ഇതെല്ലാം സീറോ മെട്രിക്സുകളാണ്. സോ സീറോ മെട്രിക്സിനെ ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലും സീറോ മെട്രിക്സ് തന്നെയായിരിക്കും. സോ സീറോ മെട്രിക്സ് വേറെ മെട്രിക്സിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുക സെയിം മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ എഫക്റ്റീവ്ലി ഈ പറയുന്ന ഇത്രയും സീറോ മെട്രിക്സുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് 100 ടൈംസ് ഓഫ് എം മെട്രിക്സ് ആണ്. ഇതാണ് എ റേസ് ടു 100 ആയിട്ട് വന്നത്. Given that this is equal to 100 times of B matrix plus identity matrix, on comparing we know that is B equal to M. B യും M ഉം ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. സോ B matrix എന്ന് പറയുന്നത് അത് M matrix തന്നെയാണ്. ഇനി സം ഓഫ് all elements of B raised to 100 ആണ് ക്വസ്റ്റ്യൻ. സോ B raised to 100 എന്ന് പറയുമ്പോൾ this is actually M raised to 100. m raised to 100 കറസ്പോണ്ടിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന m raised to 100 എന്തായിരിക്കും? ഇറ്റ്സ് എ സീറോ മെട്രിക്സ്. ഇതെന്തായാലും ഒരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സീറോ മെട്രിക്സ്. ഇഫ് ഇറ്റ് ഈസ് എ സീറോ മെട്രിക്സ് ദ ആൻസർ വിൽ ബി സം ഓഫ് എലിമെന്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സം ഓഫ് എലിമെന്റ്സ് ഈക്വൽ ടു സം ഓഫ് എലിമെന്റ്സ് ദിസ് ഈക്വൽ ടു 0. സം ഓഫ് എലിമെന്റ്സ് എത്രയായിരിക്കും? 0 എന്നായിരിക്കും ആൻസർ വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വൺസ് അഗെയിൻ അഡ്ജോയിൻറ്റിൻ്റെ പ്രോബ്ലം തന്നെയാണ്. ഈ പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ 6 ആണ്. ഇറ്റ്സ് എ 3/3 മെട്രിക്സ് ആൻഡ് അഡ്ജോയിൻറ്റ് ഓഫ് 3 ടൈംസ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ സ്ക്വയർ ടൈംസ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് 2a. ഡിറ്റർമിനൻറ്റ് ഈസ് 2 raised to m 3 raised to n. ദെൻ എമ്മും എന്നും നാച്ചുറൽ നമ്പർ ആണെങ്കിൽ m plus n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. So first of all, adjoint of a matrix, adjoint of a എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് determinant of a raised to n minus 1 എന്നാണ്. So n is the order of the matrix and k times of a matrix A ഇതിന്റെ ഡിറ്റർമിനന്റ് k raised to n times of determinant of a യുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം. Then let's go to the question. അപ്പോൾ determinant of adjoint of 3 times adjoint of
a square times adjoint of 2a. ഇതാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റത്തെ ഈ കംപ്ലീറ്റ് മെട്രിക്സ് ഒരു എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അഡ്ജോയിന്റ് ഓഫ് എക്സിൻ്റെ ഡിറ്റർമിനന്റ് ഓഫ് എക്സ് റൈസ് ടു n-1 ആണ്. സോ ദിസ് ഈസ് 3 ടൈംസ് ഓഫ് adjoint of a square times of adjoint of 2a, this whole raised to 3 minus 1, which is 2. Then 3 is a constant. Let's take it outside. അത് ഡിറ്റർമിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഓർഡർ പവറും കൊണ്ടാണ് പുറത്ത് വരിക. ഓർഡർ എത്രയാണ്? ഇറ്റ്സ് എ 3/3 മെട്രിക്സ്. സോ 3 raised to 3, ഇവിടെ ടോട്ടൽ പവർ 2 കൂടി ഉണ്ട്. സോ ഹോൾ സ്ക്വയർ ടൈംസ് ഓഫ് adjoint of a square, adjoint of 2a. Then once again ഇവിടെ adjoint മെട്രിക്സ്, ഇവിടെ ഒരു ഹോൾ സ്ക്വയർ കൂടി ഉണ്ട്. And once again adjoint of some matrix, that is determinant of that matrix raised to n-1. So 3 raised to 6 into determinant of a square times of adjoint of 2a, the whole raised to 2. അതിൻ്റെ total power 2, so total power ഇപ്പോൾ 4 ആയി. Then product of two matrices, determinant calculate ചെയ്യുന്ന സമയത്ത് determinant of ab which is equal to determinant of a into determinant of b ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 3 raised to 6 into determinant of a square into determinant of adjoint of 2 times of a, the whole raised to 4, ഇവിടെയും whole raised to 4. Okay, then 3 raised to 6 into determinant of a raised to n equal to determinant a whole raised to n ആണ്. So this is determinant of a raised to 8 into adjoint of 2a matrix എന്ന് പറയുന്ന സമയത്ത് 2a whole raised to 2 the whole raised to 4, this is 2a the whole raised to 8. So 3 raised to 6 into determinant of a raised to 8 into 2a determinant outside എടുക്കുന്ന സമയത്ത് order power, that is 2 raised to 3 the whole raised to 8 into determinant of a whole raised to 8. Then determinant a value, that is 6 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. determinant of a 6 ആണ്. So 3 raised to 6 into a എന്ന് പറയുന്നത് 6 raised to 8 into 2 raised to 24 into 6 raised to 8. So 3 raised to 6 into 2 raised to 3, 2 raised to 8 into 3 raised to 8 into 2 raised to 24 into 2 raised to 8 into 3 raised to 8. So effectively 3 ന്റെ എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ 6 and 14, ഇവിടെ 8 8 16 22 അല്ലേ, 22 എന്നും. ആൻഡ് 2 ന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 32 40. സോ 2 raised to 40. സോ 3 raised to 22 into 2 raised to 40 എന്നാണ് നമുക്ക് ഫൈനലി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് വരുന്നത്. സോ 22 and 14, ഓപ്ഷൻസ് എഴുതിയിട്ടില്ല. 22 plus 40, that is 62 എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആൻസർ. Yes. Next, inverse in the property based ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. A, B and adjoint of A inverse, adjoint of B inverse are non-singular matrices. ഇതെല്ലാം non-singular ആണ് എന്ന് പറയുന്ന സമയത്ത് the determinant value is not equal to 0 or inverse exist ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. Then with the same order, എല്ലാത്തിൻ്റെ ഓർഡർ സെയിം ആണ്. Then inverse of this matrix. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എ ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു ഇത് ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ 2 ലൈനിലായി പോയതാണ്, ശ്രദ്ധിക്കണം കേട്ടോ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈ പറയുന്നത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ആണ്, പ്ലസ് അഡ്ജോയിൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് ദിസ് ഹോൾ ഇൻവേഴ്സ് ടൈംസ് ഓഫ് ബി. ഇതിൻ്റെ ടോട്ടൽ ഇൻവേഴ്സ് എടുക്കാനാണ് ക്വസ്റ്റ്യൻ. എടാ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇൻവേഴ്സ് ഓഫ് എന്ന, ഇവിടെ ഈ പറയുന്ന എക്സ്പ്രഷൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത്
ലെറ്ററിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, സെൻറ്റൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പാർട്ട് മാത്രം എടുത്താണ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ വേറെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആൻഡ് എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് വിച്ച് ഈസ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ഇൻവേഴ്സ് റിസൾട്ട് അപ്ലൈ ചെയ്യാം. സോ ബി ഇൻവേഴ്സ് adjoint of A inverse, adjoint of A inverse plus adjoint of B inverse, whole inverse and into A inverse. So ഇവിടെ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്, ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്, ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. A inverse whole inverse equal to A. A inverse whole inverse എന്ന് പറയുന്നത് A ആണ്. സോ ഈ പാർട്ട് B inverse of adjoint of A inverse plus adjoint of B inverse into A inverse. Then order മാറാതെ ഈ പറയുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് B inverse adjoint of A inverse into A inverse plus B inverse adjoint of B inverse into A inverse. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ അസോസിയേറ്റ് ചെയ്യണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാം. സോ ഈ രണ്ട് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റിനെ ബി ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഈ പ്രൊഡക്റ്റിനെ എ ഇൻവേഴ്സ് വെച്ചാണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഈ രീതിയിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ദർ ഈസ് റൂൾ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ദിസ് ഈക്വൽ ടു adjoint of A into A equal to determinant of A into identity matrix of same order of matrix A. A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സെയിം ഓർഡറിലെ ഒരു മെട്രിക്സ് ആയിരിക്കും ഐഡൻറ്റിറ്റി മെട്രിക്സും. A into adjoint of A and adjoint of A into A which is equal to determinant of A into identity matrix. So this is now B inverse into, ഇവിടെ എന്റെ ലൊക്കേഷനിൽ എ ഇൻവേഴ്സ് ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് ബി ഇൻവേഴ്സ് ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് ബി ഇൻവേഴ്സ് ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻവേഴ്സ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. നോക്കൂ, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് 1 by determinant of A ആണ്. സോ ബി ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഡിവൈഡഡ് ബൈ എ determinant of A plus determinant of B inverse is 1 by determinant of B into identity matrix multiplied with A inverse. And one more step, identity matrix multiplying with some matrix, the answer will be the same matrix. So B inverse by determinant of A plus A inverse plus by determinant of B. ഇങ്ങനെ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി ദിസ് ഇസ് കറക്റ്റ്. ഇവിടെ ബി ഇൻവേഴ്സ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് വൺ മോർ സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതാം. ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 1 by determinant of B into adjoint of B ആണ്. ആൻഡ് ഇവിടെ താഴത്തൊരു ഡിറ്റർമിനന്റ് ഓഫ് എ കൂടിയുണ്ട്. ആൻഡ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 by determinant of A into adjoint of A by determinant of B ആണ്. സോ ഇവിടെ നോക്കൂ, ഇവിടെ 1 by determinant of A into determinant of B is common denominator. അത് നമ്മളിവിടെ എഴുതി determinant of A into determinant of B. Then ന്യൂമറേറ്ററിൽ adjoint of A plus adjoint of B ഈ പറയുന്നത് നമുക്ക് മാറ്റി എഴുതാം. ദിസ് ഈസ് യുവർ ആൻസർ. ദെൻ sin x cos x, sin x plus cos x plus 1, 27 28 27 1 1 1. ഈ ഡിറ്റർമിനന്റ് ആണ് y ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് y എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, ജസ്റ്റ് ഈ പറയുന്ന ഡിറ്റർമിനന്റ് ബൈ ഓപ്പറേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നോക്കി, ഇവിടെ 27 ഇവിടെ 27 1 1, ഇവിടെ ഒരു sin x ഇവിടെ ഒരു sin x. സോ ഐ ആം ചേഞ്ചിങ് C3 ബൈ C3 മൈനസ് C1. ഇങ്ങനൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എലിമെൻ്ററി ഓപ്പറേഷൻസ് ഒരിക്കലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യില്ല. സോ y ഓഫ് എക്സ് ഈക്വൽ ടു determinant of sin x 27 1 cos x 28 1 and sin x കട്ടായി പോയാൽ ഇവിടെ cos x plus 1 and 27 minus 27 0 1 minus 1 0 and expanding this determinant along C3 യെ ബേസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് cos x plus 1 into
27 minus 28, that is minus 1. So y of x is simply minus of cos x plus 1. Then second derivative calculate ചെയ്യുന്ന സമയത്ത് dy by dx ആദ്യം find out ചെയ്യാം. dy by dx is sin x and d square y by dx square, d square y by dx square, this equal to sin x and derivative which is cos x. So d square y by dx square plus y of x, that is d square y by dx square plus y is actually minus cos x plus cos x cut ആയി പോയി. This is minus 1. Final answer minus 1. Then system of equations in the problem ആണ്. It's important. ഈ പറയുന്നതിൽ no solution, infinite solution, unique solution, ഈ പറയുന്ന മൂന്നിൻ്റെയും കണ്ടീഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തോളൂ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും അഷ്യൂറിറ്റി പറയാൻ പറ്റുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഈ ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നമ്മൾ സ്പീഡപ്പ് ആക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. സോ ഇവിടെ ഒരു 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ എന്നാണ്. നോ സൊല്യൂഷൻ. ദെൻ വാല്യൂ ഓഫ് എ. അപ്പോൾ നോ സൊല്യൂഷൻ കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി d should be 0 ആയിരിക്കണം. കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കണം. ആ പാർട്ട് മാത്രം സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. 3 1 4 2 ആൽഫ മൈനസ് 1 ആൻഡ് 1 2 1. ദിസ് ഡിറ്റർമിനന്റ് വാല്യൂ ഷുഡ് ബി 0. സോ 3 ടൈംസ് ഓഫ് ആൽഫ പ്ലസ് 2 minus 1 times of 2 plus 1, that is 3, plus 4 times of 4 minus alpha. This is equal to 0. 3 alpha plus 6 minus 3 plus 16 minus 4 alpha equal to 0. Alpha is equal to this is 19. Alpha value 19 ആകുന്ന സമയത്ത് the determined value will be 0. ഓൺ റീചെക്കിംഗ് നിങ്ങൾ ആൽഫയുടെ വാല്യൂ 19 ഇട്ട് കൊടുത്തതിന് ശേഷം D1 കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യണം എന്നാണ്. പക്ഷേ ഇത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ പ്രോബ്ലം എന്നല്ല. അതുകൊണ്ട് ഈ പറയുന്നതിൽ ഒബ്വിയസ്ലി ദ ആൻസർ വിൽ ബി 19 എന്ന് പറയുന്ന ആൻസറിനെ നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യുകയും ചെയ്യാം. ദെൻ 2A0 1 3 1 0 5B is matrix, that matrix is A, and ഒരു മെട്രിക്സ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂബിക് ആയിട്ടുള്ള ഒരു 3x3 ആയിട്ടുള്ള ഒരു മെട്രിക്സിന് ഒരു ക്യൂബിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. അതിലെ കോഎഫിഷ്യന്റ് ഓഫ് എ സ്ക്വയറും കോൺസ്റ്റന്റ് ടേമിനെയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 3x3 മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ 3x3 മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ക്യൂബിക് ഇക്വേഷൻ ഈസ് ഓൾവേസ് എ ക്യൂബ് മൈനസ് trace of the matrix A times of A square plus something is here A square minus determinant of the matrix times of identity matrix, this equal to 0. ഇതിനൊരു പ്രൂഫൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ എ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ബട്ട് നമുക്ക് എപ്പോഴും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഈ 2 ക്വാണ്ടിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പ്രോബ്ലംസ് വരാം. അപ്പോൾ ട്രേസ് ഓഫ് എ ആൻഡ് ഇവിടെ ഡിറ്റർമിനന്റ്. അപ്പോൾ നമുക്കിത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് എ ക്യൂബ് മൈനസ് 4A സ്ക്വയർ പ്ലസ് എ ആൻഡ് പ്ലസ് 21 ടൈംസ് ഓഫ് ഐഡന്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു 0. ഓൺ കമ്പയറിംഗ് ട്രേസ് ഓഫ് ദി മെട്രിക്സ് ഈസ് 4. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സിന്റെ സമ്മാണ്. ദാറ്റ് ഈസ് 2 + 3 + b ഈക്വൽ ടു 4. സോ b ഈക്വൽ ടു -1 ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു -21 ആണ്. അത് ബിയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2A0 ആൻഡ് 1 3 1 0 5 b വാല്യൂ -1. This determinant value equal to -21 and solve for a. So this is 2 times of -3 - 5, that is -8, minus a times of -1
and 0 times anything is 0. So this is minus 21. So minus 16 plus a is minus 21. A equal to minus 5. A value minus 5 one. Then let's find out the value of 2a plus 3b. That will be your final answer. Then sequence and series problem n belongs to the closed interval 100 to 700, but it is intersecting with a natural number, meaning 100 മുതൽ 700 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മുടെ സെറ്റിലുള്ളത്. നെയ്തർ മൾട്ടിപ്പിൾ ഓഫ് 3 നോർ മൾട്ടിപ്പിൾ ഓഫ് 4. ആ പറയുന്നതിൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. മൾട്ടിപ്പിൾ ഓഫ് 3യും അല്ല മൾട്ടിപ്പിൾ ഓഫ് 4ഉം അല്ല എങ്കിൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദി സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലിമെന്റ്സ്. സോ നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് either multiple of 3 or 4 എന്ന് പറയുന്നത് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3 യൂണിയൻ 4 എന്ന് പറയുന്ന രീതിയിലാണ്. വെറുതെ ഇതെന്നാണ് ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് m3, ഇവിടെ m3 മൾട്ടിപ്പിൾ ഓഫ് 3 യൂണിയൻ മൾട്ടിപ്പിൾ ഓഫ് 4. So this equal to number of elements of multiple of 3 plus number of elements of multiple of 4 minus number of elements of multiple of 3 intersection multiple of 4. So multiple of 3 elements find out here. So 100 കഴിഞ്ഞിട്ട് number of elements of multiple of 3. Actually ഇതിൽ എങ്ങനെയാണ് വരിക? elements 102 105 തുടങ്ങി ഇങ്ങനെ പോയി ലാസ്റ്റ് 699 ആയിരിക്കും വരിക. So number of elements in this AP is actually 699 minus 102 by 3 plus 1. ഇതായിരിക്കില്ലേ? So there is actually 7 and 9 5 by 3 plus 1. So 600 by 3 200 elements ആണ് ഈ പറയുന്ന സെറ്റിലുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 എത്ര ഉണ്ടെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ഓഫ് 4 നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 ദിസ് ഈസ് ഇതിൽ വരുന്ന എലിമെന്റ്സ് 100 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ് 100 104 എക്സെട്ര ലാസ്റ്റ് 700. ഈ പറയുന്ന 100 and 700 is divisible by 4, right? So number of elements in this particular set will be 700 minus 100 divided by 4 plus 1. So this is 600 by 4 150 plus 1, that is 151 elements ആണ് ഈ particular സെറ്റിലുള്ളത്. Then number of elements of multiple of 3 intersection multiple of 4 പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3യും ആയിരിക്കണം മൾട്ടിപ്പിൾ ഓഫ് 4ഉം ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 12 ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ഓഫ് 12 എന്ന് പറയുന്ന സമയത്ത് 108 അല്ലേ? സോ 108 ഫസ്റ്റ് ടേം, ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ലാസ്റ്റ് 696 ആയിരിക്കും. യെസ് 3ന്റെ മൾട്ടിപ്പിൾ ആണ് ആൻഡ് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. യെസ് കറക്റ്റ്. സോ 696. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 696 മൈനസ് 108 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 1. സോ ഓൺ സിംപ്ലിഫൈങ് ദിസ് തിങ് 8 8 5 12 പ്ലസ് 1 600, that is 50. Number of elements 50 elements ആണുള്ളത്, right? Okay, then number of elements of either multiple of 3 or 4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാ? 200 പ്ലസ് 151 മൈനസ് 50. ഇത്രയും എലിമെന്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ്
300 351 എലിമെന്റ്സ് ആണുള്ളത്. 301 എലിമെന്റ്സ്. ടോട്ടൽ എത്ര എലിമെന്റ്സ് ആണ് ഇവിടെ? ടോട്ടൽ എത്ര? 100 മുതൽ 700 വരെ എന്ന് പറയുന്ന സമയത്ത് 601 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 301 നമ്പേഴ്സും എയ്തർ മൾട്ടിപ്പിൾ ഓഫ് 3 ഓർ 4 ആണ്. അപ്പോൾ റിമൈനിങ് എലിമെന്റ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ റിക്വയർഡ് എലിമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദി സെറ്റ് എ എന്ന് പറയുന്നത് ദിസ് ഈക്വൽ ടു 601 എലിമെന്റ്സിൽ നിന്ന് ഈ 301 എലിമെന്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ 300 എന്നായിരിക്കും. ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ. Yes, A denotes sum of first n terms of arithmetic progression. If S20 is 790, S10 is 145, then S15 minus S5. So AP, GP problems, AP ഡേയും GP ഡേയും വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല സ്പെഷ്യൽ സീരീസ് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ AP, GP റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ n denote the sum of first n terms of arithmetic progression. അപ്പോൾ S20 എന്ന് പറയുന്ന സമയത്ത് S20 which is equal to 20/2 into 2a plus 19 times of d. This is 790. ആൻഡ് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്താൽ ഇത് 10ഉം ഇവിടുത്തെ 0യും ക്യാൻസൽ ചെയ്താൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആൻഡ് S10 എന്ന് പറയുമ്പോൾ 5 times of 2a plus 9d, this equal to 145. So 145 14 cancel, this is 2 and 29, right? Yes, 29. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. സോ ഈ രണ്ട് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 2a കട്ടായി. That is 10 times of d which is equal to 79 minus 29, this is 50. And common difference is actually 5. Common difference 5 ആണെന്നുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ലൈക്ക് 2a plus 45, right? 45 is 29. Then this is 1, 10, 11 and 16, right? So 2a equal to minus 16 എന്നാണ് വന്നിട്ടുള്ളത്. a equal to minus 8. നമുക്ക് അടുത്തത് S15 minus S5 ആണ് വേണ്ടത്. 2a തന്നെ കിട്ടിയാലും മതി. Then next S15 minus S5, this equal to 15/2 into 2a plus 2a value എത്രയാ? minus 16 plus 14 times d. d യുടെ വാല്യൂ 5 ആണ്. So this thing minus 5/2 times of 2a, that is minus 16 plus 4 times of d, that is 4 into 5. നമുക്ക് ഒരു 2 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. 15 times of minus 8 plus 7 into 5 which is 35 and minus 5 times of minus 8 times of 10. So 35ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ 27. 15 times 27 minus 5 into 2 which is 10. Then നമുക്ക് one more step, നമുക്കൊരു 5 കൂടി ഔട്ട്സൈഡ് എടുക്കാം. സോ 5 ഔട്ട്സൈഡ് എടുത്താൽ 3 times 27, that is 81 minus 2, that is 79, 790. Sorry, എത്രയാ വരാ? 5 ഔട്ട്സൈഡ് എടുത്താൽ 3 into 27 into 3, 27, 81 minus 2, 14. ഓ ഇവിടെ ഒരു കാൽക്കുലേഷൻ 7 into 35, 27, 2, 10, 15 into 27. This is
minus 16, okay, 4 into 5, this part. So this is 15 by 2, what a 15 times of minus 8 plus 35 minus 5 times of minus 8 times of 10. So 15 into 27 minus 10. Once again same മാർക്ക് തന്നെയാണല്ലോ വരുന്നത്. Five times of 3 into 27 minus 2. 5 times of 79. 5 times of 79 ആണ്. That is actually in the half of 790. 79 into 5. അപ്പോൾ 80 400 395 395 കറക്റ്റ് ആയിരുന്നു കേട്ടോ. 395. Yes, option 2 is correct. Then this is telescopic sum problem. Telescopic sum problemത്തിലും ഫസ്റ്റ് നമ്മൾ ഈ ജനറൽ ടേമിനെ നമ്മൾ ഡിഫറൻസ് ഓഫ് ടു ടേം ആക്കിയിട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. r raised 4 plus r square plus 1 is actually നമുക്ക് r raised 4 plus 2 r square plus 1 minus r square എന്ന് എഴുതാം. So this is r square plus 1 whole square minus r square and r square plus r plus 1 into r square minus r plus 1. ഇങ്ങനെ രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് r raised 4 plus r square plus 1നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ടി ആർ. ആർത്ത് ടേം എന്ന് പറയുന്നത് 1 by r square plus r plus 1 into r square minus r plus 1. ആക്ച്വലി ഈ രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് r square ക്യാൻസൽ, r മൈനസ് r എന്ന് പറയുമ്പോൾ 2r 1 ക്യാൻസൽ. അപ്പോൾ 2r ആണ്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ആക്ച്വലി r, ഇത് r ആണ് കേട്ടോ. സോ ദിസ് ഈസ് ടി ആർ. ഇവിടെ r ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2r ആണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ഈസ് r square plus r plus 1 into r square minus r plus 1. So this 2r you can replace with these two factors, that is 1 by 2 times of r square plus r plus 1 minus r square minus r plus 1 by r square plus r plus 1 into r square minus r plus 1. Then it is split ചെയ്ത് കൊടുത്താൽ 1 by 2 times of 1 by r square minus r plus 1 minus 1 by r square plus r plus 1. So general term difference of two terms ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഇതോടുകൂടി നമ്മുടെ പ്രോബ്ലത്തിൻ്റെ മേജർ പാർട്ട് കഴിഞ്ഞു. ഇനി പാർഷ്യൽ സം ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് T1 1 by 2 times of 1 minus 1 by 3 and T2 1 by 2 times of 4 minus 1 4 minus 2 2 plus 1, that is 3 1 by 3 minus 4 plus 2 6 1 by 7 1 by 7. Then ഇവിടെ നമുക്ക് മൈനസ് 1 by 3 ഈ പാറ്റേണിലാണ് ഇത് പോവുക. നമുക്ക് ലാസ്റ്റ് വേണ്ടത് T25 ആണ്. 1 by 2 ടൈംസ് ഓഫ് 1 by 25 സ്ക്വയർ 625 മൈനസ് 25 പ്ലസ് 1 മൈനസ് 1 by 625 പ്ലസ് 25 പ്ലസ് 1. നോക്കൂ, ഇത് ഈ ടേംസ് എല്ലാം സം ചെയ്യുന്ന സമയത്ത് 25 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് S25. On adding this term, ഈ ലെഫ്റ്റ് ഡയഗണൽ ക്യാൻസലേഷൻ വിൽ ഹാപ്പൻ. ദെൻ റിമൈനിങ് ആയിട്ട് വരുന്ന ടേം 1 by 2 ടൈംസ് ഓഫ്
ഇവിടെ ബാക്കി വന്നത് 1ഉം ഇവിടെ ബാക്കി വന്നത് 1/651 ആണ്. സോ 651 മൈനസ് 1 ദാറ്റ് ഈസ് 650 ഡിവൈഡഡ് ബൈ 2 times of 651. So this is 325/651. This will be the final sum. Then this is sum p by q. Then p plus q ന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 325 plus 651 will be final answer. In a GP, the product of first 3 terms is 27. First 3 terms in the product 27 ആണ്. Set for possible values of sum of its first 3 terms is r minus a comma b open interval. Then a square plus b square എന്താണെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടേംസ് ഒരു ജി പിയിൽ തന്നിട്ടുണ്ടെങ്കിൽ 3 ടേംസ് നമുക്ക് ജി പിയിൽ തന്നിട്ടുണ്ടെങ്കിൽ കൺസിഡർ ദ ടേംസ് എ ബൈ ആർ എ ആർ. ഇങ്ങനെ എടുക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ വെൻ യു ടേക്ക് ദ പ്രൊഡക്റ്റ് ആറിൻ്റെ ടേം കട്ടായി പോവും, എൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സോ എ ബൈ ആർ ഇൻറ്റു എ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 27, മീനിങ് എ ക്യൂബ് ഈക്വൽ ടു 27, എ ഈക്വൽ ടു 3. ദെൻ ഈ ടേമിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ 3/r പ്ലസ് 3 r. ഈ ടേമിൻ്റെ സമ്മിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 is a constant, let's take it outside. Then 1 plus 1/r plus r, ഇതാണ് s എന്ന് പറയുന്ന എക്സ്പ്രഷൻ. s എന്ന് പറയുന്നത് 3 times of 1 plus 1/r plus r ആണ്. Then when r greater than 0 and r less than 0, രണ്ട് കേസ് ആക്കാം. r greater than 0 ആകുന്ന സമയത്ത് ഈ ടേം കണ്ടോ 1/r, r plus 1/r. r plus 1/r എന്ന് പറയുന്നത് നിങ്ങളിതിൽ ആറും 1/rലും എം ജി എം മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റിസൾട്ടാണ് ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നോക്കൂ, ആറും 1/rഉം രണ്ട് നമ്പേഴ്സ് ആണ്. ദെൻ r plus 1/r by 2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് r into 1/r. സോ ദിസ് ടു ക്യാൻസൽ. r plus 1/rന്റെ വാല്യൂ r പോസിറ്റീവ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. ഒരു നമ്പർ ആ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് എപ്പോഴും ആൻസർ 2ഓ 2നെക്കാട്ടിലോ വലുതായിരിക്കും. എപ്പോഴും ആ 2 ആൻസർ കിട്ടുന്നത് വെൻ r ഈക്വൽ ടു 1. നമുക്ക് ഒരു നമ്പറും ആ നമ്പറിൻ്റെ റെസിപ്രോക്കലും ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുക എന്ന് പറയുന്നത് ആ നമ്പർ 1 ആയിരിക്കുമ്പോഴാണ്. ബാക്കി ഏത് നമ്പറിൻ്റെ പോസിറ്റീവ് നമ്പറിൻ്റെ കറസ്പോണ്ടിങ് നമ്പറും ആ നമ്പറിൻ്റെ റെസിപ്രോക്കലും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. സോ സിമിലർ വേ r ലെസ് ദാൻ 0 ആണെങ്കിലും r പ്ലസ് 1/rന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ആയിരിക്കും. സെയിം റീസൺ. സോ എസിൻ്റെ വാല്യൂ r ഗ്രേറ്റർ ദാൻ 0 ആകുന്ന സമയത്ത് ദിസ് ഈസ് 3. ഇവിടെ 2ഓ 2നെക്കാട്ടിലോ വലുത്. ദെൻ പ്ലസ് 1. സോ ഇവിടെ 3 into 3 9. 9ഓ 9നെക്കാട്ടിലോ വലുതായിരിക്കും. വെൻ r is less than 0, r less than നെഗറ്റീവ് ആകുന്ന സമയത്ത് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ -2ഓ -2നെക്കാട്ടിലോ ചെറുതാണ്. സോ -2 plus 1 ദാറ്റ് ഈസ് -1. -1 into 3 -3. -3ഓ -3നെക്കാട്ടിലോ ചെറുതായിരിക്കും. സോ പോസിബിൾ സം ഓഫ് ദി എക്സ്പ്രഷൻ ദാറ്റ് വിൽ ബി -∞ -3 യൂണിയൻ 9 infinity. Or you can write this thing like this also. Total real number നിന്ന് -3 മുതൽ 9, -3ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള വാല്യൂവിനെ റിജക്റ്റ് ചെയ്യുക എന്ന് എഴുതാം. സോ ഈ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. സോ എ വാല്യൂ -3ഉം ബി വാല്യൂ 9ഉം ആണ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ വി ആർ ഗെറ്റിംഗ് ദി ആൻസർ. ദെൻ sum of first 4 terms of AP is 6 and sum of 6th term is 4. Then sum of its first 12 terms. AP first 4 terms of AP 6 ആണ്. sum of first 6 terms 4 ആണ്. ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാനുള്ള സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. 4 ടേംസിൻ്റെ സമ്മ്. സോ 4/2 into 2a plus 3 times of d. ദിസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 6 ടേംസ്. സോ ദിസ് ടു ക്യാൻസൽ, ഇവിടെ 2, ദിസ് ടു ക്യാൻസൽ, ഇവിടെ 3. ഓക്കെ.
sum of first 6 terms. So 6 by 3, 6 by 2 times of 2a plus 5d, this equal to 4. This is 4 ആണ്. So this is 3. So this 3 ingottu പോയാൽ 4 by 3. Then ഈ രണ്ട് equations subtract ചെയ്താൽ 2a minus 2a is 0, 5d minus 3d, that is 2d. This is 4 by 3 minus 3, which is minus 9. 4 minus 9, that is minus 5 by 3. So what is the value of d? That is minus 5 by 6 is common difference. Common difference minus 5 by 6 ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 times of a plus 3 times of minus 5 by 6, this equal to 3. So this 2 cancel 2. So 2a equal to 3 plus 5 by 2, that is 6 plus 5, 11 by 2. നമുക്ക് ഇവിടെ 2a value മതി, because first 12 terms ന്റെ sum ആണ് find out ചെയ്യേണ്ടത്. S12 which is equal to 12 by 2 into 2a plus 10 times of d. Then 6 times of 2a value, which is 11 by 2 plus 10, sorry not 10, which is 11, 12 term അല്ല. So 11 into d, d എത്രയാണ്? Common difference is minus 5 by 6, minus 5 by 6. So opening this bracket, this 6 times of this value, that is 3 times of 11 plus 11 times of minus 5. So 33 minus 55, that is minus 22 is final. Yeah, option 2 is correct. If first term of an AP is 3 and sum of first 4 terms equal to 1/5 of the sum of next 4 terms, then sum of first 20 terms is equal to. First term of AP 3 ആണ്. So first term, that is a equal to 3, and sum of first 4 term, that is S4, this is equal to 1/5 of next 4 terms. Next 4 terms എന്ന് പറഞ്ഞാൽ ഓക്കെ S8 മൈനസ് S4 അല്ലേ, S8 മൈനസ് S4, അതായത് 8 ടേമിൻ്റെ സമ്മിൽ നിന്ന് 4 ടേമിൻ്റെ സമ്മ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 4 ടേം, ആദ്യത്തെ 4 ടേം കഴിഞ്ഞിട്ടുള്ള ടേംസിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ ടോട്ടൽ 8 ടേമിൻ്റെ സമ്മിൽ നിന്ന് 4 ടേമിൻ്റെ സമ്മ് ഡ്രോപ്പ് ചെയ്താൽ ബാക്കി ഫസ്റ്റ് 4 ടേം കഴിഞ്ഞിട്ടുള്ള 4 ടേം, അതായത് 5, 6, 7, 8, ഈ 4 ടേംസിൻ്റെ സമ്മായിരിക്കും കിട്ടുക. സോ ഈ ടേമിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 times of S4, which is equal to S8 minus S4. Then this is 6 times of S4 equal to S8. Then 6 into 4 by 2 into 2 times of a തന്നിട്ടുണ്ട് 3 ആണ്. So 2 into 3, that is 6 plus 3d, this equal to 8 by 2 into 2 into 3, which is 6 plus 7 times of d. So 4, this is 4 cancel, 2, 6 cancel, 3. Then 3 into 6, 18 plus 9d, this is 6 plus 7d. Then this is 2d equal to minus 12, d equal to minus 6, d ന്റെ വാല്യൂ കിട്ടി. d കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് S20 equal to 20 by 2 into 2 times of a, that is 2 into 3 plus n minus 1, that is 19 times of d, d is minus 6. So 10 times of 6 minus 114 minus 6 എന്ന് പറയുമ്പോൾ 108 മൈനസ് 108, 10 ഇൻറ്റു മൈനസ് 108, സോ മൈനസ് 1080 is correct.
Now we are going to look permutations and combinations, counting problems ആണ്. Permutations and combinations selection problems, arrangements problems, distribution problems, അതുപോലെ derangement problems. ഈ 4 type of questions-ലും questions വന്നിട്ടുണ്ട്. അതിൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ പിന്നെ സ്പെഷ്യലായിട്ട് വേർഡ്സ് റിലേറ്റഡ് പ്രോബ്ലം, നമ്മൾ ഒരു പെർട്ടിക്കുലർ ലെറ്റേഴ്സ് ഒരുമിച്ച് വരുന്ന സമയത്ത് എത്ര വേർഡ്സ് ഉണ്ടായിരിക്കും, അതേപോലെ ടോട്ടൽ എത്ര വേർഡ്സ് ഉണ്ടായിരിക്കും, കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള വേറൊരു ടൈപ്പ് റാങ്ക് ഓഫ് ദി വേർഡ്, അതിൻ്റെ എക്സാമ്പിൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. റാങ്ക് ഓഫ് ദി വേർഡൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു സെഷനിൽ എന്തായാലും ഈ പറയുന്ന റാങ്ക് ഓഫ് ദി വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് എല്ലാ വർഷവും 1-2 ഷിഫ്റ്റിലൊക്കെ ഈ പറയുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഷിഫ്റ്റിൽ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഷുവറാണ് കേട്ടോ. ദിസ് ഈസ് ഒരു ജനറൽ കൗണ്ടിങ് പ്രോബ്ലത്തിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ നോക്കാം. എസ് എന്ന് പറയുന്നത് 1, 2, 3 up to 9. X be the number of 9 digit numbers formed using the digits of the set S such that only one digit is repeated and it repeated exactly twice. Let Y be the number of 9 digit numbers formed using the digits of the set S such that only 2 digits are repeated and each of these repeated exactly twice. Then X ഉം Y ഉം തമ്മിലെ റിലേഷൻ ഫോം ചെയ്യാനാണ് പ്രോബ്ലം. സോ ഫസ്റ്റ് ഗോ വിത്ത് എക്സ്. എക്സിനെ നമുക്ക് ഡീൽ ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് 9 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ആൻഡ് ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് ദിസ് 9 ഡിജിറ്റ്സ് സച്ച് ദാറ്റ് ഓൺലി 1 ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. സോ ഇനീഷ്യൽ കൺസ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദ ഡിജിറ്റ് ഈസ് ആക്ച്വലി റിപ്പീറ്റിംഗ് ട്വൈസ്. ഒരു ഡിജിറ്റ് 2 പ്രാവശ്യം എഴുതുന്നുണ്ട്. അപ്പോൾ 9 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യാൻ ആക്ച്വലി നമുക്ക് 9 ഡിജിറ്റിൻ്റെ ആവശ്യമില്ല, 8 ഡിജിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബിക്കോസ് വൺ ഓഫ് ദ ഡിജിറ്റ് ഈസ് റിപ്പീറ്റിംഗ്, റൈറ്റ്? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ 9 ഡിജിറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 8 ഡിജിറ്റിനെ ആദ്യം സെലക്ട് ചെയ്യാം. 9C8 വേസിൽ നമുക്ക് ഈ സെലക്ഷൻ നടത്താൻ പറ്റും. ആൻഡ് സെലക്ട് ചെയ്ത 8 ഡിജിറ്റുകളിൽ നിന്ന് ഒരു ഡിജിറ്റിനെ ഒന്നും കൂടി സെലക്ട് ചെയ്യാം ഫോർ റിപ്പീറ്റേഷൻ. നമുക്ക് 9 ഡിജിറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് 8 ഡിജിറ്റുകൾ 9C8 വേസിൽ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത ഡിജിറ്റിൽ നിന്ന് ഒരു ഡിജിറ്റിനെ വീണ്ടും സെലക്ട് ചെയ്യണം ഫോർ റിപ്പീറ്റേഷൻ. ആ ഡിജിറ്റിൽ ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് വീണ്ടും 8 ചോയ്സ് ഉണ്ടല്ലോ. അപ്പോൾ 8C1 വേസിൽ ആ സെലക്ഷൻ നടത്താൻ പറ്റും. ദിസ് ഇൻറ്റു ഇനി ഈ പറയുന്ന ഡിജിറ്റ്സുകൾ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്പേഴ്സ് ഫോം ചെയ്യാം? അറേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് പ്രൊഡ്യൂസിങ് നമ്പേഴ്സ്. നമ്പേഴ്സ് നിങ്ങൾ ഫോം ചെയ്യുന്നത് ഡിജിറ്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ 9 ഡിജിറ്റുകളെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഓരോ നമ്പേഴ്സ് കിട്ടും. ടോട്ടൽ എത്രയായിരിക്കും വരിക? 9 ഡിജിറ്റ്സിനെ 9 ഫാക്ടോറിയൽ വേസ് അറേഞ്ച് ചെയ്യാം. ബട്ട് one of the digit is repeating twice, so by 2 factorial. This will be the value of x. ഇതാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. Then next one is y. y എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കിയേ. ആൻഡ് y എന്ന് പറയുന്നത് 9 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. The number formed using the digit of the set S such that only 2 digits are repeated and each of these is repeated exactly twice. സോ 2 ഡിജിറ്റ് ഈസ് റിപ്പീറ്റിംഗ് നൗ. നേരത്തെ ഒരു ഡിജിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് ട്വൈസ് ആണ്. സോ ലെറ്റ്സ് സേ 1, 2 ഈ 2 ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 2 പ്രാവശ്യം വന്ന് ആൻഡ് 2 പ്രാവശ്യം വന്ന്, അപ്പോൾ 4 ഡിജിറ്റുകൾ ഈ പറയുന്ന റിപ്പീറ്റിംഗ് കേസുകളും. ആൻഡ് ഇൻ അഡീഷൻ നമുക്ക് ഇനി എന്ത് വേണം? 4 ഡിജിറ്റ്, ഇപ്പോൾ 9 ഡിജിറ്റാണ് ടോട്ടൽ വേണ്ടതെങ്കിൽ ഈ പറയുന്ന 5 ഡിജിറ്റ് വേറെയും വേണം. സോ 5 ഡിജിറ്റും 2 ഡിജിറ്റും കൂട്ടിയാൽ ടോട്ടൽ 7 ഡിജിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ ലെറ്റ്സ് നോക്കൂ, വെറുതെ ഒന്ന് നോക്കൂ. എ ബി ബി ഇപ്പോൾ 4ആയി. സി ഡി ഇ എഫ്, ഇവിടെ ജി നോക്കൂ. 1 2 3 4 5 6 7 8 9 9ആയി. എത്ര ഡിജിറ്റ് നിങ്ങൾ എഫക്റ്റീവ്ലി എടുത്തിട്ടുള്ളൂ? എ ഇസ് ടേക്കൺ ട്വൈസ് എന്ന് പറയുന്ന സമയത്ത് ഡിജിറ്റ് ഒരു പ്രാവശ്യം എടുക്കേണ്ടതുള്ളൂ. 1 2 3 4 5 6 7 ഡിജിറ്റേ നമുക്ക് ആവശ്യമുള്ളൂ. ആ
ടോട്ടൽ നമ്മുടെ കയ്യിൽ 9 ഡിജിറ്റ് ഉണ്ട്, അതിൽ നിന്ന് 7 ഡിജിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 97 വേസ് നമുക്കത് ചെയ്യാം. ആൻഡ് ഈ 7 ഡിജിറ്റ് എടുത്തതിൽ നിന്ന് 2 ഡിജിറ്റിനെ നമ്മൾക്ക് വീണ്ടും സെലക്ട് ചെയ്യണം. സെലക്ഷൻ വിത്തിൻ എ സെലക്ഷൻ, റൈറ്റ്? 9 നമ്പേഴ്സിൽ നിന്ന് 9 ഡിജിറ്റിൽ നിന്ന് 7 ഡിജിറ്റ് ആദ്യം സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത 7 ഡിജിറ്റിൽ നിന്ന് 2 ഡിജിറ്റ് വീണ്ടും സെലക്ട് ചെയ്തു ഫോർ റിപ്പീറ്റേഷന് വേണ്ടിയിട്ട്. ദെൻ ഇനി ഈ പറയുന്ന ഡിജിറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്പേഴ്സ് കിട്ടും. നമ്പേഴ്സ് എന്താ വരിക? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഓഫ് ദം ആർ റിപ്പീറ്റിംഗ് ട്വൈസ് ഈച്ച്. സോ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. സോ 9c7 into 7c2 into 9 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. നമുക്ക് ഈ പാർട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. 9c8 is 9c1 which is 9. 9 into 8 into 9 factorial by 2 factorial. So 2 factorial is 2. So this is 4. 36 times of 9 factorial. 36 into 9 factorial. This is, yeah. And 9c7 is 9c2. So 9 into 8 by 2. And 7c2 എന്ന് പറഞ്ഞാൽ 7 into 6 by 2. Into 9 factorial by 2 into 2. So 2 into 2 into 2, this is 8 cancel. ഇവിടെ 2 6 cancel, this is 3. So 9 into 21 into 9 factorial is y. So x ഉം y ഉം തമ്മിൽ റിലേഷൻ ഉണ്ടാക്കാൻ ജസ്റ്റ് ഡിവൈഡ് x by y. x by y ഫൈൻഡ് ഔട്ട് ചെയ്യാം. x by y, that is 36 into 9 factorial by 9 into 21 into 9 factorial. So 36 9 cancel, this is 4, 9 factorial cancel. So 21x equal to 4y is a relation. Yes, option 3 is correct. Next one, yes, denote 4-digit number ABCD such that A is greater than B is greater than C is greater than D, and P denotes set for 5-digit number having product of its digits equal to 20, then number of elements of S plus number of elements of P equal to. Then A greater than B greater, നമ്മളെ കയ്യിലുള്ള ഡിജിറ്റുകൾ 0 1 2 3 4 5 5 6 7 8 9, അതായത് 10 ഡിജിറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി ഡിജിറ്റ്സ് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണം എന്ന് പറയുമ്പോൾ ടേക്ക് എനി 4 ഡിജിറ്റ്. ആ എനി 4 ഡിജിറ്റ് ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് 1 വേ വി ക്യാൻ റെപ്രസെൻറ്റ്. 10c4 വേസ് ആയിരിക്കും നമുക്ക് ഇത് എഴുതാൻ പറ്റുക. അപ്പോൾ 10c4 എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾ ഇതിൽ ഏത് 4 ഡിജിറ്റ് എടുത്താലും അതിൽ ഹയസ്റ്റ് 1 ആണ് ആദ്യം പ്ലേസ് ചെയ്യുക. സോ ഹയസ്റ്റ് 1 ആദ്യം പ്ലേസ് ചെയ്യുമ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന 4 ഡിജിറ്റ് എടുത്താൽ ആ എ ബി സി ഡി എന്ന് പറയുന്ന നമ്പർ എഴുതുന്നത് എ ബിനെക്കാട്ടിലും വലുത്, ബി സിനെക്കാട്ടിലും വലുത്, സി ഡിനെക്കാട്ടിലും വലുത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ 0 എടുത്താൽ പോലും അത് ഫസ്റ്റ് പ്ലേസിൽ വരില്ല. അപ്പോൾ ഒബ്വിയസ്ലി 10c4 ആയിരിക്കും വരിക. 10c4 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം വാല്യൂ 10 into 9 into 8 into 7 by 4 into 3 into 2. This 2 cancel. 21 210 അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് 5-digit number having product of digit is 20. പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും 0 എടുക്കാൻ പറ്റില്ല. 0 എടുത്താൽ ദ പ്രൊഡക്റ്റ് ബിക്കം 0. അപ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ 5 4 1 1 1 ഇതൊരു കോമ്പിനേഷനാണ്. 5 4 1 1 1 വെച്ചാണ്ട് നിങ്ങൾ ഒരു നമ്പർ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഡിജിറ്റിൻ്റെ പ്രൊഡക്റ്റ് 20 ആയിരിക്കും. ആൻഡ് ഈ 4നെ നമുക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യാം. 5 2 2 എന്ന് എഴുതിയിട്ട് 1 1 എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് 20 കിട്ടും. ആൻഡ് ഈ ഡിജിറ്റുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ 5 ഡിജിറ്റ് നമ്പർ കിട്ടും. എത്ര രീതിയിൽ ഈ ഡിജിറ്റ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും? ദറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ വേസ് 120 by 6 വിച്ച് ഈസ് 20 നമ്പേഴ്സ് നമുക്കിത് വെച്ച് ഫോം ചെയ്യാം. ആൻഡ് 2 2ഉം 2 1ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ വേസ് ഈ ഡിജിറ്റുകൾ അറേഞ്ച് ചെയ്യാം. ദറ്റ് ഈസ്
60ന്റെ പകുതി 30. സോ ദിസ് ഈസ് 30 എന്നായിരിക്കും വരാം. സോ ടോട്ടൽ എത്ര കേസാണ് ഈ പറയുന്ന എസ് എന്ന് പറയുന്നതിൽ എൻ ഓഫ് എസ് ദിസ് ഈസ് ദിസ് വൺ ആൻഡ് എൻ ഓഫ് പി എന്ന് പറയുന്നത് 20 + 30 50 ആണ്. സോ എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് പി വിച്ച് ഈസ് ഈക്വൽസ് 210 + 50 260 260 യെസ് കറക്റ്റ്. Group A consists of 7 boys and 3 girls, while Group B consists of 6 boys and 5 girls. Number of ways of 4 boys, 4 girls can be invited for a picnic if 5 of them must be from Group A and remaining 3 of them from Group B. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്താണ്? എ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7 ബോയ്സ് ആൻഡ് 3 ഗേൾസ് ആണ്. 3 ഗേൾസ് ആണ്. ആൻഡ് ഗ്രൂപ്പ് ബിന്റെ സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് 4 ബോയ്സ് 4 ഗേൾസ് 4 ബോയ്സ് ആൻഡ് 4 ഗേൾസ് ആണ്. ദെൻ നമുക്ക് 4 ബോയ്സിനെയും 4 ഗേൾസിനെയും ഒരു പിക്നിക്കിന് കൊണ്ടുപോകണം. അല്ല, ബി കൺസിസ്റ്റ് ഓഫ് 6 ആൻഡ് 5 ആണ് കേട്ടോ. 6 5 നമുക്ക് 4 ബോയ്സ് ആൻഡ് 4 ഗേൾസ് 4 ബോയ്സും 4 ഗേൾസും ആണ് പിക്നിക്കിന് പോകുന്നത്. ആൻഡ് 5 ഓഫ് ദം ഫ്രം ഗ്രൂപ്പ് എ ഗ്രൂപ്പിൽ നിന്നാണ് 5 ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ബോയ്സിന്റെ കൗണ്ട് ഇവിടെ ബോയ്സിന്റെ കൗണ്ടാണല്ലോ കൂടുതലുള്ളത്. സോ സ്റ്റാർട്ട് വിത്ത് ബോയ്സ് നോക്കും. ഇവിടെ 4 ബോയ്സിനെ ഇവിടെ നിന്ന് എടുത്തു. ടോട്ടൽ 5 ആൾക്കാർ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഒരു ഗേളിനെ ഇവിടെ എടുത്തു. ഇപ്പോൾ ഇവിടെ 5 ആൾക്കാരായി. ആൻഡ് ടോട്ടൽ 4 ബോയ്സും 4 ഗേൾസും ആണ് നമ്മളെ പിക്നിക്കിന് പോകുന്നത് എങ്കിൽ ഇവിടെ നിന്ന് പിന്നെ 0 ബോയ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഗേളിനെ എടുത്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് 3 ഗേളിനെ സെലക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് ടോട്ടൽ 3 ആൾക്കാർ എടുക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു പോസിബിലിറ്റി 3 ബോയ്സിനെ ഇവിടെ നിന്ന് എടുത്തു. 5 ആൾക്കാരാകാൻ ഇവിടെ നിന്ന് 2 ഗേൾസിനെ സെലക്ട് ചെയ്യേണ്ടി വരും. ആൻഡ് 3 ബോയ് ആയിട്ടുള്ളൂ. സോ ഒരു ബോയിനെ ഇപ്പുറത്തു നിന്നും 2 ഗേൾ ആയിട്ടുള്ളൂ. 2 ഗേളിനെ ഇവിടെ നിന്നും സെലക്ട് ചെയ്യേണ്ടി വരും. അനദർ പോസിബിലിറ്റി 2 ബോയ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. ആൻഡ് 3 ഗേളിനെ ഇവിടെ നിന്ന്, ഇവിടെ ആകെ 3 ഗേൾസേ ഉള്ളൂ, ആ 3 ഗേൾസിനെ ഇവിടെ സെലക്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ ഇവിടെ അപ്പോൾ 2 ബോയ്സിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ആൻഡ് 1 ഗേളിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. സോ ടോട്ടൽ എന്തായി? കേസ് സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ നിന്ന് 5 ആൾക്കാർ, ഇവിടെ നിന്ന് 3 ആൾക്കാർ. ഇനി ഇവിടെ ഒരു ബോയ് ആക്കിയാലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ 4 ഗേളിനെ എടുക്കണം. ബട്ട് അവൈലബിൾ ആയിട്ട് 3 ഗേളേ ഉള്ളൂ. സോ ഇത്രയും കേസുകൾ, കേസ് 1, കേസ് 2, കേസ് 3, 3 കേസുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കേസ് എത്ര രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? ദർ ഈസ് 7 ബോയ്സ് അവൈലബിൾ. യു ഹാവ് ടു ടേക്ക് 4 ഓഫ് ദം. That we can do 7C 4 ways, and we are taking 1 girl from here. So there is 3 girls available. We are taking only 1 of them. And B ഗ്രൂപ്പിൽ നമ്മൾ 6 ബോയ്സിൽ നിന്ന് ആരും എടുക്കുന്നില്ല. 6C0 വേസും ആൻഡ് 5 ഗേൾസിൽ നിന്ന് 3 ഗേൾസിനെ 5C3 വേസും സെലക്ട് ചെയ്യാം. ഓർ ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ബോയ്സിൽ നിന്ന് 3 ബോയ്സിനെ 7C3 വേസ് സെലക്ട് ചെയ്യാം. And this is 3C2 ways select ചെയ്യാം. And this is 6C1 ways select ചെയ്യാം into 5C2 ways select ചെയ്യാം. Plus next 7C2 into 3C3 into 6C2 into and 5C1. So ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ you will get some answer. അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. 7C4 7C3 which are same. 7 into 6 into 5 by 3 into 2 that is 35 into 3 into 10. ഇവിടെ 35 into 3 into 6 into 10. Then this is 21 into 1 into 15 into 5. So ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ആയിരിക്കും ഫൈനലി ടോട്ടൽ കേസസ് എന്ന് പറയുന്നത്. Then 3 persons enter in a lift at the ground floor. The lift will go up to 10th floor. The number of ways in which 3 persons can exit the lift at 3 different floors
if the lift does not stop at first, second and third floor. നോക്കും 10 ഫ്ലോർ ഉണ്ട്. സോ 1 2 3 4 5 6 7 8 9 10 10 ഫ്ലോർ ഉണ്ട്. ഈ 10 ഫ്ലോറിൽ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് 3 ആൾക്കാർ ഈ പറയുന്ന ലിഫ്റ്റിൽ കയറി. ഓക്കെ, 3 ആൾക്കാർ ലിഫ്റ്റിൽ കയറി. ഈ 3 പേര് ലിഫ്റ്റിൽ കയറിയതിന് ശേഷം ഇവർ 3 ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ്, അല്ലെങ്കിൽ 3 ലൊക്കേഷൻസിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറിലാണ് ഇറങ്ങുന്നത്. പക്ഷേ 1 2 3 ഈ പറയുന്ന 3 ലൊക്കേഷൻസിലും എന്ത് ചെയ്യില്ല, ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യില്ല. ദെൻ ഫസ്റ്റത്തെ പേഴ്സണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ പേഴ്സണ് ആക്ച്വലി 7 സ്റ്റേഷനിൽ 7 ഫ്ലോറിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങാം. ആൻഡ് ഫസ്റ്റ് പേഴ്സൺ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇറങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ ആൾക്ക് ആ ലൊക്കേഷനിലല്ലാത്ത ഏത് ലൊക്കേഷനിലും ഇറങ്ങാൻ പറ്റും, ആ ഫ്ലോറിലല്ലാത്ത ഏത് ഫ്ലോറിൽ ഇറങ്ങാൻ പറ്റും. സോ സെക്കൻഡ് വൺ ഗെറ്റ് 6 പോസിബിലിറ്റി ആൻഡ് തേർഡ് വൺ ഗെറ്റ്, നോക്കൂ, 2 ആൾക്കാർ ഇറങ്ങിയ ലൊക്കേഷൻസ് ഇത് 2 ആണെങ്കിൽ ബാക്കി 5 ലൊക്കേഷൻസ് ഉണ്ടാവും. സോ 7 × 6 × 5 വിൽ ബി യുവർ ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Number of ways in which 16 oranges can be distributed to 4 children such that each child get at least 1 orange. So there is a topic called distribution of identical object into different places. So ഇവിടെ 16 oranges distributed to 4 children എന്നാണ് പറഞ്ഞത്. ഓറഞ്ച് ഐഡന്റിക്കൽ ആയിട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 16 ഓറഞ്ച് 4 കുട്ടികൾക്ക് കൊടുക്കുന്നു. സോ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xr ഈക്വൽ ടു n ആൻഡ് നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ ദിസ് ഈക്വൽ ടു n പ്ലസ് r മൈനസ് 1 c r മൈനസ് 1. ഇതാണ് ഫോർമുല. ആൻഡ് പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ ആണ് എങ്കിൽ ദിസ് ഈസ് n മൈനസ് 1 c r മൈനസ് 1. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് സെയിം അനലോഗസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 4 ആൾക്കാർക്ക് ഈ പറയുന്ന n ഇൻ്റഗ്രൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ n ഈ ഇൻ്റഗ്രൽ ഇവിടെ n ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 ബാക്കിയെല്ലാം 0 ആക്കാം. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10 വെച്ച് ബാക്കി മൊത്തം 0 ആക്കാം, ഇവിടെ 10 വെച്ച് ബാക്കി മൊത്തം 0 ആക്കാം, 9 1 0 0 ആക്കാം. സോ ഈ പറയുന്നത് ഒരാൾക്ക് 9 കൊടുത്ത് അടുത്ത ആൾക്ക് 1 കൊടുത്ത് ബാക്കി ആൾക്കാർക്ക് 0 കൊടുത്തു. സോ ദ ഐഡിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് integral solution is actually the same concept. അപ്പോൾ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ ആണോ ദിസ് വിൽ ബി ദി ഫോർമുല, ആൻഡ് പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ ആണെങ്കിൽ ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ 16 ഓറഞ്ച് ഉണ്ട്. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 4 ആൾക്കാരുണ്ട്. ഈ 4 ആൾക്കാർക്ക് 16 ഓറഞ്ച് കൊടുക്കുന്നു. സോ ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടോ അത്രയും വേസിൽ നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ദർ ഈസ് എ കണ്ടീഷൻ, ഈച്ച് ചൈൽഡ് വോണ്ട് അറ്റ്ലീസ്റ്റ് 1 ഓറഞ്ച്. എല്ലാ ആൾക്കാർക്കും അറ്റ്ലീസ്റ്റ് ഓരോ ഓറഞ്ചെങ്കിലും കിട്ടണമെന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, x2 വാല്യൂ x1 വാല്യൂ x2 വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, x3 വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, x4 വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. So this is total ways equal to എത്രയാ, that is 16 minus 1 which is 15c, 3 will be correct. 15 into 14 into 13 by 6. On finding the answer I think 455 will come. ചെയ്തു നോക്കുക കേട്ടോ. Letter of the word Udaipur written in all possible ways with or without meaning, and these words arranged in a dictionary, then rank of the word Udaipur. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. നിങ്ങൾ ആദ്യം ഇത് കുറച്ച് സ്പേസ് ഒക്കെ വിട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങ് എഴുതി വെക്കാം.
ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്നതിന് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈ പറയുന്ന ലെറ്റേഴ്സിന് നമ്പർ കൊടുക്കാം. സോ ഫസ്റ്റ് വൺ 1 ഫോർ എ, ഡി ഫോർ 2, എ ബി സി ഡി ഇ എഫ് ജി, എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, പി ക്യു ആർ, ആർ എസ് ടി യു വി എക്സ് വൈ. സോ 6. ദെൻ ഓരോ നമ്പറിൻ്റെയും റൈറ്റ് സൈഡിൽ എത്ര നമ്പർ ആ നമ്പറിനെക്കാട്ടിലും ചെറുതുണ്ട് എന്നുള്ളത് ഇതിൻ്റെ താഴെ എഴുതാം. 5നെക്കാട്ടിലും ചെറിയ 1, 2, 3, 4 4 നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ 4 എന്ന് എഴുതാം. 2നെക്കാട്ടിലും ചെറിയ ഒരു നമ്പർ മാത്രമേ 2ൻ്റെ റൈറ്റ് സൈഡിലുള്ളൂ. 1നെക്കാട്ടിലും ചെറിയ നമ്പർ ഇല്ല. 6നെക്കാട്ടിലും ചെറിയ 3 നമ്പേഴ്സ് ഉണ്ട്. 3നെക്കാട്ടിലും ചെറിയ നമ്പർ ഇല്ല. 5നെക്കാട്ടിലും ചെറിയ ഒരു നമ്പർ റൈറ്റ് സൈഡിലുണ്ട്, ഇവിടെ 0. ദെൻ സ്റ്റാർട്ട് ഫ്രം 0 ഫാക്ടോറിയൽ, ഇവിടെ 0 ഫാക്ടോറിയൽ, ഇവിടെ 1 ഫാക്ടോറിയൽ, ഇവിടെ 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ ആൻഡ് 6 ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതി വെക്കാം. ദെൻ ഇത് പ്രൊഡക്റ്റ് എടുക്കാം. പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് 4 × 6 ഫാക്ടോറിയൽ. ദിസ് ലെറ്റർ ആൻഡ് റൈറ്റ് സൈഡ് ഒബ്സർവ് ചെയ്യുക. ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മച്ച് ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യാം. ദർ ഈസ് 2u ഹിയർ, സോ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1 × 5 ഫാക്ടോറിയൽ ബൈ ഈ ലെറ്ററും റൈറ്റ് സൈഡും നോക്കുന്ന സമയത്ത് ദർ ഈസ് നോ റിപ്പീറ്റേഷൻ, 1 ഫാക്ടോറിയൽ ആണ്. സോ 0 × anything 0, 3 × 3 ഫാക്ടോറിയൽ. There is no repetition after this letter, and ഇവിടെ 0 and 1 × 1 factorial, that is 1. And ഇത്രയും വേർഡ്സ് ബിഫോർ ദ വേർഡ് ഉദയ്പൂർ വിൽ ബി ദർ. അപ്പോൾ ഉദയ്പൂർ എത്രാമത്തെ വേർഡാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ടു ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ വേർഡ് എല്ലാം കഴിഞ്ഞൊരു +1 കൂടി ചെയ്യണം. അത് മറന്നു പോകരുത് കേട്ടോ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ദ നമ്പർ ഓഫ് വേർഡ്സ് ബിഫോർ ദ വേർഡ് ഉദയ്പൂർ ആണ്. സോ +1 കൂടി ചെയ്താൽ യു വിൽ ഗെറ്റ് യുവർ ആൻസർ. ദെൻ കോംപ്ലക്സ് നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് നോക്കുന്നത്. ദെൻ z is a complex number such that z square plus 3i by z minus 2 plus I equal to 2 plus 3i, then sum of all possible values of z square. ഇത് z സ്ക്വയറിൻ്റെ എല്ലാ പോസിബിൾ വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ശരിക്കും ഇത് z സ്ക്വയറും z ഒക്കെ ഉള്ള എക്സ്പ്രഷനാണ്. നിങ്ങൾക്ക് z ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ ഈസി എന്ന് പറയുന്നത്. This is a quadratic expression, but complex coefficients ആണെന്നേ ഉള്ളൂ. ആ കോംപ്ലക്സ് കോഎഫിഷ്യൻ്റ് ആകുമ്പോഴും നമ്മുടെ ക്വാഡ്രാറ്റിക്കിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഇവിടെയും വർക്ക് ചെയ്യും. സോ z സ്ക്വയർ പ്ലസ് 3i ഈ പറയുന്ന ടേം ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z ഈസ് മൾട്ടിപ്ലൈങ് 2 + 3i, 2 + 3i ടൈംസ് ഓഫ് z, ആൻഡ് -2 + i ഈസ് മൾട്ടിപ്ലൈങ് 2 + 3i, 2 + 3i. Let's open this bracket, z square plus 3i and 2 + 3i times of z, and ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് -4 -6i plus 2i minus 3. So this is 2 + 3i times z plus -7 -4 -7 -4i. Let's move this thing here, z square plus 3i. So z square minus of 2 + 3i times of z, and -7 ഇങ്ങോട്ട് വന്നാൽ +7 and +7i. This equal to 0. So z square minus of 2 + 3i, this much part of z, plus 7 times of 1 + i, this is 0. It's a complex coefficients ഉള്ള ഒരു quadratic equation ആണ്. And roots of this quadratic equation, let's say z1 and z2, two roots are there. And നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് z എന്ന് പറയുമ്പോൾ z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. ടു ഫൈൻഡ് z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയർ, ദിസ് ഈസ് ഈക്വൽ ടു z1 plus z2 the whole square minus 2 times of z1 into z2. This will be your answer. z1 plus z2 എന്ന് പറയുന്നത് sum of root which is 2 + 3i, 2 + 3i the whole square minus 2 times of product of root is c by a, that is 2 times of 7 into 1 + i. On simplifying this thing,
2 plus 3i whole square is 4 minus 6 plus 4 into 3, that is 12, 12i minus 14 minus 14 iota. So this is equal to minus 2 ഇവിടെ this is not minus 6, this is minus 9, right? So minus 5 minus 14, that is minus 19, and 12i minus 14i, that is minus 2 iota. So this is answer 19 minus 2i. Options 3 correct. Then this geometry related question ആണ്. Z1 minus 8 minus 2i modulus is less than or equal to 1, and modulus of Z2 minus 2 plus 6i is less than or equal to 2, and modulus of Z minus Z1, modulus of Z minus Z0, this is equal to k എന്ന് പറയുന്നത്. This is actually representing a circle. Yes, a circle with center Z0, center Z0 ഉം റേഡിയസ് കെയും ആയിട്ടുള്ള സർക്കിളെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് Z മൈനസ് Z0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ ആക്ച്വലി ഈ പറയുന്ന സർക്കിളിന്റെ ഇൻസൈഡ് പോർഷൻ കൂടി പ്രസന്റ് ആകുന്ന ഒരു പെർട്ടിക്കുലർ സർക്കിളിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം നോക്കാം. ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിൽ Z മൈനസ് Z0 ആകുമ്പോഴാണ് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പോൾ Z1 മൈനസ് 8 മൈനസ് 2i ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ Z1 മൈനസ് ഓഫ് 8 പ്ലസ് 2i, ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ 8 പ്ലസ് 2i സെൻറ്റർ ആയിട്ടില്ലേ, അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ആക്ച്വലി 8,2 എന്ന് പറയുന്ന അനലോഗസ് ആയിട്ട് 8,2 സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് വിത്ത് റേഡിയസ് 1 യൂണിറ്റ്, റേഡിയസ് 1 യൂണിറ്റുള്ള സർക്കിൾ. ആൻഡ് ഈ പറയുന്ന സർക്കിൾ മാത്രമല്ല, ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ദെൻ നെക്സ്റ്റ് സർക്കിൾ എന്ന് പറയുന്നതോ, നെക്സ്റ്റ് സർക്കിൾ Z മൈനസ് 2, നമുക്ക് Z2 മൈനസ് 2 plus 6i, this is less than or equal to 2 എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇത് എഴുതുന്ന സമയത്തും നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം, ദാറ്റ് ഈസ് Z2 മൈനസ് ഓഫ് 2 മൈനസ് 6i, this is less than or equal to 2. Then 2 minus 6 corresponding center ആയിട്ടല്ലേ, സോ സം ഹിയർ 2 minus 6 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഉണ്ട്. ആ കറസ്പോണ്ടിങ് പോയിന്റിൽ 2 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, 2 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, ആൻഡ് ദർ ഈസ് ആക്ച്വലി ദ ഇൻസൈഡ് പോർഷൻ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള സർക്കിളാണ്. ദെൻ ഈ പറയുന്ന എൻഡ് റീജിയൻ, ഈ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള എൻഡ് റീജിയണും Z1 ആണ്, ഈ പിങ്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള എൻഡ് റീജിയണും Z2 ആണ്. ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, ദെൻ മിനിമം വാല്യൂ ഓഫ് Z1 മൈനസ് Z2 എന്താണ്. അതായത് ഈ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് ഈ പിങ്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ രണ്ട് സർക്കിളിലുള്ള മിനിമം ഡിസ്റ്റൻസും മാക്സിമം ഡിസ്റ്റൻസും എലോങ് ദെയർ സെൻറ്റർ ലൈൻ ജോയിനിങ്ങിലായിരിക്കും ഉണ്ടാവുക. ഈ ലൈൻ ജോയിനിങ്ങിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഈ സർക്കിളിൻ്റെ റേഡിയസ് R1, ഈ സർക്കിളിൻ്റെ റേഡിയസ് R2, ഇത് രണ്ടും ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഈ പറയുന്ന രണ്ട് പോയിന്റ് 8,2 ആൻഡ് 2, -6 ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് D is equal to square root of 6 square which is 36 and 2 minus -6 that is 64 in 8ന്റെ സ്ക്വയർ 64 that is 10 യൂണിറ്റ്. 10 യൂണിറ്റിൽ നിന്ന് ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് ദാറ്റ് ഈസ് 1 യൂണിറ്റ്, സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ് ദാറ്റ് ഈസ് 2 യൂണിറ്റ്. സോ 10 minus of 1 plus 2 this equal to 7. 7 is the least distance or minimum value of Z1 minus Z2.
Then number of complex numbers z satisfying this condition, modulus of z equal to 1. Once again, modulus of z equal to 1 is a circle. This circle with center 0 0 and radius 1 unit. And z by z bar plus z bar by z equal to 1 is another locus. That we will find out here. Let's say z equal to some x plus I by. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ടങ്ങ് ചെയ്യാം അല്ലേ. ഇവിടെ മോഡുലസ് ഓഫ് സെഡ് ബൈ സെഡ് ബാർ പ്ലസ് സെഡ് ബാർ ബൈ സെഡ് ഈക്വൽ ടു 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ബാർ സ്ക്വയർ ബൈ സെഡ് സെഡ് ബാർ ദിസ് ഈക്വൽ ടു 1. നോക്കൂ, സെഡ് ബാർ ഈസ് മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ. മോഡുലസ് ഓഫ് സെഡിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് സെഡ് ബാറിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. So modulus of z square plus z bar square this equal to 1. So z square എന്ന് പറയുന്നത് let's say z equal to some x plus i y ആണെങ്കിൽ z square എന്ന് പറയുന്നത് x square minus y square plus 2xyi and z bar എന്ന് പറയുന്നത് x minus i y then z bar square which is equal to x square minus y square minus 2xyi. So let's put here. So x square plus x square minus y square plus 2xy iota plus x square minus y square minus 2xy iota this equal to 1. So 2xi cancel. Then modulus of 2 times of x square minus y square this equal to 1. Now this is purely a real number, so this is 2 times of modulus of x square minus y square which is equal to 1. So modulus of x square minus y square is 1 by 2. This gives two solutions, x square minus y square equal to plus or minus 1 by 2, that is 1 by 2, or x square minus y square equal to minus 1 by 2. This is two hyperbolic graph, right? രണ്ട് ഹൈപ്പർബോളി എക്സ് ആക്സസ് ട്രാൻസ്വേഴ്സ് ആക്സസ് ആയിട്ടും അതിൻ്റെ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഗ്രാഫുകളാണ് ഈ രണ്ട് ഇക്വേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇത് ഒരു സെറ്റ് ഓഫ് ഹൈപ്പർബോള, ആൻഡ് ഇതിൻ്റെ hyperbolic ആയിട്ടുള്ള second set of hyperbola is here, conjugate hyperbola, and 1 unit radius ഉള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് കറസ്പോണ്ടിങ് y equal to 0 ആകുമ്പോൾ x equal to 1 by root 2 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. അത് ഇതിനെക്കാട്ടിലും സ്മോളർ ആണ് എന്നുള്ളത് ഷുവറാണ്. സോ ഈ പറയുന്ന മോഡുലസ് ഓഫ് z equal to 1 എന്ന് പറയുന്ന കർവ് ഈ x square minus y square equal to 1 by 2 or x square minus y square equal to minus 1 by 2 ഇതിൽ ഏത് ആണെങ്കിലും ആക്ച്വലി ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്പർ ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് ആക്ച്വലി ദ നമ്പർ ഓഫ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ. എത്ര ഇന്റർസെക്ഷൻ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 2 3 4 5 6 7 8. ഓരോ വിങ്സിലും 2 വീതം സൊല്യൂഷൻ ഉണ്ട്. ടോട്ടൽ 4 വിങ്സ് 8 സൊല്യൂഷൻസ് ആയിരിക്കും ആൻസർ ആയിരിക്കുക. ആൻസർ വരാം 8 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, z be the complex number satisfying modulus of z minus 5 is less than or equal to 3 having maximum positive principal argument, then that is the value of something we want to find out. z എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹാവിങ് മാക്സിമം പോസിറ്റീവ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. നോക്കൂ, ഇവിടെ മോഡുലസ് ഓഫ് z minus 3 is z minus 5 is less than or equal to 3. What is the meaning of this thing? This is also a circle with the center. ഇവിടെ ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാണ്? 5,0 സെന്റർ ആയിട്ട് വരുന്ന, ലെറ്റ്സ് സേ ദിസ് ഈസ് സം 5,0 ആൻഡ് 3 യൂണിറ്റ് റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ്. 3 യൂണിറ്റ് റേഡിയസ് വരുന്ന ഒരു സർക്കിളിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ആക്ച്വലി 3. ആൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റ്, ഇപ്പോൾ ഈ പറയുന്ന കറസ്പോണ്ടിങ് സർക്കിളിന്റെ ഇൻസൈഡ് പോർഷൻ കംപ്ലീറ്റ് ഈ പറയുന്ന
ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ആൻഡ് ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യാം? ഒറിജിനിൽ നിന്ന് ഈ പറയുന്ന കോംപ്ലക്സ് പോയിന്റിലേക്കുള്ള ഈ ആംഗുലാർ മെഷർമെൻ്റ് ആണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോയിന്റിലേക്കുള്ള ഇവിടുത്തെ കറസ്പോണ്ടിങ് ഇൻക്ലിനേഷൻ എത്രയാണോ അതാണ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കേസിൽ ഏറ്റവും വലിയ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ഈ സർക്കിളിന് ഒരു ടാൻജൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന സമയത്തായിരിക്കും മാക്സിമം ആർഗ്യുമെൻ്റ് ഏറ്റവും വലിയ ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ദിസ് ഈസ് ദി മാക്സിമം ആർഗ്യുമെൻ്റ് കേസ്. അപ്പോൾ വി വാണ്ട് ടു സോൾവ് ദിസ് ലൊക്കേഷൻ. ഇതിലുള്ള എല്ലാ പോയിന്റും Z ആണെങ്കിലും നമുക്ക് വേണ്ടത് ഇതിലെ മാക്സിമം ആർഗ്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്ത ലൊക്കേഷനാണ്. സോ വി നീഡ് ദിസ് ലൊക്കേഷൻ. ഈ പറയുന്ന സൈഡ് ഈ പറയുന്ന കറസ്പോണ്ടിങ് സർക്കിളിൻ്റെ റേഡിയസ് 3 ആണ്. ആൻഡ് ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് 5 യൂണിറ്റ്. ഇത് 5 യൂണിറ്റ് ആണ്. സോ റേഡിയസ് ആൻഡ് ടാൻജന്റ് പെയർ ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ദിസ് ഈസ് 90 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഈ സൈഡ് 4 ആണ്. ലെറ്റ്സ് ടേക്ക് ദിസ് ഈസ് സം ആംഗിൾ തീറ്റ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രിഗണോമെട്രിക് റിലേഷൻ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദെൻ ദിസ് ഈസ് 90, ദിസ് ഈസ് 90 മൈനസ് തീറ്റ. ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ദെൻ ഇവിടെ ഈ പറയുന്ന കറസ്പോണ്ടിങ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ആംഗിൾ 90 അല്ലേ? അപ്പോൾ 3ൻ്റെ സൈൻ തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും ഇത് വരിക. 3 സൈൻ തീറ്റയാണ് ഇത്. ആൻഡ് ഈ സൈഡ് എന്ന് പറയുന്നത് 3ൻ്റെ കോസ് കമ്പോണൻറ്റും ആയിരിക്കും. 3 കോസ് തീറ്റയായിരിക്കും. സോ ദ ലൊക്കേഷൻ, ലെറ്റ്സ് നെയിം ദിസ് ഈസ് സം പി. പി എന്ന് പറയുന്ന കോർഡിനേറ്റ് നമ്മൾ എഴുതുമ്പം ഇവിടം വരെ 5 യൂണിറ്റ് ആണ്. അതിൽ 3 സൈൻ തീറ്റ ലൊക്കേഷൻ ഇവിടെയാണെങ്കിൽ റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് 5 മൈനസ് 3 സൈൻ തീറ്റ എന്നായിരിക്കും എക്സ് കോർഡിനേറ്റ് വരാം. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 കോസ് തീറ്റ ആയിരിക്കും. സോ പി എന്ന് പറയുന്ന ലൊക്കേഷൻ 5 മൈനസ് 3 ടൈംസ് ഓഫ് സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ വലിയ ട്രയാങ്കിൾ നോക്കിയാൽ തീറ്റ ഇത് ഓപ്പോസിറ്റ് സൈഡ് 3 ആൻഡ് ഹൈപ്പർനെസ് 5. സോ 3 ഇൻറ്റു 3/5 3 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അപ്പോൾ 4/5 ആയിരിക്കും. സോ ദിസ് ഈസ് പി. പി ഈസ് 25 മൈനസ് 9, ദാറ്റ് ഈസ് 16/5 12/5. സോ ദ ലൊക്കേഷൻ പി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദി കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ദിസ് ഈസ് 16/5 പ്ലസ് 12/5 ടൈംസ് ഓഫ് അയോട്ട. ഇതാണ് കോംപ്ലക്സ് പ്ലെയിനിൽ അനലോഗസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 5z മൈനസ് 12ഉം 5z മൈനസ് 12 ആൻഡ് പിന്നെ 5iz പ്ലസ് 16 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം 5z നോക്കൂ. 5z എന്താണ്? 5z ഈക്വൽ ടു 16 പ്ലസ് 12 അയോട്ടയാണ്. ആൻഡ് 5z മൈനസ് 12 എന്ന് പറയുന്നത് 4 പ്ലസ് 12 അയോട്ട എന്നാണ് വരിക. ദെൻ 5iz എന്ന് പറയുമ്പോൾ 5iz i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 12 പ്ലസ് 16 അയോട്ട. ആൻഡ് 5iz plus 16 which is equal to 4 plus 16 iota. Then 5iz നോക്കൂ 5z minus 12 divided by 5iz plus 16, this is equal to 4 plus 12 iota by 4 plus 16 iota. So 4 cancel, 1 plus 3 iota divided by 1 plus 4 iota. ഈ എക്സ്പ്രഷൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ ഇത് ഈ മാഗ്നിറ്റ്യൂഡാണ്. ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദിസ് ഈസ് 1 പ്ലസ് 9, ദറ്റ് ഈസ് √10 ഡിവൈഡഡ് ബൈ √17. ആൻഡ് നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 34 ആണ് വേണ്ടത്. സോ 34 ടൈംസ് ഓഫ് 5z മൈനസ് 12 ബൈ 5iz പ്ലസ് 16 whole square, which is equal to 34 times of 10 by 17. 2 times 10, the answer is 20. X square plus x plus 1 equal to 0. So this is cube root unities ആണ് ഇവിടെ solutions എന്ന് പറയുന്നത് അല്ലേ. So when x square plus x plus 1 equal to 0, then x is omega or omega square ആണ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത്.
Then we want to find x plus 1 by x, the code raised to 4, plus x square plus 1 by x square, the code raised to 4, plus x cube plus 1 by x cube, the code raised to 4, plus etc. x raised to 25 plus 1 by x raised to 25, the code raised to 4. Now x omega anengil, omega properties in the omega cube in the value 1 omega raised to 3n in the value 1 omega raised to 3n plus 1 omega raised to 3n plus 1 in the value omega omega raised to 3n plus 2 in the omega square omega square 1 by omega omega 1 by omega square then ഇവിടെ omega substitute ചെയ്താൽ omega plus 1 by omega whole raised to 4 plus omega square plus 1 by omega square whole raised to 4 plus omega cube plus 1 by omega cube whole raised to 4 plus omega raised to 4 plus 1 by omega raised to 4 the code raised to 4 plus ഒന്നും കൂടി എഴുതാം omega raised to 5 plus 1 by omega raised to 5 the code raised to 4 plus omega raised to 6 plus omega raised to 6 plus 1 by omega raised to 6 the code raised to 4 plus etc. Last omega raised to 25 plus 1 by omega raised to 25 the code raised to 4. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 1 by omega എന്ന് പറയുന്നത് omega cube 1 ആണെങ്കിൽ omega into omega square 1 ആണ്. So omega square ന്റെ reciprocal omega ആയിരിക്കും. And omega square reciprocal omega reciprocal omega square ആയിരിക്കും. So omega plus omega square the code raised to 4. So this is omega square plus omega the code raised to 4 plus 1 plus 1 code raised to 4 plus omega raised to 4 is simply omega ആണ്. So ഇത് omega plus omega square code raised to 4 plus omega raised to 5 is omega square. So omega square plus omega the code raised to 4 plus omega raised to 6 is 1 so 1 plus 1 code raised to 4 plus etc. ഇങ്ങനെയാണ് ആൻസർ പോകുന്നത്. ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1 ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗയുടെ വാല്യൂ -1 ആവും. -1 raised to 4 is 1 -1 raised to 4 is 1 and 2 raised to 4 is 16. Then ഇതേ വാല്യൂ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എത്ര പെയറുകളുണ്ട് നോക്കൂ. ഇവിടെ 25 വരെ പെയറുകൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക 8 into 3 24 ആണ്. ഇങ്ങനത്തെ 8 പെയറുകൾ ഉണ്ടാവും. ഇൻ അഡീഷൻ ഒമേഗ റേസ്റ്റ് 25 പ്ലസ് 1 ബൈ ഒമേഗ റേസ്റ്റ് 25 എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്താണ്? ദിസ് ഈസ് ആക്ച്വലി ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ. ദി ഒമേഗ റേസ്റ്റ് 25 ഈസ് ഒമേഗ and this is omega square the raised to 4. So this is -1 raised to 4 which is 1. So this is 18 times 8 plus 1. So 80 64 144 145 145 will be the correct answer. Then A is 1 plus 10 times of a real part of 2 cos theta plus I sin theta. 1 plus 10 a real part of 2 cos theta plus I sin theta by cos theta minus 3 I sin theta is 0. Then sum of all values of theta square. That theta is coming from the set A എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. സോ 1 പ്ലസ് 10 ടൈംസ് ഓഫ് ഇതിൻ്റെ റിയൽ പാർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റിയൽ പാർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനേ ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാലേ റിയൽ പാർട്ട് എന്താണെന്ന് പറയാൻ പറ്റൂ. സോ ദിസ് ഈസ് കോസ് തീറ്റ മൈനസ് 3 അയോട്ട സൈൻ തീറ്റ ഈസ് മൾട്ടിപ്ലൈയിങ് വിത്ത് കോസ് തീറ്റ പ്ലസ് 3 അയോട്ട സൈൻ തീറ്റ. ദിസ് 2 cos theta plus iota sin theta multiplying cos theta plus 3 iota sin theta and this product is actually ee parayna sum 0 aanu. So 1 plus 10 times of real part of denominator
a plus ib into a minus ib, a square plus b square, that is cos square theta plus 9 times of sin square theta. And ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 cos square theta, 2 cos square theta. റിയൽ പാർട്ട് മാത്രം എഴുതിയാൽ റിയൽ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് ഉണ്ടാവും. ഇമാജിനറി പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടാവും, ദാറ്റ് ഈസ് 3 sin square theta. ആൻഡ് നമുക്ക് വേണ്ടത് റിയൽ പാർട്ട് മാത്രമാണ്. സോ റിയൽ പാർട്ട് ഈക്വൽ ടു ദിസ് പ്ലസ് 10 ടൈംസ് ഓഫ് റിയൽ പാർട്ട് 0 എന്ന് പറയുന്ന പാർട്ട് മാത്രം എഴുതിയാൽ മതി, ഇമാജിനറി പാർട്ട് എഴുതേണ്ട കാര്യമില്ല. ആൻഡ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 9 സൈൻ സ്ക്വയർ തീറ്റ, ഇതിൽ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ ദിസ് ബിക്കം 1 പ്ലസ് 8 സൈൻ സ്ക്വയർ തീറ്റ. സോ ഞാൻ 1 പ്ലസ് 10 ടൈംസ് ഓഫ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ, ദിസ് ബൈ 1 plus 8 sin square theta, this equal to 0. Cross multiplying, this is 1 plus 8 sin square theta and bracket open ചെയ്താൽ 20 cos square theta minus 30 sin square theta. This divided by 1 plus 8 sin square theta, that cannot be 0. We can move to right side, this equal to 0. 8 sin square theta, this is 20. ഇതിൽ ഒരു 8 cos square തീറ്റയും കൂടി നമുക്ക് ക്ലബ് ചെയ്ത് ഇവിടെ 8 എന്ന് എഴുതാം. ബാക്കി 12 cos square തീറ്റ മൈനസ് 30 sin square തീറ്റ, ദിസ് ഈക്വൽ ടു 0. ദെൻ 9 പ്ലസ് 12 cos square തീറ്റ മൈനസ് 30 sin square തീറ്റ, ദിസ് ഈസ് 0. സോ ഒരു 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ ദിസ് ഈസ് ആക്ച്വലി 3 പ്ലസ് 4 cos square തീറ്റ minus 10 sin square theta, this is 0. നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റാം. ലെറ്റ്സ് മേക്ക് ഇറ്റ് ഓൾ സൈൻ സ്ക്വയർ തീറ്റ ടേം പ്രൊഡ്യൂസ് ചെയ്യാം. 4 ടൈംസ് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 10 സൈൻ സ്ക്വയർ തീറ്റ, ദിസ് ഈക്വൽ ടു 0. സോ 3 പ്ലസ് 4 7 മൈനസ് 14 സൈൻ സ്ക്വയർ തീറ്റ, this equal to 0. Sin square theta is 1 by 2, sin theta is plus or minus 1 by root 2. So sin theta യുടെ വാല്യൂസ് 0 to 2 pi ഉണ്ടാകുന്ന 0 to 2 pi എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ sin theta ഫസ്റ്റ് ക്വാഡ്രൻറ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ 1 by root 2ഉം തേർഡ് ക്വാഡ്രൻറ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ മൈനസ് 1 by root 2ഉം പ്രൊഡ്യൂസ് ചെയ്യും. സോ പോസിബിൾ തീറ്റ വാല്യൂസ് pi by 4, 3 pi by 4 and 5 pi by 4, 7 pi by 4, 7 pi by 4. Then sum of squares of values of theta square, that theta is coming from set A, this is pi square by 16 plus 9 pi square by 16 plus 25 pi square by 16 plus 49 pi square by 16. So this is 50 pi square, 75 pi square by not 75, ഇവിടെ 50ഉം 75ഉം and 85 pi square by 84 pi square by 16. Then നമുക്ക് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്താൽ 21 pi square by 4 എന്ന ആൻസർ കിട്ടും. ദെൻ ഓപ്ഷൻ ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യാം, ഇതേപോലെ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന 4 ചാപ്റ്ററിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രമാണെന്നല്ല, PYക്കൊക്കെ നന്നായിട്ട് റെഫർ ചെയ്യാം. അതിൽ നമുക്ക് കുറച്ചും കൂടി അഷ്യൂറിറ്റി പറയാൻ പറ്റുന്നത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൽ വരുന്ന 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അഡ്ജോയിൻ്റ് ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ബേസ്ഡ് പ്രോബ്ലംസും അതുപോലെ ലീനിയർ ഇക്വേഷൻസിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിലൊക്കെ സാധാരണ ഏതെങ്കിലുമൊക്കെ എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ പാറ്റേണൊക്കെ ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഹലോ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1-2-3 ചാപ്റ്റേഴ്സാണ്. അതായത് ലിമിറ്റ്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ നേരെ കിടക്കാം. സോ നമുക്ക് തുടക്കത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് തിരിച്ച് ലിമിറ്റിലോട്ട് വരാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് ആദ്യം തന്നെ ചെയ്യാം, എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് പോവാം. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും കവറായി പോവും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ സ്റ്റക്കായി പോവും. സോ വി ഓൺലി ഹാവ് ലിമിറ്റഡ് ടൈം. സോ ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് 2026, അതായത് ഇപ്രാവശ്യത്തെ ജെയിൽ ചോദിച്ചതാണ്. 21 ജനുവരി ഷിഫ്റ്റ് 2. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് വൃത്തിക്ക് എഴുതുവാണ്. കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് പോവാം. ഇറ്റ്സ് ഓക്കെ. സോ ക്വസ്റ്റ്യനിൽ തന്നുള്ള കാര്യം എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n³ സിഗ്മ k from 1 to n GIV of k square by 3 raised to x. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്താൽ നമ്മളോട് ഫൈനലി ചോദിച്ചത് 12 ഇൻറ്റു സിഗ്മ ജെ ഫ്രം 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് ജെ ആണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാലൊന്ന് പേടിയാവും, ബട്ട് ആക്ച്വലി ഈസിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൻ്റെ തിയറി കൂടി പറഞ്ഞുതരാം. സാൻഡ്വിച്ച് തിയറം വെച്ചായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. സോ നമുക്ക് നോക്കാം എന്താണ് സാൻഡ്വിച്ച് തിയറം എന്ന്. സാൻഡ്വിച്ച് തിയറം നമ്മൾ ആക്ച്വലി NCERTയിലും കൂടി ഉണ്ട് ഈ ഒരു തിയറം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സാൻഡ്വിച്ച് തിയറം ക്ലാസ് 11th NCERTയിൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സാൻഡ്വിച്ച് തിയറം അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്ക്വീസ് തിയറം. ഓക്കെ. സോ സാൻഡ്വിച്ച് തിയറം പറയുന്ന കാര്യം ഇതാണ്. അതായത് if there is a function f of x which is less than g of x and which lies in between that is if there is a function f of x that lies in between h of x and g of x and limit x tends to a f of x equal to k ഇങ്ങനെ കിട്ടി. അതായത് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു എയിൽ, അത് നമുക്ക് കെ എന്ന് കിട്ടി. ആൻഡ് ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് നമ്മൾ എക്സ് ടെൻസ് ടു എ കണ്ടുപിടിച്ചു, അത് നമ്മൾക്ക് കെ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ദെൻ ലിമിറ്റ് എക്സ് ദിസ് ഈസ് എച്ച് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു, കെ എന്ന് കിട്ടി. ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു, കെ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കും? കെ തന്നെയായിരിക്കും. ഈ ഒരു തിയറിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. മെയിൻലി സ്ക്യൂസ് തിയറം വെച്ച് നമ്മൾ ഇത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ sin 1/x ഇറ്റ് വിൽ ഓൾവേസ് ലൈ ഇൻ ബിറ്റ്വീൻ 1 and -1 നമ്മൾക്ക് ഉറപ്പായിട്ട് അറിയുന്ന കാര്യമാണ്. കാരണം സൈൻ ഓഫ് എനിത്തിങ് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കായിരിക്കും. സോ നമുക്ക് ത്രൂ ഔട്ട് ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സൈൻ 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 1/x ഓൾ ഡിവൈഡഡ് ബൈ 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. കാരണം സൈൻ 1/x ഓൾ ഡിവൈഡഡ് ബൈ 1/x എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു സൈൻ 1/x തന്നെയാണ്. സോ വിച്ച് മീൻസ് എനിക്ക് ഇവൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -x, അപ്പോൾ 0 എടുത്താൽ 0 എന്ന് കിട്ടും. ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ്, അത് എത്ര കിട്ടും? 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മിഡിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 1/x ബൈ 1/x എത്ര തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. നമുക്കൊരു തെറ്റ് ധാരണയുണ്ട് ഇത് 1 ആണെന്ന്. 1 അല്ല, അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ x ബൈ എക്സ് ആണ് 1, സൈൻ 1/x ബൈ 1/x 0. സോ ഇത് വെച്ചാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അപ്പോൾ സാൻഡ്വിച്ച് തിയറം ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ആൻഡ് ഇതൊരു GIV ഫംഗ്ഷനാണ്. അതായത് GIV ഓഫ് k സ്ക്വയർ ബൈ 3 raised to x. ഇപ്പോൾ GIV ഓഫ് k സ്ക്വയർ ബൈ 3 raised to x. സോ നമുക്ക് അറിയണ ഒരു കാര്യമുണ്ട്. അതായത് GIV ഓഫ് t എപ്പോഴും ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും? GIV ഓഫ് t എപ്പോഴും ലൈ ചെയ്യുന്നത് t-1ൻ്റെയും t-ൻ്റെയും ഇടയിലായിരിക്കും. ആര് ലൈ ചെയ്യുക? GIV ഓഫ് t ലൈ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ GIV ഓഫ് 2.3, ഓക്കെ, GIV ഓഫ് 2.3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണ്. സോ സിമിലർലി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് പെർട്ടിക്കുലർ ഇൻപുട്ട്. സോ 2.3നെക്കാളും
ഏറ്റവും തൊട്ടടുത്തുള്ള വലിയ ഇൻറ്റിജർ. അപ്പം അതായത് 2 ആണ്. ഇപ്പോൾ GAV ഓഫ് -3.4 എന്ന് പറഞ്ഞാൽ -3.4നേക്കാളും ചെറുതായിട്ടുള്ള തൊട്ടടുത്തുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അത് -3 അല്ല -4 ആണ്. സോ ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്കറിയാം. GAV ഓഫ് T ഓൾവേസ് ലൈങ് ബിറ്റ്വീൻ T ആൻഡ് T-1. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ആരുടെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി, ഇതിൻ്റെയോ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. സാൻഡ്വിച്ച് തിയറം വെച്ച് സെയിം തന്നെയായിരിക്കും. സോ ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു ലിമിറ്റ് നമുക്കിവിടെ തന്നിട്ടുള്ളത് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n³ ആൻഡ് സമ്മേഷൻ ഓഫ് r ഫ്രം 1 to n, that is k² by 3x. GAV എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ജസ്റ്റ് ബിക്കോസ് ഓഫ് സാൻഡ്വിച്ച് തിയറം. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ലിമിറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇത് കണ്ടുപിടിച്ചാലും നോ ഇഷ്യൂ. ആൻഡ് ഇവിടെ നമ്മുടെ സമ്മേഷൻ ആർക്കാണ് കൊടുത്തുള്ളത് നോക്കുക. സമ്മേഷൻ കൊടുത്തിട്ടുള്ളത് k ആണ്, ദാറ്റ് ഈസ് നോട്ട് r. k ഫ്രം 1 to n ആണ്. k ഫ്രം 1 to n ആണ്. സോ 3x അവിടെ പ്രത്യേകിച്ച് റോളില്ല. 3x നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n³ ഇൻറ്റു 3x ഇൻറ്റു സിഗ്മ k ഫ്രം 1 to n k². ഇപ്പോൾ സമ്മേഷൻ k ഫ്രം 1 to n k² നമുക്കറിയാം. സമ്മേഷൻ k ഫ്രം 1 to n k² എന്ന് പറഞ്ഞാൽ നമുക്ക് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. സോ ഇത് നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n³ ഇൻറ്റു 3x ഇൻറ്റു സമ്മേഷൻ k ഫ്രം 1 to n k² is n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. സോ ഇതാർക്ക് ഈക്വൽ ആണ്? ദിസ് ഈസ് ഈക്വൽ ടു മൈ f of x. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ആൻഡ് വൺ മോർ തിങ്, നമ്മൾക്ക് ലിമിറ്റ് സെറ്റ് ഇൻഫിനിറ്റി കൂടി ഇവിടെ പറയാനുണ്ട്. അതും കൂടി അറിഞ്ഞാലേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലിമിറ്റ് സെറ്റ് ഇൻഫിനിറ്റി അതായത് ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി a0 x raised to 1 plus a1 x raised to 2 plus etc. by b0 x raised to 1 plus b1 x² plus etc. So limits of rational function ആണ്. സോ ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലെ ഹൈയസ്റ്റ് പവറിൻ്റെ കോഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഹൈയസ്റ്റ് പവറിൻ്റെ കോഫിഷ്യൻറ്റ്, അത് വെച്ച് നമ്മൾക്ക് ലിമിറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇഫ് ഐ എം റൈറ്റിംഗ് എ സിമ്പിൾ എക്സാമ്പിൾ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 5n² മൈനസ് 3n പ്ലസ് 1/6n² പ്ലസ് 5n മൈനസ് 3. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലുള്ള ഹയസ്റ്റ് പവർ ആരാ? n². സോ n²ൻ്റെ കോഫിഷ്യൻറ്റ് 5, ഡിനോമിനേറ്ററിൽ n²ൻ്റെ കോഫിഷ്യൻറ്റ് 6. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5/6 ആയിരിക്കും. സോ അതും കൂടി അറിയുമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ 1/n³ ഇൻറ്റു 3x ഉണ്ട്. ആൻഡ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1. ഇവിടെ നോക്കുക, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ n ഇൻറ്റു നമുക്ക് ഹയസ്റ്റ് പവർ മാത്രം നോക്കിയാൽ മതി. കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഹയസ്റ്റ് പവറിൻ്റെ കോഫിഷ്യൻറ്റ് മാത്രം നോക്കിയാൽ നമ്മൾക്ക് ആൻസർ ചെയ്താൽ പറ്റും. സോ ഇവിടെ n ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ 2n³ എന്ന് വരും. സോ നമുക്ക് ദാറ്റ് ഈസ് ഈക്വലൻ ടു 2n³ എന്ന് എഴുതാം ബൈ ഡിനോമിനേറ്ററിൽ 6. ഓക്കെ, കാരണം ഇവിടെ n³ ഇൻറ്റു 6 എന്നുണ്ട്. സോ അത്രയും മാത്രം നമ്മൾ എഴുതി. സോ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 1s 2 3s ആൻഡ് n³ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, n ടേംസ് ഒക്കെ ക്യാൻസലായിപ്പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു f of x. സോ f of x എന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 1/3 ഇൻറ്റു 3x. ഇതാണ് എൻ്റെ f of x. സോ ഇവിടെ സംശയം നമ്മൾക്ക് ഉണ്ടാവുക, സർ ഇതിങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ? പറ്റും, കാരണം
n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 നിന്ന് നമ്മളിവിടെ എന്താണ് ചെയ്തത്? നമ്മൾ ചെയ്തത് ഇവിടെ എന്നിൻ്റെ കോവിഷ്യൻ്റ് എടുത്തു, അതായത് n ക്യൂബിൻ്റെ കോവിഷ്യൻ്റ് എടുത്തു. n ക്യൂബിൻ്റെ കോവിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2n ക്യൂബായിരിക്കും. ബാക്കിയൊക്കെ അത് ക്യാൻസൽ ഔട്ടായി പോകും, നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് ന്യൂമറേറ്ററിലെ ഹയസ്റ്റ് പവറിൻ്റെ കോവിഷ്യൻ്റിൻ്റെ റേഷ്യോ ആണ് എടുക്കുക ഡിനോമിനേറ്ററിലെ. സോ നമുക്കിവിടെ ഫംഗ്ഷൻ കിട്ടി f of x is equal to 1/3 into 3 raised to x. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം 12 into sigma j from 1 to infinity f of j ആണ് ചോദിച്ചത്. സോ നമ്മളോട് ചോദിച്ചത് 12 into sigma j from 1 to infinity. Sigma j from 1 to infinity f of j. സോ 12 നമ്മൾക്ക് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം ഈ f of x നമ്മൾക്ക് കിട്ടിയത് 1/3 into 3 raised to x ആണ്. സോ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1/3 raised to x plus 1 because a raised to m into a raised to n is equal to a raised to m plus n. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം 1 കൊടുക്കാം. സോ 1 കൊടുക്കുമ്പോൾ ഇത് 1/3 സ്ക്വയർ, 2 കൊടുക്കുമ്പോൾ പ്ലസ് 1/3 ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. സോ ദിസ് ഈസ് എ ഇൻഫൈനൈറ്റ് ജി പി എന്ന് വരും. സോ എസ് ഇൻഫിനിറ്റി നമുക്കറിയാം a/1 മൈനസ് r ആണ്. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1/3 സ്ക്വയർ, അതെത്രയാണ്? 9 ആണ്. 1/9. സോ r എന്ന് പറഞ്ഞാൽ ഇവിടെ 1/3 ആണ് കോമൺ റേഷ്യോ. സോ 1 മൈനസ് 1/3. സോ 1 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ 2/3 എന്നാണ് വരിക. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. സോ 1/9 ഇൻറ്റു 3/2. സോ 3 1s are 3 3s are. So this is equal to 1/6. ആൻഡ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 12 ഇൻറ്റു ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 12 ഇൻറ്റു 1/6 അങ്ങനെ ചെയ്താൽ ആൻസർ വിൽ ബി ഈക്വൽ ടു 2. സോ ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് കുറച്ച് ലെങ്തിയും കൂടിയാണ്. പക്ഷേ ലെങ്തി ആയത് കുഴപ്പമില്ല, ബട്ട് ദർ ഈസ് എ ചാൻസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ബേസിക്കലി അതായത് GID റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കും. നമ്മൾ അതിനെപ്പറ്റി ക്ലാസ് 12 അത്രോളം ഡീൽ ചെയ്യണില്ല. സോ ആൻസർ ഈസ് ഈക്വൽ ടു 2. ഇറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന തിയറി സാൻഡ്വിച്ച് തിയറം ഉണ്ടായിരുന്നു, ഓസ്ക്യൂസ് തിയറം ആൻഡ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി ഉണ്ടായിരുന്നു, ആൻഡ് സം ഓഫ് ഇൻഫൈനൈറ്റ് ജി പി ഉണ്ടായിരുന്നു. സം ഓഫ് ഇൻഫൈനൈറ്റ് ജി പി. സോ ഈ 3 ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. കാരണം പല ക്വസ്റ്റ്യൻസിലും ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് അവർക്ക് ലാഭമാണ്. കാരണം 3 ടോപ്പിക് ഒറ്റൊരു ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചു. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ലിമിറ്റിൻ്റെ ചെയ്തിട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യനും ഈ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ യൂഷ്വലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാണുമ്പോൾ ഫെമിലിയർ ക്വസ്റ്റ്യൻ പോലെ തോന്നും, ബട്ട് ലിറ്റിൽ ട്രിക്കി പാർട്ടുണ്ട് ഇവിടെ. 22 ജാനുവരി ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണാൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to a minus 1 into x. അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ? ഐ ഹാവ് ടു ചെക്ക് ഇറ്റ് മൈ ക്വസ്റ്റ്യൻ. പ്ലസ് 2 cos bx plus c minus 2 into plus c minus 2 into e raised to minus x divided by x cos x minus log 1 minus x log 1 plus 6. ഇതിൻ്റെ ലിമിറ്റ് ഫൈനൈറ്റ് ആണെന്ന് ഗിവൺ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ സർ ഇത് ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ യൂഷ്വലി ചെയ്യണത് എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഭയങ്കര ലെങ്തിയാണ്. ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് 1-2 തവണ എടുക്കേണ്ടി നിന്നാൽ നമുക്കൊരു 10-20 മിനിറ്റ് പോകും. സോ അത് എക്കണോമിക്കൽ വേ അല്ല. നിങ്ങൾ പറയും സർ എക്സ്പാൻഷൻ വെച്ച് ചെയ്യാം. എക്സ്പാൻഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഇത്രയും കാലം ശ്രദ്ധിച്ചതിൽ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ക്യൂബോ എക്സ് സ്ക്വയറോ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ എടുക്കാൻ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ എല്ലാ ടേമിൻ്റെയും എക്സ്പാൻഷൻ, ഡിനോമിനേറ്ററിൻ്റെ പവർ എത്രയാണോ അത്രയും വരെ എക്സ്പാൻഷൻ എടുക്കും. എന്നിട്ട് റേഷ്യോ എടുത്ത് നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു. ബട്ട് ഇവിടെ ഡിനോമിനേറ്ററിലും എന്തുണ്ട്? ഫങ്ഷൻസ് ഉണ്ട്. സോ ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ലീഡിങ് ടേം കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ന്യൂമറേറ്റർ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. സോ നമുക്കിവിടെ എക്സ്പാൻഷൻ, സോ എക്സ്പാൻഷൻ്റെ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്.
സോ കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര മൈനസ് എക്സെട്ര. ആൻഡ് ലോഗ് 1 പ്ലസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എഴുതാം. ലോഗ് 1 പ്ലസ് എക്സിൻ്റെ എക്സ്പാൻഷനും ഫെമിലിയർ ആയിരിക്കണം. ലോഗ് 1 പ്ലസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? ലോഗ് 1 പ്ലസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സെട്ര അതാണ് ലോഗ് 1 പ്ലസ് എക്സിൻ്റെ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ നമുക്കുള്ളത് എക്സ് കോസ് എക്സ് ആണ്. സോ ഡിനോമിനേറ്ററിനെ ഞാനൊന്ന് എഴുതുവാണ്. ഡിനോമിനേറ്റർ എങ്ങനെ വരും നോക്കാം. സോ ഡിനോമിനേറ്റർ ക്യാൻ ബി റിട്ടൺ ആസ് log 1 plus x, x minus x square by 2, x cos x. So, x into 1 minus x square by 2 factorial is 2. Okay, ഞാൻ ആദ്യത്തെ 2 ടേം മാത്രം എടുത്തു. ചെക്ക് ചെയ്യുകയാണ്. കാരണം 4 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹയർ പവറായി, അതുവരെ ഒന്നും പോകില്ലായിരിക്കും. ആൻഡ് മൈനസ് ലോഗ് 1 പ്ലസ് എക്സ്. സോ മൈനസ് ലോഗ് 1 പ്ലസ് എക്സ്, എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഇങ്ങനെയാണ് നമുക്ക് വരിക. സോ ഡിനോമിനേറ്ററിനെ നമ്മൾ ഫർദർ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 2 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ആൻഡ് അവിടെ എക്സും എക്സും ക്യാൻസലായി പോയി. ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 2. സോ നമ്മളിവിടെ ഒരു എക്സ് കോമണായി എടുക്കുകയാണെങ്കിൽ, എക്സ് നമ്മളിവിടെ കോമണായി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അകത്ത് എന്തൊക്കെ വരും? എക്സ് ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ഞാനിവിടെ എക്സ് ആണ് കോമൺ ആയി എടുത്തത്. സോ എക്സ് ഇൻറ്റു എക്സ് ബൈ 2 എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 2 എന്ന് വരും. സോ ഇവിടെ ഒരു എക്സ് ഉണ്ട്. ആൻഡ് നമ്മളിവിടെ എക്സ് ബൈ 2 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കോമൺ ആയി എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 കോമൺ ആയി എടുക്കുകയാണെങ്കിൽ 1 മൈനസ് എക്സ് എന്നും വരും. സോ ദിസ് ഈസ് ഓൾസോ ഫൈൻ. സോ നമുക്കിനി ന്യൂമറേറ്റർ എവിടം വരെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാ ടേമും എക്സ് സ്ക്വയർ ഉള്ളത് വരെ എക്സ്പാൻഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ 1 മൈനസ് എക്സ് ഉണ്ട്. എക്സ് ക്യൂബിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 1 മൈനസ് എക്സ് കോമൺ ആയി എടുത്തു. അത് കോമൺ ആയി എടുത്തത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ 1 മൈനസ് എക്സ് ന്യൂമറേറ്ററിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള എല്ലാ എക്സ് സ്ക്വയർ ടേമായി ക്യാൻസൽ ചെയ്ത് അത് 0 ആയി പൊക്കോളും. ഓക്കെ, സോ അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ബിക്കോസ് ന്യൂമറേറ്ററിൽ ഒരു ഹയർ പവറും ഡിനോമിനേറ്ററിൽ ഒരു സ്മോളർ പവറും വന്നാൽ എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ടെൻഡിങ് ടു 0 ആകുമ്പോൾ 0 ഇട്ട് എടുക്കുമ്പോൾ 0 ആയി പൊക്കോളും. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ ലോജിക്. ഇനി നമ്മൾക്ക് ഇ റേസ് ടു എക്സും കോസ് എക്സും ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ച് കാര്യങ്ങൾ അറിയണം. സോ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ x by 1 factorial plus x raised to x square by 2 factorial plus etc. ഇത് നമ്മൾക്ക് ഓരോ എക്സ്പാൻഷനും സെപ്പറേറ്റ് എഴുതി നോക്കാം. ഇ റേസ് ടു എ മൈനസ് 1 ഇൻറ്റു എക്സ്. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു എ മൈനസ് 1 ഇൻറ്റു എക്സ് ഇൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ആൻഡ് എ മൈനസ് 1 സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. സോ ഇ റേസ് ടു എ മൈനസ് 1 ഇൻറ്റു എക്സിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് കിട്ടി. ഇനി കോസ് ബി എക്സിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ കോസ് ബി എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2. കാരണം നമുക്ക് എക്സ് സ്ക്വയർ വരെ മതി എക്സ്പാൻഷൻ. അങ്ങനെ വരും കോസ് ബി എക്സിൻ്റെ എക്സ്പാൻഷൻ. ഇനി സി മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ മതി. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. കാരണം മൈനസ് എക്സ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ടേംസ് മൈനസും പ്ലസ്സും ആയി പൊക്കോളൂ. സോ ഇതൊന്ന് എഴുതിയെടുക്കൂ. എന്നിട്ട് നമ്മൾക്ക് അതവിടെ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, സോ അത് എഴുതിയെടുത്താൽ നമുക്ക് നേരെ
ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമ്മുടെ ലിമിറ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ നിന്ന് മറന്നു പോകും ഇത്രയും മേലോട്ട് പോകുമ്പോൾ. ഓക്കെ, ബേസിക്കലി ലിമിറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ലിമിറ്റ് 2 ആണ് ഗിവൺ ആണ്. സോ വിൽ ഡു വൺ തിങ്, e raised to a minus 1 into x. So e raised to a minus 1 into x ന്റെ എക്സ്പാൻഷൻ ഈക്വൽ ടു 2 എന്ന് നമുക്കറിയാം. സോ അത് എക്സ്പാൻഷൻ ടേംസിൽ എഴുതുവാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. സോ അത് നമ്മൾക്ക് e raised to a minus 1 into x ന്റെ എക്സ്പാൻഷൻ നമ്മളിവിടെ എഴുതിയായിരുന്നു. ആ എക്സ്പാൻഷൻ നോക്കാം. 1 plus a minus 1 into x. So basically this will become 1 plus a minus 1 into x plus a minus 1 square x square by 2 plus 2 cos bx ന്റെ എക്സ്പാൻഷൻ നമുക്ക് plus 2 into cos bx ന്റെ എക്സ്പാൻഷൻ, cos x ന്റെ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞു 1 minus x square by 2. അപ്പോൾ ഇവിടെ വരാം 1 minus b square by 2, 1 minus b square by 2 x square എന്ന് വരും പ്ലസ് c minus 2 into e raised to minus x. അത് എഴുതുമ്പോൾ എനിക്കിവിടെ കിട്ടും പ്ലസ് c minus 2. സോ ദിസ് ഈസ് ബേസിക്കലി c minus 2 into e raised to minus x എന്ന് പറഞ്ഞാൽ 1 minus x plus x square by 2. ഇത്രയും എക്സ്പാൻഷൻ എഴുതാൻ പറ്റും. ആൻഡ് ഡിനോമിനേറ്ററിലോട്ട് പോവാണ്. സോ ഡിനോമിനേറ്ററിൽ നമ്മൾക്ക് ലീഡിങ് ടേം കിട്ടിയായിരുന്നു. ലീഡിങ് ടേം ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു 1 x square by 2 into 1 minus x എന്ന് നമുക്ക് ഇവിടെ എഴുതാം. x square by 2 into 1 minus x. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്യാം. സോ ആദ്യം നമ്മൾക്ക് കോൺസ്റ്റന്റ് ടേംസ് കമ്പൈൻ ചെയ്യാം. സോ ഇവിടെ കോൺസ്റ്റന്റ് ടേംസ് ഉള്ളത് ഒരു 1 ഉണ്ട് ആൻഡ് ഇവിടെ ഒരു 2 ഉണ്ട്. 1 plus 2 ആൻഡ് ഇവിടെ ഒരു c minus 2 ഉണ്ട്. അത്രയാണ് കോൺസ്റ്റന്റ് ടേം ആണ്. പ്ലസ് c minus 2. ഇനി നമ്മൾക്ക് എക്സിൻ്റെ ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്യാം. എക്സ് ഇൻറ്റു ഇവിടെ നമ്മൾക്കൊരു a minus 1 ഉണ്ട് ആൻഡ് ഇവിടെ എക്സ് ടേംസ് ഇല്ല. ഇവിടെ നമ്മൾക്ക് എക്സ് ടേംസ് ഉണ്ട്. c minus 2 തന്നെയാണ് വരിക. അപ്പോൾ ഇൻറ്റു മൈനസ് ആണ് കൊടുക്കുക. സോ പ്ലസ് c minus 2ൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 2 minus c എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾക്ക് എക്സ് സ്ക്വയറിൻ്റെ കോവിഷ്യൻസിനെ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയറിൻ്റെ കോവിഷ്യൻറ്റ് ഇവിടെ ആദ്യമുള്ളത് a minus 1 whole square by 2 ആൻഡ് അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ കോവിഷ്യൻറ്റ് ഉള്ളത് മൈനസ് ബി സ്ക്വയർ ആണ്. മൈനസ് ബി സ്ക്വയർ കാരണം 2 into 2 കട്ടായി പോയി, പിന്നെ മൈനസ് ബി സ്ക്വയർ ആണ്. പിന്നെ ഇവിടെയുള്ള എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് c minus 2 by 2 ആണ്. ആൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ബൈ 2 into 1 minus x. സോ ഇതിൻ്റെ ലിമിറ്റ് എന്തിന് ഈക്വൽ ആണെന്ന് ഗിവൺ ആണ്. ദ ലിമിറ്റ് ഈസ് ഫൈനൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് ഗിവൺ ആണ്. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ലിമിറ്റ് ഫൈനൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇവിടെയുള്ള എക്സ് സ്ക്വയർ ആയിട്ട് ആരൊക്കെ കട്ടായി പോവും? 1 minus x എന്തായാലും കട്ടായി പോവും. സോ 1 minus xന് റെലവൻസ് ഇല്ല. പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം കോൺസ്റ്റന്റ് ടേമിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യും. 1 plus 2 plus c minus 2 which will be equal to 0. 2 ക്യാൻസൽ. സോ സിയുടെ വാല്യൂ കിട്ടി നമ്മൾക്ക് -1 എന്ന് കിട്ടി. സിമിലർലി ഇവിടുത്തെ ലീഡിങ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള എക്സ് സ്ക്വയർ ബൈ 2നെക്കാളും, അതായത് എക്സ് സ്ക്വയറിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ പവേഴ്സിൻ്റെയും കോഷ്യൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാലേ ഇവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഫൈനൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ടിപ്പിക്കലി ലിമിറ്റ്സ് യൂസിങ് എക്സ്പാൻഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇവിടെ നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ a minus 1 plus 2 minus c equal to 0. സോ c minus 1 ആണ്. സോ a minus 1 plus 2 plus 1 equal to 0. അപ്പോൾ -1ഉം 1ഉം കട്ടായാൽ a equal to -2 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ a minus 1 whole square by 2 minus b square plus c minus 2 by 2 whole divided by 1 by 2 which is equal to 2. അതായത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിലെയും ഹയസ്റ്റ് പവറിൻ്റെ കോവിഷ്യൻറ്റിൻ്റെ റേഷ്യോ നമ്മുടെ എന്തിന് ഈക്വൽ ആയിരിക്കും?
ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമ്മൾക്ക് സി കിട്ടിയിട്ടുണ്ട്, എ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എ നമുക്ക് കിട്ടിയത് -2 ആണ്. അപ്പോൾ -2 -1 -3 സ്ക്വയർ 9. സോ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബിക്കം 9/2 മൈനസ് ബി സ്ക്വയർ, ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പ്ലസ് സി എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ -1 -2 -3/2 by 1/2 which is equal to 2 എന്ന് കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 9 - 3 എന്ന് പറഞ്ഞാൽ 6 ആണ്, 6/2 3 ആണ്. സോ 3 മൈനസ് ബി സ്ക്വയർ ബൈ 1/2 which is equal to 2 എന്ന് വരും. ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് ബേസിക് മാത്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1/2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരും. സോ ബി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾക്ക് ഇവിടെ സിമ്പിളായി കിട്ടും. സോ അത് ആഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് യുവർ ആൻസർ. നമ്മളോട് ചോദിച്ചത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. സോ ഇവിടെ എ സ്ക്വയർ നമുക്ക് 4 എന്ന് കിട്ടും. യെസ്, കറക്റ്റ് ആണ്. ആൻഡ് സി സ്ക്വയർ നമുക്ക് ഇവിടെ 1 എന്ന് കിട്ടും. സി -1 ആണെങ്കിൽ സി സ്ക്വയർ 1 ആണ്. പിന്നെ ബി സ്ക്വയർ കണ്ടുപിടിക്കാനാണുള്ളത്. സോ ഇത് നമ്മൾക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 1/2 മേളിൽ പോവുകയാണെങ്കിൽ 6 മൈനസ് 2b സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 എന്ന് വരും. സോ 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ 4 ഈക്വൽ ടു 2b സ്ക്വയർ എന്ന് വരും. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. അപ്പോൾ എ സ്ക്വയർ കിട്ടി, ബി സ്ക്വയർ കിട്ടി, സി സ്ക്വയർ കിട്ടി. സോ വി ഗോട്ട് എ സ്ക്വയർ, സി സ്ക്വയർ ആൻഡ് ബി സ്ക്വയർ. വി ആർ സപ്പോസ് ടു ഫൈൻഡ് വാട്ട്? a square plus b square plus c square. So our answer is 1 plus 4 5 plus 2. Answer will be supposed to 7. Option 4 is the right answer. You may feel like this is a lengthy question. Actually lengthy question ആണ്, but typically അതായത് usually asked questions ആണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾക്കൊരു ഫുൾ JEE പേപ്പർ കിട്ടിയാൽ ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഏറ്റവും ഈസി ആയിട്ടുള്ളതും നമ്മൾ മുമ്പ് കണ്ടതായിട്ടുള്ളതും ക്വസ്റ്റ്യൻ ആദ്യം അറ്റൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ കണ്ടതുകൊണ്ടും ഇതിനു മുമ്പ് കണ്ടതുകൊണ്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഉത്തരം കിട്ടുവാണെങ്കിലും 4 മാർക്ക് കിട്ടും. ഓർത്തിട്ടാണ് അപ്പോൾ ചെയ്യുക. തെറ്റാൻ പോസിബിലിറ്റീസ് കുറവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യൂ സ്റ്റുഡൻസ്. ഹലോ, ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതും നമുക്ക് ലിമിറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ് എഫ് ഫ്രം R to 0 to infinity be a twice differentiable function such that f of 3 is equal to 18, okay, f dash of 3 is equal to 0, f double dash of 3 is equal to 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലിമിറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 1 log f of 2 minus x by f of 3 all raised to 18 by ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നോക്കി എഴുതേണ്ടി വരും, ബോർഡിൽ ക്ലിയർ അല്ല. സോ 18 by x minus 1 whole square ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ്. ഇതിൻ്റെ ലിമിറ്റാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ലിമിറ്റിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കിട്ടുമെന്നാണ്. ഒരിക്കലും JEE മെയിൻ എക്സാമിന് അങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഉത്തരമൊന്നും കിട്ടാൻ പോകുന്നില്ല. ബട്ട് സ്റ്റിൽ അത് ഏത് ഫോം ഓഫ് ലിമിറ്റാണെന്ന് കണ്ടുപിടിക്കണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് 2 മൈനസ് 1, അപ്പോൾ എഫ് ഓഫ് 1 നമുക്ക് ഇവിടെ ഗീവൺ ആണോ? എഫ് ഓഫ് 1നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ആൻഡ് എഫ് ഓഫ് 3 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ആണോ -1 ആണോ? 1 ആണ്. സോ ഇത് മൈനസ് അല്ല, ദിസ് ഈസ് പ്ലസ് എക്സ്. ഓക്കെ ഫൈൻ. സോ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എഫ് ഓഫ് 2 + 1 എഫ് ഓഫ് 3 ബൈ എഫ് ഓഫ് 3 കട്ടായി പോവും, 1 ആവും. ആൻഡ് ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 1 0 സ്ക്വയർ, സോ 0. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം 1 റേസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ 1 റേസ് ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ 1 അല്ല. എക്സാക്ട്ലി 1 റേസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 1 ആണ്. ബട്ട് ഇത് എക്സാക്ട്ലി 1 അല്ല, ദിസ് ഈസ് ടെൻഡിങ് ടു 1. സോ ടെൻഡിങ് ടു 1 റേസ് ടു ഇൻഫിനിറ്റി 1 അല്ല. അത് നമ്മൾ ആ ഒരു ഫോമിലുള്ള ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ഈ ഒരു ഫോമുല. സോ അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു 1 ബൈ
ജി ഓഫ് എക്സ്. ഇതിൻ്റെ ലിമിറ്റ് നമ്മൾക്ക് ഈ ഒരു ഫോമുല വെച്ച് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം. ഇത് ഈ ഫോമുലയുടെ ഡെറിവേഷൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ലോഗ് എടുത്ത് ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇവിടെ എഫ് ഓഫ് എ 0, എഫ് ഓഫ് ജി ഓഫ് എയും 0 ആണെങ്കിൽ നമ്മൾക്ക് ഇത് 1∞ ഫോമിലോട്ട് വരും. അത് വന്നാൽ ആ ഒരു ഇക്വേഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളോട് ഒരു കൺസേൺ പറയും, സർ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഒരു ഫോം പോലെ ഇല്ലല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ആ ഒരു ഫോം പോലെ ഉള്ളത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ഗോട്ട് ആൻ ഐഡിയ. വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് ലിമിറ്റ് x tends to 1 log base e, ബേസ് ഇപ്പോൾ ഇ ആണ്, നോൺ ആണ്. ആൻഡ് ഇതിനെ ഞാൻ എഫ് ഓഫ് 2 + x (1 + f of 2 + x by f of 3 - 1 എടുക്കുക. ഇങ്ങനെ ചെയ്തതിൽ യു വോണ്ട് ബി ഹാവിങ് എനി ഇഷ്യൂ. കാരണം 1 ആഡ് ചെയ്തു, 1 എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. റൈസ് ടു 18/x - 1 ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്. സോ ഈ ഒരു ലിമിറ്റ് ലോഗ് ഇവിടെ ഇരുന്നോട്ടെ, ഈ ഒരു ലിമിറ്റ് നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്ത് വരാം. ഓക്കെ, സോ ആ ഒരു ലിമിറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സോ അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു ലോഗ് എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ മൊത്തം ഞാൻ എൽ എന്ന് വിളിച്ചു. സോ അതും ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ലോഗ് ഇതിനെ ടി എന്ന് വിളിച്ചു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ടി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, ടി ഈസ് ഈക്വൽ ടു ബേസിക്കലി ഇവിടെയും ലിമിറ്റ് ഉണ്ടല്ലോ, ലിമിറ്റ് x tends to 1 plus f of 2 plus x by f of 3 minus 1 all raised to 18/x minus 1 whole square. So ഇത് f of x by 1 plus f of x raised to 1 by g of x ഫോമിലാണ്. സോ ഇത് നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ t is equal to limit, this can be written as e raised to limit x tends to 1 ആണ്, e raised to limit x tends to 1. f of x എന്ന് പറഞ്ഞാൽ f of 2 plus x minus f of 3 by f of 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. f of 2 plus x minus f of 3 by f of 3 by g of x ആണ്. അപ്പോൾ by കൊടുക്കുമ്പോൾ അത് x minus 1 whole square into 18/x minus 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത് നമുക്കിനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ ഉള്ള ഗിവൺ കണ്ടീഷൻ വെച്ച് ഇതെന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്ലൂസ് എവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കണേ നോക്കാം. ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ f of 2 plus 1, f of 3 minus f of 3, സോ അവിടെ 0 വന്നു. ഡിനോമിനേറ്ററിൽ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 minus 1 0 വന്നു. നമുക്കറിയാം 0/0 ഫോം വന്നാൽ നമ്മൾക്ക് ഉറപ്പായും എന്ത് അപ്ലൈ ചെയ്യാം, ലോപിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ഞാൻ ലോപിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ലോപിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി t equal to e raised to ഈ 18 നമുക്ക് പുറത്തെടുക്കാം into limit x tends to 1 f of 2 plus x ന്റെ ഡെറിവേറ്റീവ്, f of 2 plus x ന്റെ ഡെറിവേറ്റീവ് f dash of 2 plus x into ഡെറിവേറ്റീവ് ഓഫ് x അത് 1 ആണ്. f of 3 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. by x minus 1 ന്റെ ഡെറിവേറ്റീവ് 2 into x minus 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് വാല്യൂ കിട്ടും. അതായത് എക്സിന് 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ e raised to 18 into limit x tends to 1 what is f dash of 2 plus x, f dash of എക്സിന് 1 ഇട്ട്, എക്സിന് നമ്മൾ 1 ഇട്ട് കൊടുത്തു, 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ f dash of 3 limit
എക്സ്റ്റെൻസ് ടു 1. ബൈ ദ വേ ഇവിടെയും നമുക്ക് വരുന്ന പ്രശ്നം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഡിനോമിനേറ്ററും 0 ആവും ന്യൂമറേറ്ററും 0 ആവും. കാരണം എഫ് ഡാഷ് ഓഫ് 3 0 ആണ്. കാരണം എക്സിന് 1 ഇട്ട് കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് 3 വരും. സോ നമ്മൾ ഒന്നുകൂടി എന്തെടുക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2x മൈനസ് 2 ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2 എന്ന് വരും. സോ ടി ഈക്വൽ ടു, ഇനി എക്സിന് 1 ഇട്ട് കൊടുക്കാം, ഇവിടെ ലിമിറ്റ് ഉണ്ട്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ആൻഡ് എക്സിന് 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് 3 എഫ് ഡബിൾ ഡാഷ് ഓഫ് 3 കിട്ടും. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് 3 4 എന്ന് ഗിവൺ ആണ്. സോ 18 ഇൻറ്റു 4 ഇ റേസ് ടു 18 ഇൻറ്റു 4 ബൈ 2 എന്ന് കിട്ടും. സോ ടി ഈക്വൽ ടു 2 1s are 2 2s are. സോ ബേസിക്കലി ഇ റേസ് ടു 36 എന്ന് കിട്ടും. ടിയുടെ വാല്യൂ നമ്മൾക്ക് 36 എന്ന് കിട്ടും. ഇനി ആ ടിയുടെ വാല്യൂ നമ്മൾ കൊണ്ടുവന്ന് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ലോഗിൻ്റെ എവിടെ കൊണ്ടുവന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ. f of 3 f of 2 minus x എവിടെയാ ഫോർഗറ്റ് ചെയ്തത്, നമ്മൾ ഈ സ്റ്റെപ്പ് വരെ ചെയ്തു, ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്തു. എഫ് ഓഫ് 3യുടെ അപ്പോൾ ഡിനോമിനേറ്ററിൽ എഫ് ഓഫ് 3 ഉണ്ട്, നമ്മൾ മറന്നുപോയി. എഫ് ഓഫ് 3നെ അങ്ങനെ നമ്മൾ കളയാൻ പാടില്ല, കാരണം ഇത് പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ അവിടെ എഫ് ഓഫ് 3 ഉണ്ട്. സോ ഈ ഒരു സ്റ്റെപ്പിലും വി ഗോട്ട് എഫ് ഓഫ് 3 ആൻഡ് ഇൻ ദിസ് സ്റ്റെപ്പ് ഓൾസോ വി ഗോട്ട് എഫ് ഓഫ് 3. സോ എഫ് ഓഫ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് 3 ഈസ് 18. എഫ് ഓഫ് 3 18 ഗിവൺ ആണ്. സോ ദിസ് ഈസ് 18. സോ 18 കട്ടായി പോയാൽ ദിസ് ഈസ് ബേസിക്കലി ഇ സ്ക്വയർ. ടി ഈസ് ഇക്വൽ ടു ഇ സ്ക്വയർ എന്ന് കിട്ടും. സോ നമ്മളോട് ചോദിച്ചത്, ഇതിനെ നമ്മൾ ടി എന്നാണല്ലോ വിളിച്ചത്, സോ ലോഗ് ടി ആണ് ചോദിച്ചത്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ലോഗ് ടി എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ. സോ ലോഗ് ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ലോഗ് ഇ. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു 2. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ 3 2 ഇസ് ദി റൈറ്റ് ആൻസർ. ഇതും ലിമിറ്റിൽ നിന്ന് ടിപ്പിക്കലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 raised to infinity 4. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ലിമിറ്റ്സിൽ നമ്മൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. അതായത് 1 raised to infinity ഫോമിൽ വന്നാൽ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ 1 plus f of x all raised to 1 by g of x എന്ന് പറഞ്ഞാൽ we can solve this using e raised to limit x tends to a f of x by g of x. ഓക്കെ, പിന്നെ നമുക്ക് ഇൻഡിറ്റർമിനൻറ്റ് ഫോം ഉള്ളത് 0 raised to 0 or infinity raised to 0. ഈ ഒരു ഫോമിലോട്ട് വന്നാൽ നമ്മളിവിടെ ചെയ്യുക, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ്. ഈ ഒരു ഫോമിലുള്ള ക്വസ്റ്റ്യൻ വിൽ ബി ഡൂയിങ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എഫ് ഓഫ് എക്സ്. ആൻഡ് അതല്ലാതെ 0/0 ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നാൽ നമ്മൾ ലോപിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യും. ഇനി അതല്ലാത്ത വേറെ 1 more ഫോം ഉള്ളത് ലിമിറ്റ് സെറ്റ് ഇൻഫിനിറ്റി ആണ്. അത് റാഷണൽ ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മെത്തേഡിൽ ചെയ്യാം. ഇതല്ലാത്ത ലിമിറ്റ്സ് യൂസിങ് എക്സ്പാൻഷൻ. അപ്പോൾ ലിമിറ്റ്സ് യൂസിങ് എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ടിപ്പിക്കലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതും പല ഒരു വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റിൻ്റെ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്യാം, എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് പോവാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x by x all raised to 1 by x square which is equal to p. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് 96 log p ആണ് വി ആർ സപ്പോസ് ടു ഫൈൻഡ്. സോ കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, tan x by
എക്സ് എന്ന് പറഞ്ഞാൽ വെൻ എക്സ് ഈസ് ടെൻഡിങ് ടു 0 ഇറ്റ് ഈസ് 1 ആണ്. സോ 1⁻∞ ഫോം ആണ്. സോ 1⁻∞ ഫോം ആയതുകൊണ്ട് നമ്മൾക്ക് അതിനെ 1 + tan x by x minus 1 all raised to 1 by x square ഈ ഒരു ഫോമിലോട്ട് എഴുതാം, which is equal to p. സോ ഇവിടെ നമുക്ക് g of x കിട്ടും. സോ അതിൻ്റെ ലിമിറ്റ് ഈസ് ഇക്വൽ ടു e raised to limit x tends to 0 tan x minus x by x into 1 by x square ഇങ്ങനെ വരും. സോ ഈ ഒരു ലിമിറ്റാണ് നമ്മൾ നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിനെ നമുക്ക് ലിമിറ്റ് x tends to 0 tan x minus x by x cube എന്ന് കിട്ടും, e raised to. സോ ഇത് ഭയങ്കര ടിപ്പിക്കൽ NCERT ലെവലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 0 - 0. സോ ലോപ്പിറ്റാലി ചെയ്താലും ഇവിടെ കുഴപ്പമില്ല, നോ ഇഷ്യൂ. പക്ഷെ 1-2 തവണ ചെയ്യണമെന്ന് മാത്രം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. സോ വാട്ട് എവർ യു ആർ കംഫർട്ടബിൾ. സോ e raised to limit x tends to 0 the derivative of tan x is 6 square x and the derivative of x is 1 and the derivative of x cube is 3x square. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണെങ്കിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 6 square 0 1 1 minus 1 0 ഡിനോമിനേറ്റർ അഗെയിൻ 0 e raised to limit x tends to 0 6 square x ന്റെ ഡെറിവേറ്റീവ് 2 sec x into derivative of sec x. Derivative of sec x is sec x tan x. സോ ഇവിടെ ലോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ലെങ്തി ആവുന്നുണ്ട്. സോ നമുക്കിവിടെ അത്രയും ഇതിലോട്ട് പോകണ്ട, നമുക്കതല്ലാത്ത എക്സ്പാൻഷൻ ഇവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും എന്ത് ചെയ്യുക ബെറ്റർ. ഓക്കെ, ടാൻ എക്സിൻ്റെ എക്സ്പാൻഷൻ, അതായത് ടൈലർ എക്സ്പാൻഷൻ യൂസ് ചെയ്താൽ മതി. ടാൻ എക്സിൻ്റെ എക്സ്പാൻഷൻ, അതായത് ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബ് വരെയാണല്ലോ ഉള്ളത്. അപ്പോൾ ലീഡിങ് ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബാണ്, അപ്പോൾ ന്യൂമിനേറ്ററിലും എക്സ് ക്യൂബ് വരെ യൂസ് ചെയ്താൽ മതി. സോ L is equal to e raised to limit x tends to 0 tan xൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ബൈ x minus x cube by x plus x cube by 3. സോ x plus x cube by 3 minus x by x cube എന്ന് വരും. സോ ലിമിറ്റ് ഇസ് ഇക്വൽ ടു e raised to limit x tends to 0 എക്സും എക്സും കട്ടായി പോവും, എക്സ് ക്യൂബും കട്ടായി പോയാൽ ആൻസർ 1/3. സോ e raised to 1/3 ആയിരിക്കും ആൻസർ. അപ്പോൾ p ഇത് p ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് നോട്ട് L. ഓക്കെ, ദിസ് ക്യാൻ ബി ഈക്വൽ ടു p. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 96 into log p ആണ്. സോ 96 into log p, p എന്ന് പറഞ്ഞാൽ e raised to 1/3. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/3 into 96 into log e. സോ 96/3 എന്ന് പറഞ്ഞാൽ 32. സോ ആൻസർ വിൽ ബി 32. സോ 32 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എക്സ്പാൻഷൻ യൂസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെസ്പോണ്ട് ഇൻ ദി ചാറ്റ് ബോക്സ് പ്ലീസ്. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈസിലി ഡൂവബിൾ ചാപ്റ്റർ കമ്പയർഡ് ടു ഓൾ അതർ ചാപ്റ്റർ. സമയമുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിലോട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം. ഇതൊക്കെ ലിമിറ്റിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഒക്കെ ഉണ്ട്. യെസ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്ന കാര്യം ലെറ്റ് ദി മീൻ ആൻഡ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഒബ്സർവേഷൻ. ഓക്കെ, ഒബ്സർവേഷൻ ഞാൻ ഒന്ന് വൃത്തിക്കെടുത്ത് എഴുതുവാണ്. സോ ഒബ്സർവേഷൻസ് ആർ 2, 3, 3, 4, 5, 7, a, b. ഇതിൻ്റെ മീൻ ഗിവൺ ആണ്. മീൻ അതായത് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിഗ്മ
sigma is root 2. Then the mean deviation about the mode of this observation ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾക്ക് ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടണം. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ നമ്മൾക്ക് എക്സ് ബാർ 4 ആണ് ഗിവൺ ആണ്. സോ 4 ഈസ് ഈക്വൽ ടു 2 + 3 5 + 3 8 + 4 12 + 5 17 + 7 24 + a + b. Number of observation 1 2 3 4 5 6 7 8. So 32 minus 24 8 equal to a plus b. So a plus b നമ്മൾക്ക് 8 എന്ന് കിട്ടി. സോ ഒന്നുകൂടി ചെക്ക് ചെയ്യാം, കാൽക്കുലേഷൻ എറർ വരാതിരിക്കാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1 or 2 ടൈംസ് ചെക്ക് ചെയ്യുക. കാരണം ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇതിലെ മാർക്ക് വെറുതെ കളയരുത്. അപ്പോൾ 2 + 3 5 + 3 8 + 4 12 + 5 17 + 7 24 + a + b. Total number of observation 1 2 3 4 5 6 7 8. Total by 8 into 4 32. So 32 minus 24 8. a plus b 8 എന്ന് കിട്ടി. And then the mean ഇത് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ഇക്വേഷൻ അറിയാം, സിഗ്മ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സിഗ്മ x² / n - x ബാർ ഹോൾ സ്ക്വയർ. സോ സിഗ്മ xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ്റെ സ്ക്വയർ ആണ്. സോ സിഗ്മ ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ്, ആൻഡ് സിഗ്മ നമുക്ക് തന്നത് റൂട്ട് 2 അല്ലേ. സോ റൂട്ട് 2ൻ്റെ സ്ക്വയർ 2, അപ്പോൾ ഈ റൂട്ട് നമ്മൾക്ക് കളയാം. ആൻഡ് സിഗ്മ xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ എടുക്കാം. 2 സ്ക്വയർ 4 + 9 + 9 + 4ൻ്റെ സ്ക്വയർ 16 + 25 + 49 + a സ്ക്വയർ + b സ്ക്വയർ എന്ന് വരും. സോ 2 സ്ക്വയർ 4 + 9 + 9 + 16 + 25 + 49 + a സ്ക്വയർ + b സ്ക്വയർ ബൈ n. എന്ന് നമുക്കറിയാം 8 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 60. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് a സ്ക്വയർ + b സ്ക്വയർ കിട്ടും. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ 2 + 16 18 എന്ന് വരും. 18 × 8. സോ നമുക്കറിയാം 18 × 10 എന്ന് പറഞ്ഞാൽ 180 ആണ്. സോ 180 18 × 2 36 ആണ്. അപ്പോൾ 180 ന്ന് 36 പോയാൽ 144 ആണ്. സോ 16 + 2 18 × 8 144 ഈക്വൽ ടു 4 + 9 9 + 9 is 18 + 4 22 + 16 38 38 + 20 58 + 5 63 + 40 63 + 40 103 + 9 130 + a സ്ക്വയർ + b സ്ക്വയർ. ഈ ഒരു വാല്യൂവിൽ എനിക്കൊരു സംശയമുണ്ട്. സോ അതുകൊണ്ട് ഒന്നുകൂടി എണ്ണി നോക്കട്ടെ. 9 + 9 is 18 + 4 22 22 + 10 32 + 6 38 38 + 20 58 + 5 63 63 + 40 103 + 9 130. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ + b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 - 130. സോ ദാറ്റ് ഈസ് ബേസിക്കലി 7. സോ 7 + 24 ഇപ്പോൾ 31 എന്നല്ല വരിക. യെസ് 31 എന്ന് വരും. കാരണം 113ന് 30 ആഡ് ചെയ്താൽ 143 ആയി. സോ a സ്ക്വയർ + b സ്ക്വയർ 31 എന്ന് വരും. a + b 8 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി അറിയുന്നൊരു ഇക്വേഷൻ ഉണ്ട്, a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ + b സ്ക്വയർ + 2ab ആണ്. സോ ഇവിടെ നമ്മൾക്ക് എന്തൊക്കെ അറിയാം, a + b അറിയാം. അപ്പോൾ a + b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ഈക്വൽ ടു a സ്ക്വയർ + b സ്ക്വയർ. a സ്ക്വയർ + b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 31 ആണ് പ്ലസ് 2ab. സോ 64 - 31 എന്ന് പറഞ്ഞാൽ 33 ആണ്. -30 is 34 - 1 33 equal to 2ab. സോ നമുക്ക് 2ab കിട്ടി, a സ്ക്വയർ + b സ്ക്വയർ കിട്ടി, a + b കിട്ടി. ഇനി നമുക്കൊന്ന് a - b ഹോൾ സ്ക്വയറും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ -2ab കിട്ടും. അപ്പോൾ 2abയുടെ വാല്യൂ നമുക്ക് കിട്ടും. 2abയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു a - bയും കൂടി കിട്ടിയാൽ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാം. സോ a - b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ + b സ്ക്വയർ - 2ab. സോ a - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ + b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 31 ആണ്. ആൻഡ് -2ab എന്ന് പറഞ്ഞാൽ 33 ആണ്. a സ്ക്വയർ + b സ്ക്വയർ ഈസ് 31. അപ്പോൾ 31 - 33 അത് ഒരിക്കലും വരില്ല. a - b ഹോൾ സ്ക്വയർ -2 നോ വേ.
we made some mistake here. Let's check ഞാൻ ക്വസ്റ്റ്യനിലെ ഡേറ്റാസ് കറക്റ്റ് ആണോ നോക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 32 എന്നാണോ വരിക? അവിടെ 16 into 2 18 minus 16 plus 2 18 18 into 8 144. അപ്പോൾ ഇത് 31 തന്നെയല്ലേ, 112 അല്ലല്ലോ. because 4 plus 9 13 plus 9 9 plus 9 18 plus 4 22 22 plus 16 38 38 plus 20 58 plus 5 63 plus 40 100 100 plus ഇല്ല, a equal to b equal to 4. അത് ശരിയാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് 31 എന്ന് കിട്ടി. ഇറ്റ് ഷുഡ് ബി 32 റൈറ്റ്, എന്നാലേ ശരിയാവുള്ളൂ. സോ ഈ കാൽക്കുലേഷനിലാണോ മിസ്റ്റേക്ക് പറ്റിയത്? നമുക്ക് വി വിൽ ആഡ് വൺ മോർ ടൈം. 9 plus 9 18 18 plus 4 22 22 plus 10 32 plus 6 38 38 plus 20 58 plus 5 63 63 plus 40 103 103 plus 9 112. Okay, so that was our mistake. So a square plus b square is equal to 32. അതായിരുന്നു നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. സോ 32 plus 2ab a plus b whole square 64. so 64 minus 32 by 2 equal to ab. so 64 minus 32 32 by 2 16. so ab 16 a plus b 8 a square plus b square. so a is equal to b is equal to 4. a യും b യും 4 എന്ന് കിട്ടി. സോ ഒബ്സർവേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് അവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 3 3 4 5 7 ആൻഡ് എ കോമ ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മോഡ്. അപ്പോൾ ഇവിടെ മോഡ് എന്ന് പറഞ്ഞാൽ 4 ആണ്, കാരണം മോസ്റ്റ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ. ഇനി ഓരോ ഒബ്സർവേഷനിൽ നിന്നും ആരെ സബ്ട്രാക്ട് ചെയ്യുക? മോഡിനെ സബ്ട്രാക്ട് ചെയ്യുക. സോ 2 minus 4 എന്നിട്ട് അബ്സല്യൂട്ട് എടുക്കുക. 2 minus 4 is minus 2, അതിൻ്റെ 2 2 3 minus 4 1 and 3 minus 4 again 1 4 minus 4 0 5 minus 4 1 7 minus 4 3 plus 0 plus 0 by total number of observation 8. so 2 plus 1 3 plus 1 4 plus 1 5 plus 3 8 by 8. answer is supposed to be 1. option 1 is the answer. Yes, so it was a good question. so answer we got 1. so അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തതുപോലെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ഈ വർഷം ചോദിച്ചതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതും സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണില്ല, നമ്മളൊരു തവണ ചെയ്തതല്ലേ. അല്ലാത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് ലാസ്റ്റ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ടും മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഓൾ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 2 ആർ പ്രസൻറ്റഡ് ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ക്ലാസ്സസ് ഓഫ് ഈക്വൽ വിത്ത് അറ്റ് ദി മീഡിയൻ ഓഫ് ദി ഗ്രൂപ്പ് ഡാറ്റ ബി 14. സോ മീഡിയൻ്റെ ഫോമുല നമുക്കറിയാം. മീഡിയൻ ഇസ് ഇക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി ബൈ എഫ് ഇൻറ്റു എച്ച്. ഇതാണ് നമ്മുടെ മീഡിയൻ്റെ ഫോമുല. സോ ഇവിടെ നമുക്ക് തന്ന ആൾക്കാരെയൊക്കെ നോട്ട് ചെയ്തെടുക്കാം. students of class 12, okay, with frequency class equal width, let the median of the group data be 40. അപ്പോൾ എം നമുക്ക് 14 എന്ന് കിട്ടി. മീഡിയൻ ക്ലാസ് ഇൻ്റർവെൽ 12 to 18, അപ്പോൾ എൽ 6 എന്ന് കിട്ടി. ആൻഡ് ദി മീഡിയൻ ക്ലാസ് ഫ്രീക്വൻസി, മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 12, അപ്പോൾ എഫ് 12 കിട്ടി. And if the number of students whose marks are less than 12 is 18, so C cumulative frequency 18 എന്ന് കിട്ടി. then the total number of students and L ഇവിടെ 12 ആണ്. L എന്ന് പറഞ്ഞാൽ ലോവർ വിഡ്ത്ത് അല്ലേ, L 12 ആണ്, H ആണ് 6 വിഡ്ത്ത്. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്.
So easy question. So m is equal to 14 is equal to L. L is 12 plus n by 2. So n we don't know, minus 2 minus c, that is minus 18 by f. F is 12. Okay, into h also 12. So അങ്ങനെയാണെങ്കിൽ ഈ 12ഉം ഈ 12ഉം കട്ടായി പോയില്ലേ. So 14 minus 12 plus 18 into 2 equal to n. 14 minus 12 plus 18 into 2. 14 minus 12 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 plus 18, 20 into 2, 40. So answer is option 4. 40 is the answer. Alley, there a mistake. Are you getting 44? How it is 44? It is supposed to be 40, right? Because lower width is 12, and we got 2 got C is 18 is equal to 6, not 12. Marks obtained by all students of a class 12 are presented in a frequency distribution with a class of equal width, median class interval 12 to 18. So നമ്മൾ വിടുത്ത് നമ്മൾ എത്ര എടുത്ത 12 അല്ലല്ലോ, വിടുത്ത് 6 ആണ്. 12 to 18 it is given. So h is equal to h 6 ആണല്ലോ അടുത്ത്, h 6. ഓ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് 12 വെച്ചാണ്. സോ ദാറ്റ് വാസ് ദി ഇഷ്യൂ. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എന്നാൽ പിന്നെ ഇതൊന്നുകൂടി ചെയ്യേണ്ടി വരും. So 6 ones are 6, 2s are. So 14 minus 12, 2 equal to n by 2 minus 18 by 2 എന്ന് കിട്ടും. So 2 into 2 4 plus 18, 22 into 2 44. So n will be equal to 44. Option 3 is the answer. Yes, fine. So let's go to the other question. ഇതും ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞ കാര്യം, ലെറ്റ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് ബിലോങ്സ് ടു എൻ. സോ 1 * 19 ഇടയിലുള്ള നമ്പേഴ്സാണ് ആര്, നമ്മുടെ എക്സ്. ആൻഡ് ഫോർ സം എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് വൈ ഇസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് ബിലോങ്സ് ടു എക്സ്. ഇഫ് ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി എലമെന്റ്സ് ഓഫ് വൈ ആർ 30 and 750 respectively, then the sum of all possible values of b is. അപ്പോൾ ബിയുടെ എല്ലാ പോസിബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾക്ക് എയുടെ വാല്യൂയും കൂടി കിട്ടണം. സോ നമുക്ക് ഇവിടെ ആദ്യം ഇവിടെയുള്ള ഒബ്സർവേഷൻ എടുക്കാം. സോ എക്സ് ബാർ. സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 19 വരെയുണ്ട്. സോ 1 + 2 + 3 + എക്സെട്രാ + 19. ഓക്കെ, ബൈ 90. അത് ചെയ്യുക. And you tell me how much will be the answer. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. അതായത് സം സിഗ്മ n എന്ന് പറഞ്ഞാൽ n × n + 1/2 ആണ്. അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ n × n + 1/2/n ആണ്. സോ നമുക്ക് 1 + 19/2 അത് വെച്ചും ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 + 19/2. സോ എക്സ് ബാർ നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വേണേലും യു ക്യാൻ ഡു. സോ എക്സ് ബാർ നമുക്ക് 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് കണ്ടുപിടിക്കാം. സോ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു n² - 1/12. ഇതാണ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ. സോ ഇവിടെ n എത്രയാണ് നമുക്കറിയാം, 19 ആണ്. സോ 19² - 1/12 ഫൈൻഡ് ചെയ്യുക. സോ 19² - 1/12 എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഹൗ മച്ച്? വാട്ട് ഈസ് 19²? 20² is 400, 18² is 324, 19² is 361. So 361 minus 1, 360. 360/12 you will be getting sigma square as 30. അപ്പോൾ എക്സിൻ്റെ നമ്മൾക്ക് വേരിയൻസും കിട്ടി, എക്സിൻ്റെ ഇതും കിട്ടി, മീനും കിട്ടി.
ഇനി നമ്മളോട് ചോദിച്ചത് വൈനെ പറ്റിയാണ് ചോദിച്ചത്. സോ വൈ എന്ന സെറ്റ് നമ്മൾക്ക് എങ്ങനെയാണ് തന്നുള്ളതെന്ന് നോക്കിയാൽ y ഈക്വൽ ടു സെറ്റ് ax പ്ലസ് ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ്. ഇത്രയും ക്ലൂ ആണ് തന്നത്. സോ വൈ ബാർ നമ്മൾക്ക് കണ്ടുപിടിക്കാം. സോ വൈ ബാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ ഇൻറ്റു എക്സ് ബാർ പ്ലസ് ബി ആയിരിക്കും. സോ ബിക്കോസ് നമ്മൾ വൈ എന്ന് പറയുന്ന സെറ്റിലുള്ള ഓരോ ഒബ്സർവേഷൻ എന്താ ചെയ്തത്, എക്സ് എന്ന് പറയുന്ന സെറ്റിലുള്ള എക്സിനെ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ബി കൊണ്ട് ആഡ് ചെയ്തു. സോ മീനിനെ നമ്മൾക്ക് ഓരോ ഒബ്സർവേഷനെയും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ആഡ് ചെയ്താൽ ടോട്ടൽ മീനും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ആഡ് ആവും, മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ആഡ് ആവും. സോ വൈ ബാർ എന്ന് പറഞ്ഞാൽ എ എക്സ് ബാർ പ്ലസ് ബി എന്ന് കിട്ടും. സോ വൈ ബാർ നമ്മൾക്ക് ഇവിടെ എത്രയെന്ന് ഗിവൺ ആണ്, 30 എന്ന് ഗിവൺ ആണ്. സോ 30 ഈക്വൽ ടു എ. നമുക്കിവിടെ എ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്, എക്സ് ബാർ 10. സോ 10a പ്ലസ് ബി നമ്മൾക്ക് 30 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. സോ സംശയമുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സിലുള്ള ഓരോ ഒബ്സർവേഷൻ ആരാന്ന് നമുക്ക് കിട്ടി, 1 തൊട്ട് 19 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ബിക്കോസ് എക്സ് ബിലോങ്സ് ടു എൻ എന്ന് ഗിവൺ ആണ്. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്, ഇവിടെയുള്ള ഓരോ എക്സിനെയും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ബി വെച്ച് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ മീനിങ് എന്ത് സംഭവിക്കും, എ എക്സ് ബാർ പ്ലസ് ബി എന്നാവും. അപ്പോൾ 30 ഈസിക്കൽ ടു 10a പ്ലസ് ബി എന്ന് കിട്ടും. ഇനി വേരിയൻസ് നോക്കാം. വേരിയൻസ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ഇതിൻ്റെ വേരിയൻസ് നമുക്ക് 30 എന്ന് കിട്ടി. അപ്പോൾ ഇതിലുള്ള ഓരോ ഒബ്സർവേഷനെയും ബി വെച്ച് ആഡ് ചെയ്താൽ വേരിയൻസിന് ഒരു ചേഞ്ചും വരില്ല, പക്ഷേ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് വരും. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ എക്സ്, അതായിരിക്കും ചേഞ്ച് വരിക. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം, അതായത് എക്സ് ബാർ സിഗ്മ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു കെ. അപ്പോൾ എക്സ് ബാറിലുള്ള ഓരോ ഒബ്സർവേഷനെയും കെ വെച്ച് ആഡ് ചെയ്താൽ പുതിയ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ പ്ലസ് കെ ആയിരിക്കും. പുതിയ മീൻ മൾട്ടിപ്ലൈ ചെയ്താൽ കെ എക്സ് ബാർ ആയിരിക്കും. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പ്രത്യേകിച്ച് എന്ത് വരില്ല, ചേഞ്ച് വരില്ല. വേരിയൻസിലും ചേഞ്ച് വരില്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്താൽ മോഡ് കെ ഇൻറ്റു സിഗ്മ, ഇവിടെ കെ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് വരും. ഇതാണ് ഇവിടെ വരുന്ന ചേഞ്ച്. സോ അത് ഓർത്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 750. അപ്പോൾ 750 ബൈ സിഗ്മ സ്ക്വയർ 30 ബൈ 30 ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും. സോ 75 ബൈ 3 എ സ്ക്വയർ 25 എന്ന് വരും. എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ എ പ്ലസ് ഓർ മൈനസ് 5 എന്ന് കിട്ടി. സോ നമുക്കുള്ള ഇക്വേഷൻ 30 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 5 പ്ലസ് ബി. എ 5 എടുത്തു, സോ എ ഈക്വൽ ടു 5 എന്ന് എടുത്തു. സോ 10 ഇൻറ്റു 5 50. അപ്പോൾ 30 മൈനസ് 50, ബി ഈക്വൽ ടു മൈനസ് 20 എന്ന് കിട്ടും. ആൻഡ് അടുത്തൊരു കേസ് എ ഈക്വൽ ടു മൈനസ് 5 എടുക്കാം. എ മൈനസ് 5 എടുക്കുമ്പോൾ 30 ഈക്വൽ ടു മൈനസ് 50 പ്ലസ് ബി കിട്ടും. സോ 30 പ്ലസ് 50, ബി ഈക്വൽ ടു 80 കിട്ടും. നമ്മളോട് ഇവിടെ ചോദിച്ചത് സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ബി ആണ് വി ആർ സപ്പോസ് ടു ഫൈൻഡ്. So sum of all possible values of b എന്ന് പറഞ്ഞാൽ 80 minus 20. So 60 should be in the answer. So option 1, 60 is the answer. So this was a good question. Statisticsൽ നിന്നുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ ഫാർ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് വിൽ ഫൈൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സ് സഫിഷ്യൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്യണില്ല, ബിക്കോസ് വി നോ ഇതും ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. -10, -7, -1, xy, 9 to 16b, 7/2 and 293/4 respectively. Then the mean of 4 numbers xy, x plus y plus 1, mod x minus y ആണ് ചോദിച്ചത്. സോ എക്സും വൈയും കണ്ടുപിടിച്ചാൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം 8 നമ്പേഴ്സ് ഉണ്ട്. -10, -7, -1, x, y, 9, 2, 60.
ഓക്കെ. സോ ഇതിനെ നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ എക്സ് ബാർ കിട്ടും. എക്സ് ബാർ 7/2 ആണ്. സോ -10 -7 -17 -1 -18 -18 ആൻഡ് 16 + 2 18. അപ്പോൾ 18ഉം -18ഉം കട്ടായി പോവും. സോ എക്സ് പ്ലസ് വൈ പ്ലസ് 9 ബൈ ടോട്ടൽ ഒബ്സർവേഷൻ 8 1 2 3 4 5 6 7 8 ബൈ 8. സോ ഇവിടെ നമ്മൾക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്താൽ 8 × 7 56/2 28 -9. So x plus y will be getting 90. X plus y 19 കിട്ടും. സോ സിമിലർലി വേരിയൻസിൻ്റെ ഫോർമുല വെച്ച് x² + y² കൂടി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. സ്ക്വയർസ് കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈ കിട്ടി. സോ നെക്സ്റ്റ് വേരിയൻസ് നമുക്ക് ഗീവൺ ആണ്. സോ 293/4 വിച്ച് ഈസ് ഈക്വൽ ടു 100 + 49 + 1 + 81 + 4 + 60 plus x² + y² by total number. Total number we know it is 8 and minus x bar whole square. X bar is 7/2. So minus 49/4. So 293/4 plus 49/4 which will be equal to നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ചെയ്താം. സോ നമുക്കിവിടെ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 491 എന്ന് കിട്ടും. സോ x² + y² will be equal to 193. So on solving this you will be getting x² + y² equal to 193. So x plus y കിട്ടി, x² + y² കിട്ടി. സോ ഇവിടുന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുക? എക്സും വൈയും ഫൈൻഡ് ചെയ്യുക. സോ എക്സും വൈയും ഫൈൻഡ് ചെയ്താൽ പിന്നെ xy, xy, x plus y plus 1, mod x minus y എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് മീൻ കണ്ടുപിടിക്കാം. സോ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ്. സോ ദിസ് ഈസ് ഓൾസോ എ ഓക്കെ ക്വസ്റ്റ്യൻ. ഇത് കറക്റ്റഡ് മീൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഒരു മീൻ തന്നിട്ടുണ്ട്. ടിപ്പിക്കലി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇത് നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ 2025 ചോദിച്ചതാണ്. സോ വേരിയൻസ് ഓഫ് ദി നമ്പേഴ്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈസി ആയി തോന്നും, ബട്ട് ആക്ച്വലി കുറച്ച് ലെങ്തി ആണ്. അതായത് നമ്മൾ ഈ നമ്പേഴ്സ്, അതായത് 8, 21, 34, 47 എക്സെട്ര ടിൽ 320 ഇതൊരു എ പിയിൽ പോകുന്നുണ്ട്. 8 + 13 ആണ് 21, 21 + 13 ആണ് 34. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ചേഞ്ച് ഓഫ് സ്കെയിൽ ആൻഡ് ഒറിജിൻ വെച്ച് നമുക്ക് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ടെൽ മീ ഹൗ മച്ച് വിൽ ബി ദി ആൻസർ. ഇൻറ്റിജർ ടൈപ്പിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വഴിയുണ്ട്. എല്ലാ നമ്പേഴ്സിനെയും ഐദർ യു ക്യാൻ 13 വെച്ച് ഡിവൈഡ് ചെയ്യാം, അത്ര തന്നെ സ്കെയിൽ എടുക്കാം, എന്നിട്ട് വേരിയൻസ് എടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്താലും മതി, നോ ഇഷ്യൂ. ബട്ട് ടെൽ മി ദി ആൻസർ. ചെയ്ത് നോക്കി പറയൂ ആൻസർ എത്രയാ വരിക. കിട്ടൂല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്കറിയാം വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ n² - 1/12 ആണ്. സോ ഇവിടെ നമ്മൾക്ക് ത്രൂ ഔട്ട് എല്ലാ നമ്പറിൽ നിന്നും ഒരു 7 സബ്ട്രാക്ട് ചെയ്യുക. സോ 7 സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ കിട്ടുക 1 ആൻഡ് ഇത് 14, 27 and 40 etc plus 300 13 എന്ന് കിട്ടും. സോ ആൻഡ് ത്രൂ ഔട്ട് ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ വെച്ച് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ യൂഷ്വലി വേരിയൻസ് കണ്ടുപിടിക്കുന്ന പോലെ വേരിയൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് k സിഗ്മ സ്ക്വയറും
പിന്നെ ആഡ് ചെയ്താൽ പ്രത്യേകിച്ച് ചേഞ്ച് വരില്ല നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ മീനും വേരിയൻസും ഇതിൻ്റെ വേരിയൻസും സെയിം ആയിരിക്കും. പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തല്ലേ, ആ ഒരു ഫാക്ടർ കൊണ്ട് അവസാനം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ. അത് കിട്ടേണ്ട രീതിയിലോട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, സോ അത്രയാണ് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുണ്ടായിരുന്നത്. ഇത് നമുക്ക് ലിമിറ്റിലെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു, സോ ഫംഗ്ഷൻ ഗീവൺ ആണ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x ക്യൂബ് മൈനസ് 9ax സ്ക്വയർ പ്ലസ് 12a² x പ്ലസ് 1 ആൻഡ് a ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ആൻഡ് അറ്റൈൻസ് ഇറ്റ്സ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് അറ്റ് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാക്സിമവും മിനിമവും പിയിലും ക്യൂലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂയുടെയും വാല്യൂ സച്ച് ദാറ്റ് പി സ്ക്വയർ ഇസ് ഇക്വൽ ടു ക്യൂ എന്നും കൂടി കിട്ടും. അപ്പോൾ എഫ് ഓഫ് 3 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് 3 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾക്ക് എയുടെ വാല്യൂ കിട്ടണം. അപ്പോൾ ഈ ഒരു ക്ലൂ വെച്ച് നമുക്ക് കണ്ടുപിടിക്കുക. സോ ആദ്യം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ 2x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 6x സ്ക്വയർ എന്ന് വരും. ബിക്കോസ് ഇത് 3x സ്ക്വയർ ഇൻറ്റു 2 ആൻഡ് മൈനസ് 18ax എന്ന് വരും. പ്ലസ് ഇത് 12a² തന്നെ ആയിപ്പോവും. സോ ഇതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾക്ക് ഈക്വൽ ടു 0 കൊടുക്കാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 0 implies 6x square minus 18ax plus 12a² equal to 0. നമുക്ക് ത്രൂ ഔട്ട് 6 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x square minus 3ax പ്ലസ് 12നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2a² equal to 0. ഒരു സിമ്പിൾ ക്വാഡ്രാറ്റിക്കിലോട്ട് എത്തി. സോ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഇതിനാദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് 6 വെച്ച് ഡിവൈഡ് ചെയ്തു. 6x² 6 is 1, minus 18 by 6 is minus 3, 12 by 6 is 2. എന്നിട്ട് ഇതിനെ ഇവിടെ നിന്ന് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യുക. എപ്പോഴൊക്കെയാണ് ഇത് ഇതാവുന്നതെന്ന് നോക്കാം. സോ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് -3ഉം പ്രൊഡക്റ്റ് 2ഉം സമ്മ് -3ഉം വരണം. സോ നമുക്കിവിടെ x minus a into x minus 2a equal to 0 എന്നായിരിക്കാം. സോ x into x square minus ax minus 2ax അപ്പോൾ minus 3x minus a into minus 2a 0 എന്ന് വരും. ആൻഡ് a ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ വേവി കർവ് മെത്തേഡിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ a ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ആദ്യം a വരും, പിന്നെ എന്ത് വരും, 2a വരും. ഓക്കെ, ആൻഡ് ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് എന്ന് വരും. സോ ഇവിടെ നമ്മൾക്ക് പോയിന്റ് ഓഫ് മാക്സിമവും മിനിമവും കിട്ടും. ഓക്കെ, ആൻഡ് അതനുസരിച്ച് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് നേരെ എന്ത് കിട്ടും, എഫ് ഓഫ് 3 കിട്ടും. സോ ആൻസർ പറയൂ എത്രയാണ് കിട്ടണേന്ന്. ഐ വിൽ ബി ലുക്കിംഗ് അറ്റ് ദി ചാറ്റ് ബോക്സ്. Respond in the chat box. Not option 3. Option 3 എന്ന് പറയുന്നുണ്ട്. അല്ല, ഓപ്ഷൻ 3 അല്ല. സിമ്പിളാണ്. ഓക്കെ, സോ അതായത് നമുക്കിവിടെ ക്ലൂ തന്നിട്ടുണ്ട്. പി സ്ക്വയർ ഈസ് ഇക്വൽ ടു ക്യൂ എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഫംഗ്ഷൻ -∞ തൊട്ട് a വരെ ഇൻക്രീസ് ആവുന്നുണ്ട്, എന്നിട്ട് ഡിക്രീസ് ആവുന്നുണ്ട്, 2a കഴിഞ്ഞ് പിന്നെയും ഇൻക്രീസ് ആവുന്നുണ്ട്. സോ a വരെ ഇൻക്രീസ് ആവുന്നുണ്ട്, a കഴിഞ്ഞതിന് ശേഷമാണ് എന്താവുന്നത്, ഡിക്രീസ് ആവുന്നത്. സോ എയിൽ എന്തുണ്ട്, ഒരു മാക്സിമം ഉണ്ട്, എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെയും ഡിക്രീസ് ആവുന്നുണ്ട് 2a വരെ. 2a കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഇൻക്രീസ് ആവുന്നുള്ളത്. അപ്പോൾ 2aയിൽ എന്തുണ്ട്, മിനിമം ഉണ്ട്. ആൻഡ് നമ്മൾക്ക് പി സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്, ക്യൂ എന്ന് ഗീവൺ ആണ്. ഓക്കെ, ആൻഡ് പി എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റാണ്, ലോക്കൽ മാക്സിമ ആണ് പി എന്നുള്ള പോയിന്റ്. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ മിനിമയാണ്. ആൻഡ്
അപ്പോൾ മാക്സിമ ഇതിനെ പി എന്ന് വിളിക്കാം, ഇതിനെ ക്യൂ എന്ന് വിളിക്കാം. നമുക്ക് റിലേഷൻ തന്നിട്ടുള്ളത് പി സ്ക്വയർ ഇസ് ഇക്വൽ ടു ക്യൂ എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4a, എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2a എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പി സ്ക്വയർ ഇസ് ഇക്വൽ ടു ക്യൂ അല്ലേ, ക്യൂ ഈസോ എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2a എന്ന് എഴുതാൻ പറ്റും. എ എന്തായാലും 0 അല്ല, സോ എയുടെ വാല്യൂ നമ്മൾക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. എയുടെ വാല്യൂ 2 കിട്ടുവാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിലോട്ട് പോയി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഫംഗ്ഷനിൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x ക്യൂബ് 9 ഇൻറ്റു 2 മൈനസ് 18x സ്ക്വയർ, എ സ്ക്വയർ 2 സ്ക്വയർ 4 ഇൻറ്റു 12 പ്ലസ് 48x പ്ലസ് 1 എന്ന് കിട്ടും. ബിക്കോസ് എ സ്ക്വയർ ഈസ് 2, എ ഈസ് 2, 2 സ്ക്വയർ 4 ഇൻറ്റു 12 48. സോ നമ്മളോട് ചോദിച്ചത് എഫ് ഓഫ് 3 ആണ്. സോ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ക്യൂബ് 8 ഇൻറ്റു 2 16 മൈനസ് 2 സ്ക്വയർ 4 ഇൻറ്റു മൈനസ് 18 മൈനസ് 72 പ്ലസ് 48 ഇൻറ്റു 2 96 പ്ലസ് 1. സോ 16 പ്ലസ് 1 17 മൈനസ് 72 പ്ലസ് 96. സോ 96 നിന്ന് 72 സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് 24 കിട്ടും. സോ 24 പ്ലസ് 70 ഇവിടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് 37 എന്ന് കിട്ടും. ഓപ്ഷൻ 4 വിൽ ബി ദി റൈറ്റ് ആൻസർ. സോ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ നിന്ന് ഇതുപോലെ മാക്സിമം മിനിമം ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 2 മിനിറ്റ്സും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്ക് ഫോമുലാസ് ഒന്ന് പറഞ്ഞെന്ന്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫോമുലാസും കൂടി ഒന്ന് പറഞ്ഞെന്ന് അതിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻലി ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്. എക്സ് ബാറിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ ബൈ എൻ ആൻഡ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ബൈ എൻ. ഈ ഫോമുല വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ ഇസ് ഇക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ ഇസ് ഇക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ഓൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കൂടി കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫോമുലാസ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ ടാൻജൻസ് ആൻഡ് നോർമൽസ് കോണിക്ക് കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുക. പിന്നെ അവിടെ ഉള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഈസിയാണ്. പിന്നെ മാക്സിമം മിനിമ ഇൻക്രീസിങ് ഡിക്രീസ് അത് എന്ത് ചെയ്യുക, പഠിക്കുക. സോ ഇത്രയും പറഞ്ഞ് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. റോയ് തോമസ് സർ ഈസ് വെയിറ്റിംഗ് for you with the chapter Continuity, Differentiability and Probability. So we'll see you for some other session. Thank you. Hi my dear students, today I am before you with some questions from the differential calculus and the probability, and I am Roy Thomas, and this is our first question. Let a random variable x takes values 0, 1, 2, 3, probability of x equal to 0, x equal to 1 are p and 2 and 3 q. It is given that expected value of x square is twice expectation of x.
it is equal, this here it is equal to twice expectation of x, then the value of 8p minus 1. And this is the probability distribution. The random variable takes values of 0, 1, 2, 3. For both 0 and 1 the probability is p, and 2 and 3 the probability is q. And we know the total probability is 1. So, it is 2p plus 2q is equal to 1. 2p plus 2q is equal to 1. Twice p plus twice q is equal to 1 means we get p plus q is equal to 1 by 2. This is our first relationship. In this, p plus q is equal to 1 by 2. Now, you know expectation of x is variable multiplied by the probability. Expectation of the random variable, you know the arithmetic mean of the random variable, that is 0 into p plus 1 into p plus 2 into q plus 3 into q. And expectation of x square is variable square into probability. Take the square of a variable, multiply it with the probability. And it is given that expectation of x square is equal to, given expectation of x square is equal to twice expectation of x square. അപ്പോൾ വേരിയബിളിനെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യുക. 0 ഇൻറ്റു പി സി, 1 ഇൻറ്റു പി പി, 2 ഇൻറ്റു ക്യൂ 2q. I mean that is expectation of x. The expectation of x square is variable square. 0 square into p, 1 square into p is p, 1 square into p is p, 2 square into q is 4q, and 3 square into q is 9q. That is expectation of x square. It is equal to 9q. It is equal to 9q is equal to x twice expectation of x is probability multiplied by the variable multiplied by the probability, that is 0 into p plus 1 into p plus 2 into q plus 3 into q, 3 into q, the variable multiplied by the probability. So, it is equal to p plus 13q is equal to 2 into p plus 5q, p plus 5, that is p plus 13q is equal to 2p plus 10q, and 13q minus 10q means 3q. 3q is equal to 2p minus p is p. So, we get p is equal to 3q. P is equal to 3q. But we know p plus q is 1 by 2. So, q is equal to 1 by 2 minus p. P plus q is 1 by 2. So, q is equal to 1 by 2 minus p. So, we get p is equal to 3 by 2 minus 3p. So, we get 3p plus, so we get p is equal to 3q, but q is p plus q is 1 by 2. So, q is equal to 1 by 2 minus p. So, it is equal to 3 by 2 minus p. So, 4p is equal to 3 by 2. So, we get p is equal to 3 by 8. P is 3 by 8. And what is the question? We are asked to find 8p minus 1. The question is 8p minus 1. Therefore, 8p minus 1 is equal to 8 into 3 by 8 minus 1, and that is 3 minus 1, and that is equal to 2. Expectation of x is twice expectation of x square. So, if that is the situation, then 8p minus 1 is equal to 2, and that is given in option 2. So, in question number 1, option 2 is the correct answer in question number 1. Now, coming to question number 2. This is question number 2. Again a question from probability. A bag contains 19 unbiased balls and 1 coin with head on both sides. That is a biased coin. One coin is drawn at random and is tossed and head turns up. The probability that the drawn coin was unbiased is m by n. GCD of mn is 1, then n square minus m square is equal to. So, we have a bag
which contains, the die contains 19 unbiased coins. 19 unbiased coins and one biased coin. And probability of a head from an unbiased coin is 1 by 2. And here there is head on both sides, so the probability of a head from this biased coin is 1. It is a coin with head on both sides. So when it is tossed, the probability of head is 1 by. And one coin is taken at random. ഇതിൽ നിന്ന് നമ്മൾ ഒരു കോയിൻ എടുത്താൽ അത് ഒന്നെങ്കിൽ അൺബയാസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇറ്റ്സ് ആൻ ഒബ്വിയസ് Bayesian situation. And in a Bayesian situation, we know there are two events, B1 and B2. B1 unbiased, B2 biased coin. And probability of B1, probability of getting an unbiased coin is 19 out of 20. And probability of B2 is equal to 1 out of 20. And in a Bayesian situation, we know there is an event A that can happen with any one of B1 and B2. B1-ൻ്റെയും B2-ൻ്റെയും കൂടെ സംഭവിക്കാവുന്ന ഒരു ഈവൻ്റ് ഉണ്ടായിരിക്കണം. അത് ഇവിടെ എന്തായിരിക്കും? അതിനെ നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്യും. ദറ്റ് ഈസ് ഹെഡ്. ഹെഡ് B1 അൺബയാസ്ഡ് കോയിന് ഹെഡ് കിട്ടാം, ബയാസ്ഡ് കോയിന് ഹെഡ് കിട്ടാം. സോ പ്രോബബിലിറ്റി ഓഫ് A given B1. A given B1 means head from unbiased coin. Head from an unbiased coin is 1 by 2. And probability of A given B2, that is head from biased coin, and we know that is equal to 1. And it is given that the coin is tossed and head turns up. It is given that A has happened. It is given that the event A has happened. What is the probability that the probability that the coin was unbiased is m by n. The coin was unbiased is B1, is m by n. This probability is given to be m by n. And we know obviously this is an inverse probability. This is the Bayesian probability. And probability of B1 given A is equal to probability B1 into probability A given B1 divided by the total probability, that is probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2, and that is given to be m by n. That is given to be m by. And probability of B1 is what? 19 by 20. A given B1 is 1 by 2. So this is equal to 19 by 20 into 1 by 2 divided by 19 by 20 into 1 by 2 plus probability of B2 is 1 by 20. 1 by 20 into probability of A given B2 is equal to 1. So it is equal to 19 by 40. This is 19 plus 2. 19 plus 2, that is 21. So it is 19 by 40 divided by 21 by 40. 21 by 40. So that is 19 by 21, and that is given to be m by n. And the GCD of n is given to be 1. So that is in the lowest form. So n square minus m square is equal to 21 square minus 19 square, and that is equal to 441 minus 361, which is nothing but 80. So that is equal to 80. So that is a typical JEE main question. It's a Bayesian situation. So the probability in question number 2, the right answer is option 1 is the correct answer in the second question. Now coming to question number 4. This is question number 4. Let a twice differentiable function f of x is such that f of 3 is 18, f dash 3 is 0, f of 3 is equal to 18, f dash 3 is equal to 0, and f double dash 3 is equal to 4. And we are asked to find logarithm of limit x tends to 1, f of x plus 2 divided by f of x, and f of x is equal to
f of x whole raised to 18 divided by x plus 1 whole square, 18 divided by x minus 1 whole square. It is not x plus 1, it is x minus 1 whole square, 18 divided by x minus 1 whole square, x minus 1 whole square. Obviously it is a 1 raised to infinity form, so adding and subtracting 1, and according to the question this probably we are asked to find the logarithm of this limit. So it is the logarithm of limit x tends to 1, and adding and subtracting 1, it is 1 plus f of x plus 2 minus f of x divided by f of x. If you add and subtract 1, if you add 1 plus this minus 1 means f of x plus 2 minus f of x divided by 18 minus x minus 1 whole square can be written as 1 divided by x minus 1 whole square divided by 18. And it is in the form 1 plus f of x raised to 1 by g of x. This is f of x and this is g of x. It is in the form 1 plus f of x raised to 1 by g of x. So this is equal to logarithm of limit x tends to 1, logarithm of limit x tends to 1. I mean it is the exponential limit logarithm of e raised to limit x tends to 1, f of x plus 2 minus f of x divided by f of x, f of x divided by f of x divided by g of x is x minus 1 whole square divided by 18, x minus 1 whole square divided by 18. So it is a logarithm of e raised to limit x tends to 1, 18 and f of, when you put x is equal to 1 and f of 1 is given to be 3, f of 1 is equal to 3. So 18 and 18 will get cancelled. So it is f of x plus 2 minus f of x divided by x minus 1 whole square. And when x is equal to 1, it is f of 3. And this is f of 1 and f of 1 is given to be 3. F of 1 is given to be 3, so it is 0 by 0. F of 1 is given to be 3, so it is 0 by 0. So differentiating it once again, so it is 0 by 0. So it is logarithm of limit x tends e raised to limit x tends to 1, x tends to 1. This is f dash x plus 2 minus the derivative of f of 3 is equal to, when you put x equal to 3, it is 18 and that divided by 2 into x minus 1 whole square, 2 into x minus 1. And again it will be 0 by 0 form, again it will be f dash 3 is 4, it will be 0 by 0 4, and f dash 4 is given to be, when you put x equal to, that is given to be f dash 3 is given to be 4, so that is again 0 by 0 form, again 0 by 0 form. So differentiating it once again, it is logarithm of e raised to limit x tends to 1, f double dash x by 2, f double dash x by 2, and f double dash 1 is given to be 4, so it is e raised to 4 by 2. That is logarithm of e square, and logarithm of e square is 2, because we know logarithm of e raised to f of x is equal to f of x. Logarithm of e raised to f of x is equal to f of x. So logarithm of e square is equal to 2, and the right answer there is equal to, so it's a numerical type question, so the right answer is the answer is 2 there. And we have another question from calculus. We are given two statements, statement number 1 and statement number 2, and we are asked to find the correct option. We are asked to identify the correct option. The first one is limit, this is statement number 1. Statement number 1 is limit x tends to 0, limit x tends to 0, tan inverse x plus logarithm of root. Logarithm of root means that raised to 1 by 2.
logarithm of root of 1 plus x by 1 minus 2. That is 1 plus x by 1 minus x raised to 1 by 2 minus 2x divided by x raised to 5. And according to the statement number 1, this limit is 2 by 5. And this is limit x tends to 0, tan inverse x plus this will become 1 by 2 of log 1 plus x minus log 1 minus x, log 1 minus x, log 1 plus x minus log 1 minus x minus 2x divided by x raised to 5, divided by x raised to 5. And you know the expansion of tan inverse x, and this is the expansion of sin inverse x. This is note x minus x cube by 3 factorial plus x raised to 5 by 5 factorial minus. This factorial is tan inverse. This is the expansion of sin x. This is the expansion of sin x. This factorial is tan inverse x in the expansion. Now, relation tan inverse x is equal to x minus x cube by 3 plus x raised to 5 by 5, x raised to 5 by 5 minus etc. Now, sin x in the expansion factorial number is tan in the expansion. And log 1 plus x in the expansion is log 1 plus x is equal to log 1 plus x is x minus x square by 2 plus x cube by 3 minus x raised to 4 by 4 plus x raised to 5 by 5. And log 1 minus x ആണെങ്കിൽ എല്ലാ ടേമും നെഗറ്റീവ് ആവുമെന്ന് മാത്രം. മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4 ബൈ 4 മൈനസ് എക്സ് റേസ് ടു 5 ബൈ 5 മൈനസ് എക്സെട്ര. ലോഗ് 1 മൈനസ് എക്സ് ആണെങ്കിൽ എല്ലാ ടേമും നെഗറ്റീവ് ആവുമെന്ന് മാത്രം. ഇനി സീരീസ് എക്സ്പാൻഷൻ മെത്തേഡിൽ നമുക്കറിയാം ലിമിറ്റ് ആയിട്ട് വരുന്നത് ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടേമിൻ്റെ കോയഫിഷ്യൻ്റ്. നന്നായിട്ടൊന്ന് ഓർത്തിരുന്നോണം. സീരീസ് എക്സ്പാൻഷൻ ലിമിറ്റ് ആയിട്ട് വരുന്നത് ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രിയോടുകൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടേമിൻ്റെ കോയഫിഷ്യൻ്റ്. അപ്പം ടാൻ ഇൻവേഴ്സ് എക്സിൽ എക്സ് റേസ് ടു 5ൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1/5. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/5 പ്ലസ് 1/2. ലോഗ് 1 പ്ലസ് എക്സിൽ എക്സ് റേസ് ടു 5ൻ്റെ കോയഫിഷ്യൻ്റ് 1/5. 1/5. ലോഗ് 1 മൈനസ് എക്സിൽ എക്സ് റേസ് ടു 5ൻ്റെ കോയഫിഷ്യൻ്റ് മൈനസ് 1/5. വേറെ ഒന്നും ചെയ്തേക്കരുത്. ദറ്റ് ഈസ് എ മോസ്റ്റ് എക്കണോമിക് മെത്തേഡ്. സോ ഇറ്റ് ഈസ് 1/5 പ്ലസ് 1/2 ഇൻറ്റു 2/5. ദറ്റ് ഈസ് 1/5 പ്ലസ് 1/5 ആൻഡ് ദറ്റ് ഈസ് 2/5. വേറെ ഒന്നും എഴുതിയേക്കരുത്. സോ ദിസ് ഈസ് ദ ലിമിറ്റ്. The limit is 2/5, so that statement number 1 is correct. So that statement 1 is a perfectly correct statement. അപ്പോൾ എന്താ ഓർത്തിരിക്കേണ്ടത്? സീരീസ് എക്സ്പാൻഷൻ മെത്തേഡിൽ ലിമിറ്റ് ആയിട്ട് വരുന്നത് ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രിയോട് കൂടി, വേറെ ഒരു ടേം നമ്മൾ നോക്കണ്ട. ന്യൂമറേറ്ററിൽ എക്സ് റേസ് ടു 5ൻ്റെ കോയഫിഷ്യൻസ് ആരാണോ അത് പെറുക്കി അങ്ങ് എഴുതിയേക്കുക. ദറ്റ് ഇസ് എ ലിമിറ്റ്. ആൻഡ് അപ്പോൾ സോ ദ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 is correct. Now coming to statement number 2, limit x tends to 1, x divided by 2 by 1 minus 6. Statement 2. Statement 2. Statement 2. Limit x tends to 1, x raised to 2 by 1 minus 6. X raised to 2 by 1 minus 6. Obviously, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലെ 1 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. That is limit x tends to 1, 1 ആഡ് ചെയ്യുക, 1 പ്ലസ് 1 സബ്ട്രാക്ട് ചെയ്യുക, റൈസ് ടു ഇതിനെ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ബൈ 2 എന്ന്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഫോം 1 പ്ലസ് എഫ് ഓഫ് എക്സ് റൈസ് ടു 1 ബൈ ജി ഓഫ്. ആ തിയറിയൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചാണ്. 1 പ്ലസ് എഫ് ഓഫ് എക്സ് റൈസ് ടു 1 ബൈ ജി ഓഫ് എക്സ്. ഇത് എഫ്, ഇത് ജി. ഇത് എഫ്, ഇത് ജി. In that case it is e power, in that case it is e power limit x tends to 1, f of x എന്ന് പറയുന്നത് x minus 1, g of x എന്ന് പറയുന്നത് 1 minus x by 2.
1 minus x by 2. G of x എന്ന് പറയുന്നത് 1 minus x by 2. So it is obviously e raised to x minus 1, 1 minus x get cancelled, 1 e raised to minus 2, that is 1 by e square, 1 by e square, and that is given in statement number 2. That is given in statement number 2. So both the statements are correct. Statement number 1 is correct and statement number 2 is correct, so that the correct option is option 4 is the correct answer. Both the statement 1 and 2 are correct, so the correct statement is option 4 is the correct answer in question number 5. അപ്പോൾ നോക്കി ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രിയോട് കൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടൈമിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് എന്ന ഇൻഫർമേഷൻ ആണ് ഈ ക്വസ്റ്റിൻ്റെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള എക്കണോമിക് മെത്തേഡിൻ്റെ എസെൻസ്. കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. This is question number 6. F is a function from R to R and it is a 4th degree polynomial having extremes at x equal to 4 and x equal to 5. There are extremes at x equal to 4 and extreme means a local maximum or local minimum. Extreme means local maximum or local minimum. It's a common name for local maximum or minimum, where the first derivative is, if it is a polynomial, so that it's a differentiable, so at extreme the first derivative is 0. And limit x tends to 0, f of x by x square is 5, then f of 2 is equal to. And we have the general polynomial. The general polynomial of degree 4 is a x raised to 4 plus b x cube plus c x square plus d x plus c. And there are extremes at 4 and 5. So the first derivative is 0 at 4 and 5. The first derivative is 0 at 4 and the first derivative is 0 at 5. So f dash x is equal to 4a x cube plus 3b x square plus 2cx plus d. This is f dash x. And it is given that limit x tends to 0, f of x by x square is equal to 5. Limit x tends to 0, f of x by x square is equal to 5. That's a given information. That is limit x tends to 0, f of x is 4a, f of x is equal to a x raised to 4 plus b x cube plus c x square plus d x plus e divided by x square and that is given to be 5. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ, ലിമിറ്റായിട്ട് വരുന്നതിന് ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രിയോട് കൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടേമിൻ്റെ കോയഫിഷ്യൻറ്റ്. ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രിയോട് കൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടേമിൻ്റെ കോയഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പം നമുക്ക് ഒട്ടനെ പറയാൻ പറ്റും സി ഈക്വൽ ടു 5. സോ വി ഗെറ്റ് സി ഈസ് ഈക്വൽ ടു 5. ഇനി നമ്മൾ സീരീസ് എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട്, ഡിനോമിനേറ്ററിനേക്കാൾ കുറഞ്ഞ പവറുള്ള ടേംസിൻ്റെ കോയഫിഷ്യൻ 0 ആയിരിക്കും. ഡിനോമിനേറ്ററിനേക്കാൾ കുറവുള്ള പവറാണ് ഇത് രണ്ടും, ഈ രണ്ട് കോയഫിഷ്യൻ 0 ആയിരിക്കും. അപ്പം ഡി ഈസ് ഈക്വൽ ടു 0 ഇ. അപ്പോൾ 3 കോയഫിഷ്യൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഒന്നുകൂടി ഓർക്കുക, ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രി ഉള്ള ടേമിൻ്റെ കോയഫിഷ്യൻ ലിമിറ്റ് ആയിരിക്കും. ഡിനോമിനേറ്ററിനേക്കാൾ കുറവുള്ള പവർ ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ അതിൻ്റെ കോയഫിഷ്യൻ 0 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എയും ബിയും കിട്ടാനുള്ളൂ. അത് നമുക്ക് f'4ഉം f'5ഉം 0 ആണ്. സോ f'4 ഈസ് ഈക്വൽ ടു extremes at x equal to 4 and 5. Extremes at x equal to 4 and 5. X equal to 4 and x equal to 5. Therefore, f'4 is equal to 0. f'4 is equal to f'5 is equal to 0. And f'(x) is equal to 4ax cube plus 3bx square plus 2cx plus d. അതിൽ d നമുക്ക് 0 എന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. d നമുക്ക് 0 എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, d ഈസ് ഓൾറെഡി 0. അപ്പോൾ എല്ലാ ടൈമിൽ നിന്നും ഒരു x കോമൺ എടുക്കാം. Therefore f'(x) is equal to x കോമൺ എടുത്താൽ 4ax square plus 3bx plus 2bx plus 2c. അതിൽ സിയുടെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. അപ്പോൾ ഈ സാധനം 10, സിയുടെ വാല്യൂ 5 എന്ന് കിട്ടി.
and f dash 4 x ന് 0 ആകാൻ പറ്റത്തില്ല. So f dash 4 is equal to 4 square is 16 into 4 64a plus 12b 2c എന്ന് പറയുന്നത് 10 and that is equal to 0 and f dash 5 is equal to 5 ന് 0 ആകാൻ പറ്റത്തില്ല. 5 square is 25 into 4 100a plus 15b plus 10 is equal to 0. അപ്പോൾ നോക്കിയാൽ നമുക്ക് രണ്ട് സിമ്പിൾ ഇക്വേഷൻ കിട്ടി. On solving you get a is equal to 1/8, a is 1/8 and b is equal to -3/2. So രണ്ട് സിമ്പിൾ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് x1 is b1a22 minus b2a12 divided by a11a22 minus a12a. അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. So a is 1/8, b is -3/2 and ബാക്കി വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So we get all the values. A is equal to 1/8, b is equal to -3/2 and c is equal to 5. C എത്ര നമുക്ക് കിട്ടി 5, d is equal to 0, e is equal to 0. Therefore f of x is equal to 1/8 x raised to 4 minus 3/2 x cube plus c is 5x square. C is 5x square. This is f of x. And what is the question? We are asked to find the value of f of 2. So the question is, what is f of 2? F of 2 is equal to 2 raised to 4 16. 16 by 8 is equal to 2. 2 cube is 8. 8 by 2 is 4, so that is 12. Plus 2 square is 4, so 4 into 5 20, so it is 22 minus 12 and that is equal to 10. F of 2 is equal to 10. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മൾ വിട്ട് കളയരുത്, നമുക്ക് ആൻസർ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. So f of 2 is equal to 10 and that is given in option 2 is the correct answer. In question number 6, option 2 is the correct answer. Now coming to question number 7. This is question number 7. The probabilities of the events ABC are given. The probabilities of the events ABC are given to be 0.6, 0.4, 0.5. So probability of A is equal to 0.6. Probability of B is equal to 0.4. Probability of C is equal to probability of C is 0.5, 0.6, 0.4, 0.5. ഇനി നമുക്ക് A intersection B, B intersection C, A intersection B വേണം, B intersection C വേണം, B intersection C വേണം, A intersection C വേണം. ആരൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. Probability of A intersection C is 0.3. And probability of B intersection C is beta. A intersection B തന്നിട്ടില്ല. And we are given probability of A intersection B intersection C is 0.2. A intersection B intersection C is 0.2. And probability of A union B union C is equal to alpha. And alpha belongs to 0.85, 0.85 less than or equal to alpha less than or equal to 0.95. അപ്പോൾ A union B union B വേണമെങ്കിൽ A വേണം, B വേണം, C വേണം, ഇത് മൂന്നും വേണം. A intersection B, B intersection C, A intersection C, A intersection B intersection. അതിൽ നമുക്ക് A intersection B തന്നിട്ടില്ല, പക്ഷെ അതിന് പകരം A union B തന്നിട്ടുണ്ട്. അപ്പോൾ ഈ A union B ഉപയോഗിച്ച് നമ്മൾ A intersection B കണ്ടുപിടിക്കണം. Probability of A union B is equal to probability of A union B is probability of A plus probability of B minus probability of A intersection B. And probability of A union B is given to be 0.8. Probability of A 0.6 plus 0.4 minus probability of A intersection B. So we get probability of A intersection B is equal to, this is 1 minus 0.8, that is 0.2. അപ്പോൾ നമുക്ക് probability of A intersection B കിട്ടി 0.2.
Abhi namakku addition theorem ezhudam. So we can write the addition theorem. By the addition theorem, probability of A union B union C is probability of A union B union C is ഇതെല്ലാവർക്കും കാണാതെ അറിയാമല്ലോ, P of A plus P of B plus P of C minus AB. ഈവൻറ്റുകൾക്കിടയ്ക്ക് സിമ്പിൾ ഇല്ലെങ്കിൽ ആൻഡ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്ന് വായിച്ചോണം. If there is no symbol between two events, A, B, C means A intersection B intersection C. അപ്പോൾ രണ്ട് പേര് വരുന്ന എല്ലാം നെഗറ്റീവ്. സോ മൈനസ് P of B C മൈനസ് P of A C പ്ലസ് P of A B C പ്ലസ് P of A B C. മൂന്ന് പേര് വരുന്ന പിന്നെയും പോസിറ്റീവ്. ആൻഡ് A യൂണിയൻ B യൂണിയൻ C നമുക്ക് ആൽഫ എന്ന് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് A 0.6 പ്ലസ് 0.4 പ്ലസ് 0.5. എയും ബിയും സിയും തന്നിട്ടുണ്ട്. A intersection B is 0.2. B intersection C is beta. A intersection C is 0.3. ABC means A intersection B intersection C, and that is 0.2. That is plus 0.2. That is plus 0.2. അപ്പോൾ ഇവിടെ ഒരു മൈനസ് 0.2 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 0.2 ഉണ്ട്. സോ വി ഗെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു this is 1.5 minus 0.3 is equal to 1.2. So we get alpha is equal to 0.2. Given alpha എന്ന് പറയുന്നത് 85%നും 95%നും ഇടയ്ക്ക് 0.95. That is an information given in question. It's given in question that alpha belongs to 85 between 85% and 95%. So we have 0.85. There is a beta also here. 1.2 minus beta. Alpha is equal to 1.2 minus beta. Alpha is equal to 1.2 minus beta. See, alpha is equal to 1.5 minus 0.3, 1.2, and there is a beta there. Alpha is equal to 1.2 minus beta. Therefore, 0.85 less than or equal to alpha is 1.2 minus beta. Alpha is 1.2 minus beta less than or equal to 0.95. Subtracting 1.2 from every term, and 0.85 minus 1.2 is minus 0.35 less than or equal to minus beta. 0.95 minus 1.2 is minus 0.25. Multiplying all times by minus. Multiplying all times by minus 0.35 greater than or equal to beta greater than or equal to 0.25. So we get 0.25 less than or equal to beta less than or equal to 0.35. And the question is, what is the interval in which beta belongs? അപ്പം ബീറ്റയുടെ വാല്യൂ 25%നും 35%, ക്ലോസ്ഡ് ഇൻ്റർവൽ 25%, 30% ആയിരിക്കണം. ആൻഡ് ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 25%, 35% ഈസ് ഗിവൺ ഇൻ ഓപ്ഷൻ 3. സോ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 7, here option 3 is in that is question number 7 in this section, and option 3 is the correct answer. Now coming to question number 18 of this section. Let Ajay will not appear in an exam is 2/7, while both Ajay and Vijay will appear the exam. There is an exam and the probability that Ajay will not write the exam. So let A is Ajay and B is Vijay. A is Ajay and B is Vijay. B is Vijay. So the probability that Ajay will not write the exam means probability of A dash is 2/7. Means probability of A is equal to 5/7. 5/7. Probability both Ajay and Vijay. Probability A and B. And you know, and in our literature is intersection. Probability of Ajay and Vijay will appear. And we know how to translate from probability to English. So the corresponding translation is probability of A intersection B is equal to 1/5. What's the question? Then the probability that Ajay will appear, that is A should happen, and
and means intersection, and Vijay will not, B should not happen. So probability Ajay and not Vijay. Probability we are asked to find Ajay will write the examination and Vijay will not. So we want to find probability of A intersection B complement. And we know the algebra of events when there are two events A and B. There are two events A and B. We have the probability of A. The probability of A is equal to 5/7. And the probability of A intersection B is 1/5. So this is equal to 2. This is 1/5. So this is 4/5. Both Ajay and Vijay will appear the exam. And this is 5/7. And we want to find probability of A intersection B complement. And A intersection B complement means it should be inside of A and outside of B. This is by the algebra of event. A intersection B complement. It is inside of A and outside of B complement. So we want to find the probability of this shaded region. And so probability A intersection B complement is probability of A minus probability of A intersection B. ഈ ഷെയ്ഡഡ് റീജിയൻ്റെ പ്രോബബിലിറ്റി കിട്ടാൻ എയുടെ പ്രോബബിലിറ്റിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി സബ്ട്രാക്ട് ചെയ്താൽ മതി. എയുടെ പ്രോബബിലിറ്റി നമുക്കറിയാം 5/7. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1/5. So it is equal to 25 minus 7, that is 18/35. 18/35. So if you are thorough with the algebra of events, and if you are thorough with translating from English to probability and probability to English, and the questions are usually in English. So we should be able to, we should develop that art of translating from English to probability, and from probability to English you can get the probability that Ajay will write the examination. So it is inside of A and Vijay will not. So it should be outside of B. So it is A intersection B complement, and that is 18/35, and 18/35 is given in option 4 is the correct answer. Option 4 is the correct answer in question number 18 of this section. 8 of this section. Option 4 is the correct answer in question number 8 of this section. And now coming to question number 9 of this section. This is question number 9. A letter is to come from either London or Clifton. The postal mark on the letter B legibly shows the consecutive letters on. The probability that the letter has come from London. The probability that the letter has come from London. So the letter is either from London or from Clifton. London or Clifton. പോസ്റ്റൽ മാർക്കിൽ ON മാത്രം തെളിഞ്ഞിട്ടുണ്ട്. The postal mark shows consecutive letters ON. Then the probability that the letter has come from London. Situation's പേര് മനസ്സിലായല്ലോ. Obviously it's a Bayesian situation. Letterന് it can either come from London or from Clifton. So there are two mutually exclusive and exhaustive events. B1 is London and B1 is London, and B2 is equal to B2 is Clifton. And ഇത് രണ്ടിൻ്റെയും കൂടെ സംഭവിക്കാവുന്ന ഈവൻ്റ് ആയിരിക്കണം എ. എന്തായിരിക്കും? പോസ്റ്റൽ മാർക്ക് on postal mark. Consecutive letters ON on ON. The consecutive letters ON on postal mark, on postal stamp. അത് ലണ്ടനിൽ നിന്ന് വന്നാലും ക്ലിഫ്റ്റനിൽ നിന്ന് വന്നാലും ON അതിൻ്റെ അകത്ത് വരും. അപ്പോൾ നമുക്ക് ലണ്ടനിൽ എത്ര കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കണം. സോ ലണ്ടനിൽ എത്ര കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ്? LO ഉണ്ട്, ON ഉണ്ട്, ND ഉണ്ട്, DO ഉണ്ട്, ON ഉണ്ട്. These are the consecutive letters from London. ഇനി ക്ലിഫ്റ്റനിലെ കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് നോക്കിയാൽ ക്ലിഫ്റ്റനിലെ കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് CL ഉണ്ട്, LI ഉണ്ട്, IF, FT is there, TO is there, ON is there.
ON is there. ON is there. അപ്പോൾ ഇത്രയും കോൺസിക്യൂട്ടീവ് പോസിബിലിറ്റീസ് ഉണ്ട്. ഇത്രയും കോൺസിക്യൂട്ടീവ് 2 4 6 2 4 1 5. So the probability that the letter comes from London, probability of B1 is 1 by 2. Probability of B1 is 1 by 2. Cliftonil നിന്ന് വരാനുള്ള ചാൻസും 50-50. They are equally mutually exclusive and exhaustive. And then A given B1, probability the letter mark shows 2 consecutive letters ON. Given that it is coming from London, there is only one possibility out of 5, so the probability is 1 by 5. And probability of A given B2, consecutive letters ON ഉണ്ടാകാനുള്ള probability Cliftonil നിന്നാണെങ്കിൽ the probability, and here it is 2 by 5. ON, here one ON and here one ON, so it is 2 by 5. The probability is 2 by 5. ഇവിടെ ഒരു ON ഉണ്ട്, ഇവിടെ ഒരു ON ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. So the probability is 1 by 6. ഇവിടെ 6 പേരുണ്ട്, 2 4 6, അതിൽ ഒരാളേ ഉള്ളൂ. And it is given that ON, we can read ON on the postal stamp. So it is given that the event A has happened. It is given that the event A has happened. Postal markil ON വായിക്കാൻ പറ്റുന്നുണ്ട്. What is the probability that the letter has come from London? So London is B1. So we are asked to find probability B1 given A. But inverse probability theorem നന്നായിട്ട് പഠിച്ചവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. So by inverse probability it is P of B1 into P of A given B1 divided by the total probability P of B1 into P of A given B1 plus P of B2 into P of A given B2 into P of A given B2. And P of B1 is 1 by 2. P of B1 is 1 by 2. And P of A given B1 is 2 by 5. Divided by 1 by 2 into 2 by 5. P of B2 is also 1 by 2. P of A given B2 is 1 by 6. Is 1 by 6. So it is 1 by 5 divided by 2 get cancelled. 2 get cancelled. Here 1 2 get cancelled, here also 1 2 get cancelled, so it is 1 by 5 plus 1 by 12, 1 by 5 plus 1 by 12. So it is equal to 1 by 5 divided by 5 into 12 is the LCM. So it is equal to 12 plus 5 17. It is equal to 12 plus 5 17. So the probability is equal to 12 by 17. Postal markil ON എന്ന് വായിക്കാമെങ്കിൽ the probability that the letter has come from London is 12 by 17, and 12 by 17 is given in option 1. So inverse probability, അപ്പം ബേസ് തിയറം നന്നായിട്ട് പഠിച്ചോണം. ബേസ് തിയറത്തിൽ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് probability theorem, the probability of the favorable thing by the total probability, അത് നമ്മൾ എപ്പോഴും പഠിച്ചോളുക. This is the total probability of A. Probability of A means the postal mark ON നമുക്ക് വായിക്കാൻ പറ്റുന്നത്. So the probability is 7 by 2. Now coming to question number 10 of this section. Again a question from probability. A fair coin is tossed a fixed number of times. A fair coin is tossed a fixed number of times. The probability that probability of getting head 7 times is probability of getting head 2 times, 9 times. Then the probability of getting head 2 times. അവിടെ ഒരു നല്ല റിസൾട്ട് എപ്പോഴും എല്ലാവരും കാണാതെ പഠിച്ചോണം. വെൻ എ ഫെയർ കോയിൻ, ഇത് പഠിച്ചിട്ടില്ലാത്തൊരു ഇപ്പം തന്നെ പഠിക്കാം. വെൻ എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 10 times, when a fair coin is tossed n times, when a fair coin is tossed n times, probability of getting x heads, probability of getting x heads, probability of getting x heads is p of x is equal to ncx by 2 raised to n. That's a corollary of a binomial distribution, the binomial probability distribution. ഇത് പഠിച്ചിട്ടില്ലാത്തൊരു ഇപ്പം തന്നെ ഒന്ന് പഠിക്കാം. When a fair coin is tossed 10 times, the probability of getting x heads, that is ncx by 2 raised to n. ഒരു കോയിൻ n ടൈംസ്
ഒരു കോയിൻ 10 തവണ ടോസ് ചെയ്താൽ 8 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 10c8/2^8 ആയിരിക്കും. 10c8 is 10c2 45, 45 divided by 200 and 2^10 is 1024. ഒരു കോയിൻ 10 തവണ ടോസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താലും മതി, 10 കോയിൻ ഒരു തവണ ടോസ് ചെയ്താലും മതി. അപ്പോൾ ഒരു കോയിൻ 10 തവണ ടോസ് ചെയ്യുമ്പം 8 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും 10 കോയിൻ ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ അതിൽ 8 കോയിനിൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയും സെയിം ആണ്. അപ്പം ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച്, എ കോയിൻ ഈസ് ടോസ്ഡ് എ ഫിക്സഡ് നമ്പർ ഓഫ് ടൈം. Probability of getting 7 heads is equal to probability of 9 heads. So given P of 7 is equal to P of 9. Given P of 7 is equal to P of 9. And P of 7 is equal to NC7/2^n. And P of 9 is NC9 divided by 2^n. NC9 divided by 2^n. 2^n get cancelled. So NC7 is equal to NC9. NC7 is NC9 means n is equal to 9 plus 7 and that is 60, because NCR is NCn minus r. NCR is NCn minus r. So 16C9 is the same as 16C7. 16C9 and 16C7 are equal. So we get n equal to 16. N equal to 16 means n is equal to 16 means P of x is equal to 16cx divided by 2^16. 16 കോയിൻ ഒരു തവണ ടോസ് ചെയ്യുമ്പം എക്സ് കോയിനിൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി, അല്ലെ ഒരു കോയിൻ 16 തവണ ടോസ് ചെയ്യുമ്പോൾ അതിൽ എക്സ് ടൈംസ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ആൻഡ് വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads. The probability of getting 2 heads of P of 2 is equal to P of 2 is equal to 16c2 divided by 2^16. 16c2 is 16 into 15 by 2. 16 into 15 by 2 means 8 into 15 by 2^16. 8 is equal to 2 cube. 2 cube into 15 by 2^16. That is 15 by 2^13. 15 divided by, that's the probability of getting 2 heads. 15 divided by 2^13, and 15 divided by 2^13 is given in option 1. So in question number 10 of this section, option 1 is the correct answer. Now coming to question number 11, and that is a question from differential calculus. F of x is equal to x minus x minus 1 divided by x, then which of the following is true? We are asked to identify the correct option. And we know modulus of x minus 1. Modulus of x minus 1 is equal to x minus 1 when x minus 1 greater than 0, that is x is greater than 1. And it is equal to 0 when x minus 1 is 0, that is x equal to 1. And it is minus of x minus 1, that is 1 minus x when x minus 1 less than 0, that is x is less than 1. അപ്പം mod x minus 1, mod x minus 1 പലപ്പോഴും പിള്ളേർ തെറ്റിക്കും. mod x minus 1 is x minus 1 when x greater than 0 എന്ന് എഴുതും. not x greater than 0 but when x minus 1 greater than 0. അപ്പം നമ്മുടെ ഫംഗ്ഷനെ 3 പീസ് ഉള്ള ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആക്കാം. therefore f of x is equal to x minus mod x minus 1 by x. ഇനി നമുക്ക് 3 ബ്രാഞ്ച് വരും. ആദ്യത്തെ ബ്രാഞ്ച് ഗ്രേറ്റർ ദാൻ 1ൽ mod x minus 1ന് പകരം x minus 1 by x എഴുതും. ദറ്റ് ഈസ് 1 by x when x is greater than 1. ആൻഡ് രണ്ടാമത്തെ പാർട്ടിൽ x minus mod x minus 1 0 by x, that is equal to 1 when x equal to 1. മൂന്നാമത്തെ പാർട്ടിൽ it is x minus mod x minus 1 is 1 minus x divided by x, that is 2x minus 1 by x, that is 2 minus 1 by x when x is less than 1. അപ്പം നമ്മുടെ ഫംഗ്ഷൻ 3 ബ്രാഞ്ച് ഉള്ള ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ്റെ ടാബുലർ ഫോം എന്ന് പറയുന്നില്ല, 1ലാണ് നമ്മുടെ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്.
അതിൽ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് 1 ഈസ് 1. 1ലാണ് നമ്മുടെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. എഫ് ഓഫ് 1 1 എന്ന് കിട്ടിയിട്ടുണ്ട്. വെൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് ഈസ് 1/x. അപ്പോൾ ഇവിടെ 1/x. വെൻ എക്സ് ഈസ് ലെസ് ദാൻ 1 ഇറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 2 മൈനസ് 1/x. ഇതിനെയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ടാബുലർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫംഗ്ഷനും ഒരു ഫങ്ഷണൽ ഫോമുമുണ്ട്, അതുപോലെ തന്നെ ഒരു ടാബുലർ ഫോമുണ്ട്. ഇത് അതിൻ്റെ ടാബുലർ ഫോം. ഇനി നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി നോക്കി. ഇത് 1ലാണ് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. 1ൻ്റെ റൈറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1/1, ലെഫ്റ്റിൽ 2 മൈനസ് 1. അപ്പം എഫ് ഓഫ് 1ഉം 1 അപ്പം 1ൽ കണ്ടിന്യൂസ് ആണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഓർത്തോണം, ഇവിടെ ഒരു 0 ഉണ്ട്. ഈ ഫംഗ്ഷൻ 0യിൽ ഡിഫൈൻഡ് അല്ല. ഈ ഫംഗ്ഷൻ 0യിൽ ഡിഫൈൻഡ് അല്ല. 2 മൈനസ് 1/0 നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഡിഫൈൻഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസും അല്ല ഡിഫറൻഷ്യബിളും അല്ല. നോട്ട് കണ്ടിന്യൂസ് ആൻഡ് നോട്ട് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസ് ആൻഡ് നോട്ട് ഡിഫറൻഷ്യബിൾ. ആൻഡ് നോട്ട് ഡിഫറൻഷ്യബിൾ. നോട്ട് കണ്ടിന്യൂസ് ആൻഡ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ 0യിലെ കാര്യം തീരുമാനമായി. 0യിൽ ഡിഫൈൻഡ് അല്ല. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇവിടെ 0യിൽ ഫംഗ്ഷൻ ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആകാനേ പറ്റത്തില്ല. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് മാത്രമേ ഡിഫറൻഷ്യബിൾ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് 0യിൽ കണ്ടിന്യൂസും അല്ല ഡിഫറൻഷ്യബിൾ. ഇനി എഫ് ഓഫ് 0 പ്ലസ്, ഇവിടെ എക്സിന് 0 എന്ന് കൊടുത്താൽ 1 കിട്ടും. ഐ മീൻ 0 നോട്ട് 0 1. എഫ് ഓഫ് 1 പ്ലസ്, ഇതാണ് 1ൻ്റെ റൈറ്റ്. ആൻഡ് ഇവിടെ എക്സിന് 1 എന്ന് കൊടുത്താലും 1 കിട്ടും. എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1ഉം 1 ആണ്. So it means it is continuous at x equal to. It is continuous at x equal to. Continuous at x equal to. Continuity, does it imply differentiability? Now all of you know that all continuous function need not be differentiable. But if it is differentiable, it is continuous. Every differentiable function is continuous, but every continuous function need not be differentiable. Differentiable ആണ് റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തണം. എന്താ, ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ റൈറ്റ് ഡെറിവേറ്റീവ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ റൈറ്റ് ബ്രാഞ്ച്, ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ലെഫ്റ്റ് ബ്രാഞ്ച്. പക്ഷേ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. സിഗ്നം ഫംഗ്ഷൻ കയറി അത് യൂസ് ചെയ്തേക്കരുത്. സിഗ്നം ഫംഗ്ഷൻ 0യിൽ ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ റൈറ്റ് ഡെറിവേറ്റീവ് റൈറ്റിലെ ബ്രാഞ്ചിൻ്റെ ഡെറിവേറ്റീവ് അല്ല, ലെഫ്റ്റ് ഡെറിവേറ്റീവ് ലെഫ്റ്റിലെ ബ്രാഞ്ചിൻ്റെ ഡെറിവേറ്റീവ് അല്ല. ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. ദർഫോർ Rf'1 ഈസ് ഈക്വൽ ടു Rf'1 ഈസ് d/dx ഓഫ് 1/x. 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x². എക്സിന് 1 എന്ന് കൊടുത്താൽ ദറ്റ് ഈസ് -1. ഇനി Lf'1 കിട്ടാൻ ലെഫ്റ്റിലെ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, ബിക്കോസ് കണ്ടിന്യൂറ്റി ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. സോ ഇറ്റ് ഈസ് Lf'1 ഈസ് ഈക്വൽ ടു d/dx ഓഫ് 2 മൈനസ് 1/x. 2ൻ്റെ 0 1/xൻ്റെ മൈനസ് 1/x². സോ ഇറ്റ് ഈസ് 1/x². at x equal to 1 it is 1. So the derivatives are not equal. Rf'1 not equal to Lf'1. Lf'1. Therefore not differentiable at x equal to 1. Not differentiable at x equal to 1. അപ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ 1ൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഇറ്റ് ഇസ് എ ഷാർപ്പ് പോയിന്റ്. സോ ഇറ്റ് ഇസ് എ ഷാർപ്പ് പോയിന്റ്. There is a curve to curve sharp point at it. And what is the definition of a sharp point? A point at which a function is continuous but not differentiable. So there is a sharp point at x equal to 1. So നമ്മുടെ ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസും അല്ല ഡിഫറൻഷ്യബിളും അല്ല, പക്ഷേ 1ൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് റീഡ് ആൻഡ് സീ what is the correct option. F of x is discontinuous at x equal to 0, correct. Continuous at x equal to 1, correct. Not differentiable at x equal to 1. So single correct option. So option A is correct. Option A is correct. So when there is a piecewise function, always prepare a table. Always prepare a table so that we can have a very clear idea about the various pieces of the function. Now coming to question number 12 in this section. This is question number 12 of this section. Y is equal to tan inverse 5x divided by a square minus 6x square. Then the derivative at x equal to 0.
y is equal to tan inverse 5ax divided by a square minus 6x square. ആൻഡ് നമ്മളൊരു കാര്യം ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, ആ പർട്ടിക്കുലർ പോയിൻ്റ് സീറോയും കൂടെ ആണെങ്കിൽ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിച്ച് സമയം കളഞ്ഞേക്കരുത്, നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സീറോയോ π/2 1 ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിച്ച് സമയം കളയാതിരിക്കുമായിരിക്കും ഭംഗി. ഇത് ഒരിക്കലും എന്ന് പറഞ്ഞെങ്കിൽ അത് ഞാനൊരു 100% ഗ്യാരൻറ്റീഡ് ആയിട്ടല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ എൻട്രൻസ് എക്സാമിന് കണ്ടുവരുന്ന ഒരു നേച്ചർ അനുസരിച്ച് നമുക്ക് നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ dy/dx അടുത്ത ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് 1/1 plus 5ax divided by a square minus 6x square whole square into ഇതിൻ്റെ ഡെറിവേറ്റീവ് വേണം. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് quotient rule ഉപയോഗിക്കാം. The quotient rule is a square minus denominator into derivative of numerator 5a minus numerator is 5ax into derivative of denominator minus 12x divided by denominator square a square minus 6x square whole square a square minus 6x square whole. ഇനി x കാണുന്നിടത്തൊക്കെ 0 കൊടുത്തു dy/dx at x equal to 0 dy/dx at x equal to 0. x 0 ആണെങ്കിൽ ഇത് മൊത്തം 0 ആയിപ്പോയി, 1 plus 0 into x 0 ആണെങ്കിൽ ഈ ടൈം 0 ആവും, അപ്പോൾ ഇത് 5a³ ആവുള്ളൂ, 5a³. x 0 ആണെങ്കിൽ ഇത് മൊത്തം 0 ആയിപ്പോയി, divided by x 0 ആണെങ്കിൽ ഇത് 0 ആയിപ്പോയി, അപ്പോൾ a square square so it is 5a³ divided by a raised to 4. 5a³ divided by a raised to 4 is equal to 5/4. അപ്പോൾ നോക്കിയേ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് സാധാരണഗതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിച്ച് സമയം കളയണ്ട, നേരെ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആ പോയിന്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 12. Now coming to question number 13 of this section. F is from R to R be defined as f of x is equal to x cube divided by 1 minus cos 2x whole square into logarithm of 1 plus 2x e raised to minus 2x by 1 minus x e raised to minus x whole square when x not equal to 0. Is alpha when x is equal to 0. Alpha when x equal to 0 is continuous at x equal to 0. Therefore, alpha is equal to continuous at x equal to 0. Continuous at x equal to 0 means alpha is equal to limit x tends to 0 f of x. f of x ഇതാണ് നമുക്കറിയാം. അവിടെ നമുക്കിത് log a by b ആണ്. ഇനി നമുക്ക് log a മൈനസ് log b എന്നില്ല. ആൻഡ് log a raised to m എന്ന് പറയുന്നത് m log a. അപ്പോൾ ഇത് 2 log 1 minus x e raised to x ആവും. Therefore, alpha is equal to limit x tends to 0 x cube divided by 1 minus cos 2x whole cube into ഇവിടെ log a by whole square into the log a by b. So it is log 1 plus 2x e raised to minus 2x minus log a by b. Log a raised to m log a. But 2 into log 1 minus x e raised to minus x. 1 minus x e raised to minus. ഇതാണ് ആൽഫയുടെ വാല്യൂ. ഇനി നമ്മുടെ മോസ്റ്റ് എക്കണോമിക് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് രണ്ട് റിസൾട്ട് എപ്പോഴും ഓർത്തണം. When x tends to 0, 1 minus cos x is half into cosൻ്റെ ആംഗിളിൻ്റെ സ്ക്വയർ. And when x tends to 0, log 1 plus x is x. Log 1 plus x is x. And these are applicable when x tends to 0. When x tends to 0, log 1 plus x is equal to x. And 1 minus cos x. Cosൻ്റെ ആംഗിൾ 0 ആണെങ്കിൽ 1 minus cos x is half into cosൻ്റെ ആംഗിളിൻ്റെ സ്ക്വയർ ആണ്. Therefore, alpha is equal to limit x tends to 0 x cube divided by
ഇവിടെ നോക്കിയാൽ കോസിൻ്റെ ആംഗിൾ 2x എക്സ് 0 ആണെങ്കിൽ 2x 0. അപ്പം ഹാഫ് ഇൻറ്റു 2x സ്ക്വയർ 4x². പക്ഷേ അതൊരു ഹോൾ സ്ക്വയറിനകത്താണ് കിടക്കുന്നത്. ഇതൊരു ഹോൾ സ്ക്വയറിനകത്താണ് കിടക്കുന്നത്. ആൻഡ് ലോഗ് 1 + x എക്സ് ആണെങ്കിൽ ലോഗ് 1 + 2x e raised to minus x 2x e raised to minus 2x ആയിരിക്കും. മൈനസ് 2 ഇൻറ്റു ലോഗ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആയിരിക്കും. മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആയിരിക്കും. സോ ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഇത് 4/2 2 വരും. 2 സ്ക്വയർ 4 എക്സ് റേസ് ടു 4 വരും. എക്സ് സ്ക്വയർ സ്ക്വയർ ഇവിടെ നിന്നൊരു 2x കോമൺ എടുക്കാം. ഇവിടെ നിന്നൊരു 2x കോമൺ എടുക്കാം. ഒരു 2x കോമൺ എടുത്താൽ e റേസ് ടു മൈനസ് 2x അടുത്ത ടൈം പ്ലസ് ആവും. 2x കോമൺ എടുത്താൽ e റേസ് ടു മൈനസ് 6 e റേസ് ടു മൈനസ് 6 വിത്ത് ലിമിറ്റ് x ടെൻസ് ടു 0. ലിമിറ്റ് x ടെൻസ് ടു 0. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0. ആരൊക്കെയോ ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് റേസ് ടു 4 പോയി. ഇവിടെ 2/4 എന്ന് പറഞ്ഞാൽ ഒരു 1/2 വരും. ഇനി എക്സ് ഇ റേസ് ടു മൈനസ് 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 6. ഇനി എക്സിന് 0 എന്ന് കൊടുത്താൽ 1/2 ഇൻറ്റു ഇ റേസ് ടു 0 പ്ലസ് ഇ റേസ് ടു 0. ആൻഡ് ഇ റേസ് ടു 0 പ്ലസ് ഇ റേസ് ടു 0 ഈസ് 1. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 1. So that is a very suitable method, very optimum method for finding the answer of such questions. So for that you should have a very clear knowledge about these two questions. So if it is continuous, the limit should be equal to the value of the function. So the value of alpha is equal to 1 and 1 is given in option 1. Option 1 is the correct answer in question number 13 of this section. Option 1 is the correct answer. And question number 14 of this section. Limit x tends f of x is equal to e raised to x minus 1 whole square divided by e raised to x minus 1 whole square divided by root of 1 plus x square minus root of 1 minus x square when x not equal to 0. Equal to root of 2/3 if x equal to 0. F of x has a gem discontinuity at x equal to 0. Let k is the absolute difference between the right hand limit and left hand limit, then 3k square is equal to. So let's find the limit. Limit x tends to 0, limit x tends to 0, e raised to x minus 1 divided by root of 1 plus x square minus root of 1 minus x square, e raised to x minus 1. And we know when x tends to 0, e raised to x minus 1 is x. When x tends to 0, e raised to x minus 1 is equal to x. When x tends to 0, this is a very famous result, e raised to x minus 1 is x. So this can be written as limit x tends to 0, x divided by is equal to x divided by root of 1 plus x square. ഈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിനെ ഞാൻ 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു 1/2 എന്ന് എഴുതി. 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു 1/2. ആൻഡ് യു നോ ദ ബൈനോമിയൽ അപ്രോക്സിമേഷൻ മെത്തേഡ്. വെൻ എക്സ് ടെൻസ് ടു 0, 1 പ്ലസ് എക്സ് റേസ് ടു n ഈസ് 1 പ്ലസ് nx. ആൻഡ് 1 മൈനസ് എക്സ് റേസ് ടു n ഈസ് ഈക്വൽ ടു 1 മൈനസ് nx. ഈ റിസൾട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചാണ്. വെൻ എക്സ് ടെൻസ് ടു 0, when x tends to 0, 1 plus nx is equal to, when x tends to 0, 1 plus nx is equal to 1 plus x raised to n is equal to 1 plus nx, and 1 minus x raised to n is equal to 1 minus nx. So this is limit x tends to 0, this is limit x tends to 0, x divided by root of 1 plus x square minus, ഇവിടെ ബൈനോമിയൽ അപ്രോക്സിമേഷൻ 1 മൈനസ് ആണ്. അപ്പോൾ ഇതാണ് 1 മൈനസ് n എന്ന് പറയുന്നത് 1/2 x square, 1/2 x square. So it is limit x tends to 0, limit x tends to 0, x divided by 1 and minus 1 get cancelled. So it is x square minus
1 by 2x square. So it is minus 3 by 2x square. Minus 3 by 2x square. Root of 2 by 3 will come outside. Root 2 by root 3 will come outside. Into limit x tends to 0 x by root of x square. ഇവിടം വരെ പിള്ളേർ ശരിയാക്കും, പിന്നെ തെറ്റിക്കും. അങ്ങനെ സംഭവിച്ചേക്കരുത്. What is root of x square? Root of x square is mod x. Root of x square is mod x. അതൊരിക്കലും കാൽക്കുലസിൽ തെറ്റിയേക്കരുത്. ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് മോഡ് എക്സ് ആണ്. റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞെങ്കിൽ അത് മോഡ് എഫ് ഓഫ് എക്സ് ആണ്. സോ ഇറ്റ് ഈസ് റൂട്ട് 3 by 2 ഇൻറ്റു റൂട്ട് 2 by root 3 ഇൻറ്റു x by mod x. Limit x tends to 0. Root of x square is mod x. And you know x by mod x is 1 when x is positive and minus 1 when x is negative. So it is equal to root 2 by root 3 into 1, and that is root 2 by root 3, and that is the right hand limit. And it is root 2 by root 3 into minus 1, that is minus root 2 by root 3, that is a left hand limit. That is a left hand limit. Because you know mod x by x is equal to 1. Mod x by x ഈ റിസൾട്ട് അറിയത്തില്ല, അതൊരു ഇപ്പം തന്നെ പഠിച്ചോണം. എക്സ് ബൈ മോഡ് എക്സ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1 when x is positive and it is minus 1 when x is negative and it does not exist. DNA എല്ലാവർക്കും അറിയാമല്ലോ. does not exist when x equal to 0. Does not exist when x equal to 0. So it is 1 when x is positive, it is minus 1 when x is negative, and it is DNA does not exist at x equal to 0. അതേസമയം minus 1 ഉം 1 ഉം 0യും കൂടെ വന്നെങ്കിൽ അത് സിഗ്നം ഫംഗ്ഷൻ ആവും. What is signum function? F of x is equal to 1 when x is positive, 0 when x equal to 0, and minus 1 when x is negative. അപ്പോൾ mod x by x ഉം സിഗ്നം ഫംഗ്ഷനും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. പല പിള്ളേരും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. mod x by x ഉം സിഗ്നം ഫംഗ്ഷനും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്താണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. It is given that k is the absolute difference between the right limit and left limit. K is equal to absolute difference between. K is equal to the absolute difference between right hand limit and left hand limit. Left hand limit. So k is equal to the right hand limit is root 2 by root 3 minus root 2 by root 3. So k is equal to twice root 2 by root 3. K is equal to twice root 2 by root 3. K is twice root 2 by root 3. And what is our question? We are asked to find 3k square. The question is, what is the value of 3k square is equal to 3 into k square is 4 into 2 by 3. So it is equal to 8. 3k square is equal to 8. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ ഓർത്തോണം. ഒന്ന്, റൂട്ട് മോഡ് എക്സ് ബൈ എക്സും സിഗ്നം ഫംഗ്ഷനും ഒന്നല്ല. മോഡ് എക്സ് ബൈ എക്സ് ഈസ് 1 when x is positive, minus 1 when x is negative. That does not exist when x equal to 0. So the value of 3k square is equal to 8. So the right answer, that is a integer type question, then 3k square is equal to 8 is the right answer in question number 14. Now coming to question number 15, we have question number 15. This is question number 15. Let R be a differentiable function such that f of 0 is equal to 1 and satisfying the equation f of x plus y is f of x into f dash y plus f dash x into f of y for all x belongs to R, y belongs to R. Then 1 by 4 log f of 4. Then 1 by 4 log f of 4. So it is given that f of x plus y is equal to, given f of x plus y is equal to, given f of x plus y is equal to f of x into f dash y plus f dash x into f of y, f dash x into f of y, and it's further given that f of 0 is equal to 1. It's given that f of 0 is 1. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ആദ്യം എക്സിനും വൈക്കും 0 എന്ന് കൊടുക്കുക, നമുക്കൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടും. പിന്നെ വൈക്ക് മാത്രം 0 എന്ന് കൊടുക്കുക, ഒരു ഇൻഫർമേഷൻ കിട്ടും.
സാധാരണഗതിയിൽ ഈ 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനിയും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ആദ്യത്തെ 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. So put x equal to y equal to 0. Put x equal to y equal to 0. X equal to 0, y equal to 0. So we get f dash f from 0. The left side is f from 0. Right side is equal to f from 0 into f dash 0 plus f dash 0 into f of 0. Given f from 0 is equal to 1. According to the question, f from 0 is equal to 1. So 1 is equal to f dash 0 plus f dash 0. F dash 0, that is twice f dash 0. So we get f dash 0 is equal to 1 by 2. F dash 0 is 1 by 2. അപ്പോൾ എക്സിനും വൈക്കും 0 കൊടുത്തപ്പോൾ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടി. എഫ് ഡാഷ് 0 ഈസ് 1 by 2. ഇനി വൈക്ക് മാത്രം 0 എന്ന് കൊടുക്കുക. Put x equal to x and y equal to 0. Put x equal to x and y equal to 0. x in x എന്ന് കൊടുക്കുക, yക്ക് 0 എന്ന് കൊടുക്കുക. അപ്പം the left side is f of x equal to f of x into f dash 0, f dash 0 plus f dash 0 f dash x into x in x തന്നെ f of 0. അതിൽ f of 0 1 ആണെന്ന് നമുക്കറിയാം, f dash 0 1 by 2 എന്നറിയാം. f of 0 1 ആണ്, f dash 0 1 by 2 ആണ്. So we get f of x is equal to f of x is equal to f of x into f dash 0 is 1 by 2 plus f dash x into f of 0 is 1. F dash 0 is 1 by 2. So here we have f of x, here we have half f of x. So half f of x is equal to, so we get half f of x is equal to, half f of x is equal to f dash x. So we get f dash x by f of x is 1 by 2. F dash x by f of x equal to 1 by 2. F dash x by f of x എന്ന് കിട്ടുമ്പോൾ മനസ്സിൽ എപ്പോഴും സന്തോഷം തോന്നിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. whenever you find f dash x by f of x, we know that is a derivative of log f of x. d by dx of log f of x. What is the derivative of log f of x? The derivative of log f of x is 1 by f of x into f dash x. That is f dash x by f of x. Log f of x നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുമെങ്കിൽ f dash x by f of x നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം log f of x കിട്ടും. log f of x plus a constant of integration c ഇങ്ങനെ കിട്ടും. അപ്പോൾ f dash x by f of x ഒരുപാട് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. f dash x by f of x, f dash x by f of x എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ സന്തോഷം തോന്നിക്കണം, കാരണം അത് log f of x ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്ത്, therefore integral f dash x by f of x dx is equal to integral 1 by 2 dx. Integral f dash x by f of x is log f of x plus c. Log f of x plus a constant of integration c1. And integral 1 by 2 dx is x by 2 plus a constant of integration c2. So we get log f of x is equal to x by 2 plus c, where c is equal to c2 minus c1. And log f of x k ആണെങ്കിൽ, log x is equal to k ആണെങ്കിൽ, when log x is equal to k, what is x? x is e raised to k. x is equal to e raised to k. log x k ആണെങ്കിൽ x, നമ്മളുടെ കാൽക്കുലസിൽ എവിടെയെങ്കിലും log x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ ലോഗരിതം ആയിരിക്കും, അല്ലാതെ ആൻറ്റി ലോഗരിതം എന്നൊന്നും പറഞ്ഞേക്കരുത്. കാൽക്കുലസിൽ log x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ ലോഗരിതം ആയിരിക്കും. നമ്മൾ ബേസ് എഴുതാത്ത ഏത് ലോഗരിതവും ബേസ് ഇ ആയിട്ട് എടുത്തണം. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് അതിന് ഗ്യാരൻറ്റിയാണ്. NCERT ടെക്സ്റ്റിൻ്റെ പേജ് നമ്പർ 127 സെക്കൻഡ് ഹാഫ് എടുത്തെന്ന് വായിച്ച് നോക്കണം.
NCERT ടെക്സ്റ്റിൻ്റെ പേജ് നമ്പർ 127 സെക്കൻഡ് ഹാഫിൽ ലോഗരിതത്തിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇൻ ദിസ് ചാപ്റ്റർ ഇൻ കാൽക്കുലസ് ലോഗരിതം മീൻസ് ലോഗരിതം വിത്ത് ബേസ് സി. അപ്പോൾ നമ്മുടെ ലോഗ് ഇതിൻ്റെ ബേസ് സി ആണ്. സോ വട്ട് ഈസ് എഫ് ഓഫ് എക്സ്? ദർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബൈ 2 പ്ലസ് സി. ദറ്റ് ഈസ് ഇ റൈസ് ടു സി ഇൻറ്റു ഇ റൈസ് ടു എക്സ് ബൈ 2. ഇ റൈസ് ടു എക്സ് ബൈ 2. ഇനി നമുക്ക് എഫ് ഓം 0 1 എന്ന് തന്നിട്ടുണ്ട്. ഗിവൺ എഫ് ഓം 0 ഈസ് 1. ഗിവൺ എഫ് ഓം 0 ഈസ് ഈക്വൽ ടു 1. ദർഫോർ എഫ് ഓം 0 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 0 ഇൻറ്റു ഇ റൈസ് ടു 0. ഇ റൈസ് ടു സി ഇൻറ്റു ഇ റൈസ് ടു സി ഇൻറ്റു ഇ റൈസ് ടു 0 ദറ്റ് ഈസ് 1. സോ വി ഗെറ്റ് ഇ റൈസ് ടു സി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇ റൈസ് ടു സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇ റൈസ് ടു സി കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബൈ 2. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബൈ 2. എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ് ബൈ 2 ആണെങ്കിൽ എഫ് ഓഫ് 4 എത്രയായിരിക്കും? എഫ് ഓഫ് 4 ഈസ് ഇ റൈസ് ടു 4 ബൈ 2 ദറ്റ് ഈസ് ഇ സ്ക്വയർ. എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ദ ക്വസ്റ്റ്യൻ ഈസ് what is 1 by 4 log f of 4. 1 by 4 log f of 4. Therefore 1 by 4 log f of 4. Log f of 4. That is 1 by 4 log f of 4 is equal to f of 4 is e square. Log e square is 2. 2 by 4 that is 1 by 2. 1 by 2 equal to 0.5. അപ്പോൾ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ സോ ദ ആൻസർ ഈസ് 0.5. ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉണ്ട്. സോ 1 by 2 log f of 4 is equal to 0.5 and that is the correct answer in question number 15 of this section. The correct answer is 0.5. What is that standard protocol? ആദ്യം നമ്മൾ എക്സിനും വൈക്കും 0 എന്ന് കൊടുക്കും, പിന്നെ നമ്മൾ വൈക്ക് മാത്രം 0 എന്ന് കൊടുക്കും. അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇനി അത് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിന് ഡെറിവേറ്റീവിൻ്റെ അബിനീഷ്യോ ഡെറിവേറ്റീവ് എഴുതണം. ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എഴുതണം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് എക്സ് കിട്ടിയാൽ നമുക്ക് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയും ചെയ്തു. ആൻഡ് നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 16 ഓഫ് ദിസ് സെക്ഷൻ. ആൻഡ് വി ആർ ഗിവൺ എഫ് ഓഫ് എക്സ് ഈസ് എ ഡിറ്റർമിനന്റ്. എഫ് ഓഫ് എക്സ് ഈസ് എ ഡിറ്റർമിനന്റ്. എ ബിലോങ്സ് ടു 1. ദെൻ ദ സം ഓഫ് വാല്യൂസ് sum of squares of all values of f for which twice f of 10 minus f dash 5 plus 100 equal to 0. അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ മൈനസ് 1 0 എ എക്സ് എ മൈനസ് 1 എ എക്സ് സ്ക്വയർ എ എക്സ് എ ഇവാലുവേറ്റ് ചെയ്യാമല്ലോ. സോ ഇറ്റ് ഈസ് എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ എക്സ് മൈനസ് സെക്കൻഡ് ടൈം മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആവും. പ്ലസ് എത്ര വരും? എ സ്ക്വയർ എക്സ് മൈനസ് മൈനസ് പ്ലസ് എ എക്സ് സ്ക്വയർ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും പോയി കഴിഞ്ഞാൽ ഇത് പ്ലസ് ആവും. എ സ്ക്വയർ എക്സ് പ്ലസ് എ എക്സ് സ്ക്വയർ. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു therefore f of x is equal to a cube plus a square x plus a square x plus a x square. ഇവിടെ a square x plus a square x ഉണ്ട്. അപ്പോൾ twice a square x. So f of x is equal to a cube plus twice a square x plus a x square. അപ്പോൾ നമുക്ക് f of x കിട്ടി. അപ്പോൾ നമുക്ക് f dash x കാണും. Therefore f dash x is equal to a is a constant. 2a square x is 2a square plus 2ax plus 2ax. നമുക്ക് f dash 10 ഉണ്ട്, f dash 5 ഉണ്ട്. Therefore f dash 10 is equal to
f dash 10 is equal to 2a square x in a 10 കൊടുത്താൽ plus 20a. f dash 5 is equal to 2a square plus 10a. Now see what is the information given. We are given twice f of 10 minus f dash 5 plus 100 equal to 0. Twice f dash 10 minus f dash 5 plus 100 equal to 0. Is that the information given? Yes, twice f dash 10 minus f dash 5 plus 100 equal to 0. So twice f dash 10. This is f dash 10. So what is twice f dash 10? It is 4a square plus 40a. Minus, this is f dash 5. So minus 2a square minus 10a plus 100 equal to 0. So it is 4a square minus 2a square is equal to 2a square. 2a square. 40a minus 10a is plus 30a. 30a plus 100 equal to 0. We can divide by 2. So it is a square plus 15a plus 50 equal to 0. Obviously it is equal to a plus 5 into a plus 10 equal to 0. A plus 10 equal to 0. So the values of a are minus 5 and minus 10. A equal to minus 10. We are asked to find the sum of squares of values of a. And the sum of squares of values of a means minus 5 square plus 10 square. Minus 5 square plus minus 10 square. And that is equal to 25 plus 100, that is equal to 125. പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം. അപ്പോഴേ നമുക്ക് JEE മെയിൻസിന് നല്ല മൈലേജ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്ക് എത്ര സമയം ലാഭിക്കാൻ പറ്റുമോ അത്രയും സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ ടോയ്സ് എ സ്ക്വയർ ഉണ്ട്, ടോയ്സ് എഫ് ഓഫ് 10 ഉണ്ട്. എഫ് ഓഫ് 10 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ടോയ്സ് എഫ് ഓഫ് 10 ഒരു സ്റ്റെപ്പും കൂടെ എഴുതി അങ്ങനെയൊന്നും പോയേക്കരുത്. എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാൻ പറ്റുമോ അത്രയും നമുക്ക് ആൻസർ സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് പറ്റണം. Now coming to question number 17 of this section. f of x is equal to x plus 1 raised to cot x is continuous at x equal to 0. Then f of 0 is equal to f of x is equal to x plus 1 raised to cot x is continuous at x equal to 0. If it is continuous at x equal to 0 means f of 0 is limit x tends to 0 x plus 1 raised to cot x. And obviously it is 1 raised to infinity form, so that can be written as limit x tends to 0 1 plus x raised to cot x ന് പകരം നമുക്ക് 1 by tan x ന്. So it is in the form 1 plus f of x raised to 1 by g of x. 1 plus f of x raised to 1 by g of x is e power limit x tends to 0 f of x is x and g of x is tan x. And x by tan x and tan x by x limit 1 ആണ്. So it is e raised to 1. ഇങ്ങനെയും JEE Main ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയും JEE Main ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും JEE Main കിട്ടും. പക്ഷേ അത് വീട്ടിൽ ചെന്നിട്ട് കണ്ടാൽ പോരാ, നമ്മൾ JEE Main സെക്ഷനിൽ ഇരിക്കുമ്പം തന്നെ നമുക്കത് കാണാൻ പറ്റണം. സോ ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ആൻഡ് ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദാറ്റ് സെക്ഷൻ. In that question option 2 is the correct answer in question number 17 of this section. This is question, we have already done 17 questions in this section. And coming to question number 18, this is the question number 18 of this section. And f of x is equal to 2 raised to x minus 1 divided by root of 1 plus x minus 1 when minus 1 to infinity, and it is equal to k when x equal to 0 is continuous. Continuous means k is equal to limit x tends to 0 of this function. K is equal to limit x tends to 0 2 raised to x minus 1 divided by root of 1 plus x minus 1. When you put x equal to 0, it's 0 by 0, and 0 by 0 means we can use the L'Hopital rule or the L'Hospital rule. So by L'Hospital rule, the L'Hopital rule, k is equal to
The derivative of 2 raised to x is 2 raised to x log 2. 2 raised to x log 2. By root of 1 plus x is 1 by 2 root 1 plus x. When you put x equal to 0, it is 2 raised to 0 is 1, root of 1 plus 0, so it is 2 log 2. The value of k is equal to 2 log 2, and 2 log 2 is log 2 square, and log 2 square is log 4 is the correct. അപ്പോൾ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് JEE മെയിൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കണ്ടാൽ പോരാ, ആ സമയത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. Now coming to question number 19 of this section, this is our question. Limit x tends to 0. I mean f of x is equal to x into 4 raised to x minus x divided by 2x square when x not equal to 0, k by 2 when x equal to 0. The value of k so that f of x is continuous everywhere. If f of x is continuous everywhere, it is continuous at x equal to 0, and continuous at x equal to 0 means limit x tends to 0, x into 4 raised to x minus x by 2x square should be f of 0, and f of 0 is k by 2. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോരും, ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 4 raised to x minus 1 by x is equal to k, and 4 raised to x minus 1 by x is log 4. Log 4 is equal to k, because you know limit x tends to 0, a raised to x minus 1 by x is equal to log a. This limit is equal to log a, so this limit is log 4, and log 4 can also be written as 2 log 2. Log 4 can also be written as 2 log 2 is equal to k. 2 log 2 is equal to k, and 2 log 2 is given in option 1 is the correct answer in question number 19 of this section. And after doing one more question, we wind up this section, and this is our question. Probability of A. There is a question from probability, and that is our last question. And probability of A is given, and probability of B is given, and probability of A intersection B complement is given. And we are asked to find probability of B given, probability of B given A union B complement. And it's a question from conditional probability. So it is probability B intersection A union B complement, A union B complement by probability of A union B complement. And in such situation, don't use the Venn diagrams, but use the properties of the set theory. So we use the distributive property. So it is B intersection A, probability of B intersection A union probability of B intersection B complement divided by probability of A union B complement, A union B complement, and B intersection B complement is null set. So this is equal to probability of A intersection B divided by probability of A union B complement, A union B complement. Let it be equation 1. And now look at the informations given. It is given that probability of A is equal to 0.7. The probability of A is 0.7, and probability of B is 0.4. Probability of B is 0.4, and A intersection B complement. And you should always remember that we should develop the art of translating from English to probability. So A intersection B complement means it is inside of A and outside of B complement. So this is what inside of A and outside of B complement, and that is given to be 0.5. So obviously A intersection B is equal to 0.2. A intersection B is 0.2. So A intersection B is 0.2, and probability of A union B complement by addition theorem, probability of A plus probability of B complement minus probability of A intersection B complement, and that is probability of A 0.2 by probability of A is 0.7. Probability of B is given to B. What is probability of B is 0.4, so B complement is 0.6.
0.6 minus A intersection B complement is 0.5. So it is 0.2 by 0.8 and 0.2 by 0.8 is 1 by 4. So we are able to complete 20 questions in 1.5 hours. So the probability is 1 by 4 and the right answer is option A is the correct answer in question number 20 of this section. So it is time for us to wind up this section. So study the things very carefully, very clearly, so that you can come out with flying colors in the next section of the JEE Mains. Thank you very much. Good afternoon everybody. So let us continue with the session. So Roy sir ningalku korchu topic discuss cheyidu thannu. So I am going to discuss those questions from trigonometry, inverse trigonometry, then quadratic equation angane varuna korchu cheriya chapters il korchu questions aanu discuss cheyyunnathu. Okay, am I audible right? Njan parayunnathu ningalku kelkalo kelkamennu vicharikkunnu. So അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല, ബിക്കോസ് നമ്മുടെ ഈ ലൈവിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങളെ കൊണ്ട് ആസ് മച്ച് ആസ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എനിവേ ലെറ്റ് us കണ്ടിന്യൂ വിത്ത് ദ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മൈ സെഷൻ വാസ് ദിസ് വൺ. സോ നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ be the roots of the equation x square plus 2ax plus 3a plus 10 is equal to 0. Okay, such that alpha less than 1 less than beta, then the set of all possible values of a. അതായത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞു പോയ ജെയിൽ 2026 ഷിഫ്റ്റിൽ ചോദിച്ച
ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് പക്ക ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നതാണ്. സോ ലൊക്കേഷൻ ഓഫ് റൂട്ട്സും അതിൻ്റെ ഗ്രാഫും അതിൻ്റെ തിയറീസും എല്ലാം തന്നെ നമ്മൾ പഠിച്ചതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ്, ആ റൂട്ട്സ് ആണ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫേനെയും ബീറ്റേനെയും വിത്ത് റെസ്പെക്ട് ടു ഒരു റിയൽ നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദ റൂട്ട്സ് ആർ ലൈയിങ് ബിറ്റ്വീൻ the roots are on either side of 1, isn't it? അപ്പോൾ the location of roots with respect to a real number എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു എ റിയൽ നമ്പർ കെ. സോ ഇതിനകത്ത് നമ്മൾ പഠിച്ച ഏത് കേസിൽ ഈ ക്വസ്റ്റ്യൻ വരും എന്ന് നോക്കാം. ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആണ്, അതായത് അപ്വേർഡ് പരാബോളയാണ്. ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ഏത് കേസാണെന്ന് തീരുമാനിക്കുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗ്രാഫ് അപ്വേർഡോ ഡൗൺവേർഡോ ആയിരിക്കും. അപ്വേർഡ് ആയിരിക്കും, ഡൗൺവേർഡ് ആകില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ മസ്റ്റായിട്ട് 2 റൂട്ടുകൾ ഉണ്ടായിരിക്കണം. കാര്യം എന്താ? ആൽഫയും ബീറ്റയും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതിനിടയിൽ 1 വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ആൽഫ ഈക്വൽ ടു ബീറ്റ വരുന്ന കേസിൽ 1 അതിൻ്റെ ഇടയിൽ വരാനുള്ള ഗ്യാപ്പ് ഇല്ല, അല്ലേ? അപ്പോൾ അതിനർത്ഥം ആൽഫ ബീറ്റ ആൻഡ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഐഡിയ മനസ്സിലായി. ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 മസ്റ്റായിട്ട് അവിടെ വന്നിരിക്കണം. ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിൽ നമുക്കാകെ 2 ഗ്രാഫുകളേ ഉള്ളൂ. ഒന്ന് ഈ ഗ്രാഫും ഒന്ന് ഇതിൻ്റെ ഡൗൺവേർഡ് ഗ്രാഫും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡൗൺവേർഡ് ഗ്രാഫ് ഈ പെർസ്പെക്റ്റീവിൽ വരില്ല. കാര്യം കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗ്രാഫ് ഷുഡ് ബി അപ്വേർഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ റൂട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് 3a പ്ലസ് 10 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകളാണ് ആൽഫയും ബീറ്റയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സാറ്റിസ്ഫൈയിങ് ദ കണ്ടീഷൻ ആൽഫ ലെസ് ദാൻ 1 ലെസ് ദാൻ ബീറ്റ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഗ്രാഫിൽ മാത്രം വരുന്ന ഒരു പ്രത്യേകതയുണ്ട്. ക്യാൻ യു ഐഡൻറ്റിഫൈ? നിങ്ങൾ ഒരു 6 ഗ്രാഫുകൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷൻ ഓഫ് റൂട്ട്സിൽ 6 ടൈപ്പ് ഓഫ് ഗ്രാഫുകൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജനറലി ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾ 6 ടൈപ്സ് ഓഫ് ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രാഫിൽ നമുക്കൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അത് ഈ ഒരു ഗ്രാഫിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇത് 1 ആണെങ്കിൽ എക്സ് 1 ആകുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇമേജ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0. ഇത് എവിടെയാണ് കിടക്കുന്നത്? എഫ് ഓഫ് 1. ദാറ്റ് മീൻസ് ഈ കേസിൽ നമുക്ക് വളരെ വ്യക്തമായി ആധികാരികമായി ഇൻ ദിസ് ഗ്രാഫ് ഓൺലി വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് കെ, ഇവിടെ കെ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു എ റിയൽ നമ്പർ കെയിൽ ഈ ടൈപ്പ് ഓഫ് ഗ്രാഫിൽ എക്സ് ഈക്വൽ ടു കെയിൽ എഫ് ഓഫ് കെ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 0 ആണ്. സോ എഫ് ഓഫ് 1 ഈസ് ലെസ് ദാൻ 0 ഹിയർ, അല്ലേ? ഇങ്ങനെ ഒരു തിയറിയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ മെറ്റീരിയലൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡയറക്റ്റ്ലി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ D4 എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് എന്നോട് ചോദിക്കാം, ചിലപ്പോൾ ഡൗട്ട് വയ്ക്കാം, മിസ് ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്നൊരു കണ്ടീഷൻ കൊടുക്കണ്ടേ? ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു യൂണീക്ക് കണ്ടീഷൻ ഈ ഒരു ഗ്രാഫിന് മാത്രമാണ് ട്രൂ ആയിട്ടുള്ളത്. ഡി ഗ്രേറ്റർ ദാൻ 0 കൊടുത്തില്ലെങ്കിലും ഈ ഒരു കണ്ടീഷൻ ഈ ഒരു ഗ്രാഫിന് മാത്രമേ ട്രൂ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എഫ് ഓഫ് 1 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മൾ എക്സിന് പകരം 1, ദാറ്റ് ഈസ് 1 പ്ലസ് 2a പ്ലസ് 3a പ്ലസ് 10 ഈക്വൽ ടു ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് 5a പ്ലസ് 11 ലെസ് ദാൻ 0 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ a ലെസ് ദാൻ -11/5 എന്ന് പറയാം. സോ ദോസ് വാല്യൂസ് ഓഫ് a എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഇസ് ലെസ് ദാൻ -11/5. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ഇന്റർവെൽ എന്ന് പറയുന്നത് a ബിലോങ്സ് ടു -∞ ടു -11/5 എന്നുള്ള ഇന്റർവെൽ ആണ്. ഓക്കെ, ഇറ്റ്സ് ഡി എന്ന് പറയുന്നുണ്ട്. ഡി കമൻറ്റ് ചെയ്തവരൊക്കെ സന്തോഷിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ റീസെൻറ്റ് ട്രെൻഡ് അനുസരിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കണ്ടന്റ് നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദിസ് ക്വസ്റ്റ്യൻ ഫ്രം ട്രിഗണോമെട്രി. സോ ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ, ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്ലി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇതിനകത്ത് ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ടൂൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയലും നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കാം. cos 20 ഡിഗ്രി ഇൻറ്റു cos 40 ഡിഗ്രി ഇൻറ്റു cos 60 ഡിഗ്രി ഇൻറ്റു
cos 80 degree. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ റെപ്പറ്റീഷൻ ഈ ഒരു JEE മെയിൻസിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെച്ചോ. അപ്പോൾ ഇത് cos 60 ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ബാക്കി ഇതിനകത്തുള്ളത് cos 20 degree into cos 40 degree into cos 80 degree ആണ്. സോ ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് if 20 degree is considering as theta and this can be written as 60 minus theta and this is 60 plus theta. So that means this bracket is in the form cos theta, cos 60 minus theta, cos 60 plus theta. There is a formula for that. അല്ലെ സ്റ്റാൻഡേർഡ് ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. What is the formula? Cos theta into cos 60 minus theta into cos 60 plus theta എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. That is cos 3 theta by 4, cos 3 into theta, that is cos 3 into 20 degree whole divided by 4. 3 into 20 degree എന്ന് പറയുമ്പോൾ again 60 വരും. That is cos 60 into cos 60. Cos 60 1 by 2 ആണ്. 1 by 2 into 1 by 2 by 4, 1 by 8. 1 by 2 into 1 by 8, 1 by 16 എന്ന് പറയും. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ഓൾറെഡി we have fixed, that is 1 by 16. Similarly we can simplify the numerator. ഈ ന്യൂമറേറ്ററിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഇസ് ഒരു ലൈക്ക് NCERT ലെവൽ മാത്രമേ ഉള്ളൂ. √3 cosec 20 degree minus sec 20 degree. ബേസിക്കലി ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് മാത്രം കൊടുത്താൽ മതി. √3 by sin 20 degree minus 1 by cos 20 degree. As we simplifying this, what we are getting, that is √3 cos 20 degree minus sin 20 degree divided by sin 20 into cos 20 degree. സോ ഈ എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്താൽ 2 into √3 by 2 കൊസീക് അല്ല cos 20 degree minus 1 by 2 into sin 20 degree. ഈ ഒരു ടെക്നിക്കൊക്കെ നമ്മൾ പഠിച്ചാണ്. ഡേ വണ്ണിലെ ഷിഫ്റ്റ് 1-ൽ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഈ പ്രാവശ്യത്തെ JEE മെയിൻസിന് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. sin 20 degree into cos 20 degree. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ sin theta cos theta എന്ന് വന്നു. sin theta cos theta എവിടെ വന്നാലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് sin 2 theta by 2 എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് 2 into ഈ കിടക്കുന്ന ഫോമിനെ നമുക്ക് √3 by 2 എന്ന് പറഞ്ഞാൽ sin 60 എന്ന് എഴുതാലോ. sin 60 into cos 20 മൈനസ് ഇതിന് നമുക്ക് cos 60 into sin 20 എന്ന് എഴുതാം. sin A cos B മൈനസ് cos A sin B എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇതിനെ sin 2 into 20 degree divided by 2. അതായത് sin theta cos theta എവിടെ കണ്ടാലും നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? sin 2 theta by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇവിടെ നിന്ന് നമുക്ക് ആൻസർ എന്ത് വരും? 2 into ഈ കിടക്കുന്ന ആളെ sin of A minus B എന്ന് എഴുതാം. ദാറ്റ് ഈസ് 60 degree minus 20 degree എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഡിവൈഡഡ് ബൈ ഈ 2 റെസിപ്രോക്കൽ എടുത്ത് മേളി വരുമ്പോൾ അത് 4 ആയിട്ട് മാറും. സോ 4 ഡിവൈഡഡ് ബൈ sin 40 degree. ഈ sin 40 ഇതും 60 minus 20 40 degree ആണ്. സോ അതിൻ്റെ വാല്യൂം റെഡ്യൂസ് ചെയ്ത് 4 എന്ന് വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 1 by 16. അപ്പോൾ ദാറ്റ് ഈസ് 64. കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കാം. കാര്യം ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 2 തവണ 2026 JEEയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫോർമുലാസും കാര്യങ്ങളും സിംപ്ലിഫിക്കേഷൻ്റെ മാനർ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ്സ് ഓൾസോ ഫ്രം ട്രിഗണോമെട്രി. ഇതും 2026 ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടി വന്നാൽ പോലും നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ആക്ച്വലി നമ്മൾ പഠിച്ച സിമ്പിൾ ഫോർമുലയുടെ ഒരു ആപ്ലിക്കേഷൻ, ഒരു ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ഒരുപാട് ഡെപ്ത് കൺസെപ്റ്റ് ഒന്നും ഇതിനകത്തില്ല. സോ ഇതിനകത്ത് അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് കോട്ടെക്സിൻ്റെ വാല്യൂ 5/12 ആണ്. where x belongs to pi 3π/2. That means third quadrantലാണ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ടാനും കോട്ടും ഒഴികെ ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തെന്നാ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ 13x/2 7x ഒക്കെ കാണുമ്പോൾ പൊതുവേ നമ്മൾ അങ്ങോട്ട് പേടിച്ചു പോകും. പക്ഷെ വേണ്ട, നമുക്കറിയാവുന്ന കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ എക്സ്പ്രഷനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. കാര്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ sin 7x into cos 13x/2 പ്ലസ് sin 7x into sin 13x/2. Just I am opening the bracket, then plus cos 7x into cos 13x/2 minus cos 7x into
sin 13x/2. മക്കളെ ഇത് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. sin a cos b ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ദേ cos a sin b ഉണ്ട്, മൈനസ് cos a sin b ഉണ്ട്. സോ അപ്പോൾ നമുക്ക് അവരെ ഒരുമിച്ചെടുക്കാം. sin 7x cos 13x/2 ലാസ്റ്റ് ടേമായ cos 7xും sin 13x/2 നമ്മൾ ഒരുമിച്ചെടുത്തു. ബാക്കി വരുന്നത് ആരാ? ബാക്കി വരുന്നത് ദേ ഈ കിടക്കുന്ന ആൾക്കാർ sin 7x into sin 13x/2 sin 13x/2 plus cos 7x into cos 13x/2. അടുത്ത സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഫോളോ. ദാറ്റ് മീൻസ് ഫോളോഡ് ബൈ ദ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് sin a cos b മൈനസ് cos a sin b എന്ന് പറയുന്നത് sin ഓഫ് a മൈനസ് b ആണ്. 7x മൈനസ് 13x/2 പ്ലസ് ഈ കിടക്കുന്ന ഫോം sin a sin b പ്ലസ് cos a cos b. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, cos a cos b പ്ലസ് sin a sin b എന്ന് വായിക്കാം. cos a cos b പ്ലസ് sin a sin b എന്ന് പറയുന്നത് cos ഓഫ് a മൈനസ് b അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ cos ഓഫ് എനിക്ക് എങ്ങനെ എഴുതാം? 7x മൈനസ് 13x/2 എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ആംഗിളുകളും സെയിം ആയിട്ട് വരും. ദാറ്റ് ഈസ് ഇതൊരു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് sin x/2 പ്ലസ് കോസ് x/2 എന്ന് വരും. ഇവിടെ നിന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ബിക്കോസ് കോട്ട് എക്സ് തന്നിട്ടുണ്ടല്ലോ. കോട്ട് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് കോസ് എക്സ് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് അത് വെച്ചുകൊണ്ട് sin x/2 കോസ് x/2 നമുക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾ NCERT-യിൽ പഠിക്കുന്നതാണ്. കാര്യം കോട്ട് എക്സിൻ്റെ ട്രയാങ്കിൾ വരച്ചാൽ കോട്ട് എക്സ് ഈക്വൽ ടു 5/12ൻ്റെ ട്രയാങ്കിൾ വരച്ചാൽ ഏത് ഫോമാറ്റിലിരിക്കും? ഇത് എക്സ് കോട്ട് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഐ മീൻ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 13 വരും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നിങ്ങൾ കോസ് എക്സ് എഴുതിയാൽ എന്താ വരണേ? കോസ് എക്സ് എന്ന് പറയുന്നത് 5/13 എന്ന് വരും. കോസ് എക്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് sin x/2 കോസ് x/2 എഴുതാൻ സാധിക്കും. കാര്യം 1 പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ x/2 എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ കോസ് x/2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് കോസ് x/2 ആണ്. ഇതേപോലെ സൈൻ എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് sin x/2 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് x/2 ആണ്. കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സോ കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നുണ്ട്, അത് നമ്മളൊന്ന് ഫിക്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ ഫിക്സ് ചെയ്യും? ക്വാഡ്രന്റ് നോക്കി ഫിക്സ് ചെയ്യണം. കാര്യം ഇവിടുത്തെ എക്സിന്റെ വേരിയേഷൻ വന്നിട്ട് തേർഡ് ക്വാഡ്രന്റിലാണ്. ഐ മീൻ എക്സ് ഇസ് ലൈയിങ് ബിറ്റ്വീൻ പൈ ആൻഡ് 3π/2. അങ്ങനെയാണെങ്കിൽ x/2 ഈസ് ലൈയിങ് ബിറ്റ്വീൻ π/2 ആൻഡ് 3π/4. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാഡ്രന്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x/2 എന്ന് പറയുന്ന ആംഗിൾ നിൽക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവ് ആരൊക്കെ നെഗറ്റീവ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും ആണ്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ sin x/2ൻ്റെ ഫോർമുല എടുക്കുമ്പോൾ പ്ലസ് എടുക്കുക. ബിക്കോസ് sin x/2 ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2. കോസ് x/2 എടുക്കുമ്പോൾ നെഗറ്റീവ് എടുക്കണം. ബിക്കോസ് കോസ് x/2 സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് കോസ് x/2 നെഗറ്റീവായിട്ട് വരും സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഓക്കെ, സോ അപ്പോൾ അവിടെ 1 പ്ലസ് കോസ് x/2 ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് വാട്ട്? കോസ് എക്സിൻ്റെ വാല്യൂ ഇവിടെ 5/13 എന്നുണ്ടല്ലോ. സോ 1 മൈനസ് 5/13/2 മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 5/13 ഡിവൈഡഡ് ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, സിംപ്ലിഫൈ ചെയ്യൂ, ആൻസർ കമൻറ്റ് ചെയ്യൂ, വേഗാട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 5 ദാറ്റ് ഈസ് റൂട്ട് 13 മൈനസ് 5 എന്ന് പറയുമ്പോൾ 8 വരില്ലേ? 8/13 8/13 എന്ന് പറയുമ്പോൾ 8/26 മൈനസ് ഇവിടെ 13 പ്ലസ് 5 18/26. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 വെച്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ ഡിനോമിനേറ്റർ എന്താ വരുന്നത്? 8/26 എന്ന് പറയുമ്പോൾ 2-ൽ കട്ട് ചെയ്ത് പോവില്ലേ? അപ്പോൾ ഇത് റൂട്ട് 4/13 മൈനസ് ഇവിടെ ഇത് റൂട്ട് 9/13 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 മൈനസ് റൂട്ട് 3 എന്ന് പറയുമ്പോൾ
2 minus 3 by root 13. So final answer വരുന്നത് -1 by root 13 എന്നുള്ളതാണ്. സോ ഓപ്ഷനിൽ നോക്കിക്കേ, -1 by root 13 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? -1 by root 13 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? 1 by root 13 ആണോ +1 by root 13 ആണോ? 8 by root 36 ഫൈനൽ ആൻസർ വരുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്തേ. എനിക്ക് എവിടെയെങ്കിലും സൈനിൻ്റെ പ്രശ്നം വന്നോ? ഓപ്ഷനിൽ +1 by root 13 ആണല്ലോ ഉള്ളത്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും സൈനിൻ്റെ വിഷയം വന്നോ എന്നൊന്ന് നോക്കിക്കേ. sin x/2 എന്ന് പറയുന്നത് x/2 സെക്കൻഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് സൈൻ പോസിറ്റീവേ വരുള്ളൂ. sin x/2 പോസിറ്റീവ് ആണ്. sin x/2 പോസിറ്റീവ് ആകണമെങ്കിൽ +√1 - cos x/2 എടുക്കണം. കറക്റ്റ് അല്ലേ? ഇതേപോലെ cos x/2 സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ -√1 - x/2 എടുക്കണം. കറക്റ്റ് ആണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഞാനിവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് എനിക്ക് +-1 by root 13 ആണ് കിട്ടുന്നത് ആൻസർ. നിങ്ങൾക്ക് +1 by root 13 ആണോ കിട്ടിയത്? ഓപ്ഷൻ 3 പറയാമോ? +1 by root 13 ആണോ? (4 by 13) 4 by root 13 3 by. അപ്പോൾ ഇത് 2 - 3. ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് വേറൊരു ഫോർമുല ഉണ്ട്. √1 + sin 2x, അതായത് √sin x/2 + cos x/2 the whole square എന്നാണ് ഫോർമുല. സോ sin x/2 + cos x/2 ന് √sin x/2 + cos x/2 whole square എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് √1 + sin x എന്ന് എഴുതാം. ഇവിടെ നിന്ന് എഴുതുമ്പോൾ ആൻസർ കിട്ടും അല്ലേ? ഇവിടെ നിന്ന് എഴുതുമ്പോൾ ആൻസർ വരുന്നത് 1 sin x-ൻ്റെ വാല്യൂ വന്നിട്ട് 12/13. സോ അപ്പോൾ കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. 1 by root 13 ആണ് കിട്ടിയത്. ഓക്കെ, 1 by root 13 ആണ് ആൻസർ വരുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ എടുത്തതിൽ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. തിരിച്ചു വരും. cos x/2 π/2 ലെസ് ദാൻ π/2നും 3π/4നും സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ ഇത് തിരിച്ചു വരണം. 1 + cos x ഈ വാല്യൂ തിരിച്ചു വരേണ്ടി വരും, എന്നാലേ ആൻസർ കിട്ടുള്ളൂ. ഞാനിവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എങ്ങനെ ചെയ്താലും ആൻസർ നെഗറ്റീവ് വരുന്നില്ല, പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, സോ ഈ രീതിയാണ് കറക്റ്റ്. ബിക്കോസ് ഇവിടെ ഞാൻ എന്തോ ഒരു സൈനിൻ്റെ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു പോസിറ്റീവ് വരാതെ നെഗറ്റീവ് വന്നത്. ആക്ച്വലി ഓപ്ഷനിൽ നെഗറ്റീവ് ഇല്ല, 1 by root 13 ഉള്ളൂ. അല്ലെങ്കിലും ആൻസർ പ്ലസ്സേ വരുള്ളൂ. കാര്യം ഈ ക്വാഡ്രൻറ്റിൽ ഇതിൻ്റെ വാല്യൂ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ഇതാണ്. അപ്പോൾ ഇത് പോസിറ്റീവേ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, x/2 ഈസ് ലൈയിങ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആ എക്സ്പ്രഷൻ വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവേ വരാൻ പാടുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ ആൻസർ 1 by root 13 ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ ബീറ്റ വേർ ആൽഫ ലെസ് ദാൻ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ lambda x² minus lambda plus 3 into x plus 3 equal to 0 such that 1 by alpha minus 1 by beta equal to 1 by 3, then the sum of all possible values of lambda. Okay, so അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ 2 റൂട്ടുകളാണ് ആൽഫയും ബീറ്റയും. റൂട്ടുകളെ പറ്റി അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആൽഫ ലെസ് ദാൻ ബീറ്റയാണ്. ഓക്കെ, സോ lambda x² minus lambda plus 3 into x plus 3 is equal to 0. സോ ഇതിൻ്റെ 2 റൂട്ടുകളാണ് ആൽഫയും ബീറ്റയും. നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ അവർ തന്നിട്ടുണ്ട്. 1 by alpha minus 1 by beta equal to 1 by 3 ആണ്. സോ 1 by alpha minus 1 by beta equal to 1 by 3 ആണ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് നിന്ന് നമുക്ക് പറയാം ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ ഈക്വൽ ടു 1 by 3 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡയുടെ പോസിബിൾ വാല്യൂസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാംഡേനെ പറ്റിയാണ് അറിയേണ്ടത്. സോ ലാംഡേനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബീറ്റ മൈനസ് ആൽഫയുടെ വാല്യൂ ഡയറക്റ്റ് കിട്ടാനും ആൽഫ ബീറ്റ ഡയറക്റ്റ് കിട്ടാനൊക്കെ ഒരു സ്കോപ്പ് ഉണ്ട്. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് ഈ ഇൻസ്റ്റൻ്റ്ലി തന്നെ സ്ക്വയർ ചെയ്തേക്കാം. കാര്യം സിംപ്ലിഫിക്കേഷൻ ക്യാൻ ബി ഡു ഇറ്റ് ഇൻ യുവർ ഓൺ വേ. നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം.
ഇത് ചെയ്യാനായിട്ടുള്ള എളുപ്പ മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ എന്ന് എഴുതും. അപ്പോൾ സം ഓഫ് ദ റൂട്ട്സിൻ്റെയും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സിൻ്റെയും ടേംസിൽ നമുക്ക് പിന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 1/9. സോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് 3 ബൈ ലാംഡ എന്നാണ്. സോ ലാംഡ പ്ലസ് 3 ബൈ ലാംഡ the whole square minus 4 into alpha beta യുടെ വാല്യൂ. ആൽഫ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 by lambda divided by ആൽഫ ബീറ്റയുടെ സ്ക്വയർ. ആൽഫ ബീറ്റയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 by ലാംഡയുടെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/3. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാംഡയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇത് 1/3 അല്ല, ഇത് 1/9. റൈറ്റ് സൈഡ് 1/9 ആണല്ലോ. സോ ദാറ്റ് ഈസ് ലാംഡ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ മൈനസ് 12 ബൈ ലാംഡ ഡിവൈഡഡ് ബൈ 9 ബൈ ലാംഡ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/9. ഓക്കെ, സോ ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിൽ നമുക്ക് LCM എടുത്ത് നോക്കാം. LCM എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ആണ്. സോ ലാംഡ സ്ക്വയർ LCM ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 12 ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 1/9. ഇവിടെ ഒരു 9ഉം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ 9 ബൈ ലാംഡ സ്ക്വയർ കൂടി ഉണ്ട്. ഈ ലാംഡ സ്ക്വയറും തമ്മിൽ കട്ട് ചെയ്ത് പോകും. സോ നമുക്ക് റിമൈനിങ് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 12 ലാംഡ ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 1/9. മക്കളെ നോക്കുകയാണെങ്കിൽ ഈ 9 കട്ട് ചെയ്ത് പോകും അല്ലേ. ഓൾറെഡി ആൻസർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ സിംപ്ലിഫിക്കേഷൻ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് വേഗം ചെയ്യാൻ പറ്റും. സോ ലാംഡ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ പ്ലസ് 9 മൈനസ് 12 ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്നുണ്ട്. സോ ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0. ലാംഡയുടെ വാല്യൂ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് 4ഉം 2ഉം ആണ്. സോ ലാംഡ ഇസ് ഈക്വൽ ടു 2,4. സോ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഓൾ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ദ ഫൈനൽ ആൻസർ വിൽ കംസ് ആസ് വാട്ട് 2 + 4. 2 + 4 6. ആരോ റിജ്വൽ കൃഷ്ണ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ 1 6 ആണെന്നുള്ളത്. എക്സാക്ട്ലി കറക്റ്റ് തന്നെയാണ് കേട്ടോ. സോ 2 + 4 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ 1. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ നിങ്ങൾ ഇതിനെ തീരെ പഴയതെന്നല്ല, ഈ വർഷം ഈ 2026 ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൺസെപ്റ്റ് ഒക്കെ പഠിച്ചു പോയാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ എളുപ്പമാകും അല്ലേ. സോ അങ്ങനെയായി വരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് എളുപ്പമായി വരാൻ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും. ബിക്കോസ് നല്ല കോൺഫിഡൻസോട് കൂടി പരീക്ഷ എഴുതുക. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ഹാഫ് സൈൻ ഇൻവേഴ്സ് 2/3. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ക്യാൻ യു പ്ലീസ് കമൻറ്റ് ഹൗ ടു സ്റ്റാർട്ട് ദിസ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു ഞാൻ തന്നെ വേഗം ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ, നമ്മുടെ സമയപരിധി കൊണ്ട് നമുക്ക് അങ്ങനെ സ്പീഡിൽ പോയേ പറ്റുള്ളൂ. ബട്ട് ഡു യു ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് ദിസ് ക്വസ്റ്റ്യൻ? ഒന്ന് പറയാമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഇവിടെ കോസ് ഇൻവേഴ്സ് 2/3, ഇവിടെ സൈൻ ഇൻവേഴ്സ് 2/3 അല്ലേ. ഇപ്പം ഞാനിവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3നെ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3നെ മൊത്തത്തിൽ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്കിതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഇതിനെ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? പറയാമോ? എങ്ങനെയായിരിക്കും നമ്മളിത് ചെയ്യുന്നത്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ NCERTയിൽ ഒരുപക്ഷെ ബോർഡ് എക്സാമിനേഷൻ്റെ പാറ്റേണിലൊക്കെ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാകാം. അറ്റ് ദ സെയിം ടൈം ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാര്യം ഈ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ, ഈ ആംഗിൾ നോക്കി നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ രണ്ട് ആംഗിളും സെയിം ആണ്. പക്ഷേ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും തമ്മിൽ ഒരു കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പ് ഉണ്ട്. കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സൈൻ ഇൻവേഴ്സ് ഓഫ് x പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്നത് π/2 ആണ് അല്ലേ. അപ്പോൾ എനിക്ക് ഈ കിടക്കുന്ന ആളിനെ ഇതിനെ ഫുൾ ഒരു x എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ആംഗിൾ ഫൈ എന്ന് പറഞ്ഞാൽ π/2 മൈനസ് ഫൈ ആണ് ഹാഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എന്തായിട്ട് വരുന്നത് 2/3. പക്ഷെ ഞാൻ ഈ ആംഗിളിനെ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്.
സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ഇതിനകത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റും ഹാഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 2/3 എന്ന് പറയുന്നത് പൈ ബൈ 2 മൈനസ് ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3. ദാറ്റ് ഈസ് കറക്റ്റ് അല്ലേ? ഇത് ഈ റിലേഷൻഷിപ്പ് കറക്റ്റ് ആണോ? there will be only one solution. ഈ ആൻസർ എത്തിക്കഴിഞ്ഞോ? സോ ഇത് നമുക്ക് എന്നിട്ട് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇവിടെ സോൾവ് ചെയ്യാം. k ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് tan ഓഫ് പൈ ബൈ 4 പ്ലസ് ഹാഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 2/3നെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ബൈ 2 മൈനസ് ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3 എന്ന് എഴുതാം പ്ലസ് tan ഓഫ് ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3. Then for the convenience I have given half sin inverse of 2/3 is equal to theta എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? So k is equal to tan of pi by 4 plus pi by 2 minus half cosine inverse of 2/3 എന്ന് വരും. ഓക്കെ, സോ ഇതിനെ നമുക്ക് tan theta എന്ന് എഴുതാം. ഇതിനെ നമുക്ക് pi by 2 minus half sin inverse of theta എന്ന് പറയുമ്പോൾ that is pi by 4 plus cos inverse of 2/3 അല്ലേ? half cos inverse of 1/3 എന്നുള്ളത് ഇതിനെ തീറ്റ എന്ന് വിളിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3നെ നിങ്ങൾ തീറ്റ എന്ന് വിളിച്ചാൽ മതിയാകും കേട്ടോ. അല്ലെങ്കിൽ ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3നെ തീറ്റ എന്ന് വിളിച്ചാൽ ഇവിടെ 2 തീറ്റ എന്ന് വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3 തീറ്റ എന്ന് വരും. സോ ഈ ക്വസ്റ്റിനെ നമുക്ക് എങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്? ദാറ്റ് ഈസ് ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3 സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3 is equal to 2 തീറ്റ എന്ന് വരും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3 2 തീറ്റ എങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 2/3 എന്ന് പറയുന്നത് പൈ ബൈ 2 മൈനസ് 2 തീറ്റ എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിളായിട്ട് ഇതിന് തീറ്റ എന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സോ അങ്ങനെയാണെങ്കിൽ കെയിനെ നമുക്ക് ആ എക്സ്പ്രഷൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ മാറ്റി ചെയ്തേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു കോസ് ഇൻവേഴ്സ് 2/3നെ പൈ ബൈ 2 മൈനസ് 2 തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പ്ലസ് ടാൻ ഓഫ് ഹാഫ് കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3നെ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഓക്കെയാണ്. ഓക്കെ, സോ ഞാൻ ആ കോംപ്ലിക്കേഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് ഒന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. സോ അപ്പോൾ നമുക്ക് k ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ബൈ 4 1/2 ഇൻറ്റു പൈ ബൈ 2 എന്ന് പറയുമ്പോൾ പൈ ബൈ 4 മൈനസ് തീറ്റ അല്ലേ? 1/2 2 തീറ്റ തീറ്റ വരും പ്ലസ് ടാൻ തീറ്റ. മക്കളെ ഇത് എന്തായിട്ട് മാറും? k എന്ന് പറയുന്നത് ടാൻ ഓഫ് ഇവിടെ ടാൻ ഉണ്ട്, എഴുതി വന്നപ്പോൾ ഞാൻ ആ ടാൻ എഴുതാൻ വിട്ടുപോയി. ഇവിടെ ഒരു ടാൻ ഉണ്ട്, ഇവിടെ ഒരു ടാൻ ഉണ്ട്. സോ ഇത് ടാൻ ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ അല്ലേ പ്ലസ് ടാൻ തീറ്റ. ഈ എക്സ്പ്രഷൻ നിങ്ങൾ NCERT-ൽ പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഡു യു നോ ദാറ്റ്? ഡു യു കമന്റ്? Can you please comment what is the expression is this? Tan pi by 2 minus theta എന്ന് പറയുന്നത് cot theta ആണ്. Cot theta plus tan theta. Cot theta plus tan theta യുടെ simplest form എന്താണ്? കമന്റ് ചെയ്യാമോ? Can you please comment what is the simplest expression of cot theta plus tan theta? Cot theta plus tan theta എന്ന് പറയുന്നത് നിങ്ങളൊരു സിംപ്ലിഫൈഡ് ഫോം പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 cosec 2 theta എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് cos theta plus tan theta which is equal to cot theta plus tan theta is equal to cos theta by sin theta plus sin theta by cos theta എന്നൊരു എക്സ്പ്രഷൻ ആണ്. നമ്മുടെ മെറ്റീരിയലൊക്കെ ഈ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് cos square theta plus sin square theta 1 വരും. ആൻഡ് ഇത് എന്തായിട്ട് വരും? sin theta cos theta നെ നമ്മൾ sin 2 theta by 2 എന്ന് വരും. ദാറ്റ് ഇസ് 2 by sin 2 theta എന്ന് വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 cosec 2 theta എന്ന് എഴുതാൻ പറ്റും. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും പ്രോബ്ലത്തിനിടയിൽ. സോ ദാറ്റ് മീൻസ് കെയിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 cosec 2 theta. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ കിട്ടും. കാര്യം 2 തീറ്റ എന്താണെന്ന് നമുക്കറിയാം.
സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3 ആണ്. ട്രയാങ്കിൾ വരച്ചാൽ മതി. ഇത് 2 തീറ്റ എങ്കിൽ സൈൻ ഇൻവേഴ്സിൻ്റെ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്കിതിനെ ഓപ്പോസിറ്റ് സൈഡെന്നും ഇത് ഹൈപ്പോട്ടന്യൂസും ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിട്ടാണ് വരുന്നത്? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 3² -4 എന്ന് വരും. 9 - 4 5 എന്ന് വരും. ഇത് √5 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് കൊസീക് 2 തീറ്റയുടെ വാല്യൂ എഴുതാൻ സാധിക്കും. കൊസീക് 2 തീറ്റ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇറ്റ്? കൊസീക് 2 തീറ്റ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വരും. 3/2 എന്ന് വരും. ആം ഐ കറക്റ്റ്? സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് k ഇസ് ഈക്വൽ ടു 2 × 3/2 എന്ന് വരും. കെയുടെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടില്ലേ? കെയുടെ വാല്യൂ 3 എന്ന് കിട്ടില്ലേ കുട്ടികളെ? സോ കെയുടെ വാല്യൂ 3 എന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സോൾവ് ചെയ്യണം. കണ്ടോ, ഇത് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. പക്ഷേ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇനി വേണം ഈ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കാൻ. വാട്ട് ഇസ് ദ ഇക്വേഷൻ? സൈൻ ഇൻവേഴ്സ് ഓഫ് kx - 1 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് x - കോസ് ഇൻവേഴ്സ് ഓഫ് x അല്ലേ? അപ്പോൾ ഈ കെയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കും? 3 കൊടുക്കും. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 3x - 1 ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? Sin inverse of 3x - 1 is equal to sin inverse of x minus cos inverse of x ആയിട്ട് മാറും അല്ലേ? സോ sin inverse of 3x - 1 equal to cos inverse of 3x - 1 ആയിട്ട് മാറി. സോ ഇതിനകത്തുനിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇത് മൊത്തം സൈനിൻ്റെ ടേംസിലാക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തം കോസിൻ്റെ ടേംസിലാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ ആ ഒരു റൂള്, ഇൻവേഴ്സ് കോംപ്ലിമെൻ്ററി റൂള് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ഇതിനെ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് മീൻസ് സൈൻ ഇൻവേഴ്സ് ഓഫ്, ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് 3x - 1 ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ ഇത് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് π/2. ഒന്നുകിൽ കോസിലാക്കുക, ഇല്ലെങ്കിൽ സൈനിലാക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ചില കുട്ടികൾ കോസിലാക്കി ചെയ്യും, ചില കുട്ടികൾ സൈനിലാക്കി ചെയ്യും. സോ എനിവേ ഇതിനകത്തുനിന്ന് രണ്ട് സൈഡിലും സൈൻ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3x - y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് π/2 എന്ന് കിട്ടും. സോ ഇതിനകത്തുനിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3x ഈസ് ഈക്വൽ ടു മൈനസ് പുറത്തേക്ക് എടുത്താൽ സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് സൈൻ ഓഫ് π/2 മൈനസ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടും. സോ സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ദാറ്റ് ഈസ് 3x ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ വീണ്ടും ട്രയാങ്കിൾ വരച്ചാൽ മതി. ദാറ്റ് മീൻസ് ഇതിനകത്തുനിന്ന് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് തീറ്റ എന്ന് കൊടുക്കുക. 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് തീറ്റ എന്ന് കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് തീറ്റ എന്ന് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് തീറ്റ എന്ന് കൊടുത്താൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, സോ സൈൻ തീറ്റ എക്സ് വെച്ചുകൊണ്ട് ഇതിനെ ഇപ്പം നമുക്ക് മൈനസ് കോസ് 2 തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, മൈനസ് കോസ് 2 തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. 3x - 1 ഉണ്ട്. ഓക്കെ, താങ്ക് യു. കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. 3x - 1 ഉണ്ട്. സോ മൈനസ് കോസ് 2 തീറ്റയാണ്. അപ്പോൾ ഈ കോസ് 2 തീറ്റേനെ സൈനിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? നമ്മുടെ കയ്യിൽ നൊട്ടേഷൻ ഉണ്ട്, ട്രിഗണോമെട്രി. ഇവിടെ ആക്ച്വലി ട്രിഗണോമെട്രിയുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെയും കൂടി ഒരു ഭയങ്കര കളിയാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് 1 മൈനസ് കോസ് തീറ്റ അല്ലേ? 1 മൈനസ് കോസ് 2 തീറ്റ ഈക്വൽ ടു ആണ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ ഈ റിസൾട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മൈനസ് കോസ് 2 തീറ്റയുടെ പ്ലേസിൽ. അപ്പോൾ ഇവിടെ നിന്ന് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എന്ത് വരും? 2 സൈൻ സ്ക്വയർ തീറ്റ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. തീറ്റയുടെ പ്ലേസിൽ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, സൈനും സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സും കൂടി അടുത്ത് വന്നാൽ ഇറ്റ് വിൽ ബി ക്യാൻസൽ. സോ 1 മൈനസ് 2 സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വരും. അത് 1 മൈനസ് 2x² എന്ന് വരും. ദാറ്റ് ഈസ് ഇപ്പുറത്തുള്ളത് 3x - 1. ഇപ്പം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 3x - 1 ഈസ് ഈക്വൽ ടു 2x² - 1. -1 - 1 കട്ട് ചെയ്ത് കളയാൻ പറ്റും.
2x square minus 3x equal to 0, which implies x is equal to 0 no, x equal to 3/2 എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജെയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ തിരിച്ചുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് കമ്പൽസറി. അതായത് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ റൂട്ടുകൾ ഇൻട്രാനിയസ് റൂട്ട് ആകാം അല്ലെങ്കിൽ എക്സ്ട്രാനിയസ് റൂട്ട് ആകാം. എക്സ്ട്രാനിയസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന എക്സ് എല്ലാം തന്നിരിക്കുന്ന ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാത്ത റൂട്ടുകളെ നമ്മൾ എക്സ്ട്രാനിയസ് റൂട്ട് എന്ന് പറയാറുണ്ട്. ആൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ റൂട്ടുകളെ ഇൻട്രാനിയസ് റൂട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് തിരിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ നോക്കിക്കേ. തന്നിരിക്കുന്ന ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. തന്നിരിക്കുന്ന ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 3x - 1 is equal to sin inverse of x minus cos inverse of x എന്നാണ്. You put x is equal to 0, so what you are getting? Sin inverse of -1. x is equal to 0 ila sin inverse of -1 which is equal to എന്ത് വരും? sin inverse of -1 0 minus cos inverse of 0 അല്ലേ. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. സോ ഇത് ട്രൂ ആണോ എന്ന് നോക്കിക്കേ. സൈൻ ഇൻവേഴ്സ് ഓഫ് -1 പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -π/2 to π/2. അപ്പോൾ -π/2 ആണ്, ഇത് -π/2. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 0 എന്നുള്ള വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അടുത്ത വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 3/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എക്സ് ഈക്വൽ ടു 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ദാറ്റ് ഈസ് when x is equal to 3/2 നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ ഇൻവേഴ്സ് ഓഫ് 3x - 1 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 3 × 3/2 - 1 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/2 മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 3/2. ഇത് ആക്ച്വലി ചെക്ക് ചെയ്യുക പോലും വേണ്ട. റീസൺ എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് 3/2 എന്നൊരു വാല്യൂ എടുക്കില്ല മക്കളെ അല്ലേ. സോ കാര്യം സൈനിൻ്റെ വാല്യൂ, സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണ്. സൈൻ ഇൻവേഴ്സിൻ്റെ കൂടെ ഒരിക്കലും ഈ 3/2 എന്ന് പറയുന്ന വാല്യൂ വരില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യുക പോലും വേണ്ട. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസേ വരില്ല. സോ ദാറ്റ് മീൻസ് ഒരൊറ്റ വാല്യൂ ഉള്ളൂ. സോ ദ നമ്പർ ഓഫ് സൊല്യൂഷൻ സാറ്റിസ്ഫൈയിങ് ദ ഗിവൺ ഇക്വേഷൻ ഇസ് ഓൺലി 1. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? എക്സ് ഈസ് ഈക്വൽ ടു 3/2 വരില്ല. കാര്യം സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ 3/2 ഇല്ല അല്ലേ. സോ അപ്പോൾ അത് ചെക്ക് ചെയ്യുക പോലും വേണ്ടായിരുന്നു. ഇവിടെ വെച്ച് തന്നെ നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാം. ബിക്കോസ് 3/2 നോട്ട് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണ്. ബിക്കോസ് സൈൻ ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ടു -π/2 to π/2 അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വാല്യൂ വന്നാൽ നമ്മൾ ആ വെരിഫിക്കേഷൻ പാർട്ട് പോലും ചെയ്യേണ്ട കാര്യമില്ല. സോ ഞാൻ അവിടെ വിട്ടുപോയതാണ്. സോ ഇത് നമ്മളത് അറിയാൻ പറ്റും. അത് എഴുതി വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് അല്ലേ? എസ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഗുഡ്. സോ നമ്മളിങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ തരുമ്പോൾ അതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എല്ലാ കേസിലും ചിലപ്പോൾ ആ ഒരു കണ്ടീഷൻ വർക്കൗട്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ നമ്മൾ ഫോർമുലാസും കാര്യങ്ങളും കണ്ടീഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ വാട്ട് വി ഹാവ് ടു ഡു ഈസ് നമ്മൾ അതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻസും കൂടി നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഇങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന എക്സ് വാല്യൂസ് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്പർ ഓഫ് സൊല്യൂഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 1 സൊല്യൂഷൻ ഇസ് സാറ്റിസ്ഫൈങ്. ഇതിപ്പോൾ ട്രിഗണോമെട്രി ആയതുകൊണ്ട് there is no unique way of solving. ഇതിപ്പോൾ ഞാനിങ്ങനെ സോൾവ് ചെയ്തു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ഇതിനേലും വേറെ എന്തെങ്കിലും സോൾവിങ് അറിയായിരിക്കും. സോ ട്രിഗണോമെട്രി ആയതുകൊണ്ട് there is no unique way of solving the equation. You can use any idea or any result for in that particular situation. ഓക്കെ, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയ യൂസ് ചെയ്താൽ മതി. ആൻസർ എപ്പോഴാണെങ്കിലും കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ, സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു അത് തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. എന്നിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഹൗ ക്യാൻ വി ബിഗിൻ ദ ക്വസ്റ്റ്യൻ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Considering the principal values of inverse trigonometric function, find the value of the expression tan of 2 sin inverse 2/√3 minus 2 cos inverse of 3/√10. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നിങ്ങൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കുള്ള ഐഡിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പറയാമോ? കമൻറ്റ് ചെയ്യാമോ?
സൈൻ ഇൻവേഴ്സ് 2/√3 ഇതിനർത്ഥം എന്താ? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡും ഇത് ഹൈപ്പോട്ടന്യൂസും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ടല്ലോ, 2/√3 എന്നുള്ള വാല്യൂ വരില്ലല്ലോ. അത് 2/√3 ഒരിക്കലും വരില്ല, കാര്യം ഇതിനേലും ചെറിയ നമ്പർ ഒരിക്കലും ഇതാവില്ല. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് ഇസ് √13 ആണേ, ചുമ്മാതല്ല. 2 ഇത് √13. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ഈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 13/4 9 ഇപ്പോൾ 3 വരും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻ ഇൻവേഴ്സ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2/√3നെ നിങ്ങളൊരു ആൽഫ എന്ന് കൊടുക്കുകയാണെങ്കിൽ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 2/√3 ആണ്. ഓക്കെ, സോ ആ ട്രയാങ്കിളാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ട്രയാങ്കിൾ നോക്കാം. ബിക്കോസ് ഈ വാല്യൂസ് എടുത്തുകൊണ്ട് കോസ് ഇൻവേഴ്സ് ഓഫ് 3/√10. അപ്പോൾ കോസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് 3, ഇത് √10, സോ ഇത് 1 ആയിട്ട് വരും. കറക്റ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 2 ടൈപ്പ് ഓഫ് ആംഗിൾ ഉണ്ടല്ലോ, അപ്പോൾ 2 തരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. കോസ് ഇൻവേഴ്സ് ഓഫ് 3/√10നെ ബീറ്റ എന്ന് കൊടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ കോസ് ബീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/√10 എന്ന് എഴുതാം. ഓക്കെ, സൈൻ ആൽഫ 2/√3, കോസ് ബീറ്റ 3/√10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നൊട്ടേഷൻ വെച്ചുകൊണ്ട് എങ്ങനെ ഞാൻ ഈ ക്വസ്റ്റിനെ റീറൈറ്റ് ചെയ്യും? ദാറ്റ് ഈസ് ടാൻ ഓഫ് 2 ഇൻറ്റു ഈ കിടക്കുന്ന ആളിനെ ഞാൻ ആൽഫ എന്നാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ ആളിനെ ബീറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ 2 ആൽഫ മൈനസ് 2 ബീറ്റ. ഓക്കെ, 2 ആൽഫ മൈനസ് 2 ബീറ്റ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 പുറത്തേക്ക് എടുക്കാം അല്ലേ. സോ ദാറ്റ് ഈസ് ടാൻ ഓഫ് 2 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ എന്ന് എടുക്കാം. ഓക്കെ, സോ ഇതെന്ത് ഫോമിലായി? tan 2 theta ഫോമിലായി. tan 2 theta form. How to find out the answer of tan 2 theta form? There is a formula for tan 2 theta. What is it? 2 tan theta divided by 1 minus tan square theta. So that means 2 tan theta divided by 1 minus tan square theta. So ഇതിന്റെ വാല്യൂസ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റും. കാര്യം ടാൻ ഓഫ് ആൽഫ മൈനസ് ബി ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. എന്ത് കണ്ടുപിടിക്കാൻ? ടാൻ ഓഫ് നമ്മുടെ റിക്വയർമെന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഓൺലി ദ വാല്യൂ ഓഫ് ടാൻ ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ, സോ നൗ ഈ ഇക്വേഷനെ ഞാനൊരു 1 എന്ന് പേര് വിളിക്കുന്നു. ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എങ്ങനെ ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ കണ്ടുപിടിക്കാം? നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. എന്താ അത്? ടാൻ ആൽഫ മൈനസ് ടാൻ ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ആൽഫ ടാൻ ബീറ്റ എന്നുണ്ട് അല്ലേ. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ട്രയാങ്കിൾ ഹെൽപ്പ് ചെയ്യും. കാര്യം സൈൻ ആൽഫ ഉണ്ട്, ഡയറക്റ്റ് ടാൻ ആൽഫ എഴുതാൻ പറ്റും നമുക്ക്. എന്താ ടാൻ ആൽഫ എന്ന് പറയുന്നത്? 2/√13 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ 2/3 എന്ന് എഴുതാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് 2/3 മൈനസ് ടാൻ ബീറ്റ. ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് ഓപ്പോസിറ്റും അഡ്ജസന്റും 1/3 അല്ലേ. സോ 1/3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2/3 ഇൻറ്റു 1/3 എന്ന് വരും. ദാറ്റ് ഈസ് 1/3 ഡിവൈഡഡ് ബൈ 9 11/3. സോ അപ്പോൾ ആക്ച്വലി ഇവൻ്റെ വാല്യൂ 1/11 എന്നാണ്. ഓക്കെ, 1/11 എന്നാണ് തന്നിരിക്കുന്ന ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ. ഇതിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ എക്സ്പ്രഷൻ നമ്പർ 1 ആണ് നമുക്ക് വേണ്ടത്. സോ എക്സ്പ്രഷൻ നമ്പറിൻ്റെ വാല്യൂ എന്താ മക്കളെ? ടാൻ ഓഫ് 2 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 2 ഇൻറ്റു ടാൻ ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു 1/11 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/11ൻ്റെ സ്ക്വയർ 1/121. സോ ഇത് സിംപ്ലിഫൈ ചെയ്തേ നമ്മൾ. അപ്പോൾ എന്ത് കിട്ടും? 2/11 ഡിവൈഡഡ് ബൈ 120 ഡിവൈഡഡ് ബൈ 121. ദാറ്റ് ഈസ് 2/11 ഇൻറ്റു 121 ഡിവൈഡഡ് ബൈ 120. 11ഉം 121ഉം കട്ട് ചെയ്ത് പോയി 11 എന്ന് എടുക്കാം. സോ 2ഉം 120ഉം കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് 60 എന്ന് കിട്ടും. ഓക്കെ, സോ ആൻസർ
നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 1 minus tan 2 theta, 2 tan theta divided by 1 minus tan square theta, 2 tan theta, tan of alpha minus beta യുടെ വാല്യൂ tan alpha minus tan beta, tan alpha യുടെ വാല്യൂ 2/3, 2/3 minus 1/3 plus 1 into 2/3 into 1/3, so 1/3 divided by ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇത് 9 ആണ് കേട്ടോ. ഇതൊരു പ്രശ്നം വന്നു, ഓപ്ഷനിൽ കിടക്കണ ആൻസർ കിട്ടുന്നില്ല. സോ 11/9 ആണ്. സോ 11/9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 1/3 ഇൻറ്റു 9/11 എന്ന് വരും. അപ്പോൾ 3/11 ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1/11, അതുകൊണ്ട് കാൽക്കുലേഷനിൽ ചെറിയൊരു പ്രശ്നം പറ്റി. സോ 3/11 ആണ് നമ്മുടെ ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ. ഇനി കിട്ടിക്കോളും 1 മൈനസ് 9/121 ഇനി കിട്ടിക്കോളും. സോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും ആൻസർ കിട്ടത്തില്ല കേട്ടോ. 121 മൈനസ് 9 എന്ന് പറയുമ്പോൾ 121 മൈനസ് 9 എന്ന് പറയുമ്പോൾ 112 ഡിവൈഡഡ് ബൈ 121. ഓക്കെ, കറക്റ്റ് അല്ലേ? 121 ഡിവൈഡഡ് ബൈ 121 സോ 11ഉം 121ഉം കട്ട് ചെയ്ത് കളയാം നിങ്ങൾക്ക്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് 11 ആണ്. ദെൻ പിന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നത് ആൻസർ കിട്ടത്തില്ലേ 33/56. അപ്പോൾ ഇത് 3/11, 121 മൈനസ് ഇത് 121, 11 ടൈംസ്, സോ 33. ഇവിടുത്തെ ഇവിടെ ഒരു 2 ഉണ്ട്, 2 tan ബീറ്റ. 2 ഇട്ടിട്ടില്ല, അപ്പോൾ അതനുസരിച്ച് tan 2 ഓഫ് ആൽഫ മൈനസ് ബീറ്റ 2 ഉണ്ടല്ലോ, അപ്പോൾ ആ 2 വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു 2 കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2ഉം 112 കൂടി കട്ട് ചെയ്ത് പോയിട്ട് 56. അപ്പോൾ 33/56 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. കാൽക്കുലേഷൻ കുറച്ചുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യണം. സോ 33/56 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്. 33/56 ഓപ്ഷൻ നമ്പർ 2 കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, നേരത്തെയുള്ള മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ മെയിൻസിന് ആണല്ലോ ഒരു പുതിയ ട്രെൻഡും കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പുതിയ പാറ്റേണിലൊക്കെ വന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഈ ഒരു 2026 ഷിഫ്റ്റിൽ റിപ്പീറ്റഡ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ദ നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക്കിന്റെ ഫോമിൽ മോഡുലസ് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഇതിന് മുന്നിട്ടുള്ള പല പ്രഡിക്ഷൻ ലൈവുകളിലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ ഇതാണ്, ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യന്റെ റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ ചെയ്ത് നോക്കി നിങ്ങൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അവിടെ എന്താ പ്രശ്നം പറ്റുന്നതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. x-1 അവിടെ മോഡുലസ് ഇല്ല, പക്ഷേ വെറും x-1 എന്ന് എഴുതുന്നതും ഇതിനെ mod x-1 എന്ന് എഴുതുന്നതും സെയിം തന്നെയാണ്. -5 ഇൻറ്റു mod x-1 പ്ലസ് 6 is equal to 0. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് mod x-1 is equal to t കൊടുത്താൽ t² - 5t plus 6 is equal to 0 എന്ന് വരും. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3ഉം 2 ആയിട്ട് എടുക്കാം. സോ ടിയുടെ വാല്യൂ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് mod x-1 3, mod x-1 2 ആണ്. That is x-1ന്റെ വാല്യൂ +or-3, x-1ന്റെ വാല്യൂ +or-2. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 4 ഇവിടെ നിന്ന് വരും, -2 ഇവിടെ നിന്ന് വരും, ആൻഡ് എക്സിന്റെ വാല്യൂ ഇവിടെ നിന്ന് വരാൻ പോകുന്നത് ദാറ്റ് ഈസ് എന്തൊക്കെയാ, x is equal to 3 വരും, -1 വരും. ഇതിന്റെ എല്ലാം കൂടി സം ഓഫ് ദ റൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവരെല്ലാവരും കൂടി ആഡ് ചെയ്താൽ മതി. സോ ഇവർ ആഡ് ചെയ്യുമ്പോൾ റിക്വയർഡ് സം എന്ന് പറയുന്നത് 4 + -2 + 3 - 1. സോ 7 - 3 ദാറ്റ് ഈസ് 4 എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സോ ഓപ്ഷൻ നമ്പർ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 1 കറക്റ്റ് ആൻസർ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നന്നായി ചെയ്യാൻ പഠിച്ചിരിക്കണം കേട്ടോ. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഒന്നുമില്ല, മോഡുലസിൻ്റെ ഡെഫിനീഷനാണ്. മോഡുലസിൻ്റെ ഡെഫിനീഷനും ക്വാഡ്രാറ്റിക്കിൻ്റെ ആപ്ലിക്കേഷനും കൂടി ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നിർത്താവുന്നതാണ്.
ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ 3 മണിക്ക് നമ്മുടെ അടുത്തൊരു സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാർ വിൽ കണ്ടിന്യൂ ദ റിമൈനിങ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം. സോ ട്രിഗണോമെട്രിയുടെയും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെയും ക്വാഡ്രാറ്റിക്കിൻ്റെയും കുറച്ചൊരു കൂടുതൽ തവണ റിപ്പീറ്റഡ് ടെൻഡൻസിയിൽ വന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ടൈപ്പിൽ നിങ്ങളൊരു 2026 ബേസ്ഡ് തന്നെ പഠിച്ചോളൂ. ബാക്കിയുള്ള പ്രീവിയസ് ഇയേഴ്സും ചെയ്യണം. ബട്ട് നമ്മുടെ കയ്യിലുള്ള ജസ്റ്റ് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് 2026 ട്രെൻഡാണ്. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു എല്ലാ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഫോർമുല ബേസ്ഡും ചോദിച്ചാൽ എവിടെ നിന്നൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് ഐ ഡി യൂസ് ചെയ്തത്, ലെങ്തി പ്രോബ്ലം വന്നപ്പോൾ അതെങ്ങനെ ഹൗ വാസ് ഇറ്റ് ബി എന്താണ് സോൾവ് എന്നൊക്കെയുള്ള ഒരു ഐഡിയയൊക്കെ ജസ്റ്റ് ഡെവലപ്പ് ചെയ്താൽ മതി. സോ ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഈ ലൈവിൻ്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങളുടെ ഫുൾ തിയറി പഠിപ്പിക്കലല്ല. വി ആർ ജസ്റ്റ് ഗോയിങ് ത്രൂ സോ മെനി പ്രോബ്ലംസ്. വൈൽ ഡൂയിങ് ദോസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും ദാറ്റ് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ഓൺ യുവർ JEE. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ JEE എൻട്രൻസ് എക്സാമിനേഷൻ. താങ്ക് യു സോ മച്ച്. ദ അതർ സർ ഇസ് വെയിറ്റിംഗ്. സോ താങ്ക് യു. Hi, JEE Express Mathematics Grand Finale. I am Saju Varghese. I will discuss 3 important chapters: straight line, circle, conic sections. So, moreover,
minimum 3 questions asked from these chapters. So let's go to first question. Look here. A rectangle is formed by the lines x equal to 0, y equal to 0, x equal to 3 and y equal to 4. Let the line L be perpendicular 3x plus y plus 6 equal to 0 and divide the area of the rectangle into two equal parts. Then the distance of the point 1 by 2 comma minus 5 from the line L is equal to. Okay. നമ്മൾ കോണിക് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റഫായിട്ട് വരച്ചാൽ മതി. ദിസ് ഈസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. നമുക്ക് പറയുന്നത് ദിസ് എ സ്ട്രെയിറ്റ് ലൈൻ x equal to 0 here, x equal to 0 this y axis, y equal to 0 x axis, x equal to 3, this is x equal to 3 and y is equal to 4 here, y is equal to 4, x equal to 3, y is equal to 4. Look, ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ഇത് 3 ആണ്. x equal to 3, y is equal to 4, isn't it? So straight line 3x plus y plus 6 equal to 0. 3x plus y plus 6 is equal to 0 എന്ന് പറഞ്ഞ straight line. ഇത് straight line. ഈ straight line എന്താണ് നമുക്ക് പറയുന്നത്? Then the distance of the point, the area, and divide the area of the rectangle into two equal parts. രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യും. ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഈ സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ആയ. നോക്കൂ, ലെറ്റ് ദ ലൈൻ എൽ ബി ദ പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. ഈ ലൈൻ പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈൻ ഏതാണ്? 3x പ്ലസ് വൈ പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ, ഇതിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ. നോക്കൂ, ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ ഇതിനെ ഈക്വലായി കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ പാസിങ് ത്രൂ ദ മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. ഏതിൽ? മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് 3/2. ഇവിടെ എന്തായിരിക്കണം? 3/2 ആണ്. കോമ 0 ആണ്. ഇതെത്രയാണ്? 2 ആണ്. അപ്പോൾ ഈ പോയിന്റ് എത്രയാണ്? 3/2 കോമ 2 ആയിരിക്കണം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എല്ല് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ സ്ലോപ്പ് നിങ്ങൾക്കറിയാം. സ്ലോപ്പ് ഈ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ ദ -1 ബൈ സ്ലോപ്പ് ഓഫ് ദിസ് ലൈനാണ്. സ്ലോപ്പാണ് നമ്മൾ എഴുതുന്നത്. സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു -1 ബൈ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. -1 ബൈ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എന്ന് വെച്ചാൽ -1 ഡിവൈഡഡ് ബൈ -3, ദറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഹിയർ. Then equation of line L. Equation of line L is this straight line. ഇതാണ് L. This line is passing through 3/2 comma 2. Why? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്യുന്നു? ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ y minus 2 equal to 1/3 into x minus 3/2. So this is equal to 3y minus 6 equal to x minus 3/2. So what? This is equal to 2x minus 6y. 2x minus 6y. This is 3 minus 3 plus 6 plus 3
equal to 0. ഇതാണ് ആരുടെ ഇക്വേഷൻ? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. പ്ലസ് 9 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. 2x ഡിവൈഡഡ് ബൈ 3 ആണ്. Then 3y minus 6 is equal to x minus 3 by 2. X minus 3 by 2, isn't it? So 2x minus 6y. This is 6 minus. But നമുക്ക് വരുന്ന ടേംസ് this is equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ 6x. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x minus 6y plus 12 minus 3 equal to 0. What is this? 2x minus 6y plus 9 equal to 0. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഏത് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്? ഈ ലൈനുമായിട്ട് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ടു perpendicular distance, that is equal to the modulus of 2 into 1 by 2 1 plus 30 plus 9 divided by root of 4 plus 36 root 40 by root 40, that is equal to root 40. So answer is 2 root 10. Third option. Okay, go to next question. Let the angles made with the positive x-axis by two straight lines drawn from the point P2, 3 and meeting the line x plus y is equal to 6 at a distance root of 2 by 3 from the point P, be theta 1 and theta 2, then the value of theta 1 plus theta 2. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിഗർ വരയ്ക്കുക. This is x-axis and y-axis. The straight line. X plus y equal to 6. X plus y is equal to 6. X plus y is equal to 6 ആണ്. 6. Okay. ഇവിടുന്ന് നമുക്ക് പറഞ്ഞ പോയിന്റ് 2,3, this point P 2,3. പോയിന്റ് P 2,3. ഒരു രണ്ട് ഡിസ്റ്റൻസിൽ നമുക്ക് രണ്ട് ലൈൻസുകളുണ്ട്. there are 2 lines. രണ്ട് ലൈൻസുകൾ വരുന്നു. അതൊക്കെ ഒരു ലൈൻസ് ഇത് ഇങ്ങനെയായിരിക്കാം, ഒരു ലൈൻസ് ഇത് ഇങ്ങനെയായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. നിങ്ങൾ അറിയേണ്ടത് ഈ ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് വാട്ട് 2/3 ആണ്. isn't it? 2/3 ആണ്. രണ്ടിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആണ്. This is theta 1. This angle is theta 2. Isn't it? Then we want or required to find theta 1 plus theta 2. നമുക്ക് വേണ്ടതാരാ? theta 1 plus theta 2. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഈ ഒരു പോയിന്റ് ഇവിടെ x1 y1 ഈ ഡിസ്റ്റൻസ് r ആണെങ്കിൽ കോർഡിനേറ്റ് കാണാൻ സിമെട്രിക് ഫോം, സ്ട്രെയിറ്റ് ലൈനിന്റെ സിമെട്രിക് ഫോം ഓർക്കുണ്ടോ? സിമെട്രിക് ഫോം ഫോർമുല, സിമെട്രിക് ഫോമിൻ്റെ ഫോർമുല. പോയിന്റ് എടുക്കുന്നത് എങ്ങനെയാ? പോയിന്റ് എങ്ങനെ എടുക്കണ? x1 പ്ലസ് r cos തീറ്റ y1 പ്ലസ് r sin തീറ്റ. isn't it? ഇവിടെ നമുക്ക് വരുന്നത് എങ്ങനെയാ? ഈ പോയിന്റ് നമുക്ക് എടുക്കുന്നത് എങ്ങനെയാ? x1 എന്ന് വെച്ചാൽ 2,3 അല്ലേ? 2 പ്ലസ് r റൂട്ട് ഓഫ് 2/3 അല്ലെങ്കിൽ ഇവിടെ നമുക്ക് r എന്ന് എഴുതിക്കും, r cos തീറ്റ y1 3 പ്ലസ് r sin തീറ്റ. ആക്ച്വലി ഈ പോയിന്റാണത്.
ആ പോയിന്റ് ഏതിലാണ് കിടക്കുന്നത്? ദിസ് പോയിന്റ് ഈസ് ലൈസ് ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6 അല്ലേ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6ലാണ് കിടക്കണേ. അപ്പോൾ 2 പ്ലസ് ആർ കോസ് തീറ്റ പ്ലസ് 3 പ്ലസ് ആർ സൈൻ തീറ്റ ഈക്വൽ ടു 6 ആണ്. ഏത്? ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നത്. ഈ പോയിന്റ് എഴുതിയിരിക്കുന്നത്. സോ വാട്ട് ദിസ് ഈസ് ഈക്വൽ ടു ആർ നമുക്ക് എത്രയാണ്? റൂട്ട് ഓഫ് 2/3. ആർ 2/3 റൂട്ട് ഓഫ് 2/3 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു 2 plus 3 5 6 minus 5 1, isn't it? Cos theta plus sin theta is equal to root 3 by root 2. Root 3 by root 2. So actually this value is, the value നമുക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ വാല്യൂസ് 3 എന്ന് പറഞ്ഞത് 2/√3 ആണ്. 2/√3. 2/√3. This is equal to 2/√3. Isn't it? So this is equal to √3 divided by 2. So you can write cos theta plus sin theta, trigonometry formula, √2 into oh, ഒരു കറക്ഷൻ ഇല്ല കേട്ടോ. റൂട്ട് ഓഫ് ആണ് തന്നെ, നമുക്കിവിടെ എന്താ വരുന്നത്? റൂട്ട് ഓഫ് √3 ഡിവൈഡഡ് ബൈ √2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 divided by √3. This is equal to √3 by √2. ഇവിടെ നമുക്ക് √2 into cos theta plus sin theta, √2 into cos of എന്നത് എഴുതാം, അല്ലെങ്കിൽ sin of ഇവിടെ √2 into 1/√2 cos theta plus sin theta into 1/√2, അതായത് sin of theta plus pi/4. This is equal to √3/√2. Then sin of theta plus pi/4. This is equal to √3/2. Isn't it? ഈ വാല്യൂസ് രണ്ട് വാല്യൂസ് വരാമെങ്കിൽ this is equal to theta plus pi/4. Theta plus pi/4 is equal to, ഇത് pi/3 ആവാം, other case is equal to pi minus pi/3 or 2pi/3 വരാം. Then theta values, theta 1 is equal to pi/3, pi/6, pi/3 minus pi/4 or 2pi/3 minus pi/4. Isn't it? Another case, this is theta 1, this case is equal to theta 3, this is equal to theta 2. Isn't it? So this is equal to pi/12. Theta 1. What is theta 2? Theta 2 is equal to 5 pi/4. 12. The sum is equal to 6 pi/12. Then theta 1 plus theta 2 is equal to, theta 1 plus theta 2 is equal to 6 pi/12, that is pi/2. Pi/2 is an answer. Okay. Go to next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, among the statements S1, if A 5, -1 and B -2, 3 are two vertices of a triangle whose orthocenter is 0, 0 origin, then the third vertex is -4, -7 and S2 is equal to S2 if the positive numbers 2A, B, C are three consecutive terms of an AP, then the
lines ax plus by plus c equal to 0 are concurrent at 2 comma minus 2. നമുക്കപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം, അല്ല ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കല്ലേ? ട്രയാങ്കിൾ വരച്ചു. നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ട്രയാങ്കിൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞേക്കണം? എ 5 comma minus 1, b 5 comma minus 1, b minus 2 comma 3, c നമുക്ക് തന്നിട്ടില്ല. സിക്ക് നമുക്ക് h comma k, h comma k, c is an h comma k. നമ്മളോട് പറയുക എന്താണ്? ഓർത്തോസെൻറ്റർ ഒറിജിൻ ആണ്. ഓർത്തോസെൻറ്റർ ഒറിജിൻ ആണെങ്കിൽ ലുക്ക് ഹിയർ, ഓർത്തോസെൻറ്റർ ഒറിജിൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ പെർപെൻഡിക്കുലറായിട്ട് വരച്ചു. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് പെർപെൻഡിക്കുലറായിട്ട് വിചാരിച്ചു, ഇത് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കും. ഇതാണ് ഈ പെർപെൻഡിക്കുലർ ആൾട്ടിറ്റ്യൂഡ്സിൻ്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് ഒറിജിൻ. ഒറിജിൻ O 0 0 0 0, isn't it? നമുക്ക് ഈ ടേംസിന് നമുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ലൈന് ബി സിയുടെ, ഇപ്പോൾ നമുക്ക് ഈ ടേംസിൽ ദ സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു എം എ ബി, സ്ലോപ്പ് എ ബി into slope of OC, slope of OC. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും, isn't it? സ്ലോപ്പ് ഓഫ് എ ബി 3 minus -1 4 divided by -2 minus 5 -7 into slope of OC k divided by h equal to -1 ആണ്. Then 4k is equal to 7h. ഒരു ഇക്വേഷൻ കിട്ടി. 4k is equal to 7h. Then അടുത്തത് നമുക്ക് സ്ലോപ്പ് ഓഫ് OA into slope of BC. പെർപെൻഡിക്കുലർ അല്ലേ? ആൾട്ടിറ്റ്യൂഡ്സുകളല്ലേ? പെർപെൻഡിക്കുലർ ആണല്ലോ. ഇത് പെർപെൻഡിക്കുലർ ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. OAയുടെ സ്ലോപ്പ് OA ദാറ്റ് ഈസ് ഈക്വൽ ടു -1 divided by -1 divided by 5 into slope of this case 3 minus k divided by y2 minus y1 divided by -2 minus h, -2 minus h, that is equal to -1. Then 3 minus k equal to 5 into 2 minus h, 5 into 2 minus h, isn't it? 5 into 2 plus h, minus 2 plus h. So this case is equal to 5h plus k equal to 5h plus k is equal to 10. 3 minus 10 minus 7. This is the second equation. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുക. ഓക്കെ, രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുക. k minus 3 then 5h plus k is equal to 3 minus. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എച്ചിനും കെയ്ക്കും വാല്യൂസ് കിട്ടും. എച്ച് കെ തേർഡ് വെർട്ടെക്സ് നമുക്ക് കിട്ടുന്നത്, തേർഡ് വെർട്ടെക്സ് എന്താ കിട്ടുന്നത്? തേർഡ് വെർട്ടെക്സ് എച്ചും കെയും ആണ് തേർഡ് വെർട്ടെക്സ്. തേർഡ് വെർട്ടെക്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് തേർഡ് വെർട്ടെക്സ് സോൾവ് ചെയ്താൽ മതി.
ഈ 4k വാല്യൂസ് ഇവിടെ h ന്റെ വാല്യൂസ് കൊണ്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർത്ത് വെർട്ടെക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു -4, -7 ആണ്. -4, -7 കിട്ടും. Isn't it? -4, -7. Then ഇത് തേർഡ് വെർട്ടെക്സ് നമുക്ക് ഇവിടെ കിട്ടിയാൽ ഈ വാല്യൂസ് കിട്ടിയില്ലേ, അത് ഇത് തന്നെയാണ് വാല്യൂസ്. Isn't it? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് S1 ട്രൂ ആണ്. S1 is true. S1 ട്രൂ ആണ്. S2 ആണ്. S1 is true. S2നെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നോക്കൂ. ഇവിടെ നമുക്ക് വരുന്നത് പോസിറ്റീവ് വാല്യൂസ് 2a. അപ്പോൾ b is equal to നമുക്ക് എന്ത് വരുന്നു, b is equal to AP ആണെങ്കിൽ b is equal to 2a plus c divided by 2 ആണ്. So what? 2a minus 2b plus c is equal to എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ലൈന് ax പ്ലസ് നിങ്ങൾ ഈ പറഞ്ഞ ax പ്ലസ് by പ്ലസ് സി is equal to 0 എന്ന് പറഞ്ഞ ലൈൻ പാസ് ചെയ്യുന്ന കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ പാസ് ചെയ്യുന്ന പറഞ്ഞ പോയിന്റ് എക്സിൻ്റെ സ്ഥാനത്ത് 2, ഇവിടെ 2, വൈയുടെ സ്ഥാനത്ത് -2 അല്ലേ. ദിസ് ലൈൻ ഈസ് പാസിങ് ത്രൂ 2, -2. 2, -2 പാസ് ചെയ്യുന്നല്ലേ. 2a minus 2b plus c is equal to 0 അല്ലേ. ഇറ്റ് സാറ്റിസ്ഫൈ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇത് കൺകറന്റ് ആണ്. ദിസ് ലൈൻ ദിസ് ഈസ് 2, -2. ഇതും ശരിയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ. യെസ്, വെരി ഗുഡ്. Second one only S2 is correct. Okay, go to next question. Let A 1, 2 and C -3, -6 be two diagonally opposite vertices of a rhombus whose sides AD and BC are parallel to the line 7x minus y is equal to 40. If B alpha comma beta are the other two vertices, then the modulus of alpha plus beta plus gamma plus delta is equal to. അപ്പോൾ എൻ്റെ അവിടുത്തെ പാരലോഗ് ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, വെർട്ടിസസ് ഓഫ് റോംബസ് ആണ്. റോംബസ് റോംബസിൽ ഡയഗണലുകൾ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട് അല്ലേ. ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു പാരലായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കോർഡിനേറ്റ്സുകൾ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സുകൾ നമുക്ക് ഏതൊക്കെയാണ്. എയുടെ പോയിന്റ് എ, is equal to 1, 2. Then C -3, -6. ഇത് ബി. ബിയിൽ നമുക്ക് പറഞ്ഞാൽ ആൽഫ ബീറ്റ. Then D beta gamma delta. The other two vertices of ആണ് ചോദിച്ചേക്കണം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് എടുക്കാം. മിഡ് പോയിന്റ് എം. മിഡ് പോയിന്റ് എം എന്ന് വരും -2. M is -3 plus 1 -2 by 2 -1. -6 plus 2 -1 -2. -1 -2. -1 -2. Isn't it? -1 -2. അതിന് മിഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നു.
Then with the line equation, this equation of this line is 7x minus y equal to 14, isn't it? Here, this equation is the slope of this is perpendicular. Slope of AC slope of AC is equal to minus 6 2 minus 6 8 divided by 1 minus 3 4. This is equal to 2 But slope of BD and slope of BD equation slope of BD is equal to minus 1 by 2. Now equation of BD equation of BD BD passing the point minus 1 minus 2 equation of BD equation of BD that is equal to equation of BD y minus y1 y minus y plus 2 equal to minus 1 by 2 into x plus 1. So this is equal to 2y plus 4 equal to minus x minus 1. Then x plus 2y plus 5 equal to 0. That equation BD equation, isn't it? Equation of BD is this. BD equation. This BD we can delta this line slope equation of equation of AD because AD parallel to this line 7x minus y equal to 14 AD is parallel. AD is parallel. This parallel slope same slope is equal to 7 AD. Equation of AD is y minus 2 equal to slope 7 into x minus 1, isn't it? So this case is equal to, what are the values? 7x minus y minus 7 plus minus 5 equal to 0. AD equation. Then AD equation gamma values gamma delta equation times second equation BD and AD passes through alpha comma delta. Then equation supply gamma plus 2 delta plus 5 is equal to 0. Then 7 gamma minus delta minus 5 is equal to 0. These two equations solve gamma and delta. Gamma delta gamma is equal to 1 by 3 and delta is equal to gamma is equal to 1 by 3 and delta is equal to minus 8 by 3. This is 1 by 3 minus 8 by 3. But fourth vertex of the parallelogram. Fourth vertex of the parallelogram, this is equal to what? Fourth vertex alpha alpha is equal to 1 minus 1 by 3 plus this, that is minus 3, isn't it? So that is equal to 3 minus 1 2 by 3 minus 3. So this is equal to minus 10 minus 7 by 3. Minus 7 by 3. Alpha is minus 7 by 3. What is beta? Beta is equal to A minus B plus C. Beta is equal to 2 minus 2 plus 8 by 3. Minus is plus minus 6. So that is equal to minus 4 plus 8 by 3. 12 minus 4 by 3. This is the fourth vertex alpha comma beta.
Then we want modulus of alpha plus beta plus gamma plus delta. This is equal to the modulus of alpha, beta, gamma. Alpha minus 7 by 3, minus 4 by 3. Then this is plus 1 by 3, minus 8 by 3, isn't it? So this is equal to minus 11, 10, minus 8, minus 6. Modulus of minus 6. This is equal to 6. Answer 6. First option. Okay. How did it will find the other vertices? മൂന്നാമത്തെ വെർട്ടിക്സ് നാലാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിച്ച മെത്തേഡ് എ മൈനസ് ബി പ്ലസ് സി എന്ന് എടുത്താൽ മതി കേട്ടോ. ഈ വെർട്ടെക്സ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എടുത്താലും മതി. ഇതായത് സി പ്ലസ് ഏതെങ്കിലും ഓർഡറിൽ എടുത്തോ, ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ എടുത്തോ. 1 മൈനസ് ദിസ് പ്ലസ് ദിസ്, അതാണ് x1 മൈനസ് x2 പ്ലസ് x3. ഓക്കെ ഫോർ ദി ഇക്വേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് ABC be an equilateral triangle with orthocenter at origin and side BC on the line x plus 2 root 2y equal to 4. If the coordinates of the vertex A are alpha comma beta, then the greatest integer less or equal to modulus of alpha plus 2 beta. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ത് ലൈനാണ്, എന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ABC. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ABC ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയിൽ A the alpha comma beta, BC BCയുടെ സൈഡ് BC എന്ന് പറഞ്ഞാൽ x പ്ലസ് 2 root 2y ഈക്വൽ ടു 4 ആണ്, isn't it? പിന്നെ അവിടെ പറയുന്നത് എന്താണ്? ഓർത്തോസെന്റർ അറ്റ് ഒറിജിൻ ആണ്. ഇവിടെ ഒറിജിനിലാണ് ഓർത്തോസെന്റർ. ഇവിടെ ഒറിജിൻ. അപ്പോൾ എന്താ വെച്ചാൽ ദിസ് ഈസ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇൻ ദ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഓർത്തോസെന്റർ, സർക്കംസെന്റർ, സെൻട്രോയിഡ് ആർ സെയിം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് റേഷ്യോ 2:1 എന്നുള്ള റേഷ്യോ ആയിട്ട് എടുക്കാം. ഇത് ഡി എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് തന്നെയായിരിക്കും ഇത്, അല്ലേ? കാരണം ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഓർത്തോസെന്റർ, ഇൻസെന്റർ, സർക്കംസെന്റർ എല്ലാം സെയിം ആണ്. ഓക്കെ. ഇനി നമ്മളുടെ ഇവിടുത്തെ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ട് ചെയ്യാൻ മതി. സ്ലോപ്പ് ഓഫ് നമുക്കിവിടെ സ്ലോപ്പ് ഓഫ് BC ഇൻറ്റു സ്ലോപ്പ് ഓഫ് OA ഈക്വൽ ടു -1 ആയിരിക്കും. OAയുടെ സ്ലോപ്പ് ഓഫ് BC എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? y ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ ടേംസിൽ -1 by root 2 -1 by 2 root 2 ഇൻറ്റു OAയിൽ നമുക്ക് വരുന്നത് ബീറ്റ ബൈ ആൽഫ ഈക്വൽ ടു -1 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ബീറ്റ ഈസ് ഈക്വൽ ടു 2 root 2 ആൽഫ എന്ന് വന്നു. ദ ഫസ്റ്റ് ഇക്വേഷൻ. ബീറ്റ ഈസ് ഈക്വൽ ടു 2 root 2 ആൽഫ, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ടോട്ടൽ ODയുടെ ഡിസ്റ്റൻസ് കാണാമല്ലോ, എന്നിട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താലും മതി. ഡിസ്റ്റൻസ് OD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് OD എന്ത് വരുന്നു? OD ഒറിജിനൽ OD ഈസ് ഈക്വൽ ടു നമുക്ക് ഒറിജിനൽ എന്നുള്ള ഡിസ്റ്റൻസ് 4 ഡിവൈഡഡ് ബൈ modulus of 4 divided by root of 1 plus 4 into 8, that is equal to 4 by 3 ആണ്. ഇത് 2:3 ആയതുകൊണ്ട് OA എന്തായിരിക്കും? OA
is equal to 8 by 3 ആണ്. Then AD is equal to അതിൻ്റെ സം ആയിരിക്കും. AD is equal to എത്ര വരും? 12 by 3 4 ആണ്. AD 4 ആണ്. AD 4 ആണ്. That 4 is equal to ആ 4 എന്തെന്ന് എഴുതാം? ഈ perpendicular distance 4 is equal to OD perpendicular distance is equal to modulus of alpha plus 2 root 2 beta minus 4 divided by square root of 1 plus 8 ആണ്. ഇത് പ്ലസ് ഓർ മൈനസ് നമുക്ക് വരും അല്ലേ? ദെൻ രണ്ട് വാല്യൂസിൽ വരും, പ്ലസ്സിലും വരും മൈനസിലും വരും. പ്ലസ് ഓർ മൈനസ് നമുക്ക് എഴുതാം. അതായത് ആൽഫ പ്ലസ് 2 root 2 beta 2 root 2 beta alpha plus 2 root 2 beta equal to 2 root 2 beta minus 4 equal to, this is plus or minus 3 12 here. Plus or minus 8 എഴുതിക്കോ. പ്ലസ് അപ്പോൾ ആൽഫ പ്ലസ് 2 ബീറ്റ 2 root 2 ബീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്ലസ് 4 പ്ലസ് ഓർ മൈനസ് വാല്യൂസ് നമുക്ക് ടേംസിൽ പ്ലസ് ഓർ മൈനസ് നമുക്ക് കിടക്കുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 12 പ്ലസ് 4 isn't it? Alpha plus 2 root 2 beta 2 root 2 beta that is equal to minus 8 or 16. ഇവിടുത്തെ വാല്യൂസ് 0 and alpha beta are same side. 0 same side ആണെങ്കിലോ 0 0 and alpha comma beta lies on same side of ആരുടെ BC. അപ്പോൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? -4 ലെസ് ദാൻ 0 ആണ്, ലെസ് ദാൻ ആണ്. അപ്പോൾ അടുത്ത ടേംസിൽ കണ്ടില്ലേ ഇത് ലെസ് ദാനാണ് വേണ്ടത് നമുക്ക്. എക്സ് പ്ലസ് 2 root 2 എക്സ് പ്ലസ് അല്ലെങ്കിൽ ആൽഫയുടെ ടേംസ് കൊടുത്താൽ ആൽഫ പ്ലസ് 2 root 2 ബീറ്റ -4 ഷുഡ് ബി ലെസ് ദാൻ 0 ആയിരിക്കണം. ഇത് ലെസ് ദാൻ 0 ആയിരിക്കണം. isn't it? So alpha comma beta നമുക്ക് കിട്ടുമ്പോൾ ആൽഫ കോമ ബീറ്റ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വാല്യൂസ് ആണ് എടുക്കേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ഇതിൽ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം നമുക്ക്. ബീറ്റ ഈസ് ഈക്വൽ ടു 2 root 2 ആൽഫ. ഇതിനകത്ത് നെഗറ്റീവ് വാല്യൂസ് എടുത്താൽ മതി, -8 എടുത്താൽ മതി. അപ്പോൾ ആൽഫയും ബീറ്റ നമുക്ക് കിട്ടുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ കോമ ബീറ്റ ഈസ് ഈക്വൽ ടു -8/9 കോമ -8/9 കോമ -16 root 2 divided by 9. isn't it? ആ ടേംസ് നമുക്ക് വേണം. ഇനി നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ആൽഫ പ്ലസ് ദ മോഡുലസ് ഓഫ് ആൽഫ പ്ലസ് -8/9 root 2 beta root 2 -32/9. So that is equal to 40/9 -40/9. 4 point something, the answer is 4. 4 point something, the answer is equal to 4. Okay? Can we go to next question? Yes. Go to the question like more. Then next questions, letter A 1, 0. A 1, 0, B 2, -1. 2, -1. This is 2, -1. 2, -1. -1, 2, -1 ആണ്. And C 7/3, 4/3 be the points in the equation of bisector of angle ABC is alpha x plus beta y is equal to 5. Then the value of alpha square plus beta square. Then the value of alpha square plus beta square. അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ ആംഗിൾ ബൈസെക്ടർ അല്ലേ, ശ്രദ്ധിക്കേണ്ടത് ABC ആണ്.
ഇവിടെയാണ് നമുക്ക് ടേംസിൽ വേണ്ടത് അല്ലേ. എ ബി സി നോക്കൂ, ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ A is equal to 1, 0, B is equal to 2, -1, A 1, 0, B 2, -1, C is 7/3, 4/3. ഇതിനെ ബൈസെക്ട് ചെയ്യല്ലേ, എവിടെ ബൈസെക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ എടുക്കുന്നത് ഈ ടേംസിന് നിങ്ങൾ ഇതിപ്പോൾ ഡി ആണെന്ന് വിചാരിക്കും. നമ്മുടെ ഇവിടുത്തെ ടേംസ് എ ഡി ഡിവൈഡഡ് ബൈ, നോക്കൂ, എ ഡി ഡിവൈഡഡ് ബൈ ഡി സി, എ ഡി ഡിവൈഡ് ബൈ ഡി സി, ദറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ബി സി. എ ബി ഡിവൈഡഡ് ബൈ ബി സി ആണ്. എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? എ ബി is equal to then 1 root 1 plus 1 root 2 divided by BC. BC is equal to square root of 4 minus 1, 4 plus 1, 7/3, the whole square, 49/9. 49/9 plus then 7/3 minus 2, 6, 1/9, that is equal to 50. 50/9, 50/9, 50/9, that is equal to 5 root 2 divided by 3, 5 root 2 divided by 3, so this is equal to 3/5. ഈ റേഷ്യോ 3/5 ആണ്. ഉണ്ടോ? അപ്പം ഇനി ഡി നമുക്ക് എടുക്കാമല്ലോ. ഡി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയില്ലേ? ഡി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയാൽ നമുക്ക് എന്തിൻ്റെ ഇക്വേഷൻ എഴുതാം? ബി ഡിയുടെ ഇക്വേഷൻ എഴുതാം. isn't it? ഇതിൻ്റെ പോയിന്റ് നമുക്ക് വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് എടുത്താൽ മതി. ഡി നമുക്ക് കിട്ടിയാൽ ഡി എന്താ പറഞ്ഞത്? ഡി ഈസ് ഈക്വൽ ടു അവിടെ 3 into this 7 plus 5 into 1 5 divided by 8 comma 3 into 4 plus 4 divided by 8, so this is equal to 12/8, so 3/2 comma 1/2, 3/2 comma 1/2. ഈ ഇക്വേഷൻ ഓഫ് ബി ഡി ആണല്ലോ. ആ ബി ഡി കമ്പയർ ചെയ്താൽ പോരെ, ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ മതിയല്ലോ. ഇക്വേഷൻ ഓഫ് ബി ഡി y minus y1 is equal to y2 minus y1 divided by x2 minus x1 into x minus x1 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് that is equal to y minus y1 y plus 1, that is equal to y2 minus y1 divided by x2 minus x1, നമുക്ക് that is equal to -3 into y2 minus y1 divided by x2 minus x1 -3 into x minus 2, so this is equal to -3x, അപ്പോൾ 3x plus y, this is equal to -6 minus plus 6, equal to 5. What is alpha? Alpha is equal to 3, beta is equal to 1, then alpha square plus beta square is equal to 10, alpha square plus beta square is equal to 10. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടുത്തെ ഇത് റേഷ്യോ കണ്ടെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P is the point on the circle x square plus y square equal to 4, Q is the point on the straight line 5x plus y plus 2 is equal to 0, and x minus y plus 1 is equal to 0 is the perpendicular bisector of PQ.
then 13 times the sum of abscissa of such point P is. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇവിടെ രണ്ട് പോയിന്റുകളാണ്. ഈ തന്നിരിക്കുന്ന പോയിന്റ് പി ആണ്. പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ കിടക്കുന്നതാണ്? പി എവിടെ കിടക്കുന്ന? പി ലൈസ് ഓൺ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അതിൻ്റെ പാരാമെട്രിക് ഫോം 2 cos θ 2 sin θ. അപ്പോൾ ഇത് 2 cos θ 2 sin θ പാരാമെട്രിക് ഫോം എഴുതുമ്പോഴാണ് ചെയ്യാൻ എളുപ്പം. ഇവിടെ ഇത് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് Q should be lies on the line 5x plus y plus 2 equal to 0. അപ്പോൾ എക്സിന് ആൽഫ കൊടുത്തു. അപ്പോൾ എക്സ് ആൽഫയാണെങ്കിൽ y ആരാ? y is equal to എന്താ പറയുക? 5 minus 5 alpha minus 2. ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു ഒരു ലൈൻ. ഇതിനെന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ആര്? ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു. ഈ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതേതാണ്? എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. ആദ്യം കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, അതിൻ്റെ ആവശ്യമെങ്കിൽ ഫിഗർ വരയ്ക്കുക. മിക്കവാറും 90% ഓഫ് ക്വസ്റ്റ്യനിൽ ഫിഗർ ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെ ചെയ്യണം നമ്മൾ ആലോചിക്കുമ്പോൾ, ഒന്ന്, ഈ പി ക്യൂവിൻ്റെ മിഡ് പോയിന്റ്സ് ഈ ലൈനിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈൻ പി ക്യൂവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ബൈ സ്ലോപ്പ് ഓഫ് ദിസ് ബൈസെക്ടറാണ്. ഈ രണ്ട് കണ്ടീഷൻ ഉള്ളപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടി. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ കണ്ടുപിടിക്കുക. അത് ഏതിൽ കൊടുക്കണം? മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ എവിടെ കൊടുക്കണം? അത് കൊടുക്കണം. മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ, മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ. മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ എന്ന് വെച്ചാൽ 2 plus cos theta, 2 cos theta plus alpha divided by 2. അടുത്തത് 2 sin theta minus 5 alpha minus 2 divided by 2. It should be lies on the line. അപ്പോൾ അതിൽ ആ ലൈനിൽ കിടക്കുന്നു എന്ന് വെച്ചാൽ lies on x minus y plus 1 is equal to 0. ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2 cos theta plus alpha divided by 2 minus 2 sin theta minus 5 alpha minus 2 divided by 2 plus 1 equal to 0. അപ്പോൾ നമുക്ക് അറിയാം 2 cos theta minus 2 sin theta. How many alphas are there? Minus 4 alpha. Minus 4 alpha minus 2 plus 2. This is minus 2. Not minus 4 alpha. This is minus or minus is plus here. Plus 5 alpha. 5 alpha plus 6 alpha here. Plus 6 alpha. ഈ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്? പ്ലസ് 6 ആൽഫയാണ്. ഇവിടെ 2 minus 2 0 ആയി പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ നമുക്ക് വേണമെങ്കിൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ പ്ലസ് 3 ആൽഫ പ്ലസ് 3 ആൽഫ. ഇവിടുത്തെ നമുക്ക് 2 വരുന്നു ഈ ടേംസിലെ. ഇവിടെ നമുക്ക് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 ആണ്. പ്ലസ് 2 പ്ലസ് 4 ആണ്. പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വരുന്നത് പ്ലസ് 3 ആൽഫ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1. അടുത്ത നമ്മൾ പറയുന്നത് സ്ലോപ്പ് ഓഫ് പി ക്യു ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് പി ക്യു. സ്ലോപ്പ് ഓഫ് പി ക്യു ആരാ? പി ക്യു ഈസ് ഈക്വൽ ടു മൈനസ് 1 by slope of this. Slope of this is 1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. ഇതിൻ്റെ സ്ലോപ്പ് മൈനസ് 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് എഴുതാൻ. അപ്പോൾ 2 sin theta മൈനസ് ഓഫ് ദി ടേംസ് പ്ലസ് 5 ആൽഫ പ്ലസ് 2
divided by y2 minus y1 divided by x2 minus x1 2 cos theta minus alpha equal to minus 1. ഇവിടെ നമുക്ക് വേറെ ഇക്വേഷൻ കിട്ടി. എന്ത് വരുന്നു? ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് 2 cos theta പിന്നെ ഇവിടെ പ്ലസ് 2 sin theta പ്ലസ് 5 alpha പ്ലസ് 2 ഇത് മൈനസ് പ്ലസ് 4 alpha പ്ലസ് 4 alpha പ്ലസ് 2 is equal to 0. Second equation. 2 cos theta, isn't it? അപ്പോൾ വേണമെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? cos theta പ്ലസ് sin theta പ്ലസ് 2 alpha പ്ലസ് 1 is equal to 0. Second equation ഇതെടുത്തു. This is the second equation. The second equation. ഇനി ആൽഫ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ആൽഫ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇസ്ന്റ് ഇറ്റ്? ആൽഫ നമുക്ക് എന്ത് ചെയ്ത് കളയാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ആൽഫ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് ആൽഫയുടെ കോഎഫിഷ്യന്റ് സെയിം ആക്കിയാൽ മതി. 3 ആൽഫ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എലിമിനേറ്റിംഗ് ആൽഫ എലിമിനേറ്റ് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 5 sin theta 5 into sin theta സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 into sin theta പ്ലസ് 5 into sin theta plus cos theta is equal to 1. Cos theta is equal to 1. So that is equal to 5 sin theta 5 into 2 sin theta by 2 cos theta by 2. This is equal to 1 minus cos theta, that is equal to 2 sin square theta by 2. എങ്ങനെ 2 sin square theta by 2 കിട്ടണേ? 1 minus cos theta 2 sin square theta by 2. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ടേംസ് ഇത് ഇങ്ങോട്ട് വന്നിട്ട് 2 sin theta പുറമേക്ക് എടുത്താൽ നമുക്ക് എന്ത് എടുക്കാം? ഒരു sin square sin theta by 2 അല്ലെങ്കിൽ 2 sin theta by 2 പുറമേക്ക് എടുത്താൽ നമുക്കിവിടെ കിട്ടുന്ന ടേംസ് ഇവിടെ നമുക്ക് എന്തെന്ന് വരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ പോയി കഴിഞ്ഞാൽ 1 അല്ലേ sin theta by 2 sin theta by 2 minus 5 cos theta by 2 equal to 0 വരും. അപ്പോൾ sin theta by 2 0 വരിക equal to 0. അപ്പോൾ theta is equal to 0. theta is equal to 0. theta 0 എന്ന് വെച്ചാൽ x theta 0 വരുമ്പോൾ ഇവിടുത്തെ നമുക്ക് എക്സിൻ്റെ ഈ കോർഡിനേറ്റ്സിനാണ് നോക്കേണ്ടത്. theta 0 ആണ് 2 വരും. x is equal to 2 വരുന്നു. cos 0 1 ആണ് 2 വന്നു. x is equal to 2 വന്നു. isn't it? Then ഇവിടെ നമുക്ക് tan theta this is equal to 0, tan theta is equal to what? Tan theta equal to 5. Tan theta by 2 is equal to 5. Tan theta by 2 അടുത്ത റിസൾട്ട് tan theta by 2 is equal to 5. അപ്പോൾ നമുക്ക് ആൽഫ x is equal to നമുക്ക് ഇവിടുത്തെ വാല്യൂസ് കൊടുക്കുമ്പോൾ x is equal to minus 24 divided by 13 വരും. സോ ഇതിൻ്റെ രണ്ടിൻ്റെ സം is equal to 2 minus 24 divided by 30. Isn't it? So that is equal to 2 by 13. 2 by 13. 2 by 13 ആണ്. 2 by 13. അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ പോയിന്റ്സ് സം ഓഫ് ദ ആബ്സിസ ഓഫ് 2 by 13. നമ്മൾ 13 ടൈംസ് ആണ്. ഇവിടെ നമുക്ക് 13 ടൈംസ് ഓഫ് 2 by 13. So the answer is equal to 2 ആണ്. 2 ആണ്. Okay? Calculation ഉണ്ട്. Simple ആയിട്ട് ചെയ്യാം. Go to the next question. നോക്കൂ, let the circle x square plus y square is equal to 4 intersect the x-axis at the points a, 0. A should be greater than 0 and b, 0. Let p 2 cos alpha, 2 sin alpha. Then alpha should be lies between 0 to pi by 2 and q 2 cos beta, 2 sin beta and b 2 points such that alpha minus beta is equal to pi by 2. Then the point of intersection of aq and bp lies on. ഒരു ഫിഗർ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 അല്ലേ?
ഇവിടുത്തെ പോയിന്റുകൾ നിങ്ങൾക്ക് അറിയേണ്ടത് ആദ്യം പറയുന്നത് ഒന്ന് എ. ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 2,0 അല്ലേ? ഇത് ബി. ഇവിടെ പറയുന്ന പോയിന്റ് ഏതാണ്? ബി ഏതാണ്? -2,0 അല്ലേ? എ പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കണ്ടേ? ഇതല്ലേ ഒരു എക്സാക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ. പിന്നെ നമുക്ക് 2 വാല്യൂസ് നമുക്ക് കിട്ടുന്നു. ഏതൊക്കെ? ഒന്ന് പി എന്ന് പറഞ്ഞ പോയിന്റ്. പി എന്താ പറഞ്ഞിരിക്കുന്നത്? പി 2 cos alpha 2 sin alpha. ഒരെണ്ണം എവിടെ എടുക്കുന്നത്? ഇത് ക്യൂ. ആൽഫയുടെ വാല്യൂ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 0 ആയിട്ട്. സോറി, ക്യൂ 2 cos beta 2 sin beta, isn't it? നമുക്ക് ലൈൻ എടുക്കുന്ന സമയത്ത് നോക്കൂ, ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ആർന്നോ വേറൊന്നും പേര് കൊടുത്തിട്ടില്ല. ദിസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് കോമ കെ. ആർ എച്ച് കോമ കെ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഇക്വേഷൻസ് നമുക്ക് എടുക്കുമ്പോൾ സ്ലോപ്പ് ഓഫ് എ ക്യൂ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ആർ ആണ് അല്ലേ? സ്ലോപ്പ് ഓഫ് ബി ആർ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി പി ആണ്. സ്ലോപ്പ് ഓഫ് ബി ആർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വാട്ട്? സ്ലോപ്പ് ഓഫ് ബി പി ആണ്. ഇവിടെ സ്ലോപ്പുകൾ സെയിം അല്ലേ? കൊളീനിയർ അല്ലേ പോയിന്റ്സ്? അപ്പോൾ എച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ വാട്ട്? കെ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 2. കെ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 2 ഈക്വൽ ടു ദിസ് ഈസ് 2 സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 2 cos alpha plus 2. So what? K divided by h by 2. This is equal to 2 cancel. This is 2 sin alpha by 2 into cos alpha by 2. Sin alpha ne angane ezhuthi. Idil 2 cancel ചെയ്തിട്ട് 1 plus 2 cos square alpha by 2. Then k divided by h plus 2 is equal to, നമുക്കിവിടെ കോസ് വെട്ടിപ്പോയിട്ട് ടാൻ ആൽഫ ബൈ 2. ഇതുപോലെ തന്നെ നമുക്ക് സ്ലോപ്പ് ഓഫ് എ ആർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വാട്ട്? സ്ലോപ്പ് ഓഫ് AQ, isn't it? Slope of AR equal to slope of AQ. അപ്പോൾ നമുക്ക് എന്ത് വരും? AR K divided by H minus 2 equal to AQ 2 sin beta divided by 2 cos beta -2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോയാൽ -2 sin beta by 2 into cos beta by 2 divided by, this is 1 minus cos beta, 2 cos square beta, sorry, 2 sin square beta by 2, 2 sin square beta by 2. So this is equal to 2 cancel, sin square cancel, that is equal to minus cot beta by 2. You can write ടാനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ, അപ്പോൾ നമുക്ക് ടാനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എച്ച് മൈനസ് 2 ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു മൈനസ് ടാൻ ബീറ്റ ബൈ 2. So already given alpha minus beta is equal to pi by 2.
then alpha by 2 minus beta by 2 is equal to pi by 4. You are supposed to take tan on the both side. Tan of alpha by 2 minus beta by 2 is equal to tan pi by 4 is 1. Here we can write tan alpha by 2 minus tan beta by 2 divided by 1 plus tan alpha by 2 into tan beta by 2. This is equal to 1. Your supply. നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസിൽ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ടാൻ ആൽഫ ബൈ ടുവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കെ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 2 മൈനസ് ദിസ് ടേം ഈസ് ഈക്വൽ ടു പ്ലസ് മൈനസ് വേണമെങ്കിൽ പ്ലസ് ഇട്ടു പ്ലസ് എച്ച് മൈനസ് 2 ഡിവൈഡഡ് ബൈ കെ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 2 ഇൻറ്റു h minus 2 divided by k is equal to 1. Simplify ചെയ്യുമ്പോൾ എച്ചിലും കെയിലുള്ള ഇക്വേഷൻ കിട്ടും. എച്ചും കെയിലുള്ള ഇക്വേഷൻസ് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്നത് കെ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ഈ ടേംസിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു എച്ച് കെ ഇൻറ്റു ടേംസിൽ വരുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു 4k equal to 1 വരും. So what that is equal to h square plus k square minus 4k minus 4 is equal to 0 എന്ന് വരും. So the locus of h comma k is equal to h comma k is x square plus y square minus 4y minus 4 is equal to 0 വരും. x square plus y square minus 4y minus 4 is equal to 0 വരും. Okay. Yes. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ. Let the set of all values r for which the circle x plus 1 the whole square plus y plus 4 the whole square is equal to r square and x square plus y square minus 4x minus 2y minus 4 equal to 0 intersect at two distinct points with the interval alpha comma beta. Two distinct points. നിങ്ങൾക്കറിയാം രണ്ട് ഡിസ്റ്റൻറ്റ് പോയിൻറ്റ്സുകളിൽ ഇത് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് നിങ്ങൾക്കറിയാം. എന്താണ് നിങ്ങൾക്ക് കണ്ടീഷൻസ്? ഇതിൻ്റെ ഇത് C1 ഇത് C2 R1 R2 ആണെങ്കിൽ ദ മോഡുലസ് ഓഫ് R1 മൈനസ് R2 ഷുഡ് ബി ലെസ് ദാൻ C1 C2 ലെസ് ദാൻ മോഡുലസ് ഓഫ് R1 പ്ലസ് R2 ആണ്. അതാണ് കണ്ടീഷൻ അല്ലേ? ഇൻറ്റർസെക്റ്റ് ടു ടു ഡിസ്റ്റൻറ്റ് പോയിൻറ്റ്സിൽ രണ്ട് ഡിസ്റ്റൻറ്റ് പോയിൻറ്റ്സിൽ അത് മീറ്റ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ C1 C2 നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് C1 C2? അതിൻ്റെ ഇക്വേഷൻസ് സെൻറ്റേഴ്സുകൾ കാണുക. C1 എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും സെൻറ്ററുകൾ എടുക്കുമ്പോൾ C1 നമുക്ക് വരുന്നത് ആദ്യത്തെ സെൻറ്റർ -1, -4 ആണ്. ദെൻ R1 എന്ന് പറയുന്ന സാധനം C2 ഏതായിരിക്കും? C2 2,1 ആണ്. C1 C2. What is C1 C2? C1 C2 is equal to square root of -4 115 25 plus 9 that is equal to root 34, isn't it? R1 and R2. R1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ R1 is equal to R ആണ്. R2 is equal to square root of 4 plus 1 plus 4 that is equal to 3 ആണ്. So what modulus of R minus 3 less than root 34 less than what? Modulus of R plus 3, isn't it? Then R in the minimum values R should be belongs to root 34 minus 3 comma root 34 plus 3 അല്ലേ? ഇനി ഇതിൻ്റെ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ആൽഫയും ബീറ്റയും. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 34 minus 9 isn't it? 34 minus 9, the answer is equal to 25.
25 ആണ്. ഓക്കെ, ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the points of intersection of ellipse x square plus 2y square minus 6x minus 12y plus 23 is equal to 0 and 4x square plus 2y square minus 20x minus 12y plus 35 is equal to 0 lie on the circle of radius r and center a comma b, then the value of AB plus 18 r square. ഫാമിലി ഓഫ് എലിപ്സ്, എലിപ്സിൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടി കടന്നു പോകുന്ന സർക്കിള്. ഇപ്പോൾ 2 എലിപ്സുകൾ നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കൂ. 2 എലിപ്സുകൾ ചിലപ്പോൾ റഫായിട്ട് വരച്ചാൽ ഇപ്പോൾ ഇതൊരു എലിപ്സ്, ഇത് വേറൊരു എലിപ്സ്. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ വന്ന് കട്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ഇതിൻ്റെ കൂടി കടന്നു പോകുന്ന സർക്കിളാണ് നമ്മൾ പറഞ്ഞത് ചോദിക്കുന്നത്. മനസ്സിലായോ? ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതുമ്പോൾ S1 പ്ലസ് ലാംഡ S2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 6x മൈനസ് 12y പ്ലസ് 23 plus lambda into second S2 4x square plus 2y square minus 20x minus 12y plus 35 is equal to 0. എന്നാൽ അറേഞ്ച് എഴുതിയാൽ നമുക്ക് വരുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ, 1 പ്ലസ് 4 ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 2 ലാംഡ ഇൻറ്റു വൈ സ്ക്വയർ, പ്ലസ് minus 6 minus 20 lambda into x y യുടെ ടേംസ് പ്ലസ് minus 12 lambda into y plus 23 plus 35 lambda equal to 0. So suppose this equation ഇത് എന്താണെന്നാ പറഞ്ഞത്, ഇസ് എ സർക്കിൾ ആണെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയറിൻ്റെ ടേംസിൽ ഇത് രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇസ്ന്റ് ഇറ്റ്? ദറ്റ് ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയിരിക്കണം. 1 പ്ലസ് 4 ലാംഡ ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 ലാംഡ, ദെൻ 2 ലാംഡ ഈസ് ഈക്വൽ ടു 1, ദെൻ ലാംഡ ഈസ് ഈക്വൽ ടു 1/2. ലാംഡയുടെ വാല്യൂസ് 1/2 എന്ന് കിട്ടി. യെസ് ഓക്കെ, ലാംഡയുടെ വാല്യൂ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സെൻറ്റർ നമുക്ക് എന്താ വരുന്നത്, ഇവിടുത്തെ ലാംഡയുടെ വാല്യൂസ് 1/2 കിട്ടിയാൽ ഈ ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 കിട്ടുമ്പോൾ -10 -16 ആണ്. -16 അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 8. ഇവിടെ നമുക്ക് 1/2 എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു -6 -18 -18ൻ്റെ ഹാഫ് 9, isn't it? അപ്പോൾ ഈ 1/2 നമുക്ക് ഈ ടേംസിൽ നമുക്കിന് നമ്മളുടെ വാല്യൂസ് എഴുതുമ്പോൾ ഇതിൽ എഴുതുന്ന സമയത്ത് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ നമുക്ക് ടേംസിൽ നമുക്ക് 1/2 ലാംഡയുടെ ടേംസ് 1/2 എന്ന് കിട്ടി. 1/2 എന്ന് കിട്ടിയത് 2 + 1 3 ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഈ ടേംസിൽ ഇങ്ങനെ എഴുതണം, എക്സ് സ്ക്വയർ പ്ലസ് ഇത് 3 വന്നിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇവിടെ 1/2 നമുക്ക് വരുമ്പോൾ
this is equal to 1 by 2, 10, 16. Minus 16 by 3 x. This term is 1 by 2 minus 6 minus 18, that is equal to minus 9. 1 by 2 minus 6 minus 18, minus 18 by 3 minus 6 y plus 23 plus 35 into 1 by 2 divided by 3 is equal to 0. By the center നമുക്ക് കിട്ടുന്നത് center that is equal to a comma b എന്ന് പറഞ്ഞാൽ that is equal to ഇത് 8 by 3 comma 2 എന്ന് വരും. 8 comma 9 ടൈം അല്ല പറഞ്ഞത്. 3 ആണ്. 3 വരും. Okay. So the equation is equal to what? And AB plus 18 r square. R square is equal to നമുക്ക് വരുന്നത് R square is equal to 47 divided by 18. 18. Therefore, AB plus 18 r square is equal to AB. AB is equal to 8 plus 18, 47. Isn't it? 55 on answer. 55 on answer. This is the correct answer. Okay. Yes. Okay. Let's go to next question. Next is this one. Let PQ and MN be two straight lines touching the circle x square plus y square minus 4x minus 6y minus 8 equal to 0 at the points A and B respectively. Let O be the center of the circle and angle AOB is equal to pi by 3. Then the locus of the point of intersection of lines PQ and MN is. Okay. A circle, this case, this is a circle. Center, origin. Then total angle is 90 degree. 90 degree. Okay. Radius center 2,3. 2,3 center 2,3. This is angle AOB. This angle is equal to pi by 3. This is equal to pi by 3. This is P here, isn't it? So actually, this circle concycle carry. This quadrilateral എന്താണ് കോൺസൈക്ലിക്ക. അപ്പോൾ ഇതിൽ ഇത് പൈ ബൈ 3 ആണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് എടുക്കാം. ആംഗിൾ എ പി ബി ഇത് പൈ ബൈ 3 അല്ലേ? ഇത് രണ്ടിൻ്റെ കൂടെ ആംഗിൾ വരുമ്പോൾ കിട്ടില്ലേ? എ പി ബി ടോട്ടൽ ആംഗിൾ പൈ അല്ലേ? പൈ മൈനസ് പൈ ബൈ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 3 ആണ്. അത് 2 പൈ ബൈ 3 ആണെങ്കിൽ ഇത് പൈ ബൈ 3 ആണ്. Isn't it?
ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 + 9 4 + 9 13 13 + 3 16. അപ്പോൾ ഇത് റേഡിയസ് 4 ആണ്. റേഡിയസ് 4 ആണ്. അപ്പോൾ സൈൻ π/3 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 4 ഡിവൈഡഡ് ബൈ OP ആണ്. then OP is equal to 4/√3/2 ആണ്. So 8/√3 ആണ്. 8/√3. The locus of point of intersection of lines PQ and MN. Then the locus is equal to locus is the center 2, 3 അല്ലേ, x - 2 the whole square, x - 2 the whole square plus y - 3 the whole square equal to 4/3 the whole square. So 8/3 നമുക്ക് ടൈംസിൽ 64 divided by 3. Isn't it? Simplify നമുക്ക് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ കിട്ടും. 3 × x² + y² -12x -8y -25 = 0. ഓക്കെ, what next? അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ let y is equal to x be the equation of chord of circle C1 in the closed half plane x greater than or equal to 0 of diameter 10 passing through the origin. Let C2 be another circle described on this given chord as its diameter. If the equation of chord of circle C2 which passes through the point 2, 3 and is furthest from the center of C2 is x plus ay plus b is equal to 0, then a minus b is equal to. Okay, നോക്കൂ, നമുക്കൊരു ഫിഗർ എടുക്കാം. x axis, y axis, y equal to x എന്ന് പറഞ്ഞാൽ ഇത് കോഡാണ് C1, അപ്പർ ഹാഫ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ക്ലോസ്ഡ് ആൻഡ് പാസിങ് ത്രൂ ദ ഒറിജിനിൽ കൂടി കടന്നു പോകുന്നു അല്ലേ. നമുക്കിതിനെ ഒറിജിനിൽ കൂടി കടന്നു പോകുന്നു. Isn't it? Well, line y is equal to x എന്ന് പറഞ്ഞ line. This is y equal to x. The y is equal to x ആണ്. റേഡിയസ് അതിന് 10 ആണ്. അടുത്ത ഇക്വേഷൻ C2 ആണ്. C1 of the diameter 10 passing through the origin. Let C2 be then another circle inscribed with a given chord as diameter. അടുത്തത് കോഡ് ഡയമീറ്റർ ആയിട്ട് വരണം. Isn't it? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലൈൻസിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റ് വരുന്നത് C1 of the half of diameter 10 passing through origin. ഇതിൽ കൂടി പോകണം. Let C2 be another circle described on the given chord as diameter if the equation. ഇവിടെ നമുക്കൊരു സർക്കിള്, ഇപ്പം ഈ പോയിന്റ് നമുക്ക് ഏത് പോയിന്റിലാണ് നമുക്ക് വേണ്ടത്? അതിൽ കിടക്കുന്നൊരു പോയിന്റിൽ നോക്കണം. ഇവിടുത്തെ പോയിന്റാണ്. ഇതിൽ പോയിന്റിൽ നമുക്ക് വേണ്ടത് 2, 3 ആണ്.
2,3. ഇതിൻ്റെ ഫർദസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രം ദ സെൻറ്റർ ഓഫ് C2, C2ൻ്റെ സെൻറ്റർ, ഇതിൻ്റെ C2ൻ്റെ സെൻറ്റർ ഇവിടുന്ന് 5/2, 5/2 ആണ്. 2,5/2. അത് നമുക്ക് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. ഈ ലൈൻസിന് ഇതിന് 5/2, ഇതിൻ്റെ ഫർദസ്റ്റ് ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കണം? ഇതിവിടെ പാരലായിരിക്കണം. ഈ ലൈൻ ഇതിന് പാരലായിരിക്കണം. ഉണ്ടോ? അപ്പോൾ സ്ലോപ്പ് 1 തന്നെയാണ്. സ്ലോപ്പ് 1 തന്നെയാണ്. സ്ലോപ്പ് y = x-ൻ്റെ സ്ലോപ്പാണ്. പാസിങ് ത്രൂ ദ പോയിന്റ് 2,1 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ വരുന്നു? y - 3 = 1 × x - 2 ആണ്. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു x - y. x - y, ദിസ് ഈസ് -2, +1 is equal to 0. a is equal to -1. b is equal to എന്താണ്? b is equal to 1. a minus b is equal to 2. എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് a is equal to -1. b is equal to what? b is equal to 1. a minus b. a minus b is equal to -1 is equal to -2. -2 ആണ് ആൻസർ. ഇത് ഫർദസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടണം. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റ പോയിന്റ് ഉണ്ടാവും. നെക്സ്റ്റ്, ലെറ്റ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 പാസ് through the origin O. The points A -√3 ആണ്. ഇത് -√2b, √2b, where AB are real parameters and AB not equal to 0. Then the locus of centroid of triangle OAB is a triangle of radius, isn't it? ഇവിടെ നമുക്കൊരു ഫിഗർ വരയ്ക്കാം. This is x axis, y axis, the origin, isn't it? ഇവിടെ നമുക്ക് നെഗറ്റീവ് പറഞ്ഞേക്കാളില്ല, -√3a, അതുപോലെ √2 അല്ലേ പറഞ്ഞത്. അപ്പോൾ സർക്കിൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇവിടെ a, -√3a, 0. This is equal to b, 0 minus √2b, isn't it? Then definitely ഇതായിരിക്കും, ഇത് ഡയമീറ്റർ ആയിരിക്കും. ഇത് 90 ഡിഗ്രി അല്ലേ, ഇത് ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശരിക്കും സർക്കിൾ കുറച്ചുകൂടി ഇങ്ങോട്ട് താഴേക്കായിട്ട് വന്നെ. ഇവിടെ നമുക്ക് h, k ആണ്. h, k സെൻറ്റർ എടുത്തുന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താണ്? √ അപ്പോൾ h² പ്ലസ് k² ഈക്വൽ ടു റേഡിയസ് തന്നിട്ടുണ്ടോ? AB ത്രൂ 4 ആണ്. ഓഫ് റേഡിയസ് 4 ആയിരിക്കണം. അപ്പോൾ 16 ആയിരിക്കും.
to 16. H square plus k square is equal to 16, the first equation. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, isn't it? H comma k സെൻറ്റർ ആണെങ്കിൽ then നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് സർക്കിൾ, ഇക്വേഷൻ ഓഫ് സർക്കിൾ ഏതാ നമ്മൾ ഫോർമുല? എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു പ്ലസ് വൈ മൈനസ് വൈ വൺ ഇൻറ്റു എൻ പോയിൻറ്റ്സുകൾ കിട്ടുമ്പോൾ വൈ മൈനസ് വൈ ടു ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തെ ടേം എക്സ് മൈനസ് എക്സ് വൺ 0, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് 3a പ്ലസ് വൈ ഇൻറ്റു വൈ പ്ലസ് റൂട്ട് 2b equal to 0. Here x square plus y square plus root 3ax plus root 2by equal to 0. അപ്പോൾ h എന്ന് പറഞ്ഞ സെൻറ്റർ h is equal to minus root 3a by 2 ആണ്, ആൻഡ് k is equal to minus root 2b by 2 ആണ് അല്ലേ? 2g ആയതുകൊണ്ട് g മൈനസ് എഫ് അല്ലേ സെൻറ്റർ, മൈനസ് ജി മൈനസ് എഫ് അല്ലേ? സോ എച്ച് കെയുടെ സെൻട്രോയിഡ് എന്താണ്? സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ ഒ എ ബി, സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ ഒ എ ബി ഈസ് എന്ത് വരും? ഇവിടെ 0 മറ്റേ 0 മൈനസ് റൂട്ട് 3a ബൈ 3 കോമ മൈനസ് റൂട്ട് 2b ബൈ 3. ഇതാണ് സെൻട്രോയിഡ്, isn't it? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 3a ബൈ 3. അപ്പോൾ ശരിക്കും ഇവിടെ റൂട്ട് 3 ആണ്, മൈനസ് റൂട്ട് 3x ഈക്വൽ ടു a, isn't it? A square is equal to what? Equal to root a. A is equal to 3x square. A is equal to 3x square. Same thing, b is equal to ഇതിനാണ് b is equal to എന്ത് വരുന്നു? b is equal to b what? b is equal to 9y square by 2 അല്ലേ? 9y square by 2. ഇവിടെ തന്നെ ഇല്ലല്ലോ, ഇതിവിടെ നമുക്ക് ഇതാണ് b. y is equal to 9y square by 2, എയും ബിയും. ഇനി അത് ഇതിലേക്ക് കൊടുക്കുക, എച്ചിൻ്റെ വൈയുടെ ടേമിലേക്ക് കൊടുക്കാം നമുക്ക്. എച്ച് വൈയുടെ ടേംസിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഫ്രം എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16, isn't it? Three a by 4 plus 2b by 4 equal to 60. Then 3a plus 2b is equal to 64. 3a plus 2b is equal to 64, isn't it? So 3a, a is equal to this. Here is 9x square, b2 cancel, plus 9y square equal to 64. So what? X square plus y square is equal to 64 divided by 9. Then its radius, the circle of radius is equal to 8 by 3. 8 by 3, isn't it? Next question. Let y square is equal to 12x be the parabola with the vertex at origin. Let P be the point on the parabola and A be the point on x-axis such that
angle OPA equal to 90 degree, then the locus of centroid of the triangle OPA is locus of centroid of the triangle. Figure ചെയ്യാം. ഇതാണ് y square is equal to 4 into 3x. Square equal to 4 into 3x. അവിടുത്തെ ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് പി എന്ന് പറഞ്ഞ പോയിന്റ്, ദിസ് ഈസ് പി, ഇത് ഒറിജിൻ ഓ. ഇവിടെ നമുക്കൊരു വേറൊരു പോയിന്റ് എ, അത് h,0 കൊടുക്കാം. പി എ പാരാമെട്രിക് ഫോം കൊടുക്കുക. ഏതാ പാരാമെട്രിക് ഫോം? എ ടി സ്ക്വയർ 280, എ ടി സ്ക്വയർ 3t സ്ക്വയർ 280 6t. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ്, isn't it? ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ കിടക്കുന്നത്, ഒ പി എ എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഒ പി എ, isn't it? This is equal to 90 degree. Angle OP, this is equal to 90 degree. 90 degree ആണ്. This is equal to 90 degree. Okay? So what? 90 degree ആണെങ്കിൽ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും. അത് 6t. 6t divided by 3t square into 6t divided by 3t square minus h equal to -1. t square by 6 2 4 is equal to h minus 3t square, isn't it? H minus 3t square. Then h is equal to what? H is equal to 4 plus 3t square. H എന്ന് പറയണം, അല്ല ടിയുടെ ടേമിലേക്ക് വന്നു. Then ഇതിപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം 4 പ്ലസ് 3t സ്ക്വയർ കോമ 0 ആണ്. സെൻട്രോയിഡ് അല്ലേ, സെൻട്രോയിഡ് അല്ല, സെൻട്രോയിഡ് x1 പ്ലസ് x2 പ്ലസ് x3 by 3, y1 പ്ലസ് y2 പ്ലസ് y3 by 3. സെൻട്രോയിഡ് ഈസ് വാട്ട്? 0 പറഞ്ഞ ടേംസിൽ വരുന്നു. 4t സ്ക്വയർ 4 പ്ലസ് 3t സ്ക്വയർ 4 പ്ലസ് 6t സ്ക്വയർ 4 പ്ലസ് 6t സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 കോമ 0. 6t divided by 3, isn't it? So what? This is equal to this is equal to 4 is equal to h minus h is equal to 4 plus 3t square, isn't it? 4 plus 3t square, 4 plus 3t square plus t square, that is equal to 4 plus 6t square. Centroid is equal to 6t square. Okay, then and simplify. Eliminating t, we can get the values. Eliminating t, this is equal to
മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 2, ഇവിടെ 12 ആണ്. 12 ഈസ് ഈക്വൽ ടു h മൈനസ് 3t സ്ക്വയർ ആണ്. then h is equal to 12 plus 3t square ആണ്. plus 3t square ആണ്. then centroid is equal to 12 plus 6t square divided by 3. 6t divided by 3. So this value is equal to 4 plus 2t square, comma 2t. And eliminate here. But we have terms 4t square. X is equal to this. X is equal to 4 plus 2t square, isn't it? Then x minus 4. X minus 4 by 2. By 2 is equal to t square. That is y by 2. X minus 4 is equal to y square by 4, isn't it? Then y square is equal to 4x minus 16. X is equal to 4 plus 2t square. X minus 4 by 2 is equal to t square. ഇവിടെ നമുക്ക് വൈയുടെ ടേംസ് എന്ന് പറഞ്ഞാൽ 40 ആണ്. വൈയുടെ ടേംസിലേക്ക് എടുക്കുക. then y is equal to what? y is equal to 2t. y by 2 the whole square is equal to t square. From here x equal to 4 plus 2 into y square by 4. Then this is equal to 2x equal to 8 plus y square. Then y square is equal to 2x minus 8. Y square minus 2x plus 8 is equal to 0. So answer first option. Okay, go to next. The question. Let one end of the focal chord of parabola y square is equal to 16x b 16 if p alpha comma beta divided the focal chord internally in the ratio 5:2, then the minimum value of alpha plus beta, isn't it? നോക്കൂ, പരാബോള, x axis, y axis. ഫോക്കൽ കോഡിനെ കുറിച്ചാണ് പറയുന്നത്. p 16,16 നമുക്ക് പറയുന്നത് അല്ലേ, ഒരു വാല്യൂസ് 16,16 ആണ്. 16,16. പിന്നെ മറ്റത് p ആൽഫ കോമ ബീറ്റ. ആൽഫ കോമ ബീറ്റ വേറൊരു പോയിന്റാണ്. ബീറ്റ ഡിവൈഡ് ചെയ്യുന്നതാണ്, ഫോക്കൽ കോഡിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഫോക്കൽ കോഡ്, ഫോക്കസ്. ഇവിടുത്തെ പരാബോള ഏതാണ്? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. y സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 4x. അപ്പോൾ ഫോക്കസ് 4,0. ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്? 5:2 പി ആൽഫ. ഇത് പി ആൽഫ കോമ ബീറ്റ. ഏത് റേഷ്യോയിൽ? 5:2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. 5:2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു അല്ലേ? 5:2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. നമുക്ക് ഈ പോയിന്റ് നമുക്കറിയാം.
ഫോക്കൽ കോഡിൻ്റെ കണ്ടീഷൻ T1 T2 is equal to -1 ആണ്. T1 T2 is equal to -1 അല്ലേ? T1 T2 is equal to -1. Then T2 is equal to -1 by T1 ആണ്. ഇവിടുത്തെ ഒരു വാല്യൂസ് ഇവിടെ 16 ആണ്. 16 വാല്യൂസ്. Then 16 എന്ന് പറയുന്ന വാല്യൂസ് ആകുമ്പോൾ T1 is equal to നമുക്ക് എന്തായിരിക്കും? T1 is equal to 2 ആണ്. T1 is equal to 2. T2 is equal to what? T1 is equal to 2. എങ്ങനെ T1 കിട്ടുന്നത്? നിങ്ങൾക്കറിയണ്ടേ? a² അല്ലെങ്കിൽ 2at രണ്ടും a² is equal to 16 ആണ്, അല്ലെങ്കിൽ 2at is equal to 16 ആണ്. a എന്ന് പറഞ്ഞാൽ 4 ആണ്. 4t² is equal to 16 ആണ്. then t² is equal to 4 ആണ്. t is equal to 2 ആണ്. അപ്പോൾ T1 is equal to 2 ആണെങ്കിൽ T2 is equal to എന്താ? -1 by 2 ആണ്. T2 is equal to -1 by 2 ആണ്. isn't it? അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ വാല്യൂസിൽ ഇങ്ങനെ സൈഡിൽ ഈ കോമ്പൗണ്ട് ടേംസിൽ T2 വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ 2 into എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1,4 വരും. 1,-4 ഈ വാല്യൂസ് 1,-. നിങ്ങൾക്ക് ആൽഫ കണ്ടുപിടിക്കാം. 5 into alpha is equal to 5 into 5 plus 32 divided by 7 alpha. Beta is equal to -20 plus 32 divided by 7 ആണ്. isn't it? Alpha and beta are given. Alpha beta is given. Alpha plus beta. നമുക്ക് alpha plus beta ആണ് കണ്ടുപിടിക്കേണ്ടത്. Alpha plus beta is equal to this term divided by alpha plus beta. Alpha plus beta is equal to 7. Okay? What next? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. ശ്രദ്ധിക്കൂ. let A be the focus of the parabola y² is equal to 8x. Let the line y is equal to mx plus c intersect the parabola at 2 distinct points B and C. Then the centroid of the triangle ABC is 7/3, 4/3. Then BC square is equal to BC². ഞാൻ പറഞ്ഞല്ലോ കോർഡിനേറ്റ് ജോമെട്രിയിൽ പ്രോബ്ലം ഏത് വന്നാലും ഒരു 99% ഓഫ് ക്വസ്റ്റ്യനിലും നിങ്ങളതിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, റഫ് സ്കെച്ച് ചെയ്യുക. അത് സ്ട്രെയിറ്റ് ലൈൻ ആവട്ടെ, സർക്കിൾ ആവട്ടെ, പരാബോള, എലിപ്സ് ഏതും ആവട്ടെ. റഫായിട്ട് സ്കെച്ച് ചെയ്യാം. ഇവിടെ y² is equal to നമുക്ക് 4 into 2x 8x. y² is equal to 4 into 2x 8x അല്ലേ? The line y is equal to mx plus c intersect the parabola at 2 distinct points B and C. 2 പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. 2 പോയിന്റ് കട്ട് ചെയ്യണം. എവിടെയൊക്കെ കട്ട് ചെയ്യണം? ബിയിലും സിയിലും കട്ട് ചെയ്യണം. ഇത് ബിയിലും സിയിലും കട്ട് ചെയ്യുന്നു. isn't it? 2 പോയിന്റിൽ നമുക്ക് കട്ട് ചെയ്യുന്നുണ്ട്. പോയിന്റുകൾ നമുക്ക് എഴുതാം. ബി എന്ന് പറഞ്ഞ ടേംസ് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? ഇവിടെ A2 ആണ്. at² 2 അപ്പോൾ at² 2 t1² 2a 4 t1. ഇവിടെ 2 t2² 4 t2 4 t2. ഇത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പോയിന്റ് അതാണ് സി, ബി ആൻഡ് സി. ദെൻ ഇറ്റ് എ ബി ദ ഫോക്കസ് ഓഫ് ദ പരാബോള. ഇത് ഫോക്കസ് ആണ്. ഫോക്കസ് എന്താ പറയുന്നത്? 2,0 അല്ലേ? എ ബി ദ ഫോക്കസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഏതാ? ഇതാണ് ട്രയാങ്കിൾ. ഇവിടെ വരുന്ന ട്രയാങ്കിൾ വരുന്നു. isn't it? Then ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സെൻട്രോയിഡ് നമ്മൾ പറഞ്ഞിരിക്കുക. സെൻട്രോയിഡ് ഈസ് ഈക്വൽ ടു 7/3, ഇതിൻ്റെ സെൻട്രോയിഡ് നമുക്ക് എന്ത് വരുന്നു? സെൻട്രോയിഡ്
2t1 square, 2t1 square plus 2t2 square plus 2 whole divided by 3. This is equal to how much? തന്നിട്ടുണ്ടല്ലോ 7/3. 7/3. അപ്പോൾ t1 സ്ക്വയർ പ്ലസ് t2 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് എത്ര വരും? 7/2 ആണ്. ദെൻ t1 സ്ക്വയർ പ്ലസ് t2 സ്ക്വയർ ഈക്വൽ ടു -1 5/2 ആണ്. ഒരു റിസൾട്ട് കിട്ടി. t1 സ്ക്വയർ പ്ലസ് t2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് എടുക്കുമ്പോൾ എത്ര പിന്നെ 4t1 പ്ലസ് 4t2 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു how much? 4/3. അപ്പോൾ t1 പ്ലസ് t2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ t1 സ്ക്വയർ പ്ലസ് t2 സ്ക്വയർ പ്ലസ് 2t1 t2 ഈക്വൽ ടു 1 കിട്ടും. ഇവിടെ 2t1 t2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് t1 സ്ക്വയർ പ്ലസ് t2 സ്ക്വയർ 5/2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു t1 t2 വേണമെങ്കിൽ എടുക്കാം. t1 t2 is equal to -3/4. -3/4 the second result. t1 t2 is equal to -3/4, isn't it? Then BC നമ്മൾ കണ്ടുപിടിക്കണം. BC അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഡിസ്റ്റൻസ് ഫോർമുല BC സ്ക്വയർ ആണ് വേണ്ടത്. BC സ്ക്വയർ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. BCയുടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ദ സ്ക്വയർ റൂട്ട് ഓഫ് 2 square 4 into t1 square minus t2 square the whole square plus 16 into t1 minus t2 the whole square. t1 minus t2 the whole square, isn't it? അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 80 എന്ന് കിട്ടും. ഇവിടുത്തെ ഈ വാല്യൂസ് t1 t2 t1 സ്ക്വയർ പ്ലസ് t2 സ്ക്വയർ ഇവിടെ സപ്ലൈ ചെയ്താൽ മതി. 80 എന്നാണ് ആൻസർ കിട്ടുക. 80 ദ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, what is next question? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Let the image of the parabola x square is equal to 4y in the line x minus y is equal to 1 b x plus a the whole square. X plus a the whole square is equal to b into x minus c. A, b, c are belongs to natural number. Then a plus b plus c is equal to. Okay. ഞാൻ പറഞ്ഞല്ലോ ക്വാഡ്രന്റ് ജോമെട്രി നിങ്ങൾ വേറെ ഒന്നും നോക്കാനില്ല, ഒരു ഫിഗർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എക്സ് ആക്സിസ് വൈ ആക്സിസ്, എക്സ് ആക്സിസ് ദിസ് ഈസ് വൈ ആക്സിസ്. ആദ്യത്തത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y. ഇതാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y. ഇനി അടുത്ത സ്ട്രെയിറ്റ് ലൈൻ പറയുന്നത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1 ആണ്. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ഇതാണ്. ഇവിടെ ഇതിൻ്റെ ഈ വെർട്ടെക്സ് കണ്ടില്ലേ, ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വെർട്ടെക്സിന് കണ്ടില്ലോ, ഇത് ഇവിടെ നിന്ന് ഇതായിരിക്കും വെർട്ടെക്സ്. ഇങ്ങനെ വന്നു, ഇതാണ് വെർട്ടെക്സ്. വെർട്ടെക്സ് വന്നാൽ ഇതിൻ്റെ ഇമേജ് കണ്ടില്ലേ, ഇതിൻ്റെ ഇമേജ് ഇങ്ങനെ കിടക്കും, ഇതിൻ്റെ ഇമേജ് ഇവിടെ ഇങ്ങനെയായിരിക്കും. ശരിക്കും ഇത് എക്സ് ആക്സിന് പാരലായിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് കാണാൻ നിങ്ങൾക്കറിയാലോ, കാണാനുള്ള ഫോർമുല ആൽഫ മൈനസ്. അപ്പോൾ ആൽഫ മൈനസ് 0 ആണ്. ഇത് ആൽഫ കോമ ബീറ്റ ആണെങ്കിൽ, ഇത് ആൽഫ കോമ ബീറ്റ ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. ഇത് ആൽഫ കോമ ബീറ്റ ആണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1 ആണ്. ആൽഫ ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ -1 ഈക്വൽ ടു -2 ഇൻറ്റു 0 ആണ് കൊടുക്കേണ്ടത്, -1 ആണ്. ഡിവൈഡഡ് ബൈ 1 + 1 2 ആണ്. സോ ദറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്? ആൽഫ ഈസ് ഈക്വൽ ടു 1 ആണ്. ബീറ്റ ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. പിന്നെ ഇക്വേഷൻസ് എന്താ അറിയാതിരിക്കണേ? നമുക്ക് എന്തെഴുതാം? y മൈനസ് y + 1 ദ ഹോൾ സ്ക്വയർ. ഇത് y² = 4x1 ഇൻറ്റു 4 ഇൻറ്റു അതിൻ്റെ അത് തന്നെ വരുന്നു 4 ഇൻറ്റു
കാരണം ഇതിൻ്റെ ഇമേജ് അല്ലേ, ആ ഇമേജ് ആകുമ്പോൾ എല്ലാവരും വല്ല വ്യത്യാസം ഉണ്ടാവുമോ? എല്ലാവരും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ 4 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് നോക്കൂ, എ ബി ആണ് ഇവിടെ നമുക്ക് ഇവിടുത്തെ ടേംസിൽ. എ എന്ന് പറയുന്നത് 1, എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 4. ബിയുടെ അവിടെ കിടക്കുന്നത് ബി ഈസ് ഈക്വൽ ടു 4, ഇസ്ന്റ് ഇറ്റ്? സി ഈസ് ഈക്വൽ ടു 1. ദെൻ എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു 6. സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കോണിക് സെക്ഷൻ, സർക്കിൾ, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അടുത്തത് സോജി സാർ ഡിസ്കസ് ചെയ്യാൻ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലൈവ് മാത്സ് ക്ലാസ്സിൻ്റെ നമ്മുടെ ചാപ്റ്ററുകൾ റിലേഷൻ ഫംഗ്ഷൻ, സെറ്റ് റിലേഷൻ ഫംഗ്ഷനും പിന്നെ വെക്ടറും 3D. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് തിയറിയിലെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നോക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എ സർവേ ഷോസ് ദാറ്റ് 63% of the people in a city read newspaper A, whereas 76% read newspaper B. If X% of the people read both the newspapers, then a possible value of X can be now. അപ്പോൾ ഈ 2 ന്യൂസ്പേപ്പേഴ്സും വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? പോസിബിൾ നമ്പർ ഓഫ് വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പീപ്പിൾ റീഡ് ബൈ ബോത്ത് ദ ന്യൂസ് പേപ്പേഴ്സ് ആണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 63 ഉണ്ട്, അവിടെ 76 ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ആൻസർ നമ്മുടെ 63-ൽ കുറവായിരിക്കണം. കാരണം ന്യൂസ് പേപ്പർ എ റീഡ് ചെയ്യുന്നവർ എത്രയേ ഉള്ളൂ? 63 ഉള്ളൂ. അപ്പോൾ 2 ന്യൂസ് പേപ്പറും വായിക്കുന്നത് എന്തായാലും 63 എന്ന നമ്പറിൽ കുറവായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് എഴുതാവുന്നതാണ്. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 63 എന്ന് പറയാം, അല്ലേ? എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 63 ആണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ഈ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് സി എടുത്താൽ, ഈ പെർസെൻറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് ശരിക്കും നമ്പർ ഓഫ് എ യൂണിയൻ ബി ആണ്. ഈ ഫോർമുല നമ്പർ ഓഫ് എ യൂണിയൻ ബി അല്ലേ? ഇത് മാക്സിമം 100 വരാം, 100% വരാം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറയാം. എ യൂണിയൻ ബി അല്ല, എ ഇൻ്റർസെക്ഷൻ കേട്ടോ. നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എന്താവാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 വരെ, മാക്സിമം 100 വരെ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? നമ്പർ ഓഫ് എ എത്രയാണ്? 63 ആണ്. നമ്പർ ഓഫ് ബി എത്രയാണ്? 76 ആണ്. മൈനസ് ഇത് എക്സ് ആണ്. ഇത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പോൾ ഇതാദ്യം എത്ര ഇടുന്നത്? 63 + 76 എന്ന് പറയുമ്പോൾ ഒരു 139 വരും. 139 100 ഇങ്ങോട്ട് എടുത്തു. മൈനസ് എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 വരും. എക്സ് എന്ന് കിട്ടാം. 100 ഇങ്ങോട്ട് എടുത്തു. ഇതിൻ്റെ സമയം എത്രയാണ്? 139 ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 39 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 39 ആയിരിക്കണം, ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 63 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറയാവുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 55 ആണ്, അല്ലേ? ഇതാണ് നമുക്ക് എഴുതാവുന്ന ആൻസർ. എക്സിൻ്റെ വാല്യൂ എന്താണ്? 39 അതിനേക്കാൾ കൂടുതലായിരിക്കണം, 63 അതിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ അങ്ങനെ എടുക്കാവുന്ന നമ്പർ എന്ന് പറയുന്നത് 55 ആണ്. ഇത് 65 ആണ്, 63 കൂടുതലാണ്. ഈ 37-ഉം 29-ഉം എന്താണ്? 30-നേക്കാൾ കുറവാണ്. അപ്പോൾ ആൻസർ കൊടുക്കാവുന്ന ആൻസർ 55 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുവാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് 39 ആണ്. സാധാരണ പിള്ളേരെല്ലാം ചെയ്യുന്നത് 39 എന്നുള്ള ഈക്വൽ ടു 39 എഴുതും. അത് ഓപ്ഷനിലൂടെ ഉള്ളതാണ്, അല്ലേ? 39 ഉണ്ടെങ്കിൽ അത് എഴുതാൻ കേട്ടോ. ഓപ്ഷൻ 39 ഇല്ല. അപ്പോൾ ക്വസ്റ്റിന് കറക്ഷൻ പറയുന്നവരുണ്ട്. കറക്ഷനൊന്നുമില്ല. ഇവിടെ വരുന്ന ഈ എക്സ് എന്ന് പറയുന്ന ആർക്കിടയ്ക്ക് വരാം? 39 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ 63 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 39-ഉം 63-ക്കും ഇടയ്ക്കുള്ള ഏത് നമ്പറും വരാം. ദെൻ ആൻസർ ഈസ് 55. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let x equal to set of n belongs to n such that 1 less than or equal to n less than 50 കൊടുത്തിട്ടുണ്ട്. A is equal to set of n belongs to x, n is a multiple of 2 കൊടുത്തിട്ടുണ്ട്. And B is equal to set of n belongs to n, n is a multiple of 7 കൊടുത്തിട്ടുണ്ട്. Then the number of elements in the smallest subset of x containing both a and b എന്ന് പറയുന്നത്. അപ്പോൾ x എന്ന് പറയുന്ന സെറ്റ് 1 മുതൽ 50 വരെ ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ആരൊക്കെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എയിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8 അങ്ങനെ ഇടം വരെ വരും, 50 വരെ വരും. മൾട്ടിപ്പിൾ ഓഫ് 2 ഇത് എ എന്ന് പറഞ്ഞ സെറ്റ്. ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇത് നമുക്കറിയാം 25 എലമെൻറ്റ്സ് വരും, ഈവൻ നമ്പേഴ്സ് അല്ലേ? ഇതിൻ്റെ സബ്സെറ്റായിട്ട് വരുന്ന ഈ സെറ്റിനകത്ത് 25 എലമെൻറ്റ്സ് ആണ്. ബി എന്ന സെറ്റ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറഞ്ഞ സെറ്റ് മൾട്ടിപ്പിൾ ഓഫ് 7. അപ്പോൾ അതിനകത്ത് ആർക്ക് വരും? 7 വരും, 14 വരും, 21 വരും, 28 വരും, 35 വരും, 42 വരും, 49 വരും. ചോദ്യം എന്തായിരുന്നു? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സ്മോളസ്റ്റ് സബ്സെറ്റ് ഓഫ് എക്സ് കണ്ടെയ്നിങ് ബോത്ത് എ ആൻഡ് ബി.
എന്നുവെച്ചാൽ എയ്ക്കകത്തും ബിക്കകത്തും വരുന്ന എല്ലാ എലിമെൻറ്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സെറ്റ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എയ്ക്കകത്തും ബിക്കകത്തും വരുന്ന ഫുൾ എലിമെൻറ്റ്സ് വരും എന്ന് പറഞ്ഞാൽ അത് ആ എ യൂണിയൻ ബി എന്നൊരു സെറ്റാണ് വരുന്നത് അല്ലേ. എയ്ക്കകത്തും ബിക്കകത്തും ഉള്ള എല്ലാ എലിമെൻറ്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന എക്സിൻ്റെ ഏറ്റവും ചെറിയ സബ്സെറ്റ് എന്ന് പറയുന്നത് ആരാണ്? ദ സബ്സെറ്റ് ഈസ് എ യൂണിയൻ ബി ആണ് കേട്ടോ. ദ റിക്വയർഡ് സെറ്റ് ഈസ് എ യൂണിയൻ ബി ആണ്. എ എൻ ബിയുടെ ഫോമുല എന്താ? നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് വരാവുന്ന എലിമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇതിനകത്ത് 25 എലിമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ എത്ര എലിമെൻറ്റ്സാണ് ഉള്ളത്? നമ്പർ ഓഫ് എ യൂൺ ബി എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് എ യൂൺ ബിയുടെ ഫോമുല എന്താണ്? നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഈവൻ നമ്പേഴ്സാണ്. ഏതൊക്കെയാണ്? ഈ 14ഉം ഈ 28ഉം ഈ 42ആണ് ഈ എ ഇൻ്റർസെക്ഷൻ ബി വരാൻ പോകും. ഇവിടെ 25 എലിമെൻറ്റ്സ്. ഇവിടെ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? ഇത്ര ടോട്ടൽ വരുന്നത് 1 2 3 4 5 6 7 എലിമെൻറ്റ്സ് ഉണ്ട്. 77 അല്ലേ 49. അപ്പോൾ അത് 7 എലിമെൻറ്റ്സ്. അപ്പോൾ 25 പ്ലസ് 7 നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 3 എലിമെൻറ്റ്സ് ആണ്. 3 എടുക്കും. എത്ര ആൻസർ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അപ്പോൾ 25 പ്ലസ് 7 32 വരും അല്ലേ. 32 മൈനസ് 3 വരും. 29 ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. 29 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കുക. ലെറ്റ് യൂണിയൻ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to 50 എക്സ് ഐ എന്ന് പറയുന്നു. യൂണിയൻ ഓഫ് ഇത് വായിക്കുന്ന കേട്ടോ. യൂണിയൻ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to 50 എക്സ് ഐ. ഇത് യൂണിയൻ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to n വൈ ഐ. ഇത് രണ്ടും ടി എന്ന സെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ x1 യൂണിയൻ x2 യൂണിയൻ x3 യൂണിയൻ എക്സെട്ര എന്താ ചെയ്യുന്നത്? x50 എടുത്താൽ കിട്ടുന്ന സെറ്റ് ഒരു ടി ആണ്. അതുപോലെ തന്നെ y1 യൂണിയൻ y2 യൂണിയൻ y3 യൂണിയൻ എക്സെട്ര യൂണിയൻ y എത്ര എടുക്കുന്നത്? n കേട്ടോ. ഇതെടുത്താൽ കിട്ടുന്നതും ടി ആണ്. Where xi contains 10 elements and yi contains 5 elements. If each element of the set T is an element of exactly 20 of the xis and exactly 6 sets of ys. 6 എന്ന് പറഞ്ഞാൽ മതി. 6 of എന്താണ്? ys ആണ്. Then n is equal to ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഓരോ എക്സ് സെറ്റുകളിലും എത്ര എലിമെൻറ്റ്സ് വെച്ചാണല്ലോ? 10 എലിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ എത്ര എലിമെൻറ്റ്സ് വന്നതാണ് ടോട്ടൽ? 10 into 5 500 10 into 50 ടോട്ടൽ 50 സെറ്റ് അല്ലേ. ഓരോന്നിലും 10 എലിമെൻറ്റ്സ് ആണെങ്കിൽ 10 into 50 500 എലിമെൻറ്റ്സ് വന്നതിന് ടോട്ടൽ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ അവസാനം പറയുന്നുണ്ട് ഇഫ് ഈച്ച് എലിമെൻറ്റ് ഓഫ് ദ സെറ്റ് ടി ഇസ് ആൻ എലിമെൻറ്റ് ഓഫ് എന്താണ്? എക്സാക്ട്ലി 20 ഓഫ് ദ എക്സ് ഐ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ടിയിലുള്ള ഓരോ എലിമെൻറ്റും ഇവിടെയുള്ള ഏതെങ്കിലും 20 സെറ്റിനകത്തുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഡിഫറൻറ്റ് സെറ്റുകളല്ല. എലിമെൻറ്റ് ഈ x1ലും x2ലും x3ലൊക്കെ കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും ടോട്ടൽ ഇവിടെ 500 എലിമെൻറ്റ്സ് വരത്തില്ല. ഇവിടെ ഒരു എലിമെൻറ്റ് 20 ടൈംസ് റിപ്പീറ്റ് ചെയ്താണ് 500 എലിമെൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കുക. കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്കൊരു സമയമില്ല. നിങ്ങളിതിൻ്റെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ നമ്പർ ഓഫ് ടി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ്. നമ്പർ ഓഫ് ടി എന്ന് പറയുന്നത് ആകെ എത്ര സെറ്റ് ഉണ്ട്? 50 സെറ്റ് ഉണ്ട്. ഓരോന്നിലും എത്ര എലിമെൻറ്റ്സ് വെച്ചുണ്ട്? 10 എലിമെൻറ്റ്സ് ഉണ്ട്. 50 into 10 ഇത് 500 ആണ്. ഇത് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ x1 x2 x3 എല്ലാം ഡിസ്ജോയിൻറ്റ് സെറ്റ് ആയിരിക്കണം. പക്ഷേ ക്വസ്റ്റ്യനകത്തോട് പറയുന്നുണ്ട് ഈച്ച് എലിമെൻറ്റ് ഓഫ് ദ സെറ്റ് ടി ഈസ് ആൻ എലിമെൻറ്റ് ഓഫ് എക്സാക്ട്ലി 20 സെറ്റ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 20 സെറ്റ്സ് എക്സ് ഐകൾ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഡിസ്ജോയിൻ്റ് അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എലിമെൻറ്റ് 20 ടൈംസ് റിപ്പീറ്റ് ചെയ്താണ് ഈ 500 എലിമെൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അടുത്ത ഏപ്രിൽ 4 മുതൽ എന്താ ഇവിടെ എക്സാം ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ റീസണെ പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. 50 into 10/20 പെട്ടെന്ന് ചെയ്യുന്ന ഐഡിയ. കാരണം 1 എലിമെൻറ്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 20 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്
ഇത് 50 × 10/20 എന്ന് വരും. അതുപോലെ ഇവിടെ നമ്പർ ഓഫ് ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സെയിം സിറ്റുവേഷനാണ്. ആ എത്ര സെറ്റുകളുണ്ട്? n സെറ്റുകളുണ്ട്. ഓരോന്നിലും 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ n × 5 വരും. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഇവിടെ നോക്കിയേ, ഈച്ച് എലമെൻറ്റ് ഓഫ് ടി കണ്ടെയ്ൻ എക്സാക്ട്ലി 6 ഓഫ് ദ സെറ്റ്സ് y എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ 20 പറഞ്ഞത് വൈയുടെ കേസിൽ ഇവിടെ 6 ആണ്. അപ്പോൾ ഒരു എലമെൻറ്റ് 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് n × 5/6 മതി. ഇതാണ് ഇതിൻ്റെ തിയറി. ഇത് രണ്ട് ഈക്വൽ, ഇത് രണ്ട് നമ്പർ ഓഫ് ടി ആണ്. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾ ചുമ്മാ സോൾവ് ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഇതിപ്പോൾ നമ്മൾ 0 0 ക്യാൻസൽ ആയിപ്പോയി. 10 2 ക്യാൻസൽ ആകുമ്പോൾ 5 വരും. 5 × 5 25 വരും. ഇതിനെ 25 ഇക്വേറ്റ് ചെയ്യാം. n × 5/6 എന്ന് പറയുന്നത് 25 ആണ്. 25 5 കട്ട് ചെയ്തപ്പോൾ 5 വന്നു. n = 30. 6 × 5 30. എൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 30 ആണ്. ഓപ്ഷൻ 2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ലോജിക്ക് ഇത്രേ ഉള്ളൂ. ടോട്ടൽ 50 സെറ്റ്, ഓരോന്നിനും 10 എലമെൻറ്റ്സ്. 50 × 10 500 എലമെൻറ്റ്സ്. അങ്ങനെ പറഞ്ഞെങ്കിൽ എല്ലാം ഡിസ്റ്റോയിൻറ്റ് സെറ്റ് ആയിരിക്കണം. പക്ഷേ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ സെറ്റ് ടി ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സാക്ട്ലി 20 ഓഫ് ദ സെറ്റ്. ഈ ടിയിലെ ഓരോ എലമെൻറ്റും ഇവിടെയുള്ള 20 സെറ്റുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ 1 എലമെൻറ്റ് 20 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് 500 കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് കാണണമെങ്കിൽ അതിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് അതിൻ്റെ തിയറി കേട്ടോ. അതിൻ്റെ താഴത്തെ സിറ്റുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സെറ്റ് എ ഹാസ് m എലമെൻറ്റ്സ് ആൻഡ് സെറ്റ് ബി ഹാസ് n എലമെൻറ്റ്സ്. ഇവിടെ നോക്കുക, എ എന്ന സെറ്റിനകത്ത് m എലമെൻറ്റ്സ് ഉണ്ട്, ബി എന്ന സെറ്റിനകത്ത് n എലമെൻറ്റ്സ് ഉണ്ട്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈസ് 112 മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി, ദെൻ ദ വാല്യൂ ഓഫ് m ആൻഡ് n ആണ്. നിങ്ങൾക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2m ഉം 2n ഉം ആണ്. ഇപ്പോൾ ഗിവൺ കണ്ടീഷൻ എന്താ? 2m ഈസ് 2n + 112 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ പറയുന്നത് എ സെറ്റ് ഹാസ് m എലമെൻറ്റ്സ് ആൻഡ് ബി സെറ്റ് ഹാസ് n എലമെൻറ്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈസ് 112 മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതിനേക്കാളും എത്രയാണ്? 112 എലമെൻറ്റ്സ് ആണ്. ഈ എയിലെ എലമെൻറ്റ്സ് പറഞ്ഞാൽ 2m, അതെന്ന് പറയുന്നത് 2n + 112 ആണ്. അങ്ങനെയാണെങ്കിൽ 2m - 2n എന്ന് പറയുന്നത് 112 ആണ്. അപ്പോൾ m ന് 2ൻ്റെ പവേഴ്സ് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. 2ൻ്റെ പവേഴ്സ് ആലോചിച്ച് നോക്കുക ഏതൊക്കെയാണ്? 2 2 വരുന്നുണ്ട്, 2 2 4 വരുന്നുണ്ട്, 2 3 8 വരുന്നുണ്ട്, 2 4 16 വരുന്നുണ്ട്, 2 5 32 വരുന്നുണ്ട്, 2 6 64 വരുന്നുണ്ട്, 2 7 128 വരുന്നുണ്ട്. നമുക്ക് 112 അല്ലേ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 7 2 4 ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ 112 എന്ന് പറയുന്നത്. നോക്കി 128 - 16 ആണ് 112 എന്ന് പറയുന്നത്. അപ്പോൾ m ഒന്നും കിട്ടി. m എത്രയാണ്? എമ്മിൻ്റെ വാല്യൂ 7 കിട്ടി, എൻ്റെ വാല്യൂ 4 കിട്ടി. ചോദിച്ചാൽ mn ആയിരുന്നു. mn എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? 7 × 4 വരും. 7 × 4 എന്ന് പറഞ്ഞാൽ 28 വരും. മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ? 7 × 4 ആണ് 28 വരും. m × എന്നാണ് ചോദിച്ചത് കേട്ടോ. ആൻസർ ഇടുന്നത് 28. കാരണം ഈ 2m - 2n 112 കിട്ടണം. അപ്പോൾ 128 - 16 ആണ് 112 വരുന്നത്. നമുക്ക് 28 എന്നുള്ള ആൻസറിലേക്ക് വരാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Let x = 1 2 3 4 5. The number of different ordered pairs y z that can be formed such that y subset of z ആണ്, z subset of x ആണ്, and y intersection z എടുത്താൽ null set കിട്ടണം. അപ്പോൾ നമുക്ക് വേണ്ട എന്താ? y z എന്ന രണ്ട് സെറ്റാണ് വേണ്ടത്. ഈ y-യും z-ഉം ആരുടെ സബ്സെറ്റ് ആയിരിക്കണം? x-ൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. y intersection z എടുത്താൽ എന്ത് കിട്ടണം? null set കിട്ടണം. അപ്പോൾ ഈ x-ലുള്ള ഒരു എലമെൻറ്റ് 3 ബേസിലാണ് ട്രീറ്റ് ചെയ്യാം. ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്താൽ അത് y-യിൽ വരാം. y-യിൽ വരാം. കാരണം എന്താ? ഈ x-നകത്ത് എലമെൻറ്റുകൾ വരുന്നതാണല്ലോ അതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്താൽ y-യിൽ വരാം. അപ്പോൾ ഈ z വരരുത്, അല്ലെങ്കിൽ രണ്ടിലും വരരുത്. കാരണം എന്താ? നമുക്ക് കിട്ടേണ്ടത് y ഇൻ്റർസെക്ഷൻ z എടുത്താൽ നൾ സെറ്റ് കിട്ടണം. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന 3 വേസിലാണ്. 1 y-യിൽ വന്നാൽ z വരരുത്,
ഇസഡ് വന്നാൽ വൈയിൽ വരരുത്, അല്ലെങ്കിൽ രണ്ടിലും വരരുത്. അപ്പോൾ 1 element ക്യാൻ ട്രീറ്റ് ആസ് 3 ways. ഈ 1 എന്ന് പറയുന്ന എലിമെൻറ്റ് നമുക്ക് 3 waysലാണ് ചൂസ് ചെയ്യാവുന്നത്. 1 വൈയിൽ വന്നാൽ ഇസഡ് വരരുത്, ഇസഡ് വന്നാൽ വൈ വരരുത്, അല്ലെങ്കിൽ രണ്ടിലും വരരുത്. 3 waysലെടുത്തു. അപ്പോൾ 2 എടുത്താലും ഇതുപോലെ തന്നെ 3 ways വരും. 2ഉം 3 ways വരും. എന്താ, വൈയിൽ വരാം, അപ്പോൾ ഇസഡ് വരരുത്, അല്ലെങ്കിൽ ഇസഡിൽ വരാം, അല്ലെങ്കിൽ വൈ, അപ്പോൾ വൈ വരരുത്, അല്ലെങ്കിൽ രണ്ടിലും വരരുത്, വൈയിലും വരരുത്, ഇസഡിലും വരരുത്. കാരണം എന്താ, വൈ ഇൻ്റർസെക്ഷൻ ഇസഡ് നമുക്ക് നൾ സെറ്റ് ഇടണം. അതുകൊണ്ട് രണ്ടാമത്തെ എലിമെൻറ്റും 3 ways ട്രീറ്റ് ചെയ്യാം. അങ്ങനെ മൂന്നാമത്തെ എലിമെൻറ്റ് 3 എടുത്താലും 3 ways ട്രീറ്റ് ചെയ്യാം. അടുത്തത് 4ഉം അതേ 3 ways ആണ്, 5ഉം അതേ 3 ways ആണ്. എത്ര കിട്ടിയ ആൻസർ? 3⁵5. 3⁵5 എന്നുള്ള ഓപ്ഷൻ നോക്കുക, ലാസ്റ്റ് ഓപ്ഷൻ 3⁵5 ആണ്. അപ്പോൾ അതൊരു ടെക്നിക്കാണ്, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ ഇത് പഠിച്ചു നോക്കുക, അല്ലാതെ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഒരു എക്സ്പ്ലനേഷനും ക്ലാരിഫിക്കേഷനും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ പ്രോബ്ലം വന്നാൽ 3⁵5 ആണ് മീനിങ്, അതിൻ്റെ ആൻസർ. അതിൻ്റെ ടെക്നിക്ക് എത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരു എലിമെൻറ്റ് നമുക്ക് 3 waysലാണ് ട്രീറ്റ് ചെയ്യാവുന്നത്. 3 ways. 1 വൈയിൽ വന്നാൽ ഇസഡ് വരരുത്, ഇസഡ് വന്നാൽ വൈയിൽ വരരുത്, അല്ലെങ്കിൽ രണ്ടിലും വരരുത്. 1 element ക്യാൻ ട്രീറ്റ് ആസ് 3 ways. അപ്പോൾ അതുകൊണ്ട് 5 elements ഉണ്ട്. അപ്പോൾ ഓരോന്നും 3 ways ട്രീറ്റ് ചെയ്യും. അപ്പോൾ 3 × 3 × 3 × 3 × അങ്ങനെ 5 times വരും, 3⁵5 വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതാ ക്വസ്റ്റ്യൻ്റെ വേറൊരു ഇത് ഓർഡറാണ്. ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി. Let S equal to set 1, 2, 3, 4 ആണ്. The total number of unordered pairs of disjoint subsets of S is equal to എന്ന് പറയുന്നത്. Unordered pair of disjoint subsets of S. ഇതിൻ്റെ സബ്സെറ്റ് അറിയണം, അവർ അൺഓർഡേഡ് പെയർ അറിയണം. എന്ന് പറഞ്ഞാൽ ഈ ഓർഡേഡ് പെയർ വൈ ഇസഡ് എന്ന് പറഞ്ഞാലും ഓർഡേഡ് പെയർ ഇസഡ് വൈ എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മൾ സാധാരണ ഓർഡേഡ് പെയർ എഴുതുമ്പം രണ്ട് ഡിഫറൻ്റ് ആയിട്ടല്ലോ വരുന്നത്. ഇവിടെ ഓർഡറിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല, ഒന്നുകിൽ വൈ ഇസഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇസഡ് വൈ എന്ന് പറയും. അപ്പോൾ ഇതിനൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് നോക്കുക. ഇവിടുത്തെ സെറ്റിനകത്ത് എത്ര എലിമെൻറ്റ്സ് ആണല്ലോ. ജനറൽ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്, 3⁻n-1/2 + 1 ആണ് ഇതിൻ്റെ ഫോർമുല. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഉണ്ട്, നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല ഈ ലാസ്റ്റ് മൊമെൻറ്റ് ഡെറിവേഷൻ ഒന്നും പഠിച്ച സമയം കണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക. 3⁻n-1/2 + 1 അൺഓർഡേഡ് ഉപയോഗിച്ച്. മറ്റേത് ഇത് മുമ്പേ ക്വസ്റ്റ്യൻ ജസ്റ്റ് 3⁻n ആണ്, ഇത് 3⁻n-1/2 + 1. ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് നോക്കുക. ഇവിടെ n ഇപ്പോൾ എത്രയാണ്, n വാല്യൂ 4 ആണ്. അപ്പോൾ 3⁻4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 81 വരും. 3⁻4 81 വരും. -1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 3⁻4 81 - 1 80/2 40 വന്നു, +1 41 എന്നുള്ള ഉത്തരം കിട്ടും. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചുള്ള. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് വൈ ഇസഡും, അതിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് കേട്ടോ. ഇത് ഓർഡേഡ് പെയറാണ്, ഓർഡർ ഇമ്പോർട്ടൻസ് ഉള്ള പെയർ. വൈ ഇസഡ് എന്താണ് കണ്ടീഷൻ പറയുന്നത്, വൈ ഇസഡിൻ്റെ പ്രത്യേകത വൈയും സബ്സെറ്റ് ഓഫ് എക്സ് ആയിരിക്കണം, ഇസഡും സബ്സെറ്റ് ഓഫ് എക്സ് ആയിരിക്കണം, വൈ ഇൻ്റർസെക്ഷൻ ഇസഡ് എടുത്താൽ നൾ സെഡ്. ഈ ക്വസ്റ്റ്യൻ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അടുത്ത ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് മാത്രം. വൈ ഇസഡ് എന്ന് പറയുന്നതും ഇസഡ് വൈ എന്ന് പറയുന്നതും സെയിം ആയിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ആ രണ്ട് ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. അടുത്ത് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. നമുക്കറിയാം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് കൊടുക്കാവുന്ന വാല്യൂ. എക്സ് കൊടുക്കാവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ലോഗരിതം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ലോഗരിതമിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ലോഗിൻ്റെ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ എന്താകാൻ പറ്റില്ല, ലോഗിൻ്റെ ബ്രാക്കറ്റിലുള്ള വാല്യൂ നെഗറ്റീവ് ആകാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ഇവിടെ 2 to ∞ to -3 കിടപ്പുണ്ട്. ഇവിടുത്തെ വാല്യൂ ഒന്നും കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആകത്തില്ല, കുഴപ്പമില്ലെന്ന് പറയും. ഇത് R - Z3 കൊടുത്തേക്കുന്നത്. ഈ ആറിനകത്ത് 1 ഇല്ലേ, റിയൽ നമ്പറിനകത്ത് 1 ഉണ്ടല്ലോ, ഇതിനകത്ത് 1 ഉണ്ട്. ഈ 1 കൊടുക്കുമ്പോൾ ഈ 1 - 2 നെഗറ്റീവ് ആയി പോകും. ലോഗ് നെഗറ്റീവ് വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കി, റിയൽ നമ്പറിൽ നിന്ന് -1 3 ഒഴിവാക്കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തും 1 ഉണ്ട്. ഈ 1 കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആകും, അപ്പോൾ ഇതും തെറ്റാണ്. ഇവിടെ നോക്കി, -1 to ∞ -3 ഇതിനകത്തും 1 ഉണ്ട്. -1 ∞ ഇടയ്ക്ക് 1 ഇല്ലേ, 1 കൊടുക്കുമ്പോൾ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മൂന്നും തെറ്റാണ്, അതുകൊണ്ട് ശരി ഉത്തരം ഇതായിരിക്കും കേട്ടോ. 2 to ∞ -Z3 എന്ന് പറയാം. ഇത് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. ഇത് ചെയ്യേണ്ടത് നമ്മൾ പല കേസായിട്ടൊക്കെ ചെയ്യണം, അത് ലെങ്തി മെത്തേഡാണ്. പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ കിട്ടും കേട്ടോ. ഇതാണ് കേസുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ 3 ഓപ്ഷനിലും 1 ഉണ്ട്. 1 കൊടുത്താൽ ലോഗരിതം ഓഫ് നെഗറ്റീവ് വാല്യൂ വരും. ലോഗരിതം ഓഫ് നെഗറ്റീവ് വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ലോഗിൻ്റെ ബ്രാക്കറ്റുള്ള വാല്യൂ എപ്പോഴും എന്താവണം, പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് തീരുന്നത്. അതുകൊണ്ട് ഈ 3 ഓപ്ഷൻ തെറ്റാണ്, അതുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻ ശരിയായിരിക്കും. എലിമിനേഷൻ മെത്തേഡിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The smallest equivalence relation on the set 1, 2, 3, 4 such that 1, 2, 2, 3 subset of R ആണ്. Then the number of elements in R എന്നാണ് പറയുന്നത്. ഇക്വലൻസ് റിലേഷൻ ആണ് വേണ്ടത് അല്ലേ. 1, 2, 1, 3 ഓൾറെഡി അതിനകത്ത് കിടപ്പുണ്ട് അല്ലേ. അതിനകത്ത്
അപ്പോൾ നമുക്ക് ഇക്വലൻസ് റിലേഷൻ ആണ് ആർക്ക് വേണം? റിഫ്ലെക്സീവ് ആവണമല്ലോ. അപ്പോൾ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം. ഇത് നാലും ചേർത്തു റിഫ്ലെക്സീവ് ആക്കാൻ പറ്റും. അപ്പോൾ എത്ര എലമെൻസിനെ ചേർത്തു? 1 1 2 2 3 3 4 3 3 4 നമ്മൾ 4 എലമെൻസ് ചേർത്ത്. ഇനി കൊടുത്തേക്കുന്നത് 2 എലമെൻ്റ് ഉണ്ട്, 1 2 1 3 ഉണ്ട്. 1 2 1 3 തന്നിട്ടുണ്ട്. ഇത് രണ്ടും വേണമല്ലോ, ഇതിൻ്റെ സൂപ്പർ സെറ്റാണ് വേണ്ടത്. അപ്പോൾ 1 2 ഉള്ളപ്പം സിമെട്രിക് ആണെങ്കിൽ 2 1 വേണം അല്ലേ? 1 2 ഉള്ളതുകൊണ്ട് സിമെട്രിക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇത് നമുക്ക് തന്നിരുന്ന കേട്ടോ, ഈ 1 2 2 1 ഉണ്ടായിരുന്നതാണ്. നമുക്ക് സിമെട്രിക് ആക്കാൻ വേണ്ടി ആരെ ചേർത്തു? 1 2 ഉള്ളപ്പം അല്ല സിമെട്രിക് ആണല്ലോ, 1 2 2 അല്ല 1 3 വന്നു, 1 2 1 3 വന്നു. അപ്പോൾ 1 2 ഉള്ളപ്പോൾ എന്തിനാ ഇൻസേർട്ട് ചെയ്യണം? 2 1 ഇൻസേർട്ട് ചെയ്യണം. 1 3 ഉള്ളപ്പോൾ എന്തിനാ ഇൻസേർട്ട് ചെയ്യണം? 3 1 ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ സിമെട്രിക് ആയി, അപ്പോൾ റിഫ്ലെക്സീവ് ആയി, സിമെട്രിക് ആയി. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ഇതിനകത്തിപ്പം 2 1 ഉണ്ട്, 1 3 ഉണ്ട്, 2 3 ഇല്ല. അപ്പോൾ 2 3 ഇൻസേർട്ട് ചെയ്യണം. കാരണം കേട്ടോ 2 1 1 3 ഉണ്ടായിരുന്നു, ആരില്ലായിരുന്നു? 2 3 ഇല്ല. അപ്പോൾ നമ്മൾ 2 3 ഇൻസേർട്ട് ചെയ്യും ട്രാൻസിറ്റീവ് ആക്കാൻ വേണ്ടി. അതുപോലെ നോക്കിയേ 3 1 1 3 ഉണ്ട്, സോറി 3 1 1 2 1 3 ഉള്ളപ്പോൾ 3 3 അത് കുഴപ്പമില്ല. 3 1 1 3 ഉള്ളപ്പോൾ 3 3 അത് കുഴപ്പമുണ്ട്. 3 1 1 2 ഉള്ളപ്പോൾ 3 2 വരണം, 3 2 കൂടെ ചേർത്ത്. ചോദ്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഇത് ആർ ഇസ് എ സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ ആയിരുന്നു, സച്ച് ദാറ്റ് ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ആർ ആയി ചെയ്യും. ഈ ആറിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? അപ്പോൾ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആയി. ഇപ്പം റിഫ്ലെക്സ് ഇതിനകത്ത് എലമെൻറ്റ്സ് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 എലമെൻറ്റുകൾ ഇതിനകത്തുണ്ട്. ചോദ്യങ്ങളിൽ if R is the smallest equivalence relation on the set 1 2 3 4 such that 1 2, 1 3 belongs to subset of R, അതായത് സബ്സെറ്റ് ഓഫ് R ആണ്, then the number of elements in R എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പം റിഫ്ലെക്സീവ് ആണ്, എന്തൊക്കെ ഉള്ളതുകൊണ്ട് 1 1 2 2 3 3 4 4 ഉള്ളതുകൊണ്ട് റിഫ്ലെക്സീവായി. പിന്നെ 1 2 ഉണ്ട്, ഇപ്പോൾ 2 1 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 2 ഉണ്ട്, സിമെട്രിക് ആയി. ഇനി 1 2 2 3 ഉള്ളപ്പോൾ 1 3 വരണം, 1 3 ഇവിടെ ഉണ്ട്. പിന്നെ 1 3 3 1 നോക്കുമ്പോൾ 1 1 അതൊക്കെ ഉണ്ട്. 1 2 2 1 1 1 ഉണ്ട്, 1 2 2 3 1 3 അതൊക്കെ ആയി. 1 3 3 1 1 1 ഉണ്ട്, ഇതിനകത്തുണ്ട്. 1 3 3 2 എടുക്കുമ്പോൾ 1 2 ഇടണം, 1 2 ഇവിടെ ഉണ്ട്. പിന്നെ 2 1 എടുക്കുമ്പോൾ 2 1 1 3 എടുക്കുമ്പോൾ 2 3 ഇടണം, 2 3 ഉണ്ട്. 3 1 1 2 എടുക്കുമ്പോൾ 3 2 ഇടണം, എല്ലാ കേസും ഉണ്ട്. അപ്പോൾ ഇത് 10 എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്ത് 10 എലമെൻറ്റ്സ് ആണ് ഇക്വലൻസ് റിലേഷനകത്ത് വരുന്നത് കേട്ടോ. 3 എന്നാണ് ഓപ്ഷൻ, ഇത് ടോട്ടൽ 10 എലമെൻറ്റ്സാണ്. അപ്പോൾ മിനിമം എത്ര എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യണമെന്നല്ല ചോദിക്കുന്നത്. ചിലപ്പം പരീക്ഷയ്ക്ക് അങ്ങനെ വരാറുണ്ട്, ഒരു റിലേഷനകത്ത് ഓൾറെഡി 2 എലമെൻറ്റ്സ് തരും, ഏതൊക്കെയാണ് ഇപ്പോൾ തന്നെ ഏതൊക്കെയായിരുന്നു ഇങ്ങനെ വന്നിട്ട് ചോദിച്ചാൽ ഇപ്പോൾ 1 2 1 3 ഉണ്ട്, ഇനി മിനിമം എത്ര എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്താൽ ഇക്വലൻസ് റിലേഷൻ ആക്കും, അങ്ങനെയായിരുന്നു ചോദിച്ചെങ്കിൽ 8 ആണ് ആൻസർ. 8 ഓപ്ഷൻ കിടപ്പുണ്ട്. അതല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇക്വലൻസ് റിലേഷൻ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്, മിനിമം അല്ല ചോദിച്ചിരിക്കുന്നത്. മിനിമം എത്ര വരെ ആഡ് ചെയ്താൽ ഇക്വലൻസ് റിലേഷൻ ആക്കാമെന്നല്ല ഈ ക്വസ്റ്റ്യൻ, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ വ്യത്യാസം മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. If for x belongs to R, two real numbers, two real valued function f of x and g of x are such that g of x എന്ന് പറയുന്നത് root x plus 1 ഉണ്ട്, and f dot g if ഇവിടെ എക്സ്ട്രാ വന്നുള്ളൂ കേട്ടോ, and f dot g of x എന്ന് പറയുന്നത് x plus 3 minus root x, then f of 0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഈ റൂട്ട് എക്സ് പ്ലസ് 1ൻ്റെ സ്ക്വയർ അതിനകത്ത് വരുന്നില്ലേ, ഈ എക്സും എക്സ് പറഞ്ഞ പാടിനകത്ത് വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട്, ഒരു 1 വരുന്നുണ്ട്, പിന്നെ ഒരു 2 റൂട്ട് എക്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ഇതാണ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് റൂട്ട് എക്സ് പ്ലസ് 1 ആയതുകൊണ്ട് നമുക്ക് ഈ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈ ക്വാണ്ടിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, റൂട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് -3 ടൈംസ് ഇങ്ങനെ എഴുതാം, -3 ടൈംസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1. അതായത് നമ്മൾ ഈ റൂട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്തൊക്കെ വരും? എക്സ് വന്നു, 1 വന്നു, 2 റൂട്ട് എക്സ് വന്നു അല്ലേ? ശരിക്കും ഇവിടെ മൈനസ് റൂട്ട് എക്സ് ഉള്ളു. അപ്പോൾ ഇവിടെ 2 റൂട്ട് എക്സ് വന്നുകൊണ്ട് മൈനസ് റൂട്ട് എക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു 3 റൂട്ട് എക്സ് മൈനസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എക്സ് വന്നു, പിന്നെ എത്രയാണ് വന്നേ? 2 റൂട്ട് എക്സ് മൈനസ് 3 റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് വന്നു. ഇവിടെ കിട്ടിയ നമ്പർ എത്രയായിരുന്നു? ഇവിടെ 1, ഇത് 1 മൈനസ് 3, 1 മൈനസ് 3 എത്രയാണ്? -2. ശരിക്കും ഇവിടെ ഉള്ളത് +3 അല്ലേ? അപ്പോൾ -2നെ +3 ആക്കാൻ വേണ്ടി ഒരു 5 കൂടെ ആഡ് ചെയ്യും. ഇതാണ് ശരിക്കും എഫ് ഓഫ് ഈ തന്നേക്കുന്ന സാധനം. ഇതിനെ ഇങ്ങനെ മാറ്റി,
ഈ x+3 മൈനസ് റൂട്ട് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? നോക്കി, റൂട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനകത്ത് ആരൊക്കെ വന്നു? എക്സ് വന്നു, 2 റൂട്ട് എക്സ് വന്നു, +1 വന്നു. അപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ മൈനസ് റൂട്ട് എക്സ് എടുക്കുന്നത്. മൈനസ് റൂട്ട് എക്സ് കിട്ടാൻ വേണ്ടി ഈ 2 റൂട്ട് എക്സിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തു? ഈ ഫംഗ്ഷൻ നമുക്ക് റൂട്ട് എക്സ് പ്ലസ് കൊണ്ട് കൊണ്ടുവരികയും ചെയ്യണം. അതുകൊണ്ട് -3 ടൈംസ് എന്ത് കൊടുത്തു? റൂട്ട് ഓഫ് എക്സ് പ്ലസ് കൊടുത്തു. അപ്പോൾ ഇത് -3 റൂട്ട് എക്സ് ആയി. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് എക്സ്, ഇവിടെ 2 റൂട്ട് എക്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3 റൂട്ട് എക്സ് ചെയ്തപ്പോൾ മൈനസ് റൂട്ട് എക്സ് കിട്ടി. അപ്പം നമ്പർ ഇവിടെ എന്ത് വന്നു? ഇവിടെ ഒരു 1ഉം ഇവിടെ -3 വന്നു. -3 എത്രയാണ്? -2 ആണ്. ശരിക്കും ഇവിടെ ഒരു +3 ആണ്. +5 കൂടെ ആഡ് ചെയ്യും. +5 കൂടെ ആഡ് ചെയ്തപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ x² - 3x + 5 ആയതുകൊണ്ടാണ്, ഇത് f(x) ആയതുകൊണ്ടാണ് f(g)(x). ആരാണ് g(x)? റൂട്ട് എക്സ് പ്ലസ് 1. ഇതിങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ f(x). എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? f(0) ആണ്. f(0) എത്ര കിട്ടി? f(0) is 0 - 0 + 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 5. ഫസ്റ്റ് യൂസ് ആൻസർ കിട്ടും കേട്ടോ. 5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? x+1 ഹോൾ സ്ക്വയർ -1 ആണ്. x ഗ്രേറ്റർ ദാൻ or equal to -1 ആണ്. ദെൻ ദ സെറ്റ് ഓഫ് സെറ്റ് x സച്ച് ദാറ്റ് f(x) = f(x) ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന f(x). ഇതിന് ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് ഈ ഉത്തരം കിട്ടും. ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് f(x)നെ f(x) ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ഉത്തരം കിട്ടും. പക്ഷേ അത് രണ്ടെണ്ണം കോംപ്ലക്സ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് x ഗ്രേറ്റർ ദാൻ or equal to -1 ആണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സുകളുടെ വാല്യൂ ഇല്ലേ? x ഗ്രേറ്റർ ദാൻ or equal to -1 എന്ന് പറയുമ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ -1 എന്നോ അതിനേക്കാൾ കൂടുതലാണെന്ന് ചെറുതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും വരികയില്ല. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത ബാക്കി രണ്ട് നമ്പർ ഏതൊക്കെയാണ്? 0 - 1. അതൊരു ഓപ്ഷൻ 3 കിടപ്പുണ്ട്. ഇതായിരിക്കും ആൻസർ. മനസ്സിലായി? ഇങ്ങനെയാണത് ശരിക്കും ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഉത്തരവാണ്. അതിൽ ഇത് രണ്ടും എടുക്കില്ല, കാരണം x ഗ്രേറ്റർ ദാൻ or equal to -1 ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നുണ്ട്. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ഈ f(x) ആരോട് ഈക്വലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? f(x)നോട്. എന്ന് പറഞ്ഞാൽ ഇത് y ആണ്, ഇത് x ആണ്. f(x) y ആണ്, f(x)ൻ്റെ വാല്യൂ x ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഇവിടെ ശരിക്കും f(x) y അല്ലേ, ഈ yക്ക് ഒരു x തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ x = എങ്ങനെ എഴുതാത്? x = x+1 ഹോൾ സ്ക്വയർ -1. ഇത് എക്സ്പാൻഡ് ചെയ്യുക. x = x² + 2x + 1 - 1 1 ക്യാൻസൽ ആയി പോയി. ഈ x അപ്പുറത്തേക്ക് മാറ്റും. അപ്പോൾ x² + x = 0 എന്ന് കിട്ടും. ഇതിനെങ്ങനെ എഴുതാം? x × x + 1 = 0 എന്ന് പറയും. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂ കിട്ടി. ഏതൊക്കെയാണ്? 0 കിട്ടും, -1 കിട്ടും. അതാണ് കറക്റ്റ് മെത്തേഡ്. 0 - 1 ഉണ്ടോ? ക്വസ്റ്റ്യൻ മറ്റൊന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. If the vectors AB and AC are the sides of the triangle ABC, then the length of the median through A എന്ന് യൂസ് ചെയ്യും. മീഡിയൻ ത്രൂ എ ഒരു ട്രയാങ്കിൾ എ ബി സി ആണെങ്കിൽ, ട്രയാങ്കിൾ എ ബി സി ഈ മീഡിയൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ. എ ഡി ആണ് മീഡിയൻ, മിഡ് പോയിന്റിലേക്ക് വരണം. അപ്പോൾ ഈ മീഡിയൻ്റെ തിയറി ഉണ്ട്. ഈ മീഡിയൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെക്ടർ എ ഡി ഈസ് ഈക്വൽ ടു, ഇതാണ് ഷോർട്ട് കട്ട്. എൻ്റെ ഫോർമുല വെക്ടർ എ ഡി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് വെക്ടർ എ ബി പ്ലസ് വെക്ടർ എ സി ആണ്. ഇങ്ങനെയാണ് ഫോർമുല വരുന്നത് കേട്ടോ. വെക്ടർ എ ഡി എങ്ങനെ എഴുതാം? ഹാഫ് ഓഫ് വെക്ടർ എ ബി പ്ലസ് വെക്ടർ എ സി എന്ന് പറയും. ഇതാണ് ഫോർമുല. വെക്ടർ എ ഡി ഹാഫ് ഓഫ് വെക്ടർ എ ബി പ്ലസ് വെക്ടർ എ സി. ഇങ്ങനെയാണ് എൻ്റെ ഫോർമുല കേട്ടോ. എ ഡി വെക്ടർ ഈസ് ഹാഫ് ഓഫ് വെക്ടർ എ ബി പ്ലസ് വെക്ടർ എ സി. അപ്പോൾ എ ബി വെക്ടർ ഇതാണ്, എ സി വെക്ടർ ഇതാണ്. രണ്ട് വെക്ടർ എടുക്കും. അപ്പോൾ ഈ എ ബി വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഏതായിരുന്നു എ ബി വെക്ടർ? 3i + 4k ആണ്. അപ്പോൾ 1/2 ടൈംസ് എ ബി വെക്ടർ ആരാണ്? 3i + 4k. 3i + 4k. എ സി വെക്ടർ ഏതാ? 5i - 2j + 4k ആണ്. 5i - 2j + 4k.
അപ്പോൾ എത്ര ഇടും നോക്കി, ഹാഫ് ഓഫ് 3i + 5i എത്ര ഇടുന്നു, 8i വരും. 8i. ഇവിടെ ഒരു ജെയുടെ പറഞ്ഞേ ഉള്ളൂ, -2j വരും. പിന്നെ ഒരു 4k + 4k ഉണ്ട്, അത് എത്ര കിട്ടി, 8k. പിന്നെ ഹാഫ് എടുക്കുമ്പോൾ എത്ര കിട്ടും, 4i - j + 4k വരും. 4i - j + 4k. ഇതാണ് AD വെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന് മീഡിയൻ വെക്ടർ. അപ്പോൾ വെക്ടർ AD കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ഹാഫ് ഓഫ് വെക്ടർ AB + വെക്ടർ AC ആണ്. മീഡിയൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ABയും ACയും കൂടെ ആഡ് ചെയ്യുക, എൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ചോദിച്ചേക്കുന്നത് അല്ലേ, ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ ത്രൂ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് AD ആണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ AD വെക്ടറാണ്. മോഡുലസ് ഓഫ് വെക്ടർ AD എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, √4² + 1² + 4² വരും. അത് എത്രയാണ്, √33 വരും. √33 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്നത് 4ാമത്തെ ചോയ്സാണ്. ഇതാണ് ആൻസർ, √33. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let P, Q, R and S be the points on the plane with the position vectors -2i - j, പിന്നെ ഒരു 4i ഉണ്ട്, 3i + 3j ഉണ്ട്, ആൻഡ് -3i + 2j ഉണ്ട് respectively. The quadrilateral PQRS must be a parallelogram which is neither a rhombus nor a rectangle ഉണ്ട്, സ്ക്വയർ ഉണ്ട്, rectangle but not a square ഉണ്ട്, rhombus but not a square കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു തൽക്കാലം ഒരു ക്വാഡ്രിലാറ്ററൽ പോലെ ഇങ്ങനെ എടുക്കുവാണ്. ഇങ്ങനെ ക്വാഡ്രിലാറ്ററൽ എടുത്തു. ABCD എന്ന് പേര് കൊടുത്തു. PQR അല്ലേ, ABCD അല്ല, PQRS ആണ്. അതാണ് PQRS, ഒരു ക്വാഡ്രിലാറ്ററൽ. ഇതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ്, -2i - j എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് -2 -1 0 ആണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് 4i ആണ്. 4i എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, 4 0 0 ആണ്. പോയിന്റ്സ് എല്ലാം തെളിഞ്ഞിട്ടില്ല ശരിക്കും, 4i തന്നെയാണോ നോക്കി, 4i യെസ്. അടുത്ത 3i + 3j ആണ് എന്ന് പറഞ്ഞാൽ എന്താ, 330 വരും, കേടെ ടൈമില്ല. അടുത്ത നിൽക്കുന്നത് -3i + 2j ആണ് എന്ന് പറഞ്ഞാൽ ഏതാ, -3, 2, 0. ശരിക്കും വേണ്ടി 2D ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ, 3Dയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്നില്ല, ഈ സീറോസും കളഞ്ഞേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 3D ആക്കണമെന്നില്ല, 2D ആക്കിയാൽ മതി. കാരണം എല്ലാ ടൈമിനകത്തും ഇസഡിൻ്റെ ടൈമില്ല, കെയുടെ കോഎഫിഷ്യൻ്റ് ഇല്ലല്ലോ, അപ്പോൾ 2D എടുത്ത് ചെയ്താലും മതി. അപ്പോൾ 4 സൈഡ്സ് 4 വെർട്ടെക്സ് നിൽക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്, പാരലോഗ്രാം ആണോ, സ്ക്വയർ ആണോ, റെക്റ്റാങ്കിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കാം. എത്രയാണ് PQൻ്റെ ലെങ്ത് നോക്കി, വാട്ട് ഈസ് PQ, √4 - -2 6² + 0 - -1 1², √37. അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് RS ആണ്, അത് എത്ര നോക്കി, അത് √3 - -3 6² + 3 - 2 1², ഇതും √37 കിട്ടി. ഈ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. പിന്നെ QR-ഉം പീസ് നമുക്ക് നോക്കാം. QR എത്രയാണെന്ന് നോക്കിയേ, QR ഈസ് 4 - 3 1 + 3 - 0² 9, √10 കിട്ടി. √10 കിട്ടി. ഇത് √10 ആണ് നോക്കി, PS √2 - -1 3² 9 + -3 - -2 -1² 1, ഇതും √10 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടി, അതുകൊണ്ട് റോംബസ് ആവത്തില്ല. റോംബസ് ആണ് എല്ലാ സൈഡ് ഈക്വലാണ്. അപ്പോൾ റോംബസ് എന്നുള്ള ചോയ്സുകളൊക്കെ നമുക്ക് കിട്ടികളെ. റോംബസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ റോംബസ് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. സ്ക്വയറും തെറ്റാണ്.
കാരണം സ്ക്വയറോ റോംബസ് ആണ് എന്ത് ചെയ്യണം, എല്ലാ സൈഡും ഈക്വലായിരിക്കും. അപ്പോൾ അത് രണ്ടും പോയി. പിന്നെ പറയുന്നത് രണ്ട് ഉത്തരവാണ്, ഒന്നെങ്കിൽ റെക്റ്റാങ്കിൾ ബട്ട് നോട്ട് എ അല്ല അതല്ല സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടില്ല, നോട്ട് എ സ്ക്വയർ. പിന്നെ ഉള്ളത് പാരലോഗ്രാം വിച്ച് ഈസ് നൈദർ എ റോംബസ് നോർ എ റെക്റ്റാങ്കിൾ. ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും ആൻസർ അല്ലേ. പാരലോഗ്രാം വിച്ച് ഈസ് നൈദർ റെക്റ്റാങ്കിൾ ബട്ട് നോട്ട് എ സ്ക്വയർ കിടപ്പുണ്ട്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ പ്രത്യേകം എന്താ, റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഇതിൻ്റെ ഡയഗണൽസിന് ലെങ്ത് ഈക്വലായിട്ട് വരണം. റെക്റ്റാങ്കിൾ ആണ് ഡയഗണൽസ് ഈക്വൽ ആവണം, പാരലോഗ്രാം ആണ് ഡയഗണൽസ് ഈക്വൽ ആവണം നിർബന്ധമില്ല. നമുക്ക് ഡയഗണൽസ് കൂടെ നോക്കാം. ഡയഗണൽസ് നോക്കി എത്രയാണ് പി ആർ എന്ന് പറയുന്നത്, പി ആർ റൂട്ട് ഓഫ് 3 minus minus 2 5 square plus 3 minus minus 1 4 square. അപ്പോൾ ഇത് എത്ര റെഡി, 25 plus 16 വരും, റൂട്ട് 41 വരും. അടുത്ത് എസ് ക്യു എസ് കണ്ടുപിടിക്കാം. ക്യു എസ് എത്ര, റൂട്ട് ഓഫ് 4 minus minus 3 7 square plus 0 minus minus 2 2 square. ഇതെത്ര നമുക്ക് കിട്ടുന്നത്, റൂട്ട് 53 ആവും അല്ലേ. ഇത് രണ്ട് ഈക്വൽ അല്ല, അപ്പോൾ റെക്റ്റാങ്കിൾ അല്ല. റെക്റ്റാങ്കിളാണ് ഡയഗണൽ സീക്വലായിട്ട് വന്നത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് ചോയ്സ് ആണ് ഏതാ, ഇതും പോയി കേട്ടോ. റെക്റ്റാങ്കിൾ ബട്ട് നോട്ട് എ സ്ക്വയർ എന്നുള്ള ആൻസർ എഴുതാൻ പറ്റില്ല. റെക്റ്റാങ്കിൾ ആണെന്ന് സംഭവിക്കണം, ഡയഗണൽ സീക്വൽ ആയിരിക്കണം. ഡയഗണൽസ് എന്തല്ല, ഈക്വൽ അല്ല. അത് നമുക്ക് ആൻസർ എഴുതാവുന്ന പാരലോഗ്രാം വിച്ച് ഈസ് നൈദർ എ റോംബസ് നോർ എ റെക്റ്റാങ്കിൾ എന്നുള്ള ഉത്തരമാണ് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ ഓപ്ഷൻ കൊടുത്തത് റെക്റ്റാങ്കിൾ ബട്ട് നോട്ട് എ സ്ക്വയർ ഉണ്ട്. റെക്റ്റാങ്കിൾ ആണ് എന്ത് സംഭവിക്കണമായിരുന്നു, ഡയഗണൽ സീക്വൽ ആവണം. ഡയഗണൽ സീക്വൽ അല്ലാത്തതുകൊണ്ട് റെക്റ്റാങ്കിളും പോയി. പിന്നെ ചിലപ്പോൾ 3D വന്നപ്പോൾ 3 വെർട്ടെക്സ് ഉണ്ടെങ്കിലും ഇത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ വെക്ടർ എ ഇസ് ഈക്വൽ ടു എന്താ കൊടുക്കുന്നത്, ആൽഫ ഐ പ്ലസ് 2j പ്ലസ് ബീറ്റ കെ lies in the plane of the vectors b is equal to I plus j and c is equal to j plus k and bisect the angle between b and c എന്ന് പറയുന്നത് അല്ലേ. Then which one of the following gives possible values of alpha and beta ആണ് ചോദ്യം. അപ്പോൾ എന്ന് പറയുന്ന വെക്ടർ ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ വെക്ടേഴ്സ് ബി ആൻഡ് സി എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയുന്നത്. അപ്പോൾ ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയണമെങ്കിൽ ഈ എ എന്ന് പറയുന്ന വെക്ടർ ബിക്കും സിക്കും ആംഗിളിനെ ബൈസെക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ബിയുടെയും സിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. ഇത് ബി ആണ്, ഇത് സി ആണ്. ഇത് വെക്ടർ ബി ആണെന്ന് ഓർക്കുക, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ സി ആണെങ്കിൽ ഇവർക്കിടയിൽ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത് ലെങ്ത് ഈക്വൽ ആയിട്ടുണ്ട്. രണ്ട് ലെങ്ത് ഈക്വൽ അല്ലേ, ഈ ഒരു വെക്ടർ ആയിരിക്കും ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ഇവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട്, ഈ ബിയുടെയും സിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട് ബി പ്ലസ് സി എന്ന് പറയുന്ന വെക്ടർ ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്തോളൂ, ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ വെക്ടർ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ആ വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാവുന്ന കേസാണ്. ശരിക്കും ഈ വെക്ടർ വരേണ്ടത് നമ്മുടെ ഈ എ വെക്ടറായിട്ട് വരേണ്ട വെക്ടർ ശരിക്കും ഒരു ലാംഡ ടൈംസ് ബി പ്ലസ് സി ആയിരുന്നു വരേണ്ടത്. ഇതാണ് എ വെക്ടർ കേട്ടോ, ഇത് എ വെക്ടറാണ്. എ വെക്ടർ വരേണ്ടത് എന്താ, ഒരു ലാംഡ ടൈംസ് ബി പ്ലസ് സി ആയിരിക്കും. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ യൂണിറ്റ് വെക്ടർ ആക്കിയിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ യൂണിറ്റ് വെക്ടർ ആക്കണമെങ്കിൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് ആകുമ്പോഴാണ് യൂണിറ്റ് വെക്ടർ ആക്കേണ്ടത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ടും ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ടും ആണ്. അതുകൊണ്ട് നേരെ ഒരു ലാംഡ ടൈംസ് ബി പ്ലസ് സി എടുത്താണ്. അപ്പോൾ ഈ വെക്ടർ നമുക്ക് ശരിക്കും കിട്ടുന്നത് എന്താ, എ എന്ന് പറയുന്ന വെക്ടർ ലാംഡ ടൈംസ് ബി പ്ലസ് സി ആകുമ്പോൾ എന്ത് വരും, ഇവിടെ ഒരു ഐ വരും, ബി കൂടെ ആഡ് ചെയ്ത് ജെ പ്ലസ് ജെ എന്താവും 2j ആവും, പിന്നെ കെയും വരും. പിന്നെ നമുക്ക് എ എന്ന് പറയുന്ന വെക്ടർ തന്നിരിക്കുന്ന ജെയുടെ കോഫിഷ്യന്റ് 2 തന്നെയാണ്. അപ്പോൾ ജെയുടെ കോഫിഷ്യന്റ് 2 തന്നെ കിട്ടണമെങ്കിൽ
ഈ ലാംഡ എന്ത് വരണം? 1 വരണം. ലാംഡ 1 തന്നെ വന്നാലേ ഇവിടെ ജെയുടെ കോഷൻ 2 കിട്ടും. കാരണം ഗിവൺ എ എന്താണ്? ഗിവൺ എ എന്ന് പറയുന്നത് ആൽഫ ഐ പ്ലസ് 2j പ്ലസ് ബീറ്റ കെ ആണ്. ഇതാണ് ഗിവൺ എ. അപ്പോൾ ഈ 2 ലാംഡയാണ് 2 ആകുന്നത്. അപ്പോൾ ലാംഡയുടെ വാല്യൂ എത്ര കിട്ടി? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം 2 ലാംഡ ഈസ് 2 ആണ്. അതുകൊണ്ട് ലാംഡയുടെ വാല്യൂ എത്രയാണ്? ലാംഡയുടെ വാല്യൂ 1 ആണ്. ലാംഡയുടെ വാല്യൂ 1 ആകുമ്പോൾ ശരിക്കും എ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാവുന്നത്? നമുക്ക് കിട്ടുന്ന എ വെക്ടർ എന്ന് പറയുന്നത് ശരിക്കും ലാംഡയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഐ പ്ലസ് 2j പ്ലസ് കെ കിട്ടും. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫയും 1 വരും അല്ലേ? ആൽഫ 1 ആണ്, ബീറ്റയും 1 ആണ്. ആൽഫയും 1 ബീറ്റയും 1 ഫസ്റ്റ് യൂസ് ചെയ്യും. ആൽഫയുടെ വാല്യൂ 1 ആണ്, ബീറ്റയുടെ വാല്യൂ 1 ആണെന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് യൂസിലേക്ക് നമുക്ക് ആൻസർ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If C is the midpoint of AB and P is any point outside AB, then C എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് P is any point outside AB എന്ന് പറഞ്ഞു. Then PA plus PB PC 0 പറഞ്ഞിട്ടുണ്ട്. PA plus PB plus 2 PC 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. PA plus PB is PC എന്ന് പറഞ്ഞിട്ടുണ്ട്. PA plus PB is 2 PC എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ മീഡിയൻ്റെ തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ഇത് പെട്ടെന്ന് അല്ലേ? എ ബി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് എ ബിയാണ്. എ എന്ന് പറയുന്ന പോയിന്റും ഇതേതാണ് ബി എന്ന് പറയുന്നത്. ഇതാണ് എ ബി. ഈ സി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇവിടെ അങ്ങനെ കൊടുത്തു. സി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. ആൻഡ് പി ഇസ് എനി പോയിന്റ് ഔട്ട്സൈഡ് ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുക്കുകയാണേ, എനി പോയിന്റ് ആണ് ഔട്ട്സൈഡ് എടുക്കുക. ഇവിടെ എടുത്തു പി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച മീഡിയൻ്റെ തിയറം യൂസ് ചെയ്യാം. മീഡിയൻ തിയറം യൂസ് ചെയ്യാം. മിഡ് പോയിന്റ് ആയിരിക്കണം കേട്ടോ. ഈ സി എന്തായിരിക്കണം? സി ഇസ് മിഡ് പോയിന്റ് ഓഫ് എ ബി ആണെങ്കിൽ ഈ പി എ പ്ലസ് പി ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? മുമ്പ് പറഞ്ഞാണ് മീഡിയൻ തിയറം. പി എ പ്ലസ് പി ബി ഈസ് 2PC ആയിരിക്കും. പി എ പ്ലസ് പി ബി ഈസ് 2PC ആയിരിക്കും. ഏതാണ് ആൻസർ എഴുതാം? ഇത് പി എ പ്ലസ് പി ബി ഈസ് 2PC. പി എ പ്ലസ് പി ബി ഈസ് 2PC എന്ന് പറയുന്ന ആ റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാം. മീഡിയൻ്റെ തിയറമാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു 4i plus 3j plus 5k ആണ്. ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു i plus 2j minus 4k ആണ്. ലെറ്റ് ബീറ്റ 1 ബി പാരലൽ ടു ആൽഫ ആൻഡ് ബീറ്റ 2 ബി പെർപെൻഡിക്കുലർ ടു ആൽഫ. If beta is equal to beta 1 plus beta 2, then the value of 5 times beta 2 dot I plus j plus k എന്നാണ് യോജിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഡേറ്റ എന്തൊക്കെയാണ് നോക്കി. ബീറ്റ 1 എന്ന് പറയുന്ന വെക്ടർ ആൽഫയ്ക്ക് പാരലാണ്. ഇതാണ് ആൽഫ. അപ്പോൾ ബീറ്റ 1 എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫയ്ക്ക് പാരലായതുകൊണ്ട് ലാംഡ ടൈംസ് ആൽഫ എന്ന് എഴുതാം. ബീറ്റ 1 ഈസ് ലാംഡ ടൈംസ് ആൽഫ. ആൽഫ ആരാണ്? 4i plus 3j plus 5 ആണ്. അപ്പോൾ ബീറ്റ 1 എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് ലാംഡ ടൈംസ് എങ്ങനെ എഴുതാം? 4i plus 3j plus 5k എന്ന് പറയും. ഇതാണ് ബീറ്റ 1 എന്ന് പറയുന്നത്. ലാംഡ ടൈംസ് 4i plus 3j plus 5k എന്ന്. പിന്നെന്താ പറഞ്ഞത് നമ്മളോട്? ലെറ്റ് ബീറ്റ 1 ബി പാരലൽ ടു ആൽഫ. ബീറ്റ 1 ആർക്ക് പാരലാണ്? ആൽഫയ്ക്ക് പാരലാണ്. ഇങ്ങനെ എഴുതി. ബീറ്റ 2 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആൽഫയാണ്. നിൽക്കട്ടെ. ആൻഡ് ബീറ്റ ഈസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ആണ്. അപ്പോൾ ബീറ്റ 2 എന്ന് പറയുന്ന വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ 2 ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ബീറ്റ 1 ആണ്. ബീറ്റ 2 എന്ന് പറയുന്ന വെക്ടർ ബീറ്റ മൈനസ് ബീറ്റ 1 എന്ന് പറഞ്ഞാൽ ഏതാണ് ബീറ്റ വെക്ടർ എന്ന് പറയുന്നത്?
that is the beta vector. I plus 2j minus 4k. I plus 2j minus 4k എന്ന് എന്ത് മൈനസ് ചെയ്യണം? ബീറ്റ 1 മൈനസ് ചെയ്യണം. ബീറ്റ 1 ആരാ? ഇത് 4 ലാംഡ I പ്ലസ് 3 ലാംഡ j പ്ലസ് 5 ലാംഡ k. ഇതങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ബീറ്റ 2 എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. 1 മൈനസ് 4 ലാംഡ I പ്ലസ് 2 മൈനസ് 3 ലാംഡ j വരും. 2 മൈനസ് 3 ലാംഡ j പ്ലസ് മൈനസ് 4k മൈനസ് 5 ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 4 മൈനസ് 5 ലാംഡ ഇൻറ്റു k എന്ന് വരും. ഇതാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ബീറ്റ 2 എന്ന് പറയുന്ന വെക്ടർ. ബീറ്റ 2 എന്ന് പറയുന്ന വെക്ടർ നമുക്ക് ഇങ്ങനെ കിട്ടി. 1 മൈനസ് 4 ലാംഡ I പ്ലസ് 2 മൈനസ് 3 ലാംഡ j പ്ലസ് മൈനസ് 4 മൈനസ് 5 ലാംഡ k. ഇനി ബീറ്റ 2 ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? ആൽഫയ്ക്ക് പെർപെൻഡിക്കുലർ. ഇത് അപ്പോൾ ബീറ്റ 2 ഡോട്ട് ആൽഫ എന്ത് കിട്ടണം? ബീറ്റ 2 ഡോട്ട് ആൽഫയുടെ വാല്യൂ 0 കിട്ടണം. ബീറ്റ 2 ഡോട്ട് ആൽഫയുടെ വാല്യൂ എന്ത് കിട്ടണം? 0 എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിനെ ആൽഫ കൊണ്ട് ഡോട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1 മൈനസ് 4 ലാംഡ 4 ഇൻറ്റു 1 മൈനസ് 4 ലാംഡ വന്നു പ്ലസ് 3 ഇൻറ്റു 2 മൈനസ് 3 ലാംഡ വന്നു പ്ലസ് 5 ഇൻറ്റു മൈനസ് 4 5 ലാംഡ വന്നു. ഇത് 0 കിട്ടും. ഇത് നമ്മൾ ലാംഡയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/5. നമുക്ക് നോക്കാം, സോൾവ് ചെയ്ത് നോക്കാം. ഇത് റെഡി. 4 ഇൻറ്റു 1 4 കിട്ടി, മൈനസ് 60 ലാംഡ കിട്ടി. ഇത് 6 കിട്ടി, മൈനസ് 9 ലാംഡ കിട്ടി. അത് മൈനസ് 20 കിട്ടി, മൈനസ് 25 ലാംഡ കിട്ടി, ഈക്വൽ ടു 0 കിട്ടി. ഇപ്പോൾ 4 പ്ലസ് 6 10, 10 മൈനസ് 20 മൈനസ് 10 വന്നു. ഇവിടെ എത്ര കിട്ടിയേ? മൈനസ് 60 ലാംഡ മൈനസ് ലാംഡ മൈനസ് 25 മൈനസ് 50 ലാംഡ. അപ്പുറത്തോളം പ്ലസ് 50. ഇവിടെ പ്ലസ് 50 മൈനസ് അല്ല. അപ്പോൾ ലാംഡയുടെ വാല്യൂ എത്ര കിട്ടി? ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് മൈനസ് 50 ലാംഡ. ഇത് പ്ലസ് 10 ആണ്, സോറി, ഇങ്ങനെയാണ്. 4 മൈനസ് 60 ലാംഡ സിംപ്ലിഫൈ ഇങ്ങനെ കിട്ടി. അപ്പോൾ 50 ലാംഡ ഇസ് 10 കിട്ടും അല്ലേ? 10. ഇത് 4 പ്ലസ് 6 10 ആയിരുന്നു. 10 മൈനസ് 20 എത്രയായിരുന്നു? മൈനസ് 10 കിട്ടും അല്ലേ? മിസ്റ്റേക്ക് പറ്റുന്നു, മൈനസ് 10 ആണ്. ഇവിടെ കിട്ടുന്നത് 4 പ്ലസ് 6 10, 10 മൈനസ് 20 മൈനസ് 10 കിട്ടി. ഇപ്പോൾ എത്ര കിട്ടുന്നത്? മൈനസ് 65 മൈനസ് 16 ലാംഡ മൈനസ് 9 ലാംഡ മൈനസ് 25 ലാംഡ എത്ര കിട്ടിയേ? മൈനസ് 50 ലാംഡ കിട്ടി, ഈക്വൽ ടു 0 കിട്ടും. യെസ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? ലാംഡയുടെ വാല്യൂ മൈനസ് 1/5 കിട്ടും. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ആ വെക്ടർ കിട്ടി. ദെൻ ദ വാല്യൂ ഓഫ് 5 ടൈംസ് ബീറ്റ 2 ഡോട്ട് I പ്ലസ് ജെ പ്ലസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ നോക്കട്ടെ. ഫോർ പ്ലസ് 60 മൈനസ് 1/5 കിട്ടും. ലാംഡയ്ക്ക് നമുക്ക് മൈനസ് 1/5 കിട്ടുമ്പോൾ നമുക്ക് വേണ്ട കിട്ടുന്നത് 5 ബീറ്റ 2 വേണ്ട. ബീറ്റ 2 എന്ന് പറഞ്ഞ വെക്ടർ ഇതല്ലായിരുന്നു, കുഴപ്പമില്ല, പോസിറ്റീവ് വന്നോളൂ. ലാംഡയ്ക്ക് മൈനസ് 1/5 ഇതെല്ലാം പോസിറ്റീവായിട്ട് വന്ന് നമുക്ക് ബീറ്റ 2 വെക്ടർ കിട്ടും. ബീറ്റ 2 വെക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ബീറ്റ 2 കണ്ടുപിടിച്ചിട്ട് 5 ടൈംസ് ബീറ്റ 2 ഡോട്ട് I പ്ലസ് ജെ പ്ലസ് എടുത്താൽ മതി. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 7 ആൻസർ കിട്ടും കേട്ടോ. 7 കിട്ടിക്കോളും. കാരണം ബീറ്റ 2 ലാംഡ കണ്ടുപിടിക്കാൻ ലാംഡയുടെ വാല്യൂ കിട്ടിയത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബീറ്റ 2 കിട്ടും. പിന്നെ 5 ബീറ്റ 2 ഡോട്ട് I പ്ലസ് ജെ പ്ലസ് എടുത്താൽ 7 കിട്ടിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The vector A is equal to എന്താ പറയുന്നത്? മൈനസ് I പ്ലസ്
the vector A is equal to minus I plus 2j plus k is rotated through a right angle passing through the y axis in this way, in its way. അതായത് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യും, y ആക്സിസ് കൂടിയാണ് പാസ് ചെയ്യുന്നത്. And the resulting vector is b. Then the projection of 3a plus root 2b on c എന്ന് പറഞ്ഞ വെക്ടർ ഏതാ, 5i plus 4j plus 3k ആണ്. അപ്പോൾ ഇത് വെക്ടേഴ്സിൻ്റെ ഒരു റൊട്ടേഷൻ്റെ ആപ്ലിക്കേഷൻ വന്നേക്കും. അതായത് എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ. ഇവിടെ ഇങ്ങനെ വൈ ആക്സിസ് ഉണ്ടെന്ന് ഓർക്കുക, ഇത് വൈ ആക്സിസാണ്. ഈ വെക്ടർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വൈ ആക്സിൽ കൂടി ഇങ്ങനെ ഒന്ന് കയറും, ഇവിടെ നിങ്ങൾ പോകുന്ന വഴി വൈ ആക്സിലൂടെ വന്ന് ഇപ്പുറത്തൊരു എയിലേക്ക് മാറുക, ബിയിലേക്കല്ല പോകുന്നത്. റൈറ്റ് ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ, റൊട്ടേറ്റ് ചെയ്യുന്ന റൈറ്റ് ആംഗിളായിട്ട് പോകുന്നു. അപ്പോൾ വൈ ആക്സിലൂടെ പോകുന്നുണ്ട്, റിസൾട്ടിങ് വെക്ടറായിട്ട് ബി വരുന്നു. റൊട്ടേറ്റ് ചെയ്ത് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈ ഇങ്ങനെ ഇപ്പം പോകുന്ന നോക്കുക, ഡേ എന്ന് പറയുന്ന വെക്ടറാണ്. ഇത് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ബിയിലേക്ക് വന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വൈ ആക്സിലോട്ട് പോകുന്നുണ്ട്. എന്ന് പറയുമ്പം ഈ മൂന്ന് വെക്ടേഴ്സും കോപ്ലൈനാറാണ്. ആരൊക്കെയാണ്, ഒരേ പ്ലെയിനിൽ വരും. എയും ഈ വൈ ആക്സിസും ബിയും കോപ്ലൈനാർ വെക്ടേഴ്സാണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ വെക്ടർ എയും വെക്ടർ ജെയും വെക്ടർ ബിയും എന്ത് വെക്ടറാണ്, കോപ്ലൈനാർ വെക്ടേഴ്സാണ്. കോപ്ലൈനാർ ഒരേ പ്ലെയിനിലുള്ള വെക്ടേഴ്സാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഐഡിയ. കണ്ടുപിടിക്കേണ്ട വെക്ടർ ബി ആണ്. അപ്പോൾ മൂന്ന് വെക്ടേഴ്സ് കോപ്ലൈനാർ ആണെങ്കിൽ വൺ ഓഫ് ദം ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ ടു എന്നുള്ള തിയറി ഉണ്ട്. ഇഫ് ത്രീ വെക്ടേഴ്സ് ആർ കോപ്ലൈനാർ ദെൻ വൺ ഓഫ് ദം ക്യാൻ ബി represented as the linear combination of other two. അപ്പോൾ വെക്ടർ ബീനെ എങ്ങനെ എഴുതാൻ പറ്റും, വെക്ടർ ബീനെ ഒരു ലാംഡ എ പ്ലസ് മ്യൂ ജെ എന്ന് എഴുതാം. വെക്ടർ ബീനെ എങ്ങനെ എഴുതാം, ലാംഡ എ പ്ലസ് മ്യൂ ജെ. കാരണം ദീസ് ത്രീ വെക്ടേഴ്സ് ആർ കോപ്ലൈനർ ആണ്. ഇനി നമുക്ക് ഈ എ എന്ന് പറയുന്ന വെക്ടർ മൂവ് ചെയ്താൽ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും എന്ന ഐഡിയ ഓർത്തു കേട്ടോ. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. മോഡ് എ തന്നെയായിരിക്കും മോഡ് ബി. അപ്പോൾ ഇങ്ങനെ വന്നേക്കുവാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പാസിംഗ് ത്രൂ വൈ ആക്സിസ് ആൻഡ് ഇറ്റ്സ് വേ ദ റിസൾട്ടിംഗ് വെക്ടർ ബി ഈസ് ബി. അപ്പോൾ ഈ എയും ബിയും പെർപെൻഡിക്കുലർ ആണല്ലോ, എയും ബിയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ബി വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞേ, ബി വെക്ടർ എന്ന് പറയുന്നത് ലാംഡ ടൈംസ് എ വെക്ടർ ഏതാ, മൈനസ് ഐ പ്ലസ് 2j പ്ലസ് കെ ആണ്. മൈനസ് ഐ പ്ലസ് 2j പ്ലസ് കെ ആണ്, പ്ലസ് മ്യൂ ടൈംസ് ജെ വെക്ടർ. ഇങ്ങനെ എഴുതി. അപ്പോൾ ഇത് നമ്മളൊരു കറക്റ്റായിട്ട് എഴുതുമ്പോൾ ബി വെക്ടറിനെ ഇങ്ങനെ എഴുതാം, മൈനസ് ലാംഡ ഐ, ഇവിടെ ഒരു 2 ലാംഡ ജെയും അവിടെ ഒരു മ്യൂ ജെയും കൂടെ ഉണ്ട്, 2 ലാംഡ പ്ലസ് മ്യൂ ജെ വരും, പ്ലസ് കെയും, മൈനസ് ലാംഡ ഐ പ്ലസ് 2 ലാംഡ പ്ലസ് മ്യൂ ജെ പ്ലസ് കെ എന്ന്. ഇനി ഈ ബി വെക്ടർ ആർക്ക് പെർപെൻഡിക്കുലർ ആണ്, എക്ക് പെർപെൻഡിക്കുലർ ആണ്. കെ കാരണം എ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഈ റൊട്ടേറ്റ് ത്രൂ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ എ ഡോട്ട് ബി 0 ഇടണം, എ ഡോട്ട് ബി 0. അതിൽ നമുക്ക് എന്താ ഇടുന്നത്, -1 ഇൻറ്റു മൈനസ് ലാംഡ, ലാംഡ പ്ലസ് 2 ഇൻറ്റു 2 ലാംഡ പ്ലസ് മ്യൂ എന്ന് പറഞ്ഞാൽ 4 ലാംഡ പ്ലസ് 2 മ്യൂ പ്ലസ് കെ ഡോട്ട് കെ 1 ആയി പോകും, ഈക്വൽ 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ഇടുന്നത്, 4 ലാംഡ പ്ലസ് ലാംഡ ഒരു 5 ലാംഡ കിട്ടും അല്ലേ. ഒരു കെയുടെ പ്രശ്നമുണ്ട്, ഒരു മിനിറ്റ്. ലാംഡ കെ അല്ലേ, കെ ലവറുണ്ട്, ലാംഡ കെ മൈനസ് ലാംഡ ആയി 2 ലാംഡയും ഇവിടെ ജെ ആയി പ്ലസ് ലാംഡ കെ. അപ്പോൾ ഇവിടെ ഒരു ലാംഡ വരുവേ. അപ്പോൾ നമുക്ക് എത്ര ഇടുന്നത്, 6 ലാംഡ പ്ലസ് 2 മ്യൂ 0 എന്ന് കിട്ടും. 6 ലാംഡ പ്ലസ് 2 മ്യൂ 0 കിട്ടി. ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 ലാംഡ പ്ലസ് മ്യൂവിൻ്റെ വാല്യൂ 0 കിട്ടി. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ എന്ന് പറയുന്നത് -3 ലാംഡയുടെ വാല്യൂ ആയിട്ട് വരും അല്ലേ. മ്യൂ ഇസ് ഈക്വൽ ടു -3 ലാംഡ.
മ്യൂവിൻ്റെ വാല്യൂ -3 ലാംഡ എന്ന് കിട്ടി. മ്യൂവിൻ്റെ വാല്യൂ ഇടുന്നത് -3 ലാംഡയാണ്. അപ്പോൾ നമുക്ക് ബി വെക്ടറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ബി വെക്ടർ നമുക്കൊരു മ്യൂവിന് പകരം -3 ലാംഡ കൊടുക്കുകയാണെങ്കിൽ now this b vector can be written as minus lambda I. മ്യൂവിന് പകരം എന്ത് കൊടുത്തു? -3 ലാംഡ കൊടുത്തു. അപ്പോൾ 2 ലാംഡ -3 ലാംഡ മൈനസ് ലാംഡ J1 പ്ലസ് ലാംഡ K1. ഇതാണ് ബി വെക്ടർ. മൈനസ് ലാംഡ I മൈനസ് ലാംഡ J പ്ലസ് ലാംഡ K. ഇതാണ് ബി വെക്ടർ. ഇനി മോഡുലസ് ഓഫ് ബി എത്രയാണ്? ഈ എ വെക്ടർ റൊട്ടേറ്റ് ചെയ്തല്ലേ ബി വെക്ടർ ആയിരിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എ തന്നെയായിരിക്കും മോഡുലസ് ഓഫ് ബി. എത്രയാണ് മോഡുലസ് ഓഫ് എ? മോഡുലസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ √1 + 4 + 1, അതായത് എത്രയാണ്? √6 ആണ്. √1 + 1 1 + 4 + 1 √6 കിട്ടും. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് √6 കിട്ടണം. അപ്പോൾ മോഡ് ബിയും √6 ആണ്. അപ്പോൾ എത്ര കിട്ടുന്നത്? അപ്പോൾ മോഡ് ബി സ്ക്വയർ 6 എന്ന് പറയാം അല്ലേ? മോഡ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ റൂട്ട് കളയാൻ പറ്റും. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയറിൻ്റെ വാല്യൂ 6 കിട്ടും. 3 ലാംഡ സ്ക്വയർ 6 കിട്ടി. അപ്പോൾ എന്ത് കിട്ടും? ലാംഡ സ്ക്വയറിൻ്റെ വാല്യൂ 6/3 കിട്ടി. 6/3 2 കിട്ടി. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടി? +or- √2 കിട്ടി. ലാംഡയ്ക്ക് 2 വാല്യൂ കിട്ടും, +√2 കിട്ടും -√2 കിട്ടും. ഇപ്പോൾ ലാംഡയ്ക്ക് നമ്മൾ -√2 കൊടുത്താൽ +√2 കൊടുക്കുക. ആദ്യം നമുക്ക് ലാംഡയ്ക്ക് +2 കൊടുക്കുക. ലാംഡയ്ക്ക് നമ്മൾ +√2 കൊടുക്കുമ്പം ഈ വെക്ടർ എങ്ങനെയാവും? വെക്ടർ ബി എന്തായിട്ട് മാറും? ലാംഡയ്ക്ക് നമ്മൾ +√2 കൊടുക്കുമ്പോൾ when lambda is equal to √2, ഈ ബി വെക്ടറിനെ എങ്ങനെ എഴുതാം? ബി വെക്ടർ ഈസ് ഈക്വൽ ടു -√2i -√2j പ്ലസ് √2k എന്ന് വരും. ഇതെല്ലാം നമ്മുടെ ബി വെക്ടർ ഇങ്ങനോ. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഈ y ആക്സിസിനും എ റൊട്ടേറ്റ് ചെയ്ത് ബി ആയി. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് y ആക്സിസ് കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും y ആക്സിസിനും ഈ ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ഒരിക്കലും ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആവില്ല. ഇവിടെ ഇപ്പം ഈ ജയുടെ കോഎഫിഷ്യന്റ് -√2 ആണെങ്കിൽ ഈ വെക്ടറിനും y ആക്സിസിനും ഇടയ്ക്കുള്ള ആംഗിൾ എടുക്കുമ്പോൾ ആ ഡോട്ട് പ്രോഡക്റ്റ് നെഗറ്റീവ് അല്ലേ കിട്ടുന്നത്? -√2 അല്ലേ കിട്ടുന്നത്. ഈ ബി ഡോട്ട് ജെ എടുത്ത് നോക്കി, ബി ഡോട്ട് ജെ എടുക്കുമ്പോൾ -√2 കിട്ടും. അപ്പോൾ ബിക്കും ജെക്കും ഇടയ്ക്കുന്ന ആംഗിൾ എന്തായി പോകും? ഒബ്റ്റ്യൂസ് ആംഗിളായി പോകും. പക്ഷേ ഇവിടെ നോക്കിയേ, ബിക്കും ജെക്കും ഇടയ്ക്കുന്ന ആംഗിൾ അക്യൂട്ട് ആംഗിളാണ്. അതുകൊണ്ട് ലാംഡയ്ക്ക് നമുക്ക് √2 കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ കേസിൽ എന്ത് സംഭവിക്കും? ബി ഡോട്ട് ജെ നെഗറ്റീവായി പോകും. എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് y ആക്സിസ് ഒബ്റ്റ്യൂസ് ആവും കേട്ടോ. ഹിയർ എന്ത് പറയാം? ആംഗിൾ ബിറ്റ്വീൻ ബി വെക്ടർ ബി ആൻഡ് y ആക്സിസ് ഈസ് എന്തായി പോകും? ഒബ്റ്റ്യൂസ് ആവും. ഇത് പറ്റിയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബി വെക്ടറിനും y ആക്സിസിനുള്ള ആംഗിൾ അക്യൂട്ടാണ്. അതിൻ്റെ കാരണം ഞാൻ ഫിയർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ലാംഡയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ദെർഫോർ ലാംഡ എന്താവാൻ പാടില്ല? ലാംഡ ഈസ് നോട്ട് ഈക്വൽ ടു √2. ദെർഫോർ ലാംഡ എന്താവണം? ലാംഡ ഈസ് -√2 ആണ്. ലാംഡ -√2 ആണ്. അപ്പോൾ ബി വെക്ടറിനെ എങ്ങനെ എഴുതാം? ലാംഡ -√2 ആകുമ്പം ബി വെക്ടർ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് -√2 ആകുമ്പോൾ √2i വരും. ഇത് √2i ആയി, ഇത് +√2j ആയി, ഇത് -√2k ആയി. എന്ന് നോക്കി, ഈ ബി വെക്ടറിനും y ആക്സിനും ഇടയ്ക്ക് ഇടുന്ന ആംഗിൾ എടുക്കുമ്പം നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ബി ഡോട്ട് ജെ എടുക്കുമ്പോൾ √2 കിട്ടുന്നുണ്ട്, പോസിറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് ബി വെക്ടർ. എന്നെ കണ്ടുപിടിക്കണ്ടേ? then the projection of 3a plus √2b on c ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാട്ട് ഈസ് √2b? √2b എടുക്കുമ്പോൾ 2i പ്ലസ് 2j -2k വരും അല്ലേ? ഇത് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ?
3a plus root 2b എടുക്കുക. 3a plus root 2b ആണല്ലോ അല്ലേ, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് കാണത്തില്ല. 3a plus root 2b എടുക്കുക. 3a plus root 2b എന്ന് പറയുമ്പോൾ നമ്മളെടുത്തേക്കുന്ന റൂട്ട് 2b ഏതാ, 2y plus 2j minus 2k ആണ്. 3 അവിടെ തന്നിട്ടുണ്ട്. അപ്പം -i plus 2i i വരും. പിന്നെ 2j അല്ലോ, 3 എടുക്കണ്ടേ, 3 എടുക്കുമ്പോൾ എന്താ വരുന്നത്, 3 എടുക്കുമ്പോൾ എന്താ -3i വരും കേട്ടോ. അപ്പം -3i plus 2i, -3i plus 2i എന്താവും, -i വരും. ഇതിലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 6j plus 2j 8j വരും. പിന്നെ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ വരുന്നത്, 3k ഇവിടെ -2k കെയും വരും. ഈ വെക്ടറിനെ എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം, ഈ 5i plus 4j plus 3kയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താ, ഈ വെക്ടർ ഡോട്ട് ആ വെക്ടർ എടുക്കുക ബൈ മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ എടുക്കുക. പ്രൊജക്ഷൻ്റെ ഫോർമുല അറിയാമല്ലോ, ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക 3√2 എന്നുള്ള ആൻസർ കിട്ടും കേട്ടോ. 3√2 ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. 3a plus 2bനെ എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമ്മളതിനെ ലാംഡ ബി പ്ലസ് മ്യൂ സി എന്ന് എടുത്തു, ഏത് വെക്ടറിനെ, ബി വെക്ടറിനെ. പിന്നെ അതും മെയിൻ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അതിൽ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റി, മ്യൂ സിക്കൽ -3 ലാംഡ കിട്ടി. അതോട് കൊടുത്തപ്പോൾ ബി വെക്ടർ ഇങ്ങനെ കിട്ടി. പിന്നെ എന്താ, മോഡ് ബി എന്നത് മോഡ് എയോട് ഈക്വലാണ്. അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച് 2 വാല്യൂ കിട്ടി. അതിൽ നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് പ്രിഫറബിൾ ആയിട്ട് വരുന്നത്, പോസിറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റില്ല. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുക. എന്നിട്ട് പിന്നെ ബാക്കിയെല്ലാം ചുമ്മാ പ്രൊജക്ഷൻ്റെ ഫോർമുല എന്താണ്, പി വെക്ടറിനെ നമ്മൾ ഒരു എ എന്നും അല്ലെങ്കിൽ ഒരു പി എന്നും, ഈ വെക്ടറിനെ പി എന്നും വിളിച്ചു, ഇതിനെ ക്യൂ എന്ന് വിളിച്ചാൽ എന്താണ് ഫോർമുല, പി ഡോട്ട് സി, അല്ല സി ആണ്, പി ഡോട്ട് സി ബൈ മോഡ് സി എന്ന ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് 3√2 എന്നുള്ള ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. പ്രദോഷം നോക്കുക. ഇതിനകത്ത് എ എന്ന് പറയുന്ന പോയിന്റ് 30 - 1 ആണ്, ബി എന്ന് പറയുന്ന ഒരു 2 10 6 ആണ്, ആൻഡ് സി എന്ന് പറയുന്ന ഒരു 1 2 1 ആണ്. Where the vertices of a triangle and M be the midpoint of AC, if G divides BM in the ratio 2:1, then cos of angle GOA കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആംഗിൾ GOA എന്ന് പറഞ്ഞാൽ എന്താ, OG ഡോട്ട് OA, അതായത് ഈ കോസ് ഓഫ് ആംഗിൾ GOA നമുക്ക് തീറ്റ എന്ന് വിളിച്ചാൽ കോസ് തീറ്റയുടെ ഫോർമുല വരുന്നത് OG ഡോട്ട് OA ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് OG ഇൻറ്റു മോഡുലസ് ഓഫ് OA. ഇതാണ് കണ്ടുപിടിക്കുന്നത്. OG ഡോട്ട് OA ഡിവൈഡ് ബൈ മോഡ് OG ഇൻറ്റു മോഡ് OA, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം കേട്ടോ. അതിൽ ഈ ജി എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നത്, ഒരു ട്രയാങ്കിൾ ABC ആണ് തന്നേക്കുന്നത് അല്ലേ, ട്രയാങ്കിൾ ABC ആണ്. M be the midpoint of AC എന്ന് പറഞ്ഞിട്ടുണ്ട്. M is the midpoint of AC. ഇത് പിന്നെ എന്താ പറഞ്ഞത്, G divides BM in the ratio 2:1. ഇത് G divides BM in the ratio 2:1 എന്ന് പറഞ്ഞാൽ ഈ G ഇതിൻ്റെ സെൻട്രോയിഡാണ്. G എന്താണ്, സെൻട്രോയിഡുകൾക്ക് മാത്രമേ അതിൻ്റെ മീഡിയനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. സെൻട്രോയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്, സെൻട്രോയിഡ് ഡിവൈഡ്സ് എവരി മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1 ഇൻറ്റേർണലി എന്ന്. അപ്പോൾ G എന്താണ്, സെൻട്രോയിഡാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു 30 - 1 ആണ്. ബി എന്താണ് 2 10 6 ആണ്. ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഏതാ 1 2 1 ആണ്. സി എന്ന് പറയുന്ന 1 2 1. അപ്പോൾ ഈ സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത് മൂന്ന് ആഡ് ചെയ്യുക. 3 + 2
5 plus 1 6 by 3 2. G എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഇവിടെ കേട്ടോ 2 കിട്ടി. അടുത്ത് 0 plus 10 10 10 plus 2 12 12 by 3 4 കിട്ടി. അടുത്ത് -1 plus 6 5 5 plus 1 6 by 3 2 കിട്ടി. ഇതാണ് സെൻറ്ററോട് കിട്ടുക 2 4 2 ആണ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററോട് കിട്ടുന്നത്. ഇനി എന്താ ചെയ്യണ്ടേ? ഒ ജി ഡോട്ട് ഒ എ ബൈ മോഡുലസ് ഓഫ് ഒ ജി മോഡുലസ് ഓ എ ആണ്. അപ്പോൾ ഒ ജി വെക്ടർ ഏതാ ഇടുന്നത്? ഈ വെക്ടർ അല്ലേ? ഒ ജി എന്ന് പറഞ്ഞിട്ട് 2i plus 4j plus 2k. ഒ എ വെക്ടർ എന്ന് 3 0 -1 കിട്ടും. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് എത്ര ഇടുന്നത് പറഞ്ഞു? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 into 3 6 കിട്ടി. 4 into 0 0 കിട്ടി. 2 into -1 -2 കിട്ടി അല്ലേ? ജി വെക്ടർ 2 4 2 ആണ്. എ വെക്ടർ ഇതാണ്. ഡിവൈഡ് ബൈ ഇതിൻ്റെ മോഡുലസ് എത്രയാണ്? ഒ ജിയുടെ മോഡുലസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ 4 4 സ്ക്വയർ 60 വീണ്ടും 4 റൂട്ട് 24 വരും. റൂട്ട് 24 എന്ന് പറയുന്നത് കാര്യം നടക്കട്ടെ. റൂട്ട് 24 ഇൻറ്റു ഇതിൻ്റെ മോഡുലസ് എത്ര ഇടുന്നത്? മോഡുലസ് ഓഫ് ഒ എ എത്രയാണ്? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് റൂട്ട് 10 കിട്ടും. നമുക്ക് എത്ര കിട്ടി? നമുക്കൊരു 4 ഡിവൈഡഡ് ബൈ ഇതൊരു 2 ഇൻറ്റു 4 ഇൻറ്റു 6 ആണ്. 2 റൂട്ട് 6 വരും അല്ലേ? 2 റൂട്ട് 6 ആണ്. റൂട്ട് 5 എത്രയാണ്? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 ആണ്. ഇങ്ങനെ ഇടും. അപ്പോൾ 2 4 വെട്ടി പോവും. മുകളിൽ എന്ത് കിട്ടി? 2 4 വെട്ടി കഴിഞ്ഞാൽ മുകളിലൊരു 2 ഉണ്ട്. 2 കിട്ടി. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഈ റൂട്ട് 6നെ റൂട്ട് 3 റൂട്ട് 2 എന്ന് പറയും അല്ലേ? അപ്പോൾ 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 വരും. അപ്പോൾ റൂട്ട് 2 റൂട്ട് 2 കൂടെ കട്ടായിട്ട് 1 ബൈ റൂട്ട് 15 കിട്ടും. ഓപ്ഷൻ 2 കിട്ടും. 1 ബൈ റൂട്ട് 15 രണ്ടാമത്തെ ചോയ്സ് കിട്ടും. ഇതുണ്ടോ? റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 15 അല്ലേ? 1 ബൈ റൂട്ട് 15 ആൻസർ. അടുത്ത ദിവസം നോക്കി. The distance of the point having position vectors -i plus 2j plus 6k from the straight line passing through the points 2 3 minus 4 and parallel to the vector 6i plus 3j minus 4k എന്ന് പറയും. ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. പോയിന്റ് ഏതാ? -1 2 6 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്താ ലൈൻ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്? പാസ് ചെയ്യുന്നത് 2 3 4 2 3 minus 4 പാരലൽ വെക്ടർ 6 3 minus 4. എങ്ങനെയാണ് ലൈൻ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം? x minus 2 divided by 6 equal to y minus 3 divided by 3 equal to z plus 4 by minus 4 അല്ലേ? ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ലെങ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഒന്നുകിൽ അത് ചെയ്യേണ്ടത് നമ്മൾ ഈ ലൈൻ്റെ ഇക്വേഷനെ ഒരു ലാംഡയുടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആർബിട്രറി പോയിന്റ് കിട്ടും. ഏതാ? 6 ലാംഡ പ്ലസ് 2. എക്സിൻ്റെ വാല്യൂ ഇടുന്നത് എത്രയാണ്? 6 ലാംഡ പ്ലസ് 2. ഇതൊരു പി എ ഇത് ക്യൂ. 6 ലാംഡ പ്ലസ് 2. വൈ എത്ര ഇടുന്നത്? 3 ലാംഡ പ്ലസ് 3. ഇസർ എത്ര ഇടും? -4 ലാംഡ -4 കിട്ടും. ഇതാണ് ക്യൂ എന്ന് പറയുന്നത് പോയിന്റ്. നമ്മുടെ പി ക്യൂ എന്നുള്ള വെക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്താ പി ക്യൂ വെക്ടർ ഇട്ടെന്ന് പറഞ്ഞേ? പി ക്യൂ ഇസ് 6 ലാംഡ പ്ലസ് 2 -1. അപ്പോൾ 6 ലാംഡ പ്ലസ് 3 വരും.
3 lambda plus 3 minus 2, 3 lambda plus 1 മതി. lambda plus 1. ഇതൊരു I വരും ഇങ്ങോട്ട് J വരും കേട്ടോ. 3 lambda plus 1. പിന്നെ -4 lambda -4 -6 എന്ന് പറഞ്ഞാൽ -4 lambda -10 വരും. ഇതാണ് പി ക്യു വെക്ടർ. ഇനി എന്താ ചെയ്യണ്ടേ? ഈ പി ക്യു വെക്ടർ ഈ ലൈനിൽ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാരലൽ ഉണ്ട്. ഇത് ഈ ലൈൻ്റെ പാരലൽ വെക്ടർ 6 3 -4 ഇത്. ഇവിടെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടണം. ഈ പി ക്യു ഡോട്ട് ബി 0 കിട്ടും. അതിൽ നമുക്ക് ലാംഡ കിട്ടും, ഈ ക്യൂ കിട്ടും. ക്യൂ കിട്ടി കഴിഞ്ഞാൽ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആയി. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. പി ക്യൂ ഡോട്ട് ബി 0 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? പി ക്യൂ ഡോട്ട് ബിയുടെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ ഇത് പി ക്യൂ വെക്ടർ ബി വെക്ടർ 6 × 6 ലാംഡ പ്ലസ് 2 എത്രയാണ്? 6 × 6 ലാംഡ 36 ലാംഡ. സോറി അതല്ല, ഇതാണ് പി ക്യൂ കേട്ടോ. ഇത് ബി. 6 × 6 ഇങ്ങനെ എഴുതണം. 6 × 6 ലാംഡ പ്ലസ് 3 പ്ലസ് 3 × 3 ലാംഡ പ്ലസ് 1 മൈനസ് 4 × -4 ലാംഡ -10. ഇത് 0 ആയിരിക്കും. അപ്പോൾ 36 ലാംഡ പ്ലസ് 18 പ്ലസ് 9 ലാംഡ പ്ലസ് 3 പ്ലസ് 16 ലാംഡ പ്ലസ് 40 ഈക്വൽ ടു 0 കിട്ടി. ലാംഡ എത്രയായിട്ട് നോക്കി? 36 പ്ലസ് 9 45 വരും. 45 പ്ലസ് 16 61 ലാംഡ കിട്ടി. ഇതൊന്നും നോക്കി 61 കിട്ടുന്നത് അല്ലേ? 18 പ്ലസ് 3 21 21 പ്ലസ് 40 61 -61. ലാംഡ എത്ര കിട്ടി? ലാംഡ -1 കിട്ടും. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടി. ലാംഡയ്ക്ക് -1 കൊടുത്തേ -6 ലാംഡ പ്ലസ് 2. അതായത് ലാംഡയ്ക്ക് -1 കൊടുക്കുന്നു, സോറി -6 പ്ലസ് 2 എത്രയാണ്? -6 പ്ലസ് 2 -4 കിട്ടി. അടുത്ത് ഇത് -3 പ്ലസ് 3 0 ആയിപ്പോയി. ഇത് 4 -4 അതും 0 ആയിപ്പോയി അല്ലേ? -4 0 0 കിട്ടും. നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എത്രയാ? ഈ പി ക്യു എന്താ നമുക്ക് വേണ്ടത്? പി ക്യു എത്ര കിട്ടി? പി ക്യു ഈസ് റൂട്ട് ഓഫ് -4 - -1 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ വരും. റൂട്ട് ഓഫ് 49 വരും. ദാറ്റ് ഈസ് 7. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ഫുട്ട് കിട്ടി. ഇനി ഇമേജ് ആണെങ്കിൽ താഴെ വരും കേട്ടോ. ഇമേജ് കണ്ടുപിടിക്കാൻ നമുക്ക് താഴോട്ട് എടുക്കാം. അപ്പോൾ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഇമേജ് കാണാൻ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? 2 × -4 എത്രയാണ്? -8 -1. അപ്പോൾ -7 -2 ആൻഡ് -6 അതായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ ഇമേജ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചു, ഇമേജ് കണ്ടുപിടിച്ചു കേട്ടോ. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ഈ പോയിന്റിൽ കൂടെ വേറെ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇത് ഒരു ലൈൻ വെച്ചു ഈ താഴത്തെ ലൈന് പാരലായിട്ട്. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ രണ്ടുപേരുടെ പാരലൽ വെക്ടർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. x+1 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു y-2 ഡിവൈഡഡ് ബൈ 3 is equal to z-6 ഡിവൈഡഡ് ബൈ മൈനസ് ഇങ്ങനെ വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് ആയി ഉണ്ടോ? ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ അടിക്കുന്ന ലൈൻസാണ്. അതിന് ഡയറക്റ്റ് ഒരു ഫോർമുല ഉണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. അവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കാനുള്ള ഫോർമുല ഇതാഴ്ച ചെയ്യാനുള്ള അപ്പം കേട്ടോ. A2 - A1 ക്രോസ് ബി ഇതിന് മോഡുലസ് എടുക്കുക ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി എടുക്കുക. ഇതായിരുന്നു എന്ത് ഫോർമുല? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസിൻ്റെ ഫോർമുല. മോഡുലസ് ഓഫ് A2 - A1 ക്രോസ് ബി എടുക്കുക ബൈ മോഡ് ബി എടുത്താൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് കിട്ടും. ആയിരിക്കും ഇവിടെ A2 ഉം A1 ഉം. ഈ ഒരു പോയിന്റ് A1 -1 2 6 A1 ആണ്. A2 വരാ ഇതിൽ രണ്ടാമത്തെ ഇതിലെ പോയിന്റ് ആണ് A2 എടുക്കുന്നത് കേട്ടോ. ഏതാ? 2 3 -4. ഫസ്റ്റ് ലൈനിലെ പോയിന്റ് A1 A2 വരാണ്. A1 ഇതിലെ പോയിന്റ് എടുത്തോ. A1 ഈസ് 2 3 -4 ആണെങ്കിൽ A2 ഏതാണ്? നമുക്ക് തന്നേക്കുന്ന പോയിന്റ് -1 2 6
അത് മാറിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബി വെക്ടർ ആരാ? ബി വെക്ടർ ഈസ് 6 3 -4. അപ്പോൾ ഈ ഡയറക്റ്റ് ഫോർമുല യൂസ് കിട്ടും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. മറ്റേ നമ്മൾ സോൾവ് ചെയ്തൊക്കെ എടുക്കണം, ഫോട്ടോ കണ്ടുപിടിച്ചു ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തൊക്കെ ചെയ്തിട്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പകരം എന്ത് ചെയ്യുക, ഈ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യുക. A2 - A1 ക്രോസ് ബിയുടെ എടുക്കുക, അതിൻ്റെ മോഡുലസ് എടുക്കുക, ഡിവൈഡ് ബൈ മോഡ് ബി. നമ്മൾ പഠിച്ചതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസിൻ്റെ ആപ്ലിക്കേഷൻ. അടുത്ത വെച്ച് നോക്കി, എ എന്ന് പറഞ്ഞ വെക്ടർ 2i - 3j + 4k ആണ്. ബി എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് തന്നേക്കുന്നത് 7i + j - 6k ആണ്. രണ്ട് വെക്ടറാണ് എയും ബി. ആർ ക്രോസ് എ ആർ ക്രോസ് ബി ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആർ ക്രോസ് എ ഈക്വൽ ടു ആർ ക്രോസ് ബി ആണെങ്കിൽ ആർ ക്രോസ് എ മൈനസ് ആർ ക്രോസ് ബിയുടെ വാല്യൂ എന്ത് കിട്ടണം? 0 കിട്ടും. ആർ ക്രോസ് എ മൈനസ് ആർ ക്രോസ് ബിയുടെ വാല്യൂ 0 കിട്ടും. എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എന്ത് കിട്ടും? ആർ ക്രോസ് എ മൈനസ് ബിയുടെ വാല്യൂ നമുക്ക് 0 കിട്ടും. ആർ ക്രോസ് എ മൈനസ് ബിയുടെ വാല്യൂ 0 കിട്ടും. ശരിയല്ലേ? അപ്പോൾ ആർ എന്ന് പറയുന്ന വെക്ടർ എ മൈനസ് ബിക്ക് പാരലലായിരിക്കും. ആർ ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് എ മൈനസ് ബി ആയിരിക്കും. ഇങ്ങനെ എഴുതാൻ പറ്റും. എ ബി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എ മൈനസ് ബി എന്ന് കിട്ടുന്നത് 2i - 7i - 5 കിട്ടും. അപ്പോൾ ആർ വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം, 2i - 7i - 5i. പിന്നെ -3j - j -4j കിട്ടി. -2i - 7i - 5i -3j - j -4j കിട്ടി. 4k - 6k 10 ഗെയിം. ലാംഡ എഴുതില്ലേ? ആർ വെക്ടർ ഈസ് ലാംഡ ടൈംസ് ഇങ്ങനെ വെക്ടർ ഇടും, -5i - 4j + 10k. ഇതാണ് ആർ വെക്ടർ. പിന്നെ നമുക്ക് എന്താ തന്നേക്കുന്നത്? ആർ ക്രോസ് എയും പിന്നെ ആർ ഡോട്ട് i + 2j + kയുടെ വാല്യൂ -3 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ആർ ഡോട്ട് ഈ വെക്ടർ ഡോട്ട് ചെയ്തെടുത്താൽ എന്ത് കിട്ടും? -3 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ശരിക്കും ആർ കിട്ടുന്നത്? നമുക്ക് -5 ലാംഡ i -4 ലാംഡ j + 10 ലാംഡ k ആണ് അല്ലേ? ഇങ്ങനെ എടുക്കണമെന്നില്ല, ആ റിസൾട്ട് യൂസ് ചെയ്താൽ മതി. ഏതാ ലാംഡ പുറത്തിട്ടാലും മതി. നമുക്ക് തന്നേക്കുന്ന റിസൾട്ട് എന്തായിരുന്നു? ആർ ഡോട്ട് i + 2j + kയുടെ വാല്യൂ എത്ര തന്നേക്കുന്നത്? -3 തന്നിട്ടുണ്ട്. പിന്നീട് -3 ആണെന്ന് പറഞ്ഞാൽ ഈ ആർ വെക്ടർ ഇതാണ്. അപ്പോൾ ലാംഡ പുറത്തിടുക, ലാംഡ ഇൻറ്റു ഈ 1 × -5, അതായത് ഈ ഇവിടുത്തെ -5 × i -5 × ഐയുടെ വേർഷൻ 1 കേട്ടോ, -5 കിട്ടും. അടുത്ത് -4 × 2 -8 കിട്ടി. 10 × 1 10 കിട്ടി, ഈക്വൽ ടു -3 കിട്ടി. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടി? -13 + 10 -3 ലാംഡയുടെ വാല്യൂ -3 എന്ന് കിട്ടി. അപ്പോൾ ലാംഡ എത്ര കിട്ടി? ലാംഡ ഈസ് 1 കിട്ടി. ലാംഡ 1 കിട്ടിയതുകൊണ്ട് നമ്മുടെ ആർ വെക്ടർ ശരിക്കും ആരാണ്? ഈ -5i - 4j + 10k ആണ്. therefore ആർ വെക്ടറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആർ വെക്ടർ എന്ന് പറയുന്നത് -5i - 4j + 10k. കാരണം ലാംഡ എത്ര കിട്ടി? 1 കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ആർ ഡോട്ട് ഈ സാധനം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ആർ ഡോട്ട് 2i - 3j ആർ ഡോട്ട് 2i - 3j + k ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? ഈ വെക്ടർ കൊണ്ട് ഇതിനെ ഡോട്ട് ചെയ്യണം. അപ്പോൾ -5 × 2 -10 വന്നു, -4 × -3 +12 വന്നു, 10 × 1 10 കിട്ടും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് ഫൈനൽ ആൻസർ ഈസ് 12 കിട്ടും. 12 ഓപ്ഷൻ 3 കിട്ടും കേട്ടോ. 12 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ദിവസം നീ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, നോക്കുക.
let A, B and C be 3 unit vectors such that A plus B plus is 0 ആണ്. And if lambda is equal to A dot B plus B dot C plus C dot A ആണ്. And D എന്ന് പറയുന്നത് A cross B plus B cross C plus C cross A ആണ്. Then the ordered pair lambda comma D is equal to യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം A plus B plus C യുടെ വാല്യൂ 0 ആണ്. എ ബി സി യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ മോഡ് എയും മോഡ് ബിയും മോഡ് സിയും എത്രയാണ്? 1 ആണ് അല്ലേ? മോഡ് എയും മോഡ് ബിയും മോഡ് സിയും 1 ആണ്. ഈ ലാംഡ എന്ന് പറയുന്നത് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് ഇതിനെ നമ്മൾ സ്കോർ ചെയ്യണം. സ്കോറിങ് ബോത്ത് സൈഡ്സ് ഇത് നമ്മൾ സ്കോർ ചെയ്യണേ. ഇതിനെ ഇങ്ങനെ സ്കോർ ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ സ്കോർ ചെയ്തു. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ അല്ലേ ഇത് എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് കിടക്കട്ടെ. നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയർ. വെക്ടർ സീറോയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്കേലാർ 0 ആയിട്ട് മാറും കേട്ടോ. സ്കേലാർ 0 ആയിട്ട് സ്ക്വയർ ചെയ്തേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. എ ബി സി യൂണിറ്റ് വെക്ടർ അല്ലേ? അപ്പോൾ എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറെല്ലാം 1 ആണ്. 1 പ്ലസ് 1 പ്ലസ് 1 ഇത് 3 കിട്ടി. 3 പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എയുടെ വാല്യൂ എന്ത് കിട്ടി? എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എയുടെ ആൻസർ എടുക്കുമ്പോൾ ഈ 3 അപ്പുറത്തേക്ക് പോയി -3 ആയി. -3/2 കിട്ടും കേട്ടോ. -3/2 അതാണ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് ആൻസർ എടുത്തത് -3/2. അപ്പോൾ ലാംഡയുടെ വാല്യൂ -3/2. എത്ര ഓപ്ഷൻ ഉണ്ട്? ലാംഡയുടെ വാല്യൂ -3/2. അപ്പോൾ രണ്ടെണ്ണം. അപ്പോൾ ഇത് രണ്ടും തെറ്റാന്ന് മനസ്സിലായി അല്ലേ? ഇത് രണ്ടും തെറ്റാണ്. അതിലൊന്നും ഉത്തരമാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡി കണ്ടുപിടിക്കണം. ഡി എന്താണെന്ന് പറയുന്നത്? എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ ആണ്. ഇപ്പം എ പ്ലസ് ബി പ്ലസ് സി 0 ആയതുകൊണ്ട് നോക്കുക ഗിവൺ എ പ്ലസ് ബി പ്ലസ് സി 0 വെക്ടറാണ്. അപ്പോൾ നമ്മളിതിനെ എ കൊണ്ടൊന്ന് ക്രോസ് ചെയ്യാം രണ്ട് സൈഡും. അപ്പോൾ എ ക്രോസ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എ ക്രോസ് 0 കിട്ടും. റൈറ്റ് സൈഡ് 0 ആയി. ഇത് എ ക്രോസ് 0 വെക്ടറായി പ്ലസ് എ ക്രോസ് ബി കിട്ടി പ്ലസ് എ ക്രോസ് സി കിട്ടി ഈക്വൽ ടു 0 വെക്ടർ കിട്ടി. കാരണം എ ക്രോസ് 0 വെക്ടർ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ക്രോസ് ബി എന്ന് പറയുന്നത് ആരോട് ഈക്വലാണ്? മൈനസ് ഓഫ് എ ക്രോസ് സി എന്ന് കിട്ടി. ഈ മൈനസ് ഓഫ് എ ക്രോസ് സി ആരാ? സി ക്രോസ് എ ആണ്. അപ്പോൾ എ ക്രോസ് ബി ആരോട് ഈക്വലാണ്? എ ക്രോസ് ബി എന്ന് പറയുന്നത് സി ക്രോസ് എയോട് ഈക്വലാണ്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സി ക്രോസ് എ. ഇനി വീണ്ടും നമ്മൾ ഇതിനെ ഒരു ബി കൊണ്ട് ക്രോസ് ചെയ്യാം രണ്ട് സൈഡിൽ. ബി ക്രോസ് എന്തെഴുതി? എ പ്ലസ് ബി പ്ലസ് സി 0. ബി ക്രോസ് 0 0 അല്ലേ? ഇതെന്താവും? ബി ക്രോസ് എ പ്ലസ് ബി ക്രോസ് ബി 0 വെക്ടർ ആയിപ്പോയി പ്ലസ് ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു 0 വെക്ടർ. ഇങ്ങനെ കിട്ടും. അപ്പോൾ ബി ക്രോസ് സി ഇസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണ്. അപ്പോൾ ഈ എ ക്രോസ് ബി ആരോടെ ഈക്വലാണ്? ഈ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? എ ക്രോസ് ബി ആരോടെ ഈക്വലാണ്? സി ക്രോസ് എയുടെ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ എന്താ പ്രൂവ് ചെയ്തത്? എ ക്രോസ് ബി എന്ന് പറയുന്നത് ആരോടെ ഈക്വലാണ്? ബി ക്രോസ് സിയുടെ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തു. നമുക്ക് എ ക്രോസ് ബി ഈക്വലായിട്ട് 3 വാല്യൂ കിട്ടി. ഏതൊക്കെയാ? എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് സി ഈക്വൽ ടു സി ക്രോസ് എന്ന് കിട്ടി. ഇത് 3 ഈക്വലാണ്. ആരൊക്കെയാ? എ ക്രോസ് ബിയും ബി ക്രോസ് സിയും സി ക്രോസ് സിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 3 ടൈംസ് എ ക്രോസ് ബി എന്ന് പറയാം, അല്ലെ 3 ടൈംസ് ബി ക്രോസ് സി എന്ന് പറയാം, അല്ലെ 3 ടൈംസ് സി ക്രോസ് എ എന്ന് പറയാം. 3 ടൈംസ് എ ക്രോസ് ബി കിട്ടുന്നുണ്ട്. ഇതാണ് ഓപ്ഷൻ അല്ലേ? ഇത് 3 ഈക്വൽ ആയതുകൊണ്ട് എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ നമുക്ക് 3 രീതിയിൽ പറയാം. ദിസ് ഈസ് ഒന്നെങ്കിൽ 3 ടൈംസ് എ ക്രോസ് ബി എന്ന് പറയാം, അല്ലെങ്കിൽ 3 ടൈംസ് ബി ക്രോസ് സി എന്ന് പറയാം,
അല്ലെങ്കിൽ 3 ടൈംസ് സി ക്രോസ് എന്ന് പറയാം. ഇത് മൂന്ന് ഏത് പറഞ്ഞാലും ശരിയാണ്. ഓപ്ഷനകത്തുള്ളത് 3 ടൈംസ് എ ക്രോസ് ബി ആണ്. ഇതെല്ലാം ആൻസർ പറയേണ്ടത്. ഇതിനകത്തുള്ളത് നോക്കുക. ഇവിടെ കൊടുത്തേക്കുന്നത് സി ക്രോസ് ബി ആണ് അല്ലേ, അത് -3/2 കൊടുത്തേക്കുന്നത്. -3/2 സി ക്രോസ് ബി ഉണ്ട്. ക്രോസ് ബി, ബി ക്രോസ് സി ക്രോസ് ബി അല്ല, സി ക്രോസ് എ അല്ലോ, സി ക്രോസ് ബി വരികയില്ല. അപ്പോൾ ആൻസർ വരുന്നത് തേർഡ് ഓപ്ഷനാണ്. അടുത്ത നോക്കി, ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ഒരു ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി സി ഡി 4 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. അതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തു. എ എന്ന് പറയുന്ന പോയിന്റ് ഏതാ? എ എന്ന് പറയുന്ന പോയിന്റ് 2, 1, 1 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് 1, 2, 5 ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് -2, -3, 5 ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് എന്തെങ്കിലും 1, -6, -7. സമയം എടുക്കുന്നത് ചെയ്യണം കേട്ടോ. ക്വാഡ്രിലാറ്ററൽ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡയഗണൽ ഇങ്ങനെ വരയ്ക്കാൻ ഇടയ്ക്ക് കൂടെ. ഒരു ഡയഗണൽ കണ്ടു. എന്നിട്ട് ഈ 2 ട്രയാങ്കിൾസിന് ഏരിയ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഏതൊക്കെ ട്രയാങ്കിളിൻ്റെയാണ്? ട്രയാങ്കിൾ എ ഡി സിയുടെ ഏരിയയും ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും കൂടെ എടുത്ത് ആഡ് ചെയ്താൽ മതി അല്ലേ. റിക്വയർഡ് ഏരിയ എങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു, ഇതൊക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ കേട്ടോ, കാരണം ബാക്കി ക്വസ്റ്റ്യനൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ സമയം പോകും. ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി, ഇത് എ ബി സി, ബി ഡി വരെയല്ല, എ ഡി സി അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഇതാണ് എ ബി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഓർഡർ മാറില്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ എ ബി ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലായിരുന്നു, എ ബി ഡി ഇങ്ങനെ വരും. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കണം, ബി സി ഡി എടുക്കണം കേട്ടോ. എങ്ങനെയാണ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? ഹാഫ് ഓഫ് ഇതിൻ്റെ ഏരിയ എന്താ? ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി ആണ്. എ ബി ക്രോസ് ബി സി അതായത് കുഴപ്പം. ഇതാണ് ഇതിൻ്റെ ഏരിയ. മറ്റേ ഏരിയ എന്താ? ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് എ ഡി ക്രോസ് എ സി. അതിൽ ഹാഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം? എ ഡി ക്രോസ് മോഡുലസ് ഉണ്ടേ, മോഡുലസ് ഓഫ് എന്താ? എ ഡി ക്രോസ് എ സി എടുക്കുക. അപ്പോൾ ചെയ്യേണ്ട ഇതൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് സമയം, ഞാൻ പറഞ്ഞില്ല സമയം പ്രശ്നമാണ്. സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ. ഒരുപാട് ലെങ്തിയാണ്. പിന്നെ എവിടെയെങ്കിലും നമ്മൾ വല്ല മൈനസോ പ്ലസോ ചെയ്ത് മാറിപ്പോയി തെറ്റി പോകും. സമയമുണ്ടെങ്കിൽ ഒത്തിരി സ്പീഡിൽ കൂടി ചെയ്യരുത്. സ്പീഡ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കാൽക്കുലേഷൻ എറർ ഉണ്ടായിട്ട് കിട്ടുന്ന ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾ ചെയ്തെടുത്തിട്ട് നിങ്ങളൊന്ന് സാവധാനം ഒന്ന് ചെയ്ത് നോക്കുക പതുക്കെ. പിന്നെ ആൻസർ കിട്ടേണ്ട ഇതാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 8 × √38 എന്നുള്ള ഓപ്ഷൻ ആൻസർ കിട്ടും കേട്ടോ. അത് നമുക്ക് സമയം ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമാണ്, പക്ഷേ സമയം എടുക്കും, മിസ്റ്റേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഹാൻഡിൽ ചെയ്യാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The distance of the point P 4, 6, -2 from the line passing through the point -3, 2, 3 and parallel to a line with the direction ratios 3, 3, -1. With the direction ratios 3, 3, -1 എന്ന് പറഞ്ഞാൽ ആ ലൈൻ്റെ പാരലൽ വെക്ടർ ആണ് 3i + 3j - k. നമ്മൾ അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് തന്നേക്കുന്ന ഈ പോയിന്റ് ഇതാണ് 4, 6, -2. ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ഇതാ 4, 6, -2. ഇവിടുന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. ഇതാണ് ലൈൻ. ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ലൈനിൻ്റെ പാരലൽ വെക്ടറാണ് 3i + 3j - കാരണം എന്താ? ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് -3, 2, 3 ആണ്.
അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 3 3 - 1 ആണ്. ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ലൈനിന് പാരലായിട്ട് പോകുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ്. ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഒരു ABC ആണെന്ന് പറഞ്ഞാൽ ആ ലൈനിൻ്റെ പാരലൽ വെക്ടറാണ് AI + BJ + CK എന്ന് പറയുന്നത് കേട്ടോ. അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാ? -3 2 3 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? x + 3 / 3 is equal to y - 2 / 3 is equal to z - 3 / -1. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൂടെ വേറെ ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ഫുട്ട് ഓഫ് പ്രശ്നം കണ്ടുപിടിച്ച് ചെയ്യുക കേട്ടോ. ഇതിലെ വേറെ ലൈൻ വരയ്ക്കുക ഇതിന് പാരലായിട്ട്. ഈ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും: x - 4/3 is equal to y - 6/3 is equal to z + 2 / -1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ലൈൻ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മുമ്പ് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതല്ലാണ്. ഇതിൻ്റെ പാരലൽ വെക്ടർ ആരാ? ഈ രണ്ട് ലൈനെയും പാരലൽ വെക്ടറായിട്ട് വരുന്ന ഈ വെക്ടറാണ് ബി വെക്ടർ. ഇതേതാ ബി വെക്ടർ ആരാ? ബി വെക്ടർ എന്ന് പറയുന്നത് -3 2 3 ആണ് അല്ലേ? ഈ ഫസ്റ്റ് ലൈനിലെ പോയിന്റ് 4 6 - 2. സെക്കൻഡ് ലൈനിലെ പോയിന്റ് ഏതാ? ഈ ലൈനിലെ പോയിന്റ് എന്ന് പറയുന്നത് -3 2 3 ആണ്. പാരലൽ വെക്ടർ മാറിപ്പോയി. പാരലൽ വെക്ടർ 3 3 - 1 ആണ്. സോറി, ഇത് പോയിന്റ് അല്ലേ? പാരലൽ വെക്ടർ 3 3 - 1 ആണ്. 3 3 - പോയിന്റ് ആണ് -3 2 3 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ചുമ്മാ ഒരു ട്രയൽ, ഇപ്പോൾ നമ്മൾ ഈ പോയിന്റ് ആണ് ഇതങ്ങ് സങ്കല്പിക്കുകയാണെങ്കിൽ 4 - -3 7 വരും, 6 - 2 4 വരും, -2 - 3 -5 വരും. അപ്പോൾ ഈ വെക്ടർ ഡോട്ട് ഇത് 0 കിട്ടുവാണെങ്കിൽ, അതായത് ഈ പിയും ഇതല്ലേ പോയിന്റിലൂടെ ജോയിൻ ചെയ്യുന്ന വെക്ടർ ഡോട്ട് ഈ ബി വെക്ടർ 0 കിട്ടുവാന്ന് നോക്കുക. 7 × 3 21 കിട്ടി. പിന്നെ എത്രയാണ്? 4 × 3 12 കിട്ടി, +5. 0 കിട്ടിയില്ല. ഇത് 0 കിട്ടുമായിരുന്നെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഈ പി എന്നുള്ള ഈ ഗിവൺ പോയിന്റും ഇതും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ ഈ പി ക്യൂ, ഇതാണ് ക്യൂ എങ്കിൽ ഇത് ക്യൂ ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പി ക്യൂ ഡോട്ട് ബി 0 ആണ് കിട്ടുന്നതെങ്കിൽ 0 കിട്ടിയാൽ ഈ പി ക്യൂവിൻ്റെ ലെങ്ത് ആയിരിക്കും ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് റയർ ചാൻസ് ആണ്, പക്ഷേ ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമ്മൾ ഈ ലൈനിലെ ഗിവൺ പോയിന്റും ഈ തന്നേക്കുന്ന പോയിന്റും നമ്മൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ ഈ പാരലൽ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ ഇതിങ്ങനെ ഈ പി ക്യൂ ഈ ലൈന് പെർപെൻഡിക്കുലർ വരും. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആ പി ക്യൂവിൻ്റെ ലെങ്ത് പിടിച്ചാൽ അത് ചെക്ക് ചെയ്യുന്ന നല്ലതാണ്. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത് കേട്ടോ, ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഈ പോയിന്റ് ഈ ക്യൂ എന്ന് പറയുന്ന പോലെ ഇതല്ല, ഈ ലൈനിൽ വേറെ എവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് എന്ന ഫോർമുല യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോർമുല കേട്ടോ, D = മോഡുലസ് ഓഫ് A2 - A1 ക്രോസ് B ബൈ മോഡ് B. ഈ ഫോർമുല യൂസ് ചെയ്യാം. ആരാണ് A2? ഈ പോയിന്റ് A2 എടുക്കുക. 4 6 - 2 ആണ് A2 കേട്ടോ. 4 6 - 2നെ നമ്മൾ A2 എന്ന് വെച്ചു. ഈ പോയിന്റാണ് A2. 4 6 - 2 ഇത് നമ്മൾ A2 എന്ന് വിളിച്ചു. ഈ പോയിന്റിലെ ഇത് ഈ ലൈനിലെ പോയിന്റ് ഇത് A1 എന്ന് വിളിച്ചു. ഇത് ബി വെക്ടറാണ്. അപ്പോൾ A2 - 1 എടുക്കുക, ഈ ബി കൊണ്ട് അതിനെ ക്രോസ് ചെയ്യുക, ക്രോസ് പോർട്ട് എടുക്കുക, അതിന് മോഡുലസ് എടുക്കുക ബൈ മോഡ് ബി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് √14 കിട്ടും കേട്ടോ. √14 സെക്കൻഡ് ഓപ്ഷൻ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ സ്ട്രേറ്റ് ലൈൻസ് ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത്, ഈ രണ്ട് ലൈനുകൾ ഇന്റർസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ കോപ്ലൈനർ ആയെന്നാണ്. അവർ ഒരേ പ്ലെയിനിൽ വരും. രണ്ട് ലൈനുകൾ ഇന്റർസെക്റ്റ് ചെയ്താൽ അവർ ഒരേ പ്ലെയിനിൽ വരും. ഇതൊരു പ്ലെയിനാണ്. രണ്ട് ലൈൻ ഇങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനും എന്ത് വരും? ഒരേ പ്ലെയിനിൽ കിടക്കും.
എന്നാണ് പറഞ്ഞത്. ദെൻ ദ ഇൻറ്റിജർ കെയുടെ വാല്യൂ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൈനിലെ പോയിന്റ് ആണ് 1 2 3 ഫസ്റ്റ് ലൈൻ. ഇതിലെ പോയിന്റ് 1 2 3 എന്നാണ്. ഇത് 1 2 3. സെക്കൻഡ് ലൈനിലെ പോയിന്റ് 2 3 1 ആണ്. ഇതിലെ പോയിന്റ് ആണ് 2 3 1. ഈ ഫസ്റ്റ് ലൈനിൻ്റെ പാരലൽ വെക്ടർ ഇതാണ് -k23 ആണ്. -k23. അതായത് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 എന്നൊക്കെ എടുത്താൽ മതി. രണ്ട് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0. A2 - A1 ഡോട്ട് B1 ക്രോസ് B2 എന്നുള്ള വാല്യൂ 0 ആയി മാറും. അത് കണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് നമ്മുടെ ഡിറ്റർമിനന്റ് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കോപ്ലൈനാറിൻ്റെ ഐഡിയ വെച്ച്. അപ്പോൾ B1 വെക്ടർ ഏതാ? -k23. B2 വെക്ടർ ഏതാ? ഇതിൻ്റെ പാരലൽ വെക്ടർ B2 വെക്ടർ. B2 വെക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 3 - k2 ആണ്. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത വെക്ടർ A2 - A1, ഈ മൂന്ന് വെക്ടേഴ്സ് കോപ്ലൈനർ ആയിരിക്കും. ഏതൊക്കെയാണ്? A2 - A1 ഉം B1 ഉം B2. ഇവരുടെ ബോക്സ് പ്രോഡക്റ്റ് 0 കിട്ടും. എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ്, അതായത് കോപ്ലൈനറിൻ്റെ കണ്ടീഷനാണ്. ഡിറ്റർമിനൻറ്റ് A2 - A1 എടുക്കുക. ഇതായിരുന്നു A1, ഇതായിരുന്നു A2 കേട്ടോ. 2 - 1 1 വരും. 3 - 2 1 വരും. 1 - 3 -2 വരും. B1 വരാം -k23 ആണ്. B2 വരാം B2 3 - k2 ആണ്. ഈ വാല്യൂ എന്ത് കിട്ടും? 0 കിട്ടും. ഈ വാല്യൂ 0 കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുന്നു. എന്ത് കിട്ടും നോക്കി? 1 × 4 + 3k വരും. -1 × -2k - 9. വീണ്ടും -2 × k² - 6 വരും. ഈ വാല്യൂ എന്താവണം? ഈ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 × 4 + 3k - 1 × -2k - 9 -2 × k² - 6 0. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന നോക്കിയേ. ഇത് 4 + 3k ആണ്. എത്രയാണ്? -1 × -2k +2k കിട്ടി, +9 കിട്ടി. ഇവിടെ ഒരു -2 k² കിട്ടി, +12 കിട്ടി, =0 കിട്ടി. അപ്പോൾ നമ്മൾ 2 k² അപ്പുറത്തേക്ക് മാറ്റാം. 2 k² പോസിറ്റീവായി. ഇവിടെ 3k + 2k 5k ആണ്. അപ്പുറത്ത് -5k. പിന്നെ നമ്പർ ഇതൊരു 4 + 9 13, 13 + 2 25, അപ്പോൾ -25. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? 2 × 25 -25. 2 × -25 എത്രയാണ്? -50. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ -15 കിട്ടണം, 50 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടണം. നമ്പർ ഏതൊക്കെയാണ്? -10ഉം +5ഉം. അത് വെച്ച് മിഡിലത്തെ സ്പ്ലിറ്റ് ചെയ്യുക. 2k² -10k +5k -25 = 0 കിട്ടും. ഇവിടെ നിന്ന് ഒരു 2k ഔട്ട് സൈഡിൽ എടുത്തു. 2k × എന്ത് വരും? 2k × k - 5 വന്നു. ഇവിടെ നിന്നൊരു 5 പുറത്ത് കൊടുക്കും. 2k × 5 കൊടുത്താൽ ഇവിടെ k - 5 വരും അല്ലേ? അപ്പോൾ ഒരു k - 5 ഔട്ട് സൈഡിൽ എടുത്തു. × 2k + 5 = 0. അപ്പോൾ kക്ക് രണ്ട് വാല്യൂ കിട്ടി, 5ഉം കിട്ടി, -5/2 കിട്ടി. ഇതിൽ ഇൻറ്റിജർ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റിജർ വാല്യൂ ആയിട്ടുള്ളത് 5 ആണ് അല്ലേ? എന്ത് ഇൻറ്റിജർ k? നമുക്ക് രണ്ട് വാല്യൂ ഇടും, ഫ്രാക്ഷൻ ആയി പോയി. ഏതാ? -5. അത് വേണ്ട. ഇൻറ്റിജർ വാല്യൂ വരുമ്പോൾ 5 കിട്ടും കേട്ടോ. ഇൻറ്റിജർ വാല്യൂസ് 5 ആണ്. ഇനി ഇതറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുക. എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഇതാണ്. A2 - A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ്, ഇതല്ലേ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല. ഈ രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താവും? 0. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇത് ചെയ്താലും മതി. ആദ്യമേ B1 ക്രോസ് B2 കണ്ടുപിടിക്കുക. ആരാണ് B1 വെക്ടർ? -k23. B2 ആരാ?
3 minus k2. ആ b1 ക്രോസ് b2 എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കുക. ആ b1 ക്രോസ് b2 എന്നുള്ള വെക്ടറിനെ ഈ a2 മൈനസ് a1 കൊണ്ട് ഡോട്ട് ചെയ്യുക. a2 മൈനസ് a1 ഏതാ? ഇതായിരുന്നു a2, ഇതാണ് a1 മൈനസ്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഈ ഡിറ്റർമിനന്റ് മെത്തേഡ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആദ്യമേ b1 ക്രോസ് b2 ഉണ്ട്, ഇത് 0 ആണ്. രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആവും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ ന്യൂമറേറ്റർ 0 ആണ്. a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 0. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ബോക്സ് ഓഫ് ഇങ്ങനെ എഴുതുന്നു. നമ്മൾ വെക്ടർ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഫോർമുല എ ഡോട്ട് ബി ക്രോസ് സിനെ ബോക്സ് ഓഫ് എ ബി സി എന്ന് എഴുതും. ഇപ്പോൾ അതറിയില്ല, ഇങ്ങനെ ചെയ്താലും മതി. ആദ്യം b1 ക്രോസ് b2 കണ്ടുപിടിക്കുക, ഒരു വെക്ടർ കിട്ടും. ആ വെക്ടറിനെ a2 മൈനസ് a1 എന്നുള്ള വെക്ടർ കൊണ്ട് ഡോട്ട് ചെയ്യുക. 0 കിട്ടണം. അതിൽ നിന്ന് നമുക്ക് ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ദിവസം നീ the line passing through the points 5(1)a and 3(b)(1) crosses the y-z plane at the point 0, 17/2, minus 13/2. then എന്നാണ് ചോദിച്ചത്. ഒരു രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ ഇവിടെ നോക്കുക. ഇതാണ് രണ്ട് പോയിന്റുകൾ. ഏതൊക്കെയാണ്? 5(1)a എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ബി എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 3(b)(1). എ എന്നുള്ള പോയിന്റ് 5(1)aയും ബി എന്ന് പറയുന്നത് 3(b)(1). ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെ ആര് കട്ട് ചെയ്യുമെന്ന് പറയുന്നത്? y-z പ്ലെയിൻ കട്ട് ചെയ്യും. ഇതാണ് y-z പ്ലെയിൻ. y-z പ്ലെയിനെ കട്ട് ചെയ്യും. അപ്പോൾ y-z പ്ലെയിൻ്റെ പ്രത്യേകത x കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് ഒരു പി ആണെങ്കിൽ ഇതൊരു 0,y(z) ആയിരിക്കും. ഇതിങ്ങനെ കട്ട് ചെയ്യുകയാണ്. നമ്മൾ റേഷ്യോ എടുക്കുകയാണ്. ഒരു λ:1 പോലെ എടുക്കുക. ബെസ് കോർഡിനേറ്റ് അറിയാവുന്നതുകൊണ്ട് λ × 3 λ പ്ലസ് 1 × 5 ഡിവൈഡഡ് ബൈ λ പ്ലസ് 1 എടുത്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 3 λ പ്ലസ് 5 0 കിട്ടും. അപ്പോൾ λ എത്ര കിട്ടി? -5/3 കിട്ടി. അപ്പം λ:1 എന്ന് പറഞ്ഞാൽ -5/3 എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലേ? λ/1 ആയത് കേട്ടോ. λ λ/1. അപ്പോൾ λ:1 എന്ന് കിട്ടി നമുക്ക് പറയാവുന്നത് -5/3 ആണ്. അപ്പോൾ λ:1 എന്ന് പറഞ്ഞാൽ എന്താ? -5/3:1 എന്ന് പറഞ്ഞാൽ -5/3 ആണ്. അപ്പോൾ റേഷ്യോ കിട്ടി. ഇനി എന്ത് ചെയ്യണം? റേഷ്യോ കിട്ടിയത് -5/3 ഇൻറ്റേർണലി ആയിട്ട് ചെയ്യാം. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എയും ബിയുമാണ് അല്ലേ? ആ പോയിന്റ് നമുക്ക് തന്നാലല്ലോ. 0, 17/2 ഈ പോയിന്റ് അറിയാൻ കേട്ടോ. സോറി, അതല്ല. 0, 17/2, -13/2 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ -5 × b -5b പ്ലസ് 3 × 1 3 ഡിവൈഡഡ് ബൈ -5 പ്ലസ് 3 -2 എടുത്ത കിട്ടുന്ന ആൻസറാണ് 17/2. അപ്പോൾ 2 കട്ടായി. അപ്പോൾ ഇത് -1 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5b -3 എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ 5b എത്ര കിട്ടി? 20 കിട്ടി. b എത്ര കിട്ടി? 4 കിട്ടി. ബിയുടെ വാല്യൂ 4 ഓപ്ഷൻ നോക്കുക. ബിയുടെ വാല്യൂ 4 ഈ ഓപ്ഷനകത്ത് വന്നു അല്ലേ? അതാണ് ആൻസർ. ബിയുടെ വാല്യൂ 4. ഇനി എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ഇസർ കോർഡിനേറ്റ് എടുക്കുക. λ × 1 λ അല്ല സോറി -5 × 1 -5 × 1 പ്ലസ് എന്തായിരുന്നു റേഷ്യോ ഇവിടെ? 3 അല്ലേ? 3 × a പ്ലസ് 3 × a 3a ഡിവൈഡഡ് ബൈ -5 പ്ലസ് 3 -2 എടുത്ത് കിട്ടുന്ന ആൻസർ ആയിരുന്നു -13/2. അപ്പോൾ 2 ക്യാൻസലായി. അപ്പോൾ ഇതെന്താ? -5 / -1 പ്ലസ് 5 ആയി. 3a / -1 -3 ആയി. ഈസ് ഈക്വൽ ടു എത്രയാ?
മൈനസ് 13 കിട്ടി. അപ്പോൾ 18 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. എയുടെ വാല്യൂ നമുക്ക് 6 കിട്ടി. ഇങ്ങനെയാണ് ശരിക്കും കണ്ടുപിടിക്കുക കേട്ടോ. എയുടെ വാല്യൂ 6, ബിയുടെ വാല്യൂ 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ്സ് 2 minus 1 4 നമ്മൾ പിന്നെയും ചെയ്തിട്ടുണ്ടല്ലേ. 2 minus 1 4 ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ x plus 3 by 10. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അത് നമ്മൾ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾ ഏത് ഫോമുല യൂസ് ചെയ്യുക? മുമ്പേ പറഞ്ഞ പോലെ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഫോമുല ഇതാണ് a2 minus a1 ക്രോസ് ബിയുടെ മോഡുലസ് എടുക്കുക ബൈ മോഡ് ബി എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഓപ്ഷൻ പ്രത്യേകതയുണ്ട്. ഗ്രേറ്റർ ദാൻ 2 ബട്ട് ലെസ് ദാൻ 3, ഗ്രേറ്റർ ദാൻ 3 ബട്ട് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇവിടെ a1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? a1 എന്ന് പറയുന്ന പോയിന്റ് -3 2 0 ആണ് കേട്ടോ. ഇവിടെ ശരിക്കും ഇത് z minus 0/1 ആണ് കേട്ടോ. -3 2 0 ആണ് a1. a2 ഈ പോയിന്റ് അത് തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഇത് a1 ആണ്, മറ്റേ a2 കേട്ടോ. 2 minus 1 4 a1 കിട്ടി, a2 കിട്ടി. ബി വെക്ടർ ഏതാ? ഈ 10 minus 7 1 ആണ്. ഇനി എന്ത് ചെയ്യണം നമ്മൾ? a2 minus 7 എടുക്കുക, ക്രോസ് ബി എടുക്കുക, ഇവിടെ ക്രോസ് ചെയ്യുക, അതിൻ്റെ മോഡുലസ് എടുക്കുക, അതിനെ ഈ മോഡ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 5/√2 എന്ന് കിട്ടും. 5/√2. ഈ 5/√2 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.54 എന്ന് കിട്ടും. അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഈ 5/√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഇൻറ്റു ഇപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മൾ മുകളിൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നും കാര്യമില്ലല്ലേ, മറ്റൊരു ചെയ്യാൻ എളുപ്പം ഉണ്ടാക്കി. ഡിവിഷൻ ഫ്രാക്ഷൻ ആക്കുന്നതൊക്കെ നല്ലത്. √2ൻ്റെ വാല്യൂ എത്രയാണ്? √2ൻ്റെ വാല്യൂ 1.4 എന്ന് അങ്ങ് എടുക്കുക. അപ്പോൾ 5 ഇൻറ്റു 1.4/2 എടുത്താൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അല്ലെങ്കിൽ 5 ഡിവൈഡ് ബൈ 1.4 എടുക്കണം. ഡിവൈഡ് ചെയ്ത് നമുക്ക് 3.54 എന്ന് ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞാൽ അത് 3-നേക്കാൾ കൂടുതലാണ്, 4-നേക്കാൾ കുറവാണ് കേട്ടോ. അടുത്ത്, ഇഫ് എ പോയിന്റ് R 4YZ lies on the line segment joining P -2 3 4 and Q 8 0 10, then the distance of R from the origin എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കിയേ, ഇതാണ് നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈനിൽ എന്താ പറയുന്നത്? R എന്ന് പറയുന്നത് 4YZ ആണ്. ലൈസ് ഓൺ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഏതൊക്കെയാണ്? P 2 - 3 4, Q എന്താണ്? 8 0 10 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലൊരു പോയിന്റാണ് P, 4YZ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒറിജിനിൽ നിന്ന് ഈ ആറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ ഈ ലൈൻ്റെ ഇക്വേഷൻ 2 പോയിന്റ് ഫോം പഠിച്ചല്ലോ, സ്ട്രേറ്റ് ലൈൻ. അത് പക്ഷേ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? x - 2 ഡിവൈഡഡ് ബൈ 8 - 2 6 ഈക്വൽ ടു y + 3 ഡിവൈഡഡ് ബൈ 0 - -3 3 is equal to z - 4 divided by 10 - 4 6. ഇങ്ങനെ എഴുതാം. ഇത് ലൈൻ്റെ ഇക്വേഷനാണ്. ഈ രണ്ട് പോയിന്റുകൂടെ പാസ് ചെയ്ത് ലൈൻ്റെ ഇക്വേഷൻ ഓഫ് ലൈൻ PQ ഇങ്ങനെ എഴുതാം. 2 പോയിന്റ് ഫോം എന്താണ്? x - x1 by x2 - x1 equal to y - y1 by y2 - y1 is equal to z - z1 by z2 - z1 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യും. ഇതിൽ 6 3 6 വന്നുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെന്താവും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2i, ഇത് 1i, ഇതും 2i, 2 and 2. ഇതിനൊരു ലാംഡ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് x എത്ര കിട്ടും? എക്സിൻ്റെ വാല്യൂ ഇടുന്ന 2 ലാംഡ + 2 കിട്ടി. വൈയുടെ വാല്യൂ എത്ര കിട്ടി? വൈയുടെ വാല്യൂ ലാംഡ -3 എന്ന് കിട്ടി. ഇസർ എത്ര കിട്ടി? 2 ലാംഡ + 4 കിട്ടി. അപ്പോൾ ഇത് ഈ ലൈനിലെ ആർബിട്രറി പോയിൻ്റാണ് XYZ. An arbitrary point on this line can be written as 2 lambda + 2, lambda -3, 2 lambda + 4 ആണ്. ഈ പോയിന്റ് ആയിട്ട് ഞാൻ ആറിനെ ചൂസ് ചെയ്യുവാണ്. ലെറ്റ് ദിസ് പോയിന്റ് ഈസ് R. എങ്ങനെ എടുക്കാൻ വേണേ?
ലൈനിലെ ആർബിട്രറി പോയിന്റ് അല്ലേ 2 ലാംഡ പ്ലസ് 2 കോമ ലാംഡ മൈനസ് 3 കോമ 2 ലാംഡ പ്ലസ് 4 എടുത്തു. ഇത് ലൈനിലെ 6 എന്നുള്ള പോയിന്റ് ഞാൻ എടുത്തു. അതിൽ എനിക്ക് എക്സ് കോർഡിനേറ്റ് അറിയാം, അതിൽ നിന്ന് ലാംഡ കിട്ടും. 2 ലാംഡ പ്ലസ് 2 എത്രയോടെ ഇക്വേറ്റ് ചെയ്യാം? 2 ലാംഡ പ്ലസ് 2 ഈസ് ഈ 4നോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 2 ലാംഡ എത്ര കിട്ടി? 2 കിട്ടി. ലാംഡ എത്ര കിട്ടി? ലാംഡ 1 കിട്ടി. അതുകൊണ്ട് ഈ 6 എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? therefore r is the point. എങ്ങനെ എഴുതാം? 4 കോമ 1 മൈനസ് 3 മൈനസ് 2 കോമ 2 പ്ലസ് 1 ലാംഡയ്ക്ക് വേണ്ട അവിടെ കേട്ടോ 6 കിട്ടും. ഇനി ചോദ്യം എന്തായിരുന്നു? ഇതാണ് ആർന്ന് പറഞ്ഞത്. ഓവർ എന്ന ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര കിട്ടും? ഓവർ ഈസ് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ കിട്ടും. എത്ര കിട്ടുന്നത്? 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതെത്ര 36 പ്ലസ് 4 40 പ്ലസ് 16 56 കിട്ടും. റൂട്ട് ഓഫ് 56 കിട്ടും. അതെത്രയാ? 4 ഇൻറ്റു 14 അല്ലേ? 4 ഇൻറ്റു 14 ആണ്. എന്താ എഴുതാം? 4 റൂട്ട് 2 വരും. 2 റൂട്ട് 14 എന്ന് പറയും. എൻ്റെ ആൻസർ ഇടുന്നത് 2 റൂട്ട് 14 ആണ്. 2 റൂട്ട് 14 എന്നുള്ള ആൻസറിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അടുത്ത് പോയി. If let AB belongs to R, AB real number ആണ്. If the mirror image of the point PA69 with respect to this line is 20B minus A minus 9, then modulus of A plus B അല്ലേ? ഇവിടെ നോക്കിയേ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ഏതാ? A69. ഇതിൻ്റെ ഇമേജ് ഈ ലൈനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇമേജ് തന്നിട്ടുണ്ട് ഈ ലൈനിൽ. അതിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് 3/7 ഇസ് ഈക്വൽ ടു y മൈനസ് 2/5 ഇസ് ഈക്വൽ ടു z മൈനസ് 1/-. അപ്പോൾ ഇമേജ് എന്ന് പറയുന്നത് ഇത് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ്. ഇവിടെയാണ് ഇമേജ് വരുന്നത് അല്ലേ? പോയിന്റ് ഇവിടെ ഇമേജ് വന്നു. ഇതാണ് ഇമേജ് എന്ന് പറയുന്നത്. ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട് ഏതാ? 20 കോമ ബി കോമ മൈനസ് എ മൈനസ് 9. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് എടുത്താൽ ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ നിന്ന് എ മിനിമം കണ്ടുപിടിച്ചാൽ മതി. ഇതിന് മിഡ് പോയിന്റ് എത്രയാണ്? 20 പ്ലസ് എ ബൈ 2. ഈ പോയിന്റ് 20 പ്ലസ് എ ബൈ 2 വരും. ഇതെത്രയാണ്? ബി പ്ലസ് 6/2 വരും. എത്രയാണ് ഇടുന്നത്? 9 മൈനസ് 9 ക്യാൻസൽ ആയി പോകും. 9 പ്ലസ് മൈനസ് എ മൈനസ്, അപ്പം മൈനസ് എ ബൈ 2 കിട്ടും. ഇത് ലൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് സോൾവ് ചെയ്താൽ എക്ക് നമുക്ക് മൈനസ് 56 ഈ ലൈനിലേക്ക് കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. എം ബി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യണം. അത് സോൾവ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 56 മൈനസ് 56 കിട്ടും. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 32 കിട്ടും. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കേട്ടോ. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നാലും ഉത്തരവാണ്. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരുവാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക. ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 0, 1, 2 ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈൻ 0, 1 പാസ് ചെയ്യണം. ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പെട്ടെന്ന് ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ 2, 3 മൈനസ് 2 ഏത് ഓപ്ഷനെ ഡോട്ട് ചെയ്യുമ്പം 0 ഇട്ട് നോക്കുക. 2 × 3 6, 3 × 4 12, 0 ഇട്ടതില്ല. 2 × 3 6 12, 0 ഇട്ടതില്ല. ഇതാണ് മൈനസ് 3 × 2 മൈനസ് 6, 4 × 3 പ്ലസ് 12, 3 × മൈനസ് 2 മൈനസ് 0 കിട്ടും. ഇതും കിട്ടിയല്ല. അപ്പോൾ ആൻസർ 3 ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം പ്രീവിയസ് ഇയർ ജെയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്ത്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തതിൽ കാര്യമില്ല. കാരണം അതറിയാമെങ്കിലും ചെയ്യാനുള്ള സമയം കിട്ടുകയില്ല. അപ്പോൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ പഠിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, താങ്ക്
Good evening all of you and welcome to this session. So I think you had completed around 4 or 5 sections including all mathematics topics in plus 1 and plus 2, right? I think you enjoyed the classes. Okay. Now I would like to express some question from integration and definite integral and differential equation. Okay. Up to സമയം വരെ 8:45 വരെ. Okay. And definitely I can say one thing. ഈ ക്വസ്റ്റ്യനുകൾ ഞാൻ അറൗണ്ട് ഒരു 10-25 ക്വസ്റ്റ്യനൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ബട്ട് അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം 1 ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ഇൻ ദ കമ്മിങ് എൻട്രൻസ് എക്സാം സെഷൻ ഫോർ JEE Main. ഡെഫിനറ്റ്ലി ചില ഫിഗേഴ്സിൽ ചിലപ്പം വ്യത്യാസം വന്നിട്ടുണ്ടാവും. അത്രേ ഉണ്ടാവത്തുള്ളൂ. ചില ഫിഗേഴ്സ് ചില വാല്യൂസുകൾ മാറി വരും. ബട്ട് ദറ്റ് സ്ട്രക്ചർ റിമൈൻസ് സെയിം ഫോർ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ in the coming entrance exam, that I assure you. Okay. Okay. Let's see the questions. And the first question from integration and moreover it is from indefinite integral. See the question, I think it is very simple question. Can you follow? And we know the major method in integration is substitution. Actually 3 methods of integration. Direct result, I mean standard result, or convert into standard result and substitution, then product rule of integration. That integration is over. ഇത്രേ ഉണ്ടാവുള്ളൂ. ഏത് പ്രോബ്ലം നോക്കിയാലും you just think whether it belongs to any standard result that we have studied. Otherwise you substitute something in this one for getting the derivative. ഒരു പോർഷനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ആൻഡ് കോൺസ്റ്റൻറ്റ് ആൻഡ് മൈനസ് വാല്യൂസ് ആർ അഡ്ജസ്റ്റബിൾ. കോൺസ്റ്റൻ്റ് ഒന്നും മാച്ചായി വരില്ല. ബട്ട് കോൺസ്റ്റൻ്റ് അല്ലാത്ത വാല്യൂസ് ഫങ്ഷണൽ വാല്യൂസ് സെയിം ആയി വരും. ഫോർ എക്സാമ്പിൾ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടൊന്നും നമ്മൾ ഒരിടത്ത് പഠിച്ചിട്ടില്ല. ഇൻ്റഗ്രൽ dx/x⁻8 1/x⁻7 + 1 the whole power 2/3 and look the answers also. Something with 2/3, 2/3, 2/3 and 1/3. So I think there is a relation between the 2/3 and 1/3. അല്ലേ? അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മോറോവർ നിങ്ങളോട് ഞാനൊരു സംഗതി പറഞ്ഞു തരാം. 1/x⁻7 1/x⁻7 ഈ സാധനത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ താഴെയാണ് പവർ കിടക്കുന്നതെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പവർ കൂടും എന്ന് പറഞ്ഞാൽ അത് 1/x⁸ പോലായി വരും അലോങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. മേളിലാണ് x⁻7, ഐ മീൻ ഈ ന്യൂമറേറ്റർ ആണെങ്കിൽ പവർ കുറയും. ഇതൊരു ഇൻഡിക്കേഷൻ അല്ലേ? താഴെയാണ് വാല്യൂ കിടക്കുന്നെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പവർ കൂടും, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പവർ കുറയും. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഒരു സംഗതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്തൊരു 1/x⁻7 കിടപ്പുണ്ട്. ബേസിക് ഐഡിയ 1/x⁻7 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പവർ കൂടും, 8ലേക്ക് വരും. അത് ഞാൻ നോക്കിയപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് കിടപ്പുണ്ട്. സോ ഐ ആം കംഫർട്ടബിൾ വിത്ത് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദറ്റ് പ്രോബ്ലം. ദറ്റ് ഈസ് നത്തിങ് ബട്ട് 1/x⁻7. അപ്പോഴാണ് വേറൊരു സംഗതി ഓർത്തത്. എന്താണെന്നറിയാമോ? കോൺസ്റ്റൻ്റ് ഒക്കെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ കൂടെ ചേർത്തങ്ങ് പിടിച്ചോണം, അല്ലാതെ അതിനെ മാത്രമായിട്ട് അവിടെ ഇട്ടച്ച് പോലും. +1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പൊക്കോളൂല്ലോ. എന്താ യുഒ ടിയോ ഇസഡോ എന്താ കൊടുക്കേണ്ടത്? ഞാൻ യു ആ കൊടുക്കുന്നത്. ഡി യു എടുത്താൽ ഈ x⁻7 മേളിൽ ചെന്നാൽ x⁻7 ആകും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -7x⁻8 -7x⁸8 dx. കണ്ടോ ആ പോർഷൻ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് റിഫ്ലക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്? എനിക്ക് പറഞ്ഞുതരാൻ ഈ ആകെ 3 മെത്തേഡേ ഉള്ളൂ. എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ച് നടത്തുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റുമോ നോക്കുക, സ്റ്റാൻഡേർഡ് റിസൾട്ട് നോക്കുക, അല്ലെങ്കിൽ പിന്നെ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ. വേറെ മെത്തേഡ്സ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, ലോട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആർ ദർ that we have to study. Now for this dx/x⁻8 you can write du by -7/u power 2/3. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. -1/7 ഓഫ് u പവർ -2/3 മേളിൽ ചെന്ന് +1 ഇട്ട് കൊടുത്തു, -2/3 +1 ഇട്ട് കൊടുത്തു. ഇത്രയൊക്കെ മതിയാകുമല്ലോ. -1/7 ഇൻറ്റു ഇവിടെ 3 and 2. You can simplify the lower portion, that I think it is 1/3 in the denominator, 3/2
7 in numerator, 3 in numerator, right? And u power minus 2 by 3 plus 1 is 1 by 3. So, which option will be the right answer of this question? നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3 by 7 ഉണ്ട്, 2 by 3 ഉണ്ട്, അത് മേളിൽ ചിലപ്പോൾ minus 2 by 3 ആയി, minus 2 by 3 plus 1 ഇട്ടാൽ ഇവിടെ 3 LCM എടുത്തു കഴിഞ്ഞാൽ 1 by 3 വരും. So the right answer you can obtain from this one, which option? ഇതല്ലേ minus 3 by 7, minus 3 by 7, 1 by x raised to 7 plus 1, the whole power 1 by 3. Right, over. Next question. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണില്ല. Question number 2. ഇതൊരു ഫേമസ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഇൻ്റഗ്രേഷൻ പാർട്ട്. ബിക്കോസ് താഴെയുള്ളത് 4th ഡിഗ്രി, മേളിലുള്ളത് 2 ഡിഗ്രി, ആൻഡ് മോർ ഓവർ താഴെയുള്ളതിനകത്ത് ഈവൻ പവർ 4 and 2 ഓൺലി. യു നോട്ട് ദിസ് വൺ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് വരാവുന്ന ഒരു ടൈപ്പാണ്. ഇത് തന്നെ വരുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് സ്ട്രക്ചർ ആൻഡ് സംതിങ് റിലേറ്റഡ് ടു ദിസ് സ്ട്രക്ചർ വിൽ കം. നൗ നിങ്ങൾക്ക് വാട്ട് ഈസ് ദ മെത്തേഡ് ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് വൺ? ഫോർ ദിസ് വൺ the method is dividing throughout by x square, whether the numerator is minus 1 or plus 1 or that doesn't matter, divided by x square. That is the first step. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? integral 1 minus 1 by x square divided by x square plus 1 by x square ഞാൻ അടുപ്പിച്ച് എഴുതി plus 3 എഴുതി. അപ്പോഴും മുമ്പേ പറഞ്ഞ പോലെ we applied a simple structural change to this one, and after that immediately we can see the numerator is the derivative part of an expression in the denominator by rearranging it. മേളിൽ 1 minus 1 by x square ആണെങ്കിൽ you write the denominator as x plus 1 by x the whole square minus 2 plus 1. നിങ്ങൾക്ക് എല്ലാവർക്കും കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ അറിയാവുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിൽ x square plus 1 by x square നമുക്ക് x plus 1 by x whole square എന്ന് ആദ്യമേ തന്നെ എഴുതിയിട്ട് minus 2 കൊടുക്കാം. x minus 1 by x whole square plus 2 എന്ന് എഴുതാം. പക്ഷേ അല്ലേ ഇതേ എഴുതാവൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തുകൊണ്ട്? why? ബിക്കോസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ മേളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. x plus 1 by xൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? ടേക്ക് ദിസ് വൺ as u. ഇനി എഴുതേണ്ട ആവശ്യമില്ല. ടേക്ക് ദിസ് വൺ as u ആൻഡ് ഈ വട്ടത്തിൽ കിടക്കുന്ന du ആയിക്കോളും. du by, so simply it is du by. അതൊന്നും നമ്മൾ എൻട്രൻസിന് എഴുതാൻ പോകരുത്. You imagine something in your mind and then you immediately replace the function u square minus 1 minus 2 plus 3 ആയിരുന്നു. സോറി, ഞാൻ 3 എഴുതാൻ വിട്ടുപോയത് 1 ആയി എഴുതി. അപ്പോൾ plus 1. So this one now get reduced to the most standard result, that is 1 by 1 plus u square is what? Tan inverse u. So from the answer you can directly write the answer for this one as, ഇതിൻ്റെ ഓപ്ഷൻ ഇ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു സെറ്റ് ചെയ്തപ്പോൾ ക്വസ്റ്റിനകത്ത് ഓപ്ഷൻ ഇ കാണുമായിരിക്കും. അതിപ്പോൾ ആ ക്വസ്റ്റിനകത്ത് അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. JEE അല്ലേ? അപ്പം നമുക്ക് ഇതിനകത്ത് ആ ഓപ്ഷൻ്റെ അകത്ത് ഇ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ ഒരു ബ്ലാങ്ക് കിടപ്പുണ്ട്. ഐ തിങ്ക് ദ ആൻസർ ഫോർ ദിസ് വൺ ഈസ് you will simply replace this question as tan inverse x plus 1 by x plus c. Got it? No need to write the formula. ഇതൊന്നും നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് എഴുതരുത്. ഐഡൻറ്റിഫൈ ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സിൽ നോക്കുക യു ആരാന്ന് നോക്കുക. യു റീപ്ലേസ് ഇറ്റ്, യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഐ തിങ്ക് ദ ആൻസർ ഈസ് ക്ലിയർ. ഇനി ഇവിടെ നമുക്ക് പ്ലസ് ആണ് വരുന്നതെങ്കിൽ, സപ്പോസ് ദിസ് ക്വസ്റ്റ്യൻ, ഞാനൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സപ്പോസ് ദ ന്യൂമറേറ്റർ ഈസ് പ്ലസ് 1 plus 1 by x square, then you should express the denominator as x minus 1 by x the whole square plus 2. എന്നാലേ ഡെറിവേറ്റീവ് മാച്ച് ആവുള്ളൂ. You got the idea properly? Now next one, ഈ സ്ട്രക്ചർ നോക്കി വെച്ചോളൂ. The third one, കുറേ ലോഗുകളൊക്കെ ഉണ്ടല്ലോ. ലോഗ് ടി ആണ്, ലോഗ് ടി ഉണ്ട്, 1 plus t ഉണ്ട്, ടി ഉണ്ട്, 1 by t ഉണ്ട്. എന്തോ ആൻസറുകളും വലിയ കുഴപ്പമില്ലാതെ കിടപ്പുണ്ട്. എനി ട്രാൻസ്ഫർമേഷൻ യു ക്യാൻ സീ ഡയറക്ട്ലി. ചിലരോർക്കും ലോഗല്ലേ, ഹൈലൈറ്റ് വെച്ച് ലോഗ് ആദ്യമേ പ്രോഡക്റ്റ് റൂൾ അങ്ങോട്ട് ചെയ്താൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്ത് തീരില്ല. പരീക്ഷ കഴിഞ്ഞാലും ചിലപ്പോൾ ആൻസർ കിട്ടിയെന്ന് വരത്തില്ല ഒരെണ്ണത്തിന്. ബട്ട് എപ്പോഴും നമ്മൾ റീബിൽഡ് ദ സ്ട്രക്ചർ.
ദ ഗിവൺ സ്ട്രക്ചറിനെ യു ഷുഡ് റീബിൽഡ്. അതിനെ ഒന്ന് റീബിൽഡ് ചെയ്യുക. എങ്ങനെയൊക്കെ ചെയ്യാവുന്ന സിംപ്ലിഫിക്കേഷൻ, അതിന് പറ്റുന്ന രീതി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഗിവൺ ക്വസ്റ്റിനകത്ത് ദാറ്റ് വി ക്യാൻ സീ ദർ. സീ ദിസ് വൺ. ഐ തിങ്ക് log of 1 plus t, log of t divided by 1 plus t is a common factor. 1 plus 1 by t എന്ന് വരും. ഇതാ തീർന്നു. കാരണം എന്താ, ഒരു സിംപ്ലിഫിക്കേഷൻ ഇട്ടാൽ log of t divided by 1 plus t into t plus 1 by t, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. 1 plus t കട്ടായിപ്പോയി. log t and its derivative 1 by t along with this. Again it reduced it to the simplest form in the substitution method. log t 1 by t u du du u. Okay, so integrating u square by 2. So final answer is log t the whole square divided by 2. No need to do the remaining part. I think the idea is clear. ഇതൊരു വലിയ ഡിഫിക്കൽട്ട് ഒന്നും ആയിരുന്നില്ല. നമ്മൾ ചിലപ്പം ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇൻ്റഗ്രൽ എല്ലാവർക്കും സി സ്ക്വയർ എക്സ് അറിയാം, എല്ലാവർക്കും കൊസി സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാം. ദെൻ വാട്ട് എബൌട്ട് ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു കൊസി സ്ക്വയർ എക്സ്? ചുമ്മാ ചോദിച്ചത് കേട്ടോ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? സി സ്ക്വയർ എക്സ് ഇൻറ്റു കൊസി സ്ക്വയർ ഇസ് എ ബ്യൂട്ടിഫുൾ ഐഡൻറ്റിറ്റി എന്ന് പറയേണ്ട ഫോർമുല ഇൻ ട്രിഗണോമെട്രി റേഷ്യോസ് നമ്മൾ പഠിച്ചപ്പോൾ. ദിസ് ഈസ് ഈസിലി റീപ്ലേസ് ദ സി സ്ക്വയർ എക്സ് പ്ലസ് കൊസി സ്ക്വയർ എക്സ്. ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കത്തില്ല, പക്ഷെ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. സി സ്ക്വയർ എക്സ് ഇൻറ്റു കൊസി സ്ക്വയർ എക്സ്, സി സ്ക്വയർ എക്സ് പ്ലസ് കൊസി സ്ക്വയർ. ഇത് ഇൻ്റഗ്രേഷൻ നടക്കില്ല, ബട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഒറ്റ സ്റ്റെപ്പ്. സി സ്ക്വയർ എക്സ് ടാൻ എക്സ്, കൊസി സ്ക്വയർ എക്സ് മൈനസ് കോട്ട് എക്സ്, ദാറ്റ് ഈസ് ഓവർ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന പോലെ നമുക്കിങ്ങനെ ചില ക്വസ്റ്റ്യനുകളോടെ ഞാൻ പറയാം. എല്ലാത്തിനും ഒന്നും കിട്ടണമെന്നില്ല, ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. നമ്മളിപ്പോൾ എത്ര ഇതെവിടെ പോയി ക്വസ്റ്റ്യൻ? കിടപ്പുണ്ട്. 2 tan x plus 3 divided by sin square x plus cos square x. This is also a common structure. Remember the method for solving this question. Sin square x plus cos square x, 2 tan x plus 3. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓൾട്ടർനേഷൻ അതിന് ചെയ്യാൻ സാധിച്ചോ എന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. സിമ്പിളാണ്. പലരും പറയും ഞങ്ങൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആക്കി, പിന്നെ ഒരു കോസ് സ്ക്വയർ എക്സ് എഴുതി, മേളിൽ ടാൻ എക്സ് പ്ലസ് 3 എഴുതി, ഒരു കുഴപ്പമില്ല, കറക്റ്റാ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരു ബേസിക് ഐഡിയ ഓഫ് സോൾവിങ് എ ക്വസ്റ്റ്യൻ ഇൻവോൾവിങ് എ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ബി കോസ് സ്ക്വയർ എക്സ് ഓർ എ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ബി കോസ് സ്ക്വയർ എക്സ് പ്ലസ് സി ഇൻ ഡിനോമിനേറ്റർ. ഐ നോ ഓൺലി ദാറ്റ് വൺ എന്ന് വിചാരിച്ചാൽ ഡിവൈഡിങ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണ് ഇത് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ 2 tan x പ്ലസ് 3 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്, എല്ലാത്തിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഒരു സി സ്ക്വയർ എക്സ് കയറി വരും. താഴെ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ടാൻ സ്ക്വയർ എക്സ് വരും, പ്ലസ് ഒരു 2 വെറുതെ കിടക്കും. സ്ട്രക്ചറൽ ചേഞ്ച് ചെയ്തു, നമുക്ക് ആൻസറുമായി കണ്ടാൽ അറിയാം സീക്കും ടാനും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇനി ഞാനായിട്ടത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. സോ simplifying this one, you can easily see that tan x is equal to u കൊടുക്കാൻ t വേണ്ട. അപ്പോൾ 2u plus 3 divided by u square plus 2 because du is 6 square x. മതിയില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയുമോ? അപ്പോഴല്ലേ ഒരു ലീനിയർ ബൈ കോൺട്രാക്റ്റിക്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ ബൈ കോൺട്രാക്റ്റിക്കിന് ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു a into d by dx ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b ആണ്. അതൊക്കെ തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് നോക്കിയാൽ ഇതങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ആൻസർ അല്ലേ. 2u ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 2. വാട്ട് ഈസ് ദ ഇൻ്റഗ്രൽ ഓഫ് ദിസ് വൺ? താഴത്തെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ എല്ലാ കാലത്തും ലോഗിലാണ് ആൻസർ വരേണ്ടത്. ലോഗ് ഓഫ് യു സ്ക്വയർ പ്ലസ് 2. യു ആരായിരുന്നു? ടാൻ എക്സ് ആയിരുന്നു. ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് 2 അത് കാണുന്നില്ലല്ലോ. അതും അതിനെന്തോ ഒരു ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നായിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഈ ഓപ്ഷൻ പോയതായിരിക്കും. എനി സച്ച് ഓപ്ഷൻ ഗിവൺ ദർ. ലോഗ് ഓഫ്, ഞാൻ ടാൻ സ്ക്വയറിന് കൊടുത്തില്ലല്ലോ, ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് 2. ഇനി ആൻസർ എന്തെങ്കിലും ആവട്ടെ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വൺ?
the first part of this one 3 by u square plus 2, 3 into 1 by a 1 by root t2 tan inverse u by root t2 plus താഴത്തെ ഡെറിവേറ്റീവ് മേലിൽ ഡയറക്റ്റ് ആണ് log of 2 plus u square. എന്താണ് ആൻസർ എന്നുള്ളത് ക്ലിയർ ആയി. ചെക്ക് ദ ഓപ്ഷൻ ദർ. log ഉള്ള tan square x log of 2 plus u square ഡിനോമിനേറ്റർ. വിച്ച് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് ക്ലിയർ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. 3 by root 2 tan inverse u by root 2 tan x by root 2 plus log of tan square x plus 2. Which option? This option. Method simplification along with the substitution and indicating problem. The denominator consists of a sin square x plus b cos square x. a sin square x plus b cos square x നെ എല്ലാ കാലത്തും നമ്മൾ ചെയ്യുന്നത് ഏതാണ്? ഡിവൈഡഡ് ബൈ cos square x. ദാറ്റ് ഈസ് എ ഈസി വേ. അപ്പോൾ ചോദിക്കും ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സും ചെയ്യാൻ മേലെന്ന്. ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ചെയ്താലും അത് ചെയ്യാം. ആൻസറിൽ ഇല്ലെങ്കിൽ അന്നേരം നമ്മൾ മാറ്റിയാൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് ദാറ്റ് ഈസ് ഫ്രം എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതൊരു ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇങ്ങനെ മാത്രം വരും എന്ന് ഞാൻ അവകാശപ്പെടില്ല. പക്ഷേ ഇത് ഇൻവോൾവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കണ്ട നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനെ ഇതിൻ്റെ മെത്തേഡ് അറിഞ്ഞു വെക്കുക. ആർക്കെങ്കിലും ഇതിൻ്റെ ഡയറക്റ്റ് ആൻസർ അറിയാമോ? ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ഐ കാൺ സീ ദ കമൻസ്, ബട്ട് അറ്റ്ലീസ്റ്റ് യു റിപ്ലൈ ഫോർ ദിസ് വൺ. Can you guess what is the answer for this tan cube plus tan raised to 5 plus integral 0 to 4? ആൻസർ ഒറ്റ സ്റ്റെപ്പാണ്. എന്താണെന്നറിയോ? ഞാനങ്ങ് പറഞ്ഞു തന്നേക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ക്യൂബ് ആൻഡ് 5 3 5, അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും വാല്യൂ ഉണ്ടോ? 4. അത് 1/4 എഴുതി വെച്ചാൽ. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ്റെ 2 പാർട്ട് ഞാൻ ചെയ്തു തന്നേക്കാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പുറകെ tan cube plus tan raised to 5x. Take tan cube x outside, remaining 1 plus tan square x. കേട്ടിട്ടുള്ളവരാണിത്. 1 plus tan square x c square x. tan x ൻ്റെ ഡെറിവേറ്റീവ് tan cube x into c square x dx. ഇനി നിങ്ങളായിട്ട് u ഒന്നും കൊടുക്കണ്ട. ഇത് u, ഇത് du. യു ഡി യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരുന്നത്? യു സ്ക്വയർ യു റൈസ്ഡ് 3 ആണ് ഇവിടെ ഉള്ളത്. സോ ടാൻ റൈസ്ഡ് 4x by 4. നിങ്ങൾക്ക് സാധാ ഇൻ്റഗ്രേഷൻ ചോദിച്ചാൽ യുവർ ആൻസർ ഈസ് ടാൻ എക്സ് റൈസ്ഡ് 4/4. ആൻഡ് ഇഫ് ദ ലിമിറ്റ് ഈസ് ഫ്രം 0 to pi/4, then apply the limit pi/4 for this one. You will get tan pi/4/4. The final answer is 1/4. അപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഏത് വാല്യൂ 3, 5 വന്നാൽ ലിമിറ്റ് 0 to pi/4 ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ 9, 3, 5 രണ്ട് ഡിഫറൻസ് കാണിക്കും. എപ്പോഴും 9, 12 വന്നാൽ 9, 11 വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ 1/10 ഈസ് ആൻസർ. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ? സിമ്പിൾ ഇൻ്റഗ്രൽ ചോദിച്ചാൽ കിട്ടി. ഏത് വാല്യൂ വന്നാലും നമുക്ക് ചെയ്യാം. ലിമിറ്റ് 0 to pi/4 ആണ്, ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു. സപ്പോസ് ഇത് കോട്ടാണെങ്കിലോ? കോട്ടിനുമുണ്ട് ഇതുപോലത്തെ സ്വഭാവം കേട്ടോ. കോട്ടിനുമുണ്ട് ഇതുപോലത്തെ സ്വഭാവം. പക്ഷേ കോട്ടിന് വരുന്ന ലിമിറ്റ് മിക്കവാറും pi/4 to pi/2 ആയിരിക്കും. pi/4 to pi/2 ആയിരിക്കും. അപ്പോഴും നമുക്ക് ആൻസർ എഴുതാം. കാരണം pi/4 to pi/2 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആൻസർ എഴുതാം. നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്തോ, നല്ലതാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഈ ലിമിറ്റ് മാറിക്കിടക്കും കേട്ടോ. 1/cot raised to 4x അല്ലെ 5x അക്കോർഡിംഗ് ടു ദ ഗിവൺ സ്ട്രക്ചർ. നൗ ഞാൻ 2 ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞു തന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദിസ് ഈസ് ഫ്രം area bounded by parabola y is equal to x square plus 4 and the straight line passing the point -1, 2 and 1, 6. ആദ്യമേ നമുക്ക് നോക്കാം അങ്ങനെ ഒരു ഏരിയ ഉണ്ടോ. that y is equal to x square plus 4. y is equal to x square is an upward parabola.
x square plus 4 is a 4-step advanced parabola. 1, 2, 3, 4. Parabola ഇവിടെ ഇരിക്കും. രണ്ടാമത് പറഞ്ഞത് ആരും തമ്മിൽ എൻക്ലോസ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. And the straight line passing through the point -1, 2 and 1, 6. ഇതുവഴി എങ്ങാണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ പോകുന്നുണ്ട്. ഏത്? -1, 2. ഇവിടെ എങ്ങാണ്ടാണ് ആ -1, 2 കിടക്കണം. ഓക്കെ. ആൻഡ് 1, 6 ഇവിടെ എങ്ങാണ്ട് കിടപ്പുണ്ട്. മാറ്റിയിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതെ ഇങ്ങനെ വല്ലതും ആയിരിക്കും. കൃത്യമായി നമുക്ക് കിട്ടിയില്ല 4 വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് us make a straight line with the help of these 2 points. നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ മേക്ക് ചെയ്യാൻ മിനിമം ആയിട്ട് പോയിന്റും സ്ലോപ്പുമാണ് വേണ്ടത്. അപ്പോൾ പോയിന്റ് ഈസ് ദർ, സെക്കൻഡ് പോയിന്റ് ഈസ് ദർ. സോ സ്ലോപ്പ് യു ക്യാൻ ഫൈൻഡ്. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ? y minus y1 is equal to m into x minus x1. y minus 2 is equal to, what is the slope? 6 minus 2, 4 divided by 1 minus minus 1, 2 into x minus minus 1, x plus 1. So this will be cancelled and 2 is there. So y is equal to 2x plus 4. This is the line. So that line definitely passes to the point 0, 4. ഈ പോയിന്റ് വഴിയേ പോകുള്ളൂ. വരച്ച വലിയ പ്രശ്നമൊന്നുമില്ല. ഏകദേശം എടുത്തപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വന്നത്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഏരിയ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ ഇയാൾ കൂട്ടിമുട്ടണ്ട. ഇവിടെ ഒരു ലിമിറ്റ് കിട്ടണമെങ്കിൽ അതെവിടെ ആയിരിക്കും കൂട്ടിമുട്ടണത്? അത് കണ്ടുപിടിക്കണം. ഒരു കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 0, 4 ആണ്. മറ്റേ കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണെന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ 2 കർവുണ്ട്. y ഈക്വൽ ടു 2x പ്ലസ് 4ഉം ആൻഡ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4ഉം. രണ്ടുകൂടെ സോൾവ് ചെയ്യണേ. 2x plus 4 is equal to, solving these two for getting the value of x, because we need the coordinate of x for integration. Now we are integrating this one with respect to dx. അത് വെച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തിരിച്ച് y-ലേക്ക് തിരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2x plus 4 is equal to x square plus 4. 4 ആ വഴി പോയി പോട്ടെ. ഒരു x സാധാരണ ആൾക്കാർ വെട്ടിക്കളഞ്ഞാൽ ഒരു റൂട്ട് അങ്ങ് പോകും. x square minus 2x is equal to 0. That is x into x minus 2 equal to 0. ഇങ്ങനെ എഴുതിയാലേ രണ്ടും കൂട്ടിമുട്ടലായ എക്സിന് 2ഉം എക്സിന് 0യും കിട്ടുള്ളൂ. അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന when you cancel a common variable term from either side of an equation, some roots will disappear. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത റൂട്ട് നഷ്ടപ്പെടും കേട്ടോ. സോൾവിങ് ദ സൊല്യൂഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പോയിന്റ് 2 ആണ്. അപ്പോൾ ഹൈറ്റ് ദിസ് ഇസ് 2. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാറായി. ഇൻ്റഗ്രൽ 0 to 2 അപ്പർ കർവിനകത്തെ y ഈക്വൽ ടു ആരാണ്? 2x plus 4 മൈനസ് ലോവർ കർവിനകത്തെ y ആരാണ്? x square plus 4. 4 പോയി. 2x minus x square. The remaining portion I just leave for you. And വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു തന്നേക്കാം. ദ ആൻസർ ഫോർ ദാറ്റ് വൺ ഈസ് ഓപ്ഷൻ ബി എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. 4/3 ആണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം. 2x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2x 2 into x square by 2 x square and x cube by 3. So simply it is what? X square minus x cube by 3 within the limit 0 to 2. 4 minus 8/3. 4 minus 8/3. 12 minus 8/3. That is simply 4/3. അതൊക്കെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിൽ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫിഗർ ക്ലിയർ ആണെങ്കിൽ we will get right answer for that question. And next one. If greatest of integer x square is the greatest integer less than or equal to x square, then what is the integral of 1 to root 2? This is a good question. ഇത് പല രീതിയിൽ വരാവുന്നതാണ്. 1 to root 2 x square വരാം. ചിലപ്പോൾ 1 to 2 x square വരാം. 1 to 2 x cube ഒക്കെ വന്നാൽ വലിയ പാടായിരിക്കും കേട്ടോ. ചിലപ്പോൾ 1 to 3 x square വരാം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കാണാം നമുക്കൊരു ക്വസ്റ്റ്യൻ. ഒരെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലാം ചെയ്യാൻ പഠിച്ചോണം. സപ്പോസ്
I think you can solve this one. പക്ഷേ ഞാനതൊരു ടാർഗറ്റ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ സിംഗിൾ പീസായിട്ട് വരണമെന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആ കൂട്ടത്തിൽ കണ്ടേക്കാം. Now I think നമുക്ക് 1 to root x square ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 0, 1, root 2 ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ ഇവരുടെ ലൊക്കേഷൻ. 1 കഴിഞ്ഞിട്ടാണല്ലോ റൂട്ട് വരുന്നത്. അപ്പോഴാണ് ഈ ലിമിറ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നല്ലോ. സോറി, ഇവിടെ ഞാൻ 1 to root 2 അല്ല എടുത്ത് 0 to root 1. അപ്പോഴാണ് I have to split the limit. Since the limit is from 0 to root 2, that integral root of x square gives different, this function gives different values in the interval 0 to root 2. അല്ലാതെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് സ്ക്വയർ ആണെന്നാൽ പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ക്യൂബ് ബൈ 3 എന്ന് എഴുതാനൊന്നും പറ്റില്ല. പറ്റുമോ? ഇല്ല. അപ്പം പിന്നെ നമ്മൾ ആലോചിച്ചു ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് സ്ക്വയറിന് 0 മുതൽ റൂട്ട് വരെ വരുന്ന വാല്യൂസിനെ പറ്റി ആലോചിച്ചു. 0 മുതൽ 1 വരെ ഈ എക്സ് സ്ക്വയർ ടേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി ദ വാല്യൂ ജസ്റ്റ് ബിലോ 1 വരെ എന്നേ പറയുന്നുള്ളൂ, 1 അല്ല. അപ്പോൾ ഇൻ്റഗ്രൽ 0 മുതൽ 1 വരെ ഇയാളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവറൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അതൊന്നും കിട്ടത്തില്ല, 0 ആയിരിക്കും. പക്ഷേ 1 മുതൽ നമുക്ക് മുമ്പോട്ട് പോയാൽ 1 മുതൽ റൂട്ട് വരെ അതിന് വരെ പോകേണ്ട ആവശ്യമുള്ളൂ. റൂട്ട് ഇട്ടാൽ 2 ആണ്. അപ്പോൾ 1 കൂടി ആരെ എക്സ് സ്ക്വയർ, റൂട്ട് വന്നു കഴിഞ്ഞാൽ 2 വരുള്ളൂ. അപ്പോൾ definitely this structure gives the value from 1 to root 2 is 1 because integer part മതി. 1.41നെ സ്ക്വയർ ചെയ്താൽ 2ന് അപ്പുറത്ത് പോവില്ല, 2ന് പുറകിലാണ്. അല്ലെങ്കിൽ റൂട്ട് 2നെ സ്ക്വയർ ചെയ്താൽ 2 ആണ്. അത് ഇപ്പം നമ്മുടെ ഇൻ്റഗ്രേഷൻ 2 വരെ, അതിന് ജസ്റ്റ് ബാക്ക് വരെ ഉള്ളൂ. സോ ദിസ് ഈസ് 1 dx. സോ ദിസ് ഈസ് എക്സ്. ഇതിനില്ല 1 to root 2. ദ ആൻസർ ഈസ് ഈസി വേ root 2 minus 1. ഓപ്ഷനിലുണ്ടാവും. അപ്പം ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മാറ്റി ചോദിച്ചു. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ലിമിറ്റ് ഈസ് ഫ്രം 1 to 2 ആയിരുന്നെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് സ്ക്വയർ എങ്ങനെ സ്പ്ലിറ്റ് ആകുമായിരുന്നു? നോ ഇൻ്റഗ്രേഷൻ ഐ വാണ്ട്, ബട്ട് ഐ വാണ്ട് ദ സ്പ്ലിറ്റിംഗ് സ്ട്രക്ചർ ഫോർ ദിസ് വൺ. 0 to 2 കേട്ടോ. മുമ്പത്തെ പോലെ 0 to 1 എക്സ് സ്ക്വയറിന് ചെന്നാൽ ദറ്റ് വാല്യൂ ഈസ് അപ് ടു 1. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺലി 1 വരെയുള്ള വാല്യൂവിൻ്റെ ഗ്രേറ്റസ്റ്റ് പാർട്ട് എടുത്താൽ 0. ദെൻ 1 മുതൽ മുമ്പേ പറഞ്ഞ പോലെ റൂട്ട് 2 വരെ വന്നാൽ എക്സ് സ്ക്വയർ ടേക്സ് ദ വാല്യൂസ് ഫ്രം 1 to 2 വരെ. 1 to 2 വരെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 എന്ന് തരും. പിന്നെ റൂട്ട് 2 തൊട്ട് 2 വരെ നേരെ പോവില്ല, റൂട്ട് 3 വരെ 2 വരും. ആൻഡ് ദെൻ റൂട്ട് 3 to ഇവിടെ എന്താണോ 2 വരെ എത്രയാണ് വരുന്നത്? 3യുടെ സ്ക്വയർ എടുത്താൽ 3 വരും. In this way we have to split the expression. I think I will get the answer for this one. 3 plus 2 plus 1. I think it is 5 minus root 2 minus root 3. That be the right answer of that question. അത് ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ x, ഇവിടെ 2x, ഇവിടെ 3x. You put the limit for this one. I think that idea is clear. When you see some greatest integer in x square or something involving that greatest integer, you just split that greatest integer into how many values from 0 to 1 and then 1 to 2 വരെ എപ്പോൾ വരുമെന്ന് അനുസരിച്ച് അത് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ. This is also a very important question. The related to this one, lot of questions are there. The limit are from 0 to pi by 2. 0 to pi by 2 ഈ structure 2 raised x, 2 raised sin x. See the function involving that expression are sin x and cos x. They are complementary in nature. Complementary function ആണ് ഇൻവോൾവ് ചെയ്യുന്നെങ്കിൽ always the answer for this one is upper limit minus lower limit divided by 2. പഠിച്ചിട്ടില്ലേ? ഇന്റഗ്രൽ സൈനിന് ഏത് പവർ ബൈ sin raised nx plus cos raised nx. These also 0 to pi by 2 ആണെങ്കിൽ or sum of the limit is pi by 2, always the answer is upper limit minus lower limit divided by 2. ഇത് സൈൻ ആകാം, മേലെ കോസ് ബൈ കോസ് പ്ലസ് സൈൻ ആകാം question number 2, tan by tan plus cot ആകാം question number 4 and cot by cot plus tan ആകാം
Question number 5 and 1 by 1 plus tan ആകാം 1 by 1 plus cot ആകാം. ഇതുപോലെ a power sin x, a power tan x, a power tan x, a power cot x ആകാം. ഏത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇൻവോൾവ് ചെയ്ത് സ്ട്രക്ചർ സിമിലർ ടു ദിസ് വൺ വിത്ത് ദ പവർ എങ്ങനെ a to b 0 to pi by 2 or sum of the limit is pi by 2. Answer is always upper limit minus lower limit divided by 2. Another question related to this one is integral a to b f of x by f of x plus f of a plus b minus x. Here also answer is b minus a divided by 2. Suppose the question is integral 5 to 10 x raised 3 by 2 divided by 15 minus x raised to 3 by 2 plus again x raised to 3 by 2. So no problem, the answer for this one is 10 minus 5 divided by 2 because this is fx and f of a plus b minus x. Lot of question in this nature you can see, so don't forget that. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സ്ട്രക്ചർ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി തരും. എന്തായാലും നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓ, ഇതൊരു ലിമിറ്റാണല്ലോ. ലിമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വി ആർ ഓൾവേസ് ഫോർ എ ലിമിറ്റ് ക്വസ്റ്റ്യൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ലിമിറ്റ് ഡയറക്ട്ലി ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ സോൾവിങ് എനി ലിമിറ്റ് ക്വസ്റ്റ്യൻ. ഡയറക്ട്ലി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത് നമ്മുടെ പ്രൈം ഡ്യൂട്ടിയാണ്. അപ്പോൾ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ഡയറക്ട്ലി. വാട്ട് വിൽ ഹാപ്പൻ? 0 to x 0യിലേക്ക് പോയെന്ന്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 0 സൈൻ റൂട്ട് t dt ഡിവൈഡഡ് ബൈ 0. 0 to 0 എന്നുള്ള ഒരു ലിമിറ്റ് വന്നാൽ a to l ലിമിറ്റ് എപ്പോഴും 0 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 0, ഡിനോമിനേറ്റർ 0. എന്തോ ഒരു ഐഡിയ തോന്നിയില്ലേ? ദസ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഡയറക്ട്ലി. ദ ഇൻഫർമേഷൻ ഈസ് എന്താണ്? 0 by 0. Suppose a question it reduced it to 0 by 0 in limit, we can apply L'Hospital rule. You know that rule. Differentiate the numerator and differentiate the denominator. Differentiate the numerator and differentiate the denominator and put the limit again. Differentiate the denominator 2x nalla easy. And how can we differentiate the numerator? That is a little difficult. You know the Newton-Lagrange formula for differentiation of an expression involving variable limit, that is integral 0 to x square sine of root t dt. നിങ്ങൾ പഠിച്ചിട്ടില്ല? put the upper limit into the function sine of root of x square and differentiate the upper limit 2x minus put lower limit into the function sine of 0, differentiate lower limit. അതൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. So simply the numerator is sin x into 2x and here you can apply sin x into 2x. ഇൻ്റഗ്രേഷനും കഴിഞ്ഞു, അതിൻ്റെ ഡിഫറൻസിയേഷനും കഴിഞ്ഞു. 2x അങ്ങ് വെട്ടിയും പോയി. And we have to apply the limit for this one as x tending to 0, that is limit x tending to 0 sin x is, what is the answer? Sin 0 is the answer. ഞാൻ ഈ ന്യൂട്ടൺ ലാബ്രൻസ് ഫോർമുല ഒന്ന് പരിചയമാകാൻ വേണ്ടി ആ ക്വസ്റ്റ്യൻ എടുത്തു എന്നേ ഉള്ളൂ. ആക്ച്വലി ഇതിൽ ലിമിറ്റാണ്. ഇതിനകത്ത് ലിമിറ്റും ഇൻ്റഗ്രേഷനും അത്യാവശ്യം ഡിഫറൻസിയേഷനും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ ആസ് എ സ്ട്രക്ചർ ആൻഡ് നമ്മൾ ഈ സ്ട്രക്ചർ വെച്ചങ്ങ് പഠിച്ചാൽ മതി. ആൻസറുകൾ നമുക്കപ്പം കിട്ടിക്കൊള്ളുമായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം അവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇത് കുറച്ച് ഇൻ്റഗ്രേഷൻ തീർന്നതൊന്നുമല്ല, നമുക്കിനിയും ക്വസ്റ്റ്യൻ വരും. ഈ ക്വസ്റ്റ്യൻ്റെ അത് ചോദിച്ചത് വാട്ട് ഈസ് എ റിക്വയർഡ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് വൺ? വി നീഡ് ടു ഫൈൻഡ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആർക്കാ ഉള്ളത്? ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്വഭാവം എന്താണ്? dy by dx plus py is equal to q. അത് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു e raised integral p dx. ഇങ്ങനല്ലേ പഠിച്ചു വെച്ചേക്കുന്നത്? ലീനിയർ ഇൻ y, ലീനിയർ ഇൻ x ആണ് e raised integral p dy ഇട്ടാൽ മതി. ബട്ട്
I think this question is linear in y because you can see only one y in this one. Y power is 1. Y power 1 വന്നാൽ അത് linear in y ആയിരിക്കും. ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ അത് ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ല. സോ dy by dx minus 2e raised x divided by 1 plus 2e raised x into y, which is equal to 1 plus e raised minus x by 1 plus 2e raised x. I think this e raised to x അത്ര പ്രശ്നം ശരിയാണോ എന്നൊരു സംശയം. e raised minus x വന്നാലേ ചില ആവശ്യങ്ങൾ ഉണ്ടല്ലായിരുന്നല്ലോ. The question is, can you see, എനിക്കിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ e raised minus x എന്ന് തോന്നി. പക്ഷേ ഇത് ആക്ച്വലി e raised minus x ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. So what is the value of p in this one? This one clearly maintains the form of dy by dx plus py is equal to q. So the value of p, that is minus 2e raised minus x by 1 plus 2e raised minus x. Integrating factor is e power kadakata, integral kadakata, minus 2e raised minus x by 1 plus 2e raised minus x dx. Integration അറിയാൻ വയ്യാത്തവരല്ലോ, താഴത്തെ ആളുടെ ഡെറിവേറ്റീവ് അല്ലേ മേളിൽ കിടക്കണത്. 1 ഇല്ല, 2e raised minus x integral is minus 2e raised minus x. So it is of the form e raised log of 1 plus 2e raised minus x. താഴത്തെ ആളുടെ ഡെറിവേറ്റീവ്. E and log are reciprocal functions. They will be cancelled, not cancel vertical അല്ല, composite ചെയ്തു പോകും. So 1 plus 2e raised minus x. This is the integrating factor of this one. അവിടെ കിടപ്പുണ്ടല്ലോ 1 plus 2e raised minus x 1 plus. ഓപ്ഷൻ ഡിയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, ചിലപ്പം ഓപ്ഷൻ ഇ ഉള്ളതായിരുന്നായിരിക്കാം ഇതിന്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ എടുത്ത് കാണാനാണ്. 1 plus 2e raised minus x is the correct integrating factor of this question. Okay. Next one. Question വീണ്ടും ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് ലീനിയർ ആണോ? ലീനിയർ ആയിരിക്കും. y ഒന്നേ ഉള്ളതെന്ന് നോക്കിയേ, y ഒന്നേ ഉള്ളതെന്ന് നോക്കുമ്പം ഡി വൈക്കകത്ത y എടുക്കണ്ട, അല്ലാത്ത വൈകൾ നോക്കിയാൽ മതി. ഒന്നും പറ്റിയില്ലെങ്കിൽ dy by dx എടുക്കും, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. dy by dx is equal to, what is dy by dx? dy യുടെ ടേം താഴെ, dx ൻ്റെ ടേം മേളിലുണ്ട്. 1 plus 3y sin square x divided by 3 sin x cos x, right? സ്ട്രക്ചർ കറക്റ്റ് ആയില്ല. നമ്മൾ dy by dx ഓക്കെ, py എന്ത് ചെയ്യേ, അതിനപ്പുറത്തൊരു ടേം കിടപ്പുണ്ട് dy by dx. ദേ ഞാൻ ഈ യെല്ലോ സർക്കിളിൽ ഇട്ടിരിക്കുന്നതിനെ വലിച്ചാൽ ഇങ്ങോട്ട് പോരും, ഇച്ചിരി നല്ലപോലെ വലിക്കണമെന്നേ ഉള്ളൂ. 3y 3 sin square x by 3 sin x cos x the whole into y equals 1. ഇതിനെ ബാക്കിയുള്ള അവിടെ കിടന്നു 3 sin x into cos x. പേടിക്കേണ്ട, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കാറായി. ഇത് ഒരു വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല ഈ ക്വസ്റ്റ്യൻ. The value of p along with this minus 3 will be cancelled and sin will be cancelled and the remaining portion is minus cot x. The value of p is minus cot x. Minus cot x നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ cot x ൻ്റെ ഇൻ്റഗ്രൽ എന്താ, log sin x എഴുതാം അല്ലേ, മൈനസ് log sin x എഴുതാം. ഓക്കെ, cot x ന് മൈനസ് ഉണ്ടല്ലോ, പിന്നെ അത് ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഇനി എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും അത്, ഞാൻ നോക്കിയപ്പം പെട്ടെന്ന് ആൻസർ കാണാൻ ഞാൻ. വാട്ട് വാസ് ദ മിസ്റ്റേക്ക്? മൈനസ് കോട്ട് അല്ല, മേളിൽ സൈൻ ഉണ്ട്, സൈൻ ബൈ കോസ് ടാൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഇൻ്റർവെലിൽ ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം, ലോഗ് സീക്ക് എക്സ് എന്ന് എഴുതാം, മൈനസ് ലോഗ് എന്തെന്ന് എഴുതാം,
കോസ് എക്സ് എന്ന് എഴുതാം. നമുക്കൊരു കാര്യം ചെയ്യാം, മൈനസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മുഴുവനാക്കി കഴിയുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ്ഡ് ഇൻ്റഗ്രൽ മൈനസ് ടാൻ എക്സ് ഡി എക്സ്, ഇ റൈസ്ഡ് മൈനസ് ഓഫ് മൈനസ് ലോഗ് കോസ് എക്സ്. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ല. മൈനസും മൈനസും പോയി, ഈ ലോഗും പോയി, കോസ് എക്സ് എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടി. സോ വാട്ട് ഈസ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? കോസ് എക്സ് അവിടെ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതിനെ മാറ്റി എഴുതി. ഓക്കെ, നെക്സ്റ്റ്. ഇത് കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾ പഠിച്ച ഏത് മെത്തേഡിലാണ് ഇത് കിടക്കുന്നതെന്ന് നോക്കുക. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10x സ്ക്വയർ. ചില ആൾക്കാരൊക്കെ ഇത് ഡയറക്റ്റ്ലി കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആൻസറിലേക്ക് നോക്കിയാലും അതിനൊരു ഇൻഡിക്കേഷൻ ഉണ്ടോ? ഓൾ ദ ആൻസേഴ്സ് ഹാവിങ് y by x as a spinning term in that. ഇല്ലേ? അപ്പോൾ y by x ഉള്ളതാണ് ആൻസർ. അപ്പോൾ y by x അവിടെ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ആ ക്വസ്റ്റിനെ ഒന്ന് സ്ട്രക്ചറൽ ചേഞ്ച് നടത്തിയാൽ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആ എക്സ് സ്ക്വയർ അങ്ങ് പുറത്തെടുത്താൽ 1 മൈനസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ വന്ന് റൈറ്റ് സൈഡിൽ 10x സ്ക്വയർ കിടപ്പുണ്ട്. ഈ y ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവായിട്ട് ബന്ധമുള്ളതല്ലേ മേളിൽ കിടക്കുന്നത്? പക്ഷേ അല്ലേ, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് y ബൈ എക്സ്? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ y ബൈ എക്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷന് പോകാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് ന്യൂമറേറ്റർ കിടക്കുന്ന എക്സ്പ്രഷനെ ഒന്നുകൂടെ നീറ്റാക്കി എഴുതാം. ഇവിടുന്ന് ഒരു എക്സ് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടിട്ടാൽ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ ഈ എക്സും ഇവിടുന്ന് ഒരു എക്സ് ഇവിടെ കൊണ്ടുകയാണെങ്കിൽ എക്സ് സ്ക്വയർ അതിരിക്കട്ടെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10x. ഇൻ്റഗ്രേറ്റ് ഇസ് പ്യുവർലി ഇൻ്റഗ്രബിൾ അല്ലേ? താഴെയുള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു y ബൈ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് മേളിലുണ്ട്. സോ ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 10x. വാട്ട് ഈസ് എ ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ? 1 by root of 1 minus u square is what? Sin inverse u. Sin inverse u means y by x is equal to 10 into x square by 2 plus c. ഓപ്ഷനിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും, ട്രൈ ചെയ്തോളൂ. And the option number 1 is sin inverse y by x minus 5x square is equal to c. ബാക്കിയുള്ളിടത്തൊക്കെ 10x square ആണ്, y by x വെറുതെ ഉള്ളതുകൊണ്ട് ഒന്നും ആൻസർ ആവില്ല. സോ വിച്ച് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് വൺ? ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. Integral sin of 5x by 2 divided by sin x by 2 dx. ഒരൊറ്റ ഹിൻഡ് അവിടെ കിടപ്പുണ്ട്. What is that hint? You look the answers of that one. All the answers are in full angle form, not in a half angle. x by 2 അങ്ങ് ഒരിടത്തുമില്ല. അപ്പോൾ നമ്മളിതിനെ സപ്പോസ് ഒരു ഓർഡിനറി രീതിയിൽ ഈ ആംഗിളുകളൊക്കെ എക്സ് ബൈ 2 ഇട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ആൻസറുകൾക്കകത്തും ആംഗിളുകൾ എക്സ് ബൈ 2 വരാവുള്ളൂ. പക്ഷേ ഇവിടുത്തെ ആൻസറുകൾക്കകത്ത് ആംഗിളൊന്നും എക്സ് ബൈ 2കളില്ല. അതിനർത്ഥം ഇത് ഫുൾ ആംഗിളായി മാറിയെന്ന. അപ്പം ഇതിന് ചെയ്യേണ്ട സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് ആ കിടക്കുന്ന 5x by 2ഉം sin x by 2ഉം ഫുൾ ആംഗിൾ ആകാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സ്പ്രഷൻ്റെ വലിപ്പം കൂട്ടും,
ഇവിടെ വരുമ്പോൾ പോകുമ്പോൾ എനിക്ക് സൈൻ ഏതാണ് 5x/2 ബൈ സൈൻ x/2. ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തിട്ട് ഒരു cos x/2 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പഠിച്ച നല്ല ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിരുന്നു. 2 sin a/2 cos a/2. എന്നാൽ പിന്നെ ഇത് മേളിലും ഇട്ട് കൊടുത്താൽ the expression becomes 2 sin 5x/2 cos x/2. എല്ലാം നല്ല നീറ്റായിട്ട് ഫുൾ ആംഗിളായി മാറും. The denominator of this one is simply sin x. Agree with that. And the numerator എന്നാ 2 sin a cos b. ട്രിഗ്നോമെട്രി പഠിച്ച നമുക്ക് 2 sin a cos b എന്ന് പറയുന്ന വാല്യൂ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാം. 2 sin a cos b, sin a plus b, sin of 5x/2 plus x/2 sin 3x, sin a minus b sin 2x. Agreed? All the angles converted into new angle. പക്ഷെ അവർ കാണുന്നില്ലല്ലോ അവിടെ. ഡിവൈഡ് ചെയ്യാൻ നമുക്ക് sin 3x ഫുൾ ആംഗിളുള്ള 3 sin x മൈനസ് 4 sin cube x by sin x പ്ലസ് sin 2x. വീണ്ടും മാറ്റാം. sin 2x മാറ്റേണ്ട ആവശ്യമില്ല, ഇൻ്റഗ്രേഷൻ അല്ലേ നമുക്ക്. sin 2x by sin x. ഇവിടെ ആൻസർ 3 minus 4 sin square x. ഇത് വീണ്ടും 2 cos x ആയി മാറി. ഇതിൻ്റെ താരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മേലാതെ 3x. പക്ഷെ 3x ഇല്ലല്ലോ. അതെന്താ ഇടപാടാ? നമുക്ക് ഒന്നുകൂടെ ബാക്കി നോക്കാം. അപ്പോൾ ആൻസറിലേക്ക് എത്തിയില്ല, കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുണ്ട്. When you integrate this one, the first one is 3x and the last one is 2 sin x, and for this one is 4 into sin square x. When you see sin square, രണ്ട് സ്ക്വയറുള്ള ടേമിനെ ഡയറക്റ്റ് ഇൻ്റഗ്രൽ കിട്ടത്തുള്ളൂ. വൺ ഈസ് 6 square x and the other one is cos square x. ബട്ട് sin square x നമ്മൾ എന്താ ചെയ്യേണ്ടേ? മൾട്ടിപ്പിൾ ആംഗിളിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് 1 മൈനസ് cos 2x by 2. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഫോർമുലയാണത്. അപ്പോൾ ഇവിടെ വെട്ടിപ്പോയി, ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ ആൾക്കാരാണിത്. ബാക്കിയുള്ളവർക്ക് ഇൻ്റഗ്രൽ ഇട്ടു. ദാറ്റ് ഈസ് 3x പ്ലസ് 2 sin x മൈനസ് ഓഫ്, ഇവിടെ ഒരു 2 ഉണ്ട്, അകത്തോട്ട് ചെന്നാൽ 2 മൈനസ് 2 cos 2x വരും. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞില്ലല്ലോ. 3x പ്ലസ് 2 sin x മൈനസ് 2x പ്ലസ് sin 2x അല്ലേ വരണ്ടേ? cos 2x എന്താ? sin 2x by 2. 2 അങ്ങ് വെട്ടിപ്പോവും. 3x മൈനസ് 2x ആരാണ്? x പ്ലസ് 2 sin x പ്ലസ് sin 2x. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇതിനകത്ത് ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞു തരാനുണ്ടായിരുന്നുള്ളൂ. 2x ഒക്കെ കാണും. x 2 sin x, x 2 sin x പ്ലസ് sin 2x പ്ലസ് ഈ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ബട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടായിരുന്ന സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ആൻസറും ക്വസ്റ്റ്യനും തമ്മിലൊരു കണക്ഷൻ നോക്കിയപ്പോൾ ഹാഫ് ആംഗിൾ കിടക്കുന്നു, ക്വസ്റ്റ്യനകത്ത് ഫുൾ ആംഗിൾ കിടക്കുന്നു. ഞാനതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ദാറ്റ്സ് ഓൾ. ഇൻ ഫുൾ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അഡീഷണൽ ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് ഈസ് ക്ലിയർ ഓർ നോട്ട്? യു ചെക്ക് ഇറ്റ്. നെക്സ്റ്റ് വൺ. ഇതും ഒറിജിനൽ JEE ആണല്ലോ. IN ഈക്വൽ ടു ഇൻ്റഗ്രൽ ടാൻ പവർ NX. I4 പ്ലസ് I6 ഇസ് ഈക്വൽ ടു, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതാണ്, I4 പ്ലസ് I6 ഇസ് ഈക്വൽ ടു A ഇൻറ്റു ടാൻ റൈസ്ഡ് 5x പ്ലസ് BX റൈസ്ഡ് 5 പ്ലസ് C. ആ ക്വാണ്ടിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ I4 പ്ലസ് I6 വന്ന ഐ ടോൾഡ് യു ടാനിന് ഇടയ്ക്ക് കിടക്കുന്ന പവർ 5 ഡിവൈഡഡ് ബൈ 5 എഴുതിയാൽ മതി. അപ്പം ഇവരുദ്ദേശിച്ച വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ഇത് 5 ആണെങ്കിൽ ഇവിടെ 5 വരും. അപ്പോൾ എ മീൻസ് വാട്ട്? 1/5. ഇങ്ങനെ ഒരു ടേമേ ഇവിടെ ഉണ്ടാവത്തില്ല. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ബി ഈസ് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ.
ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ പറ്റിയേക്കാം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഓക്കെ, question next one. Again this is from integration and the question is integral d theta by cos square theta into tan 2 theta plus sec 2 theta is equal to, ഇവിടെ മുമ്പത്തെ പോലൊക്കെ തന്നെയാണ്, cos square theta ഉണ്ടായിരുന്നു, tan 2 theta sec 2 theta, പക്ഷേ ആൻസറിനകത്തൊക്കെ വെറും തീറ്റയേ ഉള്ളൂ. വെറും തീറ്റയൊക്കെ ആൻസറിനകത്ത് വന്നപ്പോൾ then the ordered pair lambda and f of theta is equal to, ഓപ്ഷനിലേക്ക് നോക്കിയപ്പോൾ കുറേ എണ്ണുണ്ട്, 1 minus tan theta. എനിവേ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ട ട്രാൻസ്ഫോർമേഷൻ? ഈ 1/cos square x അല്ലേ, അതിനെ നമുക്ക് മേളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ sec square theta എഴുതാം ബൈ ഈ tan 2 തീറ്റ അത്ര നല്ലതല്ല ആണോ? sec 2 തീറ്റയും അത്ര നല്ലതല്ല, കാരണം എല്ലാം 2 തീറ്റ അല്ലേ. tan 2 തീറ്റയ്ക്ക് നമുക്കൊരു ഫോമുല എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തു, 2 tan തീറ്റ ബൈ 1 പ്ലസ് ആണോ 1 മൈനസ് ആണോ, 1 മൈനസ് tan സ്ക്വയർ തീറ്റ. sec 2 തീറ്റ എന്ന് പറഞ്ഞാൽ cos 2 തീറ്റയെ തിരിച്ചിട്ടാൽ മതി. cos 2 തീറ്റയുടെ ഫോമുല 1 മൈനസ് tan സ്ക്വയർ ബൈ 1 പ്ലസ് tan സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ ബൈ 1 മൈനസ് tan സ്ക്വയർ തീറ്റ. ഇത് കാണുന്ന എല്ലാവർക്കും ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡായിട്ടുണ്ട്, വേണമെങ്കിൽ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. ഇൻറ്റഗ്രൽ 1 മൈനസ് tan സ്ക്വയർ തീറ്റ ഇൻ ന്യൂമറേറ്റർ ബൈ ഇവിടെ 1 പ്ലസ് tan തീറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു sec സ്ക്വയർ തീറ്റ. എത്രമാത്രം സിംപ്ലിഫൈ ചെയ്യാവോ അത്രമാത്രം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോഴല്ലേ ഈ ക്വസ്റ്റ്യന് എന്നാ സംഭവിച്ചേ, ആ 1 മൈനസ് tan സ്ക്വയർ എന്നുള്ളത് 1 പ്ലസ് tan ഇൻറ്റു 1 മൈനസ് tan എന്ന് മാറ്റുകയായിരുന്നെങ്കിൽ 1 പ്ലസ് tan തീറ്റ നമുക്ക് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാം, ഒരെണ്ണം പോയി, പിന്നെ ഉള്ളത് sec സ്ക്വയർ തീറ്റയാണ്. So simply the question becomes 1 minus tan theta by 1 plus tan theta into c square theta. തീർന്നില്ലല്ലോ, എന്നിട്ട് ഇൻ്റഗ്രേഷൻ എത്തിയോ? ഇല്ലല്ലോ. What happened then? പക്ഷേ ഇത് കണ്ട we know a super substitution for this one, the tan theta is equal to t. Assume the substitution tan theta is equal to t. The problem now reduced to integral 1 minus t by 1 plus t, the remaining portion is dt. Since tan theta equal to t anal sec square theta d theta equal to dt ആയിരിക്കും. പിന്നെയും മാറി, കുറച്ചുകൂടെയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്നാ ചെയ്യും? ഇതങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ, മൈനസ് ടി പ്ലസ് 1, അതായത് സെയിം പവറാണ് വരുന്നതെങ്കിൽ ഡിവിഷനാണ് നല്ലത്. പിന്നെ ചിലരൊക്കെ വേറെ രീതിയിൽ അത് മാറ്റാറുണ്ട്, അത് ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ സ്പ്ലിറ്റ് ചെയ്യാമായിരുന്നു. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇത് മാറ്റുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഒരു പോളിനോമിയൽ ബൈ പോളിനോമിയൽ വരുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയെക്കാട്ടിൽ ഈക്വലോ മോറോ ആണെങ്കിൽ ആദ്യമേ ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ഫസ്റ്റ് ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഇവിടെ ഒരു മൈനസ് ടി പ്ലസ് 1 ടി പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു -1 ഇട്ട് കൊടുത്തപ്പോൾ ഒരു മൈനസ് ടി -1 വന്ന് ഇവിടെ 2 കിട്ടി. അപ്പോൾ കോഷ്യൻ്റ് ആയിട്ട് നമുക്ക് -1 കിട്ടി, റിമൈൻഡർ ആയിട്ട് 2 കിട്ടി. 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി ഡി ടി. ഇൻ്റഗ്രേറ്റ് -1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -t. ആൻസറിനകത്ത് വല്ലതും ഉണ്ടായിരുന്നു ഇങ്ങനെ? യെസ്, ലാംഡ ടാൻ തീറ്റ ഉണ്ടല്ലോ, പ്ലസ് 2 log of 1 plus t വന്നു അല്ലേ. ദിസ് ഈസ് മൈനസ് ടാൻ തീറ്റ പ്ലസ് 2 log of 1 plus tan തീറ്റ പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ.
and in the question it is given that lambda tan theta plus 2 log of f of theta d theta, then what is the value of lambda f of theta? Lambda is nothing but minus 1. F of theta is what? 1 plus tan theta. Which option is the answer? Minus 1 and 1 plus tan theta. Option C is the right answer for this question. നല്ലതാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് മാറ്റിക്കൊണ്ടുപോകും. ഓക്കെ, നെക്സ്റ്റ്. See next question. ഇത് മുമ്പ് എന്തോ കാര്യത്തിന് നമ്മൾ ഡിസ്കസ് ചെയ്ത കൂടെ വന്നതാണല്ലോ. Integral of 1 by a square sin square plus b square cos square is equal to 1 by 12 of tan inverse 3 tan x plus a constant. Then the maximum value of a sin x plus b cos x. അതിന് a എന്ത് b എന്ത് ഇപ്പുറത്താ എയും ബിയും കിടക്കണം, അപ്പുറത്ത് ആൻസർ കിടക്കണം. ഇതിപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചൊന്നും വെക്കത്തില്ലല്ലോ. ഇങ്ങനെ എത്ര എണ്ണം കാണാതെ പഠിച്ചു വെക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിലൊരു മെത്തേഡ് ഉണ്ട്. വി ഹാവ് എ മെത്തേഡ്. വാട്ട് ഈസ് ദാറ്റ് മെത്തേഡ്? വെൻ ആൻ എക്സ്പ്രഷൻ ഇൻവോൾവിംഗ് സൈൻ സ്ക്വയർ ആൻഡ് കോസ് സ്ക്വയർ ഇൻ ഡിനോമിനേറ്റർ, ഫസ്റ്റ് യു ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് സ്ക്വയർ എക്സ് ഓർ സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ ബെറ്റർ കോസ് ആണ്, കാരണം ടാനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം സൈൻ ബൈ കോസ് ആണ് വന്നിരിക്കുന്നത്. സൈൻ ബൈ കോസ് വന്നാൽ ലെറ്റ് us divide this equation by cos square x. Now the numerator is 1 by cos square x is what? 6 square x dx by b square, that is b square plus a square tan square x. ഇത് സംഗതി ഒത്തല്ലോ. ഇതുണ്ടല്ലേ, ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനായിട്ട് പോയില്ലേലും ടാനിന് യു കൊടുത്ത, ടാൻ എക്സ് ഇസ് ഈക്വൽ ടു യു കൊടുത്ത 6 square x dx is equal to ആരായിക്കോളൂ? du ആയിക്കോളൂ. That's integral 6 square x dx du by b square plus au the whole square. അത് മതിയാവും. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. 1 by x square plus a square, 1 by x square plus a square, 1 by x square plus a square അല്ലെ x square plus a square, 1 by a, 1 by b tan inverse au divided by b plus c. ഇങ്ങനെയല്ല വരണ്ടേ? What is the formula for 1 by a square plus x square? 1 by a tan inverse x by a. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഒരു കോഎഫിഷ്യൻ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകേണ്ടി വരും. ലീനിയർ എക്സ്പ്രഷന് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് വന്നാൽ ഇൻ്റഗ്രൽ ആൻസറിനെ നമ്മൾ ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ദാറ്റ് ഈസ് 1 by a b tan inverse au by b plus c. ഈ ആൻസറാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് 1 by 12 tan inverse a by b x by a au by b എന്ന് വന്നേക്കുന്നത്. എന്നാലും നമുക്ക് എയും ബിയും കിട്ടാതെ മുൻപോട്ട് പോവുമോ? എ ബി ഈസ് ഈക്വൽ ടു 12 എന്ന് വന്നിട്ടുണ്ട്. എ ബൈ ബി ഈസ് ഈക്വൽ ടു, എ ബൈ ബി എത്രയാണ് ക്വസ്റ്റിനകത്തോടെ നോക്കിയേ? ഇത് എ ബൈ ബി ആണ്, ടാൻ എക്സിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ എ ബൈ ബി ഈസ് ഈക്വൽ ടു 3 ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു. എ ബി ഈക്വൽ ടു 6, എ ബൈ ബി ഈക്വൽ ടു 3. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ബി പോയിട്ട് എ സ്ക്വയർ ഈക്വൽ ടു 6 ഇൻറ്റു 3. അയ്യോ, അവിടെ മാറിപ്പോയില്ലേ? 6 അല്ലല്ലോ, ഞാൻ എവിടെ നിന്ന് 6 എഴുതിയേ? 1 by 12 അല്ലേ? എ ബി ഈസ് ഈക്വൽ ടു 12 നോട്ട് 6. ഇത് എവിടെ നിന്ന് വന്നാണ്? 12.
So when you multiply these two together, you will get a square equal to 12 into 3, 36. A equal to 6. A equal to 6 and B equal to 2 equal. So we obtain the values of A and B by comparing the answer with the given result. I mean given answer. Then what is the maximum value of A sin x plus B cos x? A sin x plus B cos x. The maximum of this one. You know A equal to 6 and B equal to 2. ഇനി എയും ബിയും തിരിഞ്ഞു പോയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. A sin x plus B cos x ന്റെ maximum is root of A square plus B square, root of 6 square plus 2 square, root 40. Any such option for this one? Any such option? Root 40 is there. Option B is the right answer. Okay. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പലതായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷനകത്തു നിന്ന് നേരെ നോക്കിയാൽ ആരുടെയും ഡെറിവേറ്റീവ് അവിടെ കാണുന്നില്ല. ഉണ്ടോ എന്ന് നോക്ക്. പിന്നെ വലിയ പവേഴ്സാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു പവേഴ്സ് എന്ന് നമ്മൾ ലീനിയർ ബൈ കോൺട്രാറ്റിക് അല്ല ലീനിയർ ബൈ കോൺട്രാറ്റിക്കിൻ്റെ സ്ക്വയർ ഓർ 1 ബൈ കോൺട്രാറ്റിക്കിൻ്റെ സ്ക്വയർ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇല്ല. അതിനർത്ഥം ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ താഴെയുള്ളയാളുടെ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ ഇത് ന്യൂമറേറ്റർ മാറി നിൽക്കുന്നത് വെച്ചാൽ ഇത് 100% ഷുവറാണ്. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. 1 സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരാളുടെ ഡെറിവേറ്റീവായി മാറും. കാരണം ഇത്രയും വലിയ പവേഴ്സ് വന്നാൽ വേറെ മെത്തേഡുകളിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി എ ഫംഗ്ഷൻ ഇൻവോൾവിങ് ആൻ എക്സ്പ്രഷൻ അലോങ് വിത്ത് ഇറ്റ്സ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ്. ആൻഡ് ഹിയർ ഇറ്റ്സ് വെരി ക്ലിയർ. താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മേളിൽ കിട്ടണം. മേളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് താഴെ കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. അപ്പോൾ ഈ താഴെയുള്ളതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ ഡെറിവേറ്റീവ് മേളിൽ വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്ത് നേരെ നോക്കിക്കേ. 2x⁴ + 3x² + 1ൻ്റെ ഡെറിവേറ്റീവ് ആണ് മേളിൽ കിടക്കുന്നത്. അവിടെ പവർ കൂടുതലാണ്. പക്ഷെ താഴത്തെ പവർ 16 മേളിലത്തെ പവർ 13 ഉള്ളൂ. നെറ്റ് എഫക്റ്റ് പ്രോപ്പർ ഫ്രാക്ഷൻ തന്നെയാണ്. നമുക്ക് ഈ താഴെ ദ മെത്തേഡ് ഫോർ സോൾവിങ് ദിസ് ക്വസ്റ്റ്യൻ ഇവിടെയുള്ളതിൽ ഏറ്റവും വലിയ പവർ ഔട്ട്സൈഡിൽ എടുക്കുക. ഏറ്റവും വലിയ പവർ, അതായത് താഴെയുള്ള 2x⁴ + 3x² + 1ലെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് x⁴ ആണ്. അത് മാത്രം എടുത്താൽ മതി. x⁴ പുറത്തോട്ട് എടുക്കുമ്പോൾ ആ പവർ മാത്രമായി വരികയില്ല. ഇറ്റ് ഹാസ് എ പവർ 4 in above of that one. ഇറ്റ്സ് എ പവർ ഫോമിൽ പവർ എന്നിൽ ഒരു 4ഉം കിടപ്പുണ്ട്. അപ്പോൾ പുറത്ത് വരുന്ന ടൈം x⁴ the whole power 4 x⁴ ആയിരിക്കും. x⁴ കിടന്നിടത്ത് 2, 3x² കിടന്നിടത്ത് 3/x² and 1 കിടന്നിടത്ത് 1/x⁴ and the whole power is 4. This is a structure after taking that x⁴ outside. x⁴ outside എടുത്താലും അത് ഔട്ട്സൈഡിൽ വന്നപ്പോൾ x⁴ ആവുമെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, നൗ ഈ x⁴ ഇവിടെ നിൽക്കാതെ അത് ആ മേളിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 3 × 3/x³. കാരണം x⁴ x⁴ കൊണ്ട് ഡിവൈഡ് ചെയ്ത് x³ വരും. 2/x⁴11 x⁴ ഉണ്ടായിരുന്നു. x⁴ ഇതാണ് ന്യൂമറേറ്റർ. ബൈ 2 + 3/x² + 1/x⁴ the whole power 4. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈ പ്രോബ്ലത്തിന് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ താഴെയുള്ള ടേമിൻ്റെ അകത്ത് ഹയസ്റ്റ് പവർ പുറത്തെടുത്ത് മേളിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ചിലപ്പം ഇങ്ങനെ ലീനിയർ ആയിട്ട് തന്നെ കിടക്കും. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അല്ല, ഒറ്റ എക്സ്പ്രഷനാണ്. അപ്പോൾ
ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഹയസ്റ്റ് പവർ എടുത്ത് വേറെ എക്സ്പ്രഷനകത്തോട്ട് ഉന്തിക്കയറ്റി വിട്ടാൽ മതി. ഇവിടെ ഡിവിഷൻ പോലെ. ആ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടില്ല, ചിലപ്പം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇനിയും ഇവിടെ നിങ്ങൾ നോക്കുക, ഈ താഴെ കിടക്കുന്ന ഈ ക്വാണ്ടിറ്റിയുടെ കറക്റ്റ് ഡെറിവേറ്റീവ് മേലെ കിടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ. കാരണം ഐ ടോൾഡ് യു ദിസ് 3/x². ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പവർ കൂടി താഴെ വരും. 1/x⁴. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x⁵ ആയി താഴെ വരും. ഓക്കെ, 1 അല്ലായിരുന്നു അവിടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 2 + 3/x² പ്ലസ് 1/x⁴ ടി എന്നെടുക്കും. ഈ 3/x² ഡെറിവേറ്റീവ് -6/x³ ആൻഡ് അതർ വൺ ഈസ് -4/x⁵ ഈക്വൽ ടു dt വരും. ഇതവിടെ ഉണ്ടാവില്ല, അതിൻ്റെ അതിൽ നിന്നൊരു 2 പുറത്തെടുത്താൽ മതിയാവും. സോ ദ ന്യൂമറേറ്റർ 3/x³ and 2/x⁵. So -2 outside. Remaining portion is എത്രയാണ് വരുന്നത്? 3/x³ plus 4/x⁴. നമുക്കത് ഇവിടെ ഒന്നുകൂടെ എഴുതിയിട്ട് പോകും. Take -2 outside. The expression becomes 3/x³ plus 2/x⁵ dt. So what is the expression corresponding to the numerator? You can write dt divided by t whole divided by t power 4. So that question is completely solved. dt by 2. So it is -2 ആണ്, കാരണം -1 ആണ്. -1/2 into dt by t power 4. തീർന്നില്ലല്ലോ. -1/2 into t power 4 integrate ചെയ്താൽ t power -4 plus 1 divided by -4 plus 1 plus c. c ഒക്കെ നമുക്ക് പിന്നീട് എഴുതാം. That is -1/2 into -4 plus 1 is -3 into t power -3. Bring that one into denominator. 1/t³. 1/6 of 1/t³. t ആരായിരുന്നു നമ്മുടെ കടപ്പുണ്ട്. 2 plus 3/x³ plus ക്യൂബ് ആയിരുന്നു, സ്ക്വയർ ആയിരുന്നു. 3/x². And the next one is എത്ര ആയിരുന്നു? 1/x⁴. The whole എത്രയാണ് നമുക്ക് പവർ കിട്ടിയത്? 3. ഇതിനോട് സിമിലർ ആയിട്ടുള്ള വല്ലതും ഉണ്ടോ? പക്ഷേ ഇങ്ങനെ അല്ലല്ലോ ആൻസറുകളൊന്നും കിടക്കണത്. 1/6 ഉള്ള 2 എണ്ണം ഉണ്ട്. ഏതായാലും ഒത്തു. നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 1/6 ഓഫ് ഇവിടെ x⁴ LCM എടുത്താൽ താഴെ വരുമ്പോൾ 2x⁴ പ്ലസ് 3x² പ്ലസ് 1. ഇതിൻ്റെ പവർ എത്രയുണ്ട്? 3 ഉണ്ട്. x⁴ LCM ഉണ്ട്, അത് മേലെ വരുമ്പോൾ x⁴12 വരും. Which option is the right answer of this question? ഇച്ചിരി ലെങ്തി ആണ്, but this question you can expect this one. x⁴12 divided by 6 into 2x⁴ plus 3x² plus 1. So that is the right answer. You can expect this type of question. ചില സമയത്ത് വരുമ്പോൾ ഈ 2 എക്സ്പ്രഷൻ ഇങ്ങനെ കിടക്കും, പിന്നെ ബാക്കി ഒരു dx dt. ഇവിടെ നിന്ന് ഒരു ടിയോ വല്ലതും എടുത്ത് ഇതിൽ കൊണ്ട് പുഷ് ചെയ്ത് വിടണം. അപ്പോഴും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരും. അതിലും നമുക്ക് ഹൈ പവേഴ്സ് കാണാം. അപ്പം നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട. u മെത്തേഡ് അവിടെ കിട്ടും. ഇവിടെ du/u മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. ഇച്ചിരി ലെങ്തി ആയി പോയതുകൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മാറ്റിക്കൊണ്ട് വന്നത്. സോ നോട്ട് ദിസ് ക്വസ്റ്റ്യൻ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. So this is another very important question, that is integral with sec³ and cosec⁴/3x dx. And see the questions having, that means sec and cosec having the fractional powers, and sec and cosec in numerator പെട്ടെന്ന് നമുക്ക് ആ fractional powers നെ integrate ചെയ്യാൻ പാടായിരിക്കും. So what we have to do for this one
you just bring this one into denominator 1 by cos raised to 2 by 3 into cosec raised sec sin raised എത്രയാണ് പവർ 4/3. ഈ പവറിന് ഒരു പ്രത്യേകതയുണ്ട്, ഫംഗ്ഷന് ഒരു പ്രത്യേകതയുണ്ട്. So what is the sum of the powers, the 2/3 and 4/3? 2/3 plus 4/3 is equal to 6/3, 2. സാധാരണ ഇത് ഒരു 2 പവറേ വരാറുള്ളൂ. ഇതിന് വേറെ ആൾജിബ്രായിക് ആയിട്ട് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടും മോസ്റ്റ് ഒരു എക്സ്പെക്റ്റിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്, സാധാരണ വരാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് what we have to do, so you take the sum of the powers 2/3 plus 4/3, that is equal to 6/3 equal to 2. You divide this numerator and denominator using that cos with this power or sin with this power. രണ്ടായാലും നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, രണ്ടായാലും നമുക്ക് ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞത് എന്താണ്, പവേഴ്സ് ആഡ് ചെയ്യുക 2 ആണ്. 2 എടുത്തിട്ട് ഒന്നുകിൽ കോസിന് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സൈനിന് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക, 2 കിട്ടും. ആൻസറുകൾ ടാനിലും കോട്ടിലും കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതായാലും ടാനിലേക്കുള്ള ഒരു എക്സ്പ്രഷനെ ഞാൻ എടുക്കാൻ പോകണം. സോ ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ യൂസിങ് ദ ടേം കോസ് സ്ക്വയർ എക്സ്. കോസും സൈനും ഉള്ളതുകൊണ്ട് എടുത്ത് 2 എടുത്തതിൻ്റെ കാരണം അതിൻ്റെ പവറിൻ്റെ സമ്മ് 2 ആയതുകൊണ്ടാണ്. സോ the numerator of this one becomes, what is the numerator? 1 by cos square x, that is sec square x dx. ഇവിടെ ഒരു cos raised 2/3 cos square കൂടെ ഡിവൈഡ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും? cos raised 2 and cos raised 2/3 ഡിവിഷൻ ആയി കഴിഞ്ഞാൽ sin raised 4/3 അവിടെ ഉണ്ട്. ഇപ്പോൾ 2 നിന്ന് 2/3 പോയാൽ ബാക്കി എത്രയുണ്ട്? 2 minus 2/3 4/3, that is nothing but cos raised, ഇതേ പവറേ വരുള്ളൂ. ശരിക്കും 2 എന്നുള്ള പവർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2/3 ആൻഡ് 4/3. ആ കോസിൻ്റെ 2/3 കോസ് വെച്ച് ക്യാൻസൽ ചെയ്താൽ ബാക്കി കോസിൻ്റെ പവർ 4/3 കാണും. ആ 4/3 ഇതുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഇവിടെ നമുക്ക് 4/3 എഴുതാം. റൈറ്റ്, 4/3 എഴുതി. അപ്പോൾ ഇതാരാണ്? ടാൻ. മേളിൽ ആരാണ്? സി സ്ക്വയർ എക്സ്. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ? ഇൻ്റഗ്രൽ dt ഡിവൈഡഡ് ബൈ t raised to 4/3. Bring this one in the numerator, t raised to minus 4/3 plus 1 divided by minus 4/3 plus 1. Integration കഴിഞ്ഞു. That is t raised to minus 1/3 divided by minus 1 divided by 3. So bring this 3 to numerator, minus 3 t raised to minus 1/3. Which option is the right answer? Minus 3 t raised to minus 1/3. Tan ആയിട്ട് കൊടുത്താൽ പോരെ? So note this question, it is very important. Most probably the question having the power 2/3 and 4/3 or something with 11/3 and നമുക്ക് 3/11 ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാറിന് കാണാറുണ്ട്. ആഡ് ചെയ്ത് 2 പവർ വരുന്നതാണ് കൂടുതൽ ക്വസ്റ്റ്യനുകളിൽ നമ്മൾ കണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ടാണ്, കോസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, സൈൻ സ്ക്വയർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, വരാൻ നമുക്ക് സാധ്യത ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. 1 by quadratic സ്ക്വയർ. 1 by quadratic എല്ലാവർക്കും അറിയാം അല്ലേ? 1 by quadraticൻ്റെ സ്ക്വയർ വന്നാൽ എങ്ങനെ ചെയ്യും? ആൻഡ് അത് ടാനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എഫ് ഓഫ് എക്സ് ബൈ ആ ക്വാഡ്രാറ്റിക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 10 ദ ഹോൾ സ്ക്വയർ ആണ് അവിടെ കിടക്കുന്നത്. നമുക്ക് ആ ബ്രാക്കറ്റിനുള്ളിൽ അതിനെ ഒരു കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ കൊടുത്ത് 2 ടൈം ആയിട്ട് എഴുതണം. The method for solving an expression involving 1 by quadratic square. So you split the term inside the bracket and there x minus 2x plus 10 the
x minus 1 the whole square minus 1 plus 10 is equal to plus 9 the whole square. Now I splitted square. Now I splitted the expression like this. Okay, and then here use a substitution x square plus a square. The better substitution for this one is x is equal to a tan theta. Remember, x square plus a square kanda നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന substitution x is equal to a tan theta or a cot theta എന്നാണ്. ഇവിടെ x minus 1 the whole square plus 9 is there, so you can use the substitution x minus 1 is equal to 3 tan theta എന്നാണ്. x minus 1 is equal to 3 tan theta. 9 3 square ആയതുകൊണ്ടാണ്. അപ്പോൾ x minus dx is equal to 3 sec square theta d theta ആണ്. So numerator becomes dx 3 sec square theta d theta. Divided by x minus 1 square. So this x we assumed as 3 tan theta square. So 9 tan square theta plus 9 the whole square is there. 9 you can take outside. 9 square 1 by 81 3 you can cancel 1 by 27 integral 6 square theta d theta divided by 1 plus tan square theta the whole square is there. അതുകൊണ്ട് എന്താ ഗുണം 1 plus tan square c square ആണ്. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തു. So 1 by 27 integral 6 square theta d theta divided by 1 plus tan square is e square the whole raised to 4 is sec raised to 4 theta. Cancelled. 1 by 27 1 by 6 square theta d theta. ഇത് താഴെ ആയി പോയതുകൊണ്ട് താഴെ കൊണ്ട് tan theta എഴുതാൻ പറ്റില്ലല്ലോ നമുക്ക്. So it can be written as 1 by 27 of integral cos square theta. നമ്മുടെ നോൺ ഫംഗ്ഷൻ ആയത് മാറി. cos square theta മൾട്ടിപ്പിൾ ആംഗിൾ ട്രിഗണോമെട്രിയിൽ വന്ന നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന എന്താണ് 1 by 27 into cos square theta 1 plus cos 2 theta divided by 2 integrate d theta. 1 by 27 into 2 is 1 by 54. 1 integral theta plus cos 2 theta sin 2 theta by 2 plus c. Option ഇങ്ങനെ വല്ലതും ഉണ്ടോ? That is a value is 1 by 54 and 27 ഒക്കെ ഉണ്ട് അവിടെ. Yes. Our assumption is x minus 1 is equal to 3 tan theta. So tan theta is equal to x minus 1 by 3. So theta is equal to tan inverse x minus 1 by 3. So the first part of this one is easily we can write the answer of this one as for this theta tan inverse x minus 1 by 3 plus 1 by 2 of what is 1 by 2 under option other? No, f of x by x square minus 2x plus 10 ആണ് അവിടെ കിടക്കുന്നത്. F of x ആണ്. This is what sin 2 theta. But we have tan theta in our hand. Am I correct? But in the answer sin 2 theta. How can we replace that sin 2 theta with tan theta? Sin 2 theta can be written as 2 tan theta by 1 plus tan square theta. Now I think the options are correct. 1 by 54 into tan inverse x minus 1 by 3 plus 2 will be cancelled and the numerator is x minus 1 by 3 because tan theta
by 1 plus x minus 1 by 3 the whole square. എന്നിട്ടും ആൻസർ ആയില്ല. എന്തായാലും 1/54 ഉണ്ട്, എക്സ് മൈനസ് 1 ഒക്കെ കിടപ്പുണ്ട് അവിടെ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയാൽ മതിയായിരിക്കും അല്ലേ. എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 10 ഒക്കെ ഉണ്ട്. അത് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. That is 1/54 of tan inverse of x minus 1 by 3. ഇവിടെ LCM എടുത്താൽ താഴെ 9 x square minus 2x, x square minus 2x, 9 plus 1 10, and the 3 will be cancelled and numerator is x minus 1, 3x minus 1. Am I correct? By x, ഇവിടെ 9 LCM എടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ 9 വന്ന് താഴെ ഒരു 9 ഉണ്ട്, 9 and 3 cancel ചെയ്ത് പോകും, and the remaining term is 3 there. So which option is the right answer of that question? That is 1/54 and 3 into x minus 1. Option D is the right answer of that question. You check the answer of this one. So I discussed that in a problem involving a quadratic in denominator, a problem involving quadratic in denominator. Completing the square and take a substitution for that, normally that is of the form x square plus a square form. In that case you can use the substitution x is equal to a tan theta. Okay. Next, this is another very important question in our JEE exam. See, an equation involving cos minus sign in denominator or cos plus sign in denominator and cos minus sign or cos plus sign in numerator and denominator 1 sin 2x, they have a close connection between these two values. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് പറയാം. ഈ ന്യൂമറേറ്ററിൽ കോസ് മൈനസ് സൈനും ഡിനോമിനേറ്ററിൽ സൈൻ 2x ഉണ്ടെങ്കിൽ ആ സൈൻ 2x എന്നുള്ള ടേമിനെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് വെച്ച് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾക്കറിയാവുന്ന ഒരു സംഗതിയുണ്ട്, 1 പ്ലസ് സൈൻ 2x എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഒന്നും ഇല്ലെങ്കിൽ it can be written as cos x plus sin x or sin x plus cos x the whole square. 1 minus sin x നെ നമുക്ക് sin x minus cos x the whole square എന്ന് എഴുതാം. തിരിച്ചു മറിച്ച് ഇവിടെ മൈനസും എഴുതാം പ്ലസും എഴുതാം according to the structure of this question, and there is no other limit of that expression given in this. So I think better we replace the numerator cos minus sin x അങ്ങനെ തന്നെ ഇരിക്കട്ടെ. റൂട്ട് ഓഫ് 8 അവിടെ ഇരിക്കട്ടെ, ഒരു 1 ആഡ് ചെയ്ത് ഒരു മൈനസ് ഓഫ് 1 പ്ലസ് സൈൻ 2x you can write that 8 plus 1 9, 9 minus 1 is again 8, minus sin 2x is there. So this expression now becomes cos x minus sin x എന്ന് പറഞ്ഞാൽ 1 plus sin 2x ഉണ്ടാക്കണം. മേളിൽ മൈനസ് വന്നുകൊണ്ടാണ് 1 പ്ലസ് സൈൻ 2x ഉണ്ടാക്കുന്നത്. മേളിൽ പ്ലസ് ആയിരുന്നെങ്കിൽ ഐ ഓൾവേസ് എക്സ്പ്രസ് ദ ഡിനോമിനേറ്റർ ബൈ അഡ്ജസ്റ്റിംഗ് ദ ടേം വിത്ത് സം കോൺസ്റ്റന്റ് ഇൻ ദ ഫോം 1 മൈനസ് സൈൻ 2x. ബട്ട് ഹിയർ ഇറ്റ് ഈസ് 1 പ്ലസ് സൈൻ 2x. സോ root of 8 plus 1 9 minus of this is simple sin x plus cos x the whole square. Agreed. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോം. മൈനസ് ആണ് പ്ലസ്സിൽ വരിക, പ്ലസ് ആണ് താഴെ മൈനസിൽ കൊണ്ടുവരിക. And then u equal to sin x plus cos x, and du is equal to cos x minus sin x. Now the numerator is integral du divided by root of 3 square minus u square. What is this formula? This is a very standard formula, a very important standard formula for this one. What is that form? It is 9 a square minus x square. ഏതാണ് ഫോർമുല? താനും കോട്ടൊന്നും അല്ല കേട്ടോ. ദിസ് ഈസ് സൈൻ ഇൻവേഴ്സ് u by 3. What is the value of u? U is nothing but sin x plus cos x. So this is a sin
inverse sin x plus cos x by b. A means 1. Sin inverse sin x plus cos x by 3. So what is the value of A? A is 1 and B is 3. It's a good question. You can see the answer. No need to express that u as sin x plus cos x. That is evidently true from the answer. This is the final answer of this one. Okay, this is also a very important question. ഇതിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. Okay, next. So this question is from our application of derivative. This is also a standard question. You can see many questions similar to this one that already asked in the JEE exam that we can see. A triangle of maximum area that can be inscribed in a given circle of radius r is. A triangle of maximum area that can be inscribed in a given circle. There is a circle. No. Circle on it. There is a circle. And we have to inscribe an equilateral, not a triangle inside of this one with the maximum area. ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാൻ പോകേണ്ട ആവശ്യം ഇല്ല. I will explain the standard answer for this one. The answer for this one is, if this is the radius and this is also the radius and this is radius, when a triangle having the maximum area, it should be an equilateral triangle, and its length of an equilateral triangle is always related to this r in root 3 form, root 3r. Don't forget this. The length of the side of an equilateral triangle which can be inscribed in a given circle of radius r is root 3r. We can only inscribe one equilateral triangle in this one. That means ഒരു measure ഉള്ള equilateral triangle ഉണ്ടാവുള്ളൂ. പലയിടത്തോട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം, but the length of the side remains same there. Maximum area സർക്കിളിൽ നിന്ന് സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്ന ഒരു ട്രയാങ്കിളിന് ഉണ്ടാവണമെങ്കിൽ അതൊരു ഈക്വിലാറ്ററലേ പറ്റുള്ളൂ. അതൊരു ജോമെട്രിക്കൽ കൺസെപ്റ്റാണ്. യൂണിവേഴ്സിൽ അങ്ങനെ പല ജോമെട്രിക്കൽ കൺസെപ്റ്റ്സുകളും ഇപ്പോൾ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഡയറക്റ്റ് ആൻസറാണ്. നോ നീഡ് ടു പ്രൂവ് ദിസ് വൺ. ഇറ്റ് ടേക്സ് ടൈം. അതിൻ്റെ ലെങ്ത്, ട്രയാങ്കിളിൻ്റെ ഏരിയ, അതിനെ കണക്ട് ചെയ്ത് റേഡിയസുമായിട്ട് lot of things are there, you know, maxima and minima of our application of derivative. But in the case of a circle when a rectangle is inscribed in it, and what should be the length of the side? Not a rectangle, but it will be a square. നമ്മുടെ ഉദ്ദേശം ഇതാണ്, ഒരു സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആയിരിക്കും. ഒരു സർക്കിളിൽ നിന്ന് മാക്സിമം ഏരിയ കട്ട് ചെയ്ത് കിട്ടത്തക്ക രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്താൽ അതൊരു സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ ലെങ്ത് ഓഫ് ദ സൈഡ് ഈസ് ഓൾവേസ് റൂട്ട് 2 ടൈംസ് r ആയിരിക്കും. രണ്ട് ക്വസ്റ്റ്യൻ ആയില്ലേ? ഇതൊക്കെ ജോമെട്രിക്കലി ഡയറക്റ്റ് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സപ്പോസ് ആൻ എലിപ്സ്. Can you say what is the area of the largest rectangle inscribed in it? ഇവിടെ പക്ഷേ റെക്ടാങ്കിൾ തന്നെ പറ്റുള്ളൂ. നോട്ട് ഇറ്റ് വിൽ ബി എ സ്ക്വയർ. It will not be a square. And in this case, the area of the largest rectangle inscribed in an ellipse of equation x square by a square plus y square by b square is equal to 1 is 2ab. Its area is 2ab. That means its length is root 2a and its breadth is root 2b. അതുകൊണ്ടാണല്ലോ 2ab വരുന്നത്. Also, I will express another question, that is, in an ellipse
An isosceles triangle having maximum area. An isosceles triangle having maximum area whose one vertex is at the vertex of the ellipse. Its maximum area happened is area maximum is in the area I discuss 3 root 3 AB by 4. So another concept. So all these are some standard type of question. You can remember this one at the time of exam. If you can remember, directly. Also one more question. In a parabola, this is truly important. The length of the triangle, length of the equilateral triangle, which can be inscribed in an ellipse whose vertex is at the vertex of the parabola, y square equal to 4ax is, I think the length, here I mentioned the length. In this case I mentioned the length and breadth and area. In that case I mentioned the area only, and the point having 2 pi by 3 as the eccentric angle for that point. 2 pi by 3 is the eccentric angle. 2 pi by 3. This angle 2 pi by 3. Okay, and I am talking about this length of the side of an equilateral triangle which can be inscribed in a parabola whose one vertex is at the vertex of the parabola. L is equal to 8 a root 3. That's cylinder sphere cylinder. That's a standard concept. If you make a table for that, if you make a table for that, you can remember this question at the time of entrance. This question previous JEE. Okay. I expressed 1, 2, 3, 4, 5 questions along with this one. All these are from application of derivative. Next one. Question is over. Oh, we have 2 more questions. Let's see that. A rectangle is inscribed in an equilateral triangle of side 2 root 2 as shown in the figure. Then the square of the largest area of such rectangle. This is simple. One equilateral triangle. This is a square or rectangle is inscribed. This rectangle in the largest area. Area maximum a largest area square kandupidikanam. Ipo engane kandupidikum ennu paranja namakku ee area maximum aagunna reethiyil engane namakku ee rectangle ne idinathu inscribe cheyam. But it is given that 2 root 2 is the length of the side of this one, and here also 2 root 2. I think root 2. Let us split this one into half. Inscription symmetrical ആണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി മാറ്റി ചെരിച്ചു വെക്കുകയല്ല. ഇവിടെ കൂടുതൽ അവിടെ കുറവുമല്ല. ഓക്കെ, ഒരേപോലെ ഇൻസ്ക്രൈബ് ചെയ്തിട്ട്. And here you can see a triangle, small triangle. Assume this is length x. Now from the left side of this triangle up to the center, I told you it is root 2, and this is x, so length of the rectangle is root 2 minus x. Am I correct? നമുക്ക് ആരെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്? റെക്ടാങ്കിളിൻ്റെ ഏരിയ. റെക്ടാങ്കിളിൻ്റെ ഏരിയ കിട്ടണേ റെക്ടാങ്കിളിൻ്റെ ലെങ്ത് കിട്ടണം. റെക്ടാങ്കിളിൻ്റെ ഒരു പീസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ടോട്ടൽ റൂട്ട് 2 മൈനസ് എക്സ്, റൂട്ട് 2 മൈനസ് എക്സ് ആണ്, ഇൻറ്റു 2 വരും. ഇനിയും ബ്രെഡ്ത്ത്, അതൊരു പ്രശ്നമാണല്ലോ. We know the angle of this one is 60 degree, and we have this is x and this one
is the height of that one, 60. Let us write a formula for tan 60. Tan 60 is equal to this height ennu kodukka h divided by x, that means tan 60 is equal to root 3. Root 3x is equal to height. So height of the rectangle is equal to root 3 ax. We obtain the length and height of the triangle required rectangle in terms of a value x as a parameter here happened. എന്തേരം മാറ്റി അങ്ങോട്ട് ഉണ്ടാക്കണം എന്നാണ് നോക്കുന്നത്. And moreover അതല്ല നമുക്ക് വേണ്ട maximum area square ഉണ്ട്. So what will be the area? The area of this one is 2 root 3 into 2 root 3 into root 2x minus x square. 2 root 3 into root 3x minus x square. You check it once more. ഇനി നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, മാക്സിമൈസേഷൻ്റെ പ്രിൻസിപ്പിൾ. An expression is obtained. To maximize this one, take the dash derivative of this one. 2 root 3 into root 2 minus 2x. Take this one is equal to 0. 2 root 3 cannot be 0. Root 2 minus 2x is equal to 0. So the turning value x is equal to root 2 by 2 is 1 by root. And a double dash, you know, it is negative minus 2. So the area is maximum when x is equal to what? 1 by root 2. Area is maximum when x is equal to what? 1 by root 2. So what is the area of that one? That is area 2 root 3 into root 2 into 1 by root 2 minus the value of x is what? 1 by 2. Now it is 2 root 3 into, this will be cancelled, 1 minus 1 by 2 is 1 by 2, 2 cancelled, and simply root 3 is the area. Equilateral triangle in the side in the length 2 root 2 ആണെങ്കിൽ അതിനുള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന റെക്ടാങ്കിളിന് മാക്സിമം ഏരിയ എന്ന് പറയുന്നത് റൂട്ട് 3 ആയിരിക്കും. പക്ഷേ നമുക്ക് സ്ക്വയർ ഓഫ് ദ ലാർജസ്റ്റ് ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. സ്ക്വയർ ഓഫ് ദ ലാർജസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ്? root 3 square. 3 is the right answer for this question. Okay, agreed. Now സമയമില്ല, നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 times f of x plus 4 times f of 1 by x is equal to. This is an important question for different situation. Relation function എന്ന് ചോദിക്കാം, ഡൊമൈൻ ചോദിക്കാം, ആൻഡ് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ എന്തെങ്കിലും. So an expression is given as 5 times f of x plus 4 times f of 1 by x is equal to x square minus 2. Then what we have to find? Y equal to 9x square f of x ന്റെ ഇൻക്രീസ് ചെയ്യുന്നത് എവിടെയാണ്? അതിന് 9x square വേണേ ഓക്കെ, f of x എന്ത് ചെയ്യുക? f of x ഇവിടുന്ന് കിട്ടുമെന്ന്. അതിന് f of x എങ്ങനെ കിട്ടും? ഒറ്റ ഇക്വേഷൻ അല്ലേ ഉള്ളൂ. 5 times f of x plus 4 times f of 1 by x is equal to x square minus 2. To obtain f of x from this type of equation, you simply replace x with 1 by x. That means we have to make one more equation similar to this one and simplify it for getting the required function f of x. Now it is 5 times f of 1 by x, 4 times f of x is equal to x square 1 by x square minus 2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആദ്യത്തെ ഇക്വേഷനായിട്ട് ഒരു 5 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും f of 1 by x will be cancelled and 5 times f of x, that is 25 f of x, 4 f of 20 will be cancelled, minus ഇതിനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 16 f of x, 5 times x square minus 2 minus 4 times 1 by x square minus 2. This is the required expression. Now 5 f of x minus 16 f of x is 9 f of x. നമുക്ക് 9 ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. 9x square ഉണ്ട്. 5x square minus 10 minus 4 by x square plus 8.
5x square minus 4 by x square minus 2. LCM 5x raised to 4 minus 2x square minus 4 by x square, right? The equation becomes 5x raised to 4 minus 2x square minus 4. This is 9f of x. But what we have to find? Y into y equal to 9x square f of x. So multiply with the x square, 9x square f of x across multiply. The expression is 5x raised to 4 minus 2x square minus 4. Now it is increasing for what values of x? I think better for getting the increasing and decreasing nature of this one, we must differentiate the given equation. That means take this one as y dy by dx is equal to what? 20x cube minus 4x. It is increasing for, take x outside, you will get x into 4x outside, 5x square minus 1. And what are the turning points of this one? 4x into root 5x plus 1 into root 5x minus 1, and this one greater than 0 for increasing function. So you know the method of rule of sign. What are the critical values? X. So one critical point is 0. The other one, root 5x minus 1, 1 by root 5 is other critical value, and minus 1 by root 5 is another critical value, and this will be positive, negative, increasing for what values of x? See the option minus. Increasing means that f dash x is in positive, and here that f dash x is positive, and here f dash x is positive. So f dash x is positive in the interval where minus 1 by root 5 to 0, 1 by root 5 to 0, and then 1 by minus 1 by root 5 to 0, and 1 by root 5 to infinite. Which option? Option 2 is the right answer. Now our time is over. Almost finished our time. We discussed around 25 questions. Not 25. We discussed a lot of questions related to the given question. Okay, you practice it. ഞാൻ പറയുന്നു ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങളുടെ കമ്മിങ് എൻട്രൻസ് എക്സാമിന് വരാതിരിക്കില്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ലിസണിങ്. താങ്ക് യു.
Brilliant Study Center, India's #1 coaching center for NEET and JEE.